Good morning. Start ചെയ്യാം. So last day നമ്മൾ first chapter ratio, proportion, indices and logarithms discuss ചെയ്തു. Then equation chapterലെ simple linear equation, simultaneous linear equation, quadratic equation and cubic equationന്റെ ക്വസ്റ്റ്യൻസും തിയറിയും ക്വസ്റ്റ്യൻസും ചെയ്തു. എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. First question. A man sells 6 radios and 4 televisions for rupees 18,480. If 14 radios and 2 televisions are sold for the same amount, what is the price of a television? So ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് സ്ഥിരമായിട്ട് എക്സാമിന് വരുന്നതാണ്. ഒരു രണ്ട് സിമ്പിൾ സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കുന്നത്. മാർക്ക് ചെയ്തേക്കാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ പ്രൈസ് ഓഫ് റേഡിയോ എക്സ് ആയിട്ടും പ്രൈസ് ഓഫ് ടെലിവിഷൻ വൈ ആയിട്ടും എടുക്കുക. സോ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 6x plus 4y. 6 radios and 4 television for rupees 18,480. If 14 radios and 2 televisions are sold for the same amount means 18,480. So that means നമുക്ക് 14 radios, that means 14x plus 2 televisions 2y equal to 18,480. So equation 1, equation 2. So രണ്ട് simultaneous linear equations വന്നിരിക്കുന്നു. സോ നമുക്ക് എലിമിനേഷൻ മെത്തേഡിലാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. എലിമിനേഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ്? ഈ 4y ഇവിടെയും 4y ആയിട്ട് മാറും. സോ ദാറ്റ് മീൻസ് ഫസ്റ്റ് ഇക്വേഷൻ ആസ് ഇറ്റ് ഈസ്, ചേഞ്ച് ഒന്നും നമ്മൾ വരുത്തുന്നില്ല. ഫസ്റ്റ് ഇക്വേഷൻ 6x പ്ലസ് 4y ഈക്വൽ ടു 18,480. സെക്കൻഡ് ഇക്വേഷൻ. സോ 2 കൊണ്ട് മൾട്ടിപ്ലൈ മീൻസ് LHSലെ എല്ലാ ടേംസിനെയും RHSലെ എല്ലാ ടേംസിനെയും എത്രയാണ്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. So that means 14 into 2, 28x plus 4y equal to 36,960. 36,960. So ഇതിന് equation 1 എന്നും ഇതിന് 3 എന്നും കൊടുത്തു കഴിഞ്ഞാൽ equation 1 minus 3. So minus. y term cancel ആകും. മിച്ചം വരുന്നത് minus 22x equal to minus 18,480 അല്ലേ? Therefore, x is equal to 18,480 divided by 22. That means 840. 840 ചോദിച്ചിട്ടുണ്ട്. ബട്ട് നമ്മൾ എക്സ് എടുത്തിരിക്കുന്നത് റേഡിയോ ആണ്. ടെലിവിഷൻ്റെ പ്രൈസ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. Therefore, എക്സിൻ്റെ വാല്യൂ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6 into 840 plus x. Substitute x in 1. 6 into 840 plus 4y equal 18,480. So that implies 4y equal 840 into 6 minus 18,480. So 13,440. That means y equal 13,440 divided by 4. 3,360 is the right answer. Choice D is the right answer. മാർക്ക് ചെയ്തേക്കാം. ഇതേപോലത്തെ
ക്വസ്റ്റ്യൻ നമുക്ക് ഒരു രണ്ട് സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്തിട്ട് സോൾവ് ചെയ്തെടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. മാർക്ക് ചെയ്തേക്കാം. മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടേ എക്സാമിന് പോകാവൂ. ദെൻ നെക്സ്റ്റ് വൺ, ഇഫ് വൺ റൂട്ട്, നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്ത നോട്ട്, വൺ റൂട്ട് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് 2 + √5. ഒരു റൂട്ട് 2 + √5 ആണെങ്കിൽ ഈ റൂട്ടിൻ്റെ പ്രത്യേകത എന്താണ്? ഇതൊരു ഇറാഷണൽ റൂട്ടാണ്. ഇറാഷണൽ റൂട്ട് എങ്ങനെ ഒക്കെ അറിയത്തുള്ളൂ? കോൺജുഗേറ്റ് പെയർ. ഇതിൻ്റെ കോൺജുഗേറ്റ് പെയർ എന്തായിരിക്കും? 2 - √5. ഒന്ന് 2 + √5 ആണെങ്കിൽ ഒന്ന് 2 - √5. സോ റൂട്ട്സ് അറിയാമെങ്കിൽ രണ്ട് റൂട്ട്സും കിട്ടി. റൂട്ട്സ് അറിയാമെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്ന ഫോർമുല എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² minus sum of roots into x plus product of roots equal to 0. Then നമുക്ക് സം, ഇതൊന്നും ഈ സ്റ്റെപ്പ് ഒന്നും എക്സാമിന് എഴുതരുത്. ഈ സം എന്നുള്ളതൊന്നും നമുക്ക് ഒറ്റയടിക്ക് അറിയാം. 2 + √5, 2 - √5, √5 ഗെറ്റ് ക്യാൻസൽ, 4 വരും. 2 + √5 plus 2 - √5, √5 get cancel equal to 4. Then product 2 + √5 into 2 - √5. ഇവിടെ a + b into a. എല്ലാ ക്വസ്റ്റ്യനും ഇത് തന്നെയാണ് ഫോർമാറ്റ്. അതുകൊണ്ട് ഇതൊന്നും എഴുതി സമയം കളയരുത്. സോ 2² 4 ആണ്, -5. ദാറ്റ് മീൻസ് -1. പ്രോഡക്റ്റ് -1. ദെയർഫോർ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? x² - 4x - 1 equal to 0. x² - 4x - 1 is equal to 0. Choice B is the right answer. Choice B is the right answer. Then next one, a man start his job with a certain monthly salary and earns a fixed increment every year. His salary was rupees 1,500 after 4 years of service and 1,800 after 10 years of service. What is his starting salary and what is his annual increment in rupees? So ഇവിടെ നോക്കിയാൽ man start with job with a monthly salary and end. So monthly salary x ആയിട്ടും and fixed increment every, ഓരോ വർഷം കഴിയുമ്പോഴും എന്താണ്? ഫിക്സഡ് ഇൻക്രിമെന്റ് എടുക്കുന്നുണ്ട്. സോ മന്ത്ലി സാലറി ഈക്വൽ ടു എക്സും ഫിക്സഡ് ഇൻക്രിമെന്റ് ഈക്വൽ ടു വൈ എടുത്താൽ, മന്ത്ലി സാലറി എക്സും ഫിക്സഡ് ഇൻക്രിമെന്റ് വൈയും എടുത്താൽ, സോ ഫസ്റ്റ് ഇയർ മൊത്തം എക്സ് ആണ്. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോഴത്തേക്കും വരും എക്സ് + y. തേർഡ് ഇയറിലേക്ക് വരുമ്പോഴത്തേക്കും എക്സ് + 2y. ഫോർത്ത് ഇയറിലേക്ക് വരുമ്പോഴത്തേക്കും എക്സ് പ്ലസ്, ഫസ്റ്റ് ഇയറിൽ എക്സ് + y, സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ഇയറിൽ എക്സ്, സെക്കൻഡ് ഇയറിൽ എക്സ് + y, തേർഡ് ഇയറിൽ എക്സ് + 2y, ഫോർത്ത് ഇയറിലേക്ക് വരുമ്പോഴത്തേക്കും 4. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഹിസ് സാലറി ആഫ്റ്റർ 5,500 ആഫ്റ്റർ 4 years ഓഫ് സർവീസ്. 4 വർഷം കഴിഞ്ഞാൽ എന്താണ്? അഞ്ചാമത്തെ വർഷം. അഞ്ചാമത്തെ വർഷം എന്ന് പറയുമ്പോൾ എന്താണ്? എക്സ് + 4y ഈക്വൽ ടു 1,500. സോ 4 വർഷം കഴിയുമ്പോൾ നമുക്ക് എന്താണ്? 4 വർഷം കഴിയുക മീൻസ് എന്താണ്? അഞ്ചാമത്തെ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രയായിരിക്കും സാലറി വരുന്നത്? എക്സ് + 4y ആയിരിക്കും. നമ്മുടെ ഇക്വേഷൻ പ്രകാരം അത് എത്രയാണ്? 1,500 തന്നിട്ടുണ്ട്. ദെൻ 1,800 ആഫ്റ്റർ 10 years ഓഫ് സർവീസ്. സോ അതെങ്ങനെ എഴുതാം? ആഫ്റ്റർ 10 years, 10th ഇയർ എന്നല്ല പറയുന്നത്. നോർമലി സ്റ്റുഡൻസ് വരുത്തുന്ന മിസ്റ്റേക്കാണ്. 10 years ഓഫ് സർവീസ്, 10 വർഷം സർവീസ് കഴിഞ്ഞാൽ. സോ എക്സ് + 10y ഈക്വൽ 1,800. സോ ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടിക്കഴിഞ്ഞു. 1, 2. സോ നേരെ ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 എടുത്താൽ മതി. മൈനസ് എക്സ് ക്യാൻസലായി. -6y ഈക്വൽ -300. therefore y ഈക്വൽ 50. സോ ഇൻക്രിമെൻ്റ് 50 കിട്ടി. നമുക്ക് രണ്ടും ചോദിച്ചിട്ടുണ്ട്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സബ്സ്റ്റിറ്റ്യൂട്ട് y in 1. സോ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എങ്ങനെ കിട്ടും? എക്സ് + 4 × 50 is equal to 1,500. therefore എക്സ് എത്രയാണ്? 1,500 - 200. ഈ 4 × 50 അപ്പോൾ വരുമ്പോൾ ആ സ്റ്റെപ്പ് ഞാൻ ഒഴിവാക്കി. 1,300. therefore ആൻസർ 1,300 and ₹50. ചോയ്സ് A is the right answer. ഓക്കെ അല്ലേ?
Next question. The size of an equilateral triangle are shortened by 12 units, 13 units and 14 units respectively, and a right angle triangle is formed. So equilateral triangle means എന്താണ്? എല്ലാ സൈഡും equilateral triangle ആണ്. അതിൻ്റെ ഓരോ സൈഡിൽ നിന്നും 12 യൂണിറ്റ്സ്, 13 യൂണിറ്റ്സ്, 14 യൂണിറ്റ്സ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. സോ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നമുക്ക് ഇത് ഹൈപ്പോട്ടനൂസ്, ഇത് ബേസ്, ഇത് ഓൾട്ടിറ്റ്യൂഡ് എന്നെടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ഹൈപ്പോട്ടനൂസ് ആയിരിക്കും ഏറ്റവും വലിയ സൈഡ്. ഏറ്റവും വലിയ സൈഡ് കിട്ടണമെങ്കിൽ നമ്മൾ ലെങ്ത് ഓഫ് വൺ സൈഡ് ഓഫ് ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ് എക്സ് യൂണിറ്റ്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്ര വരും? ഏറ്റവും വലിയ സൈഡ് വരണമെങ്കിൽ എക്സിൽ നിന്ന് ഏറ്റവും ചെറുത് കുറയ്ക്കണം. എക്സ് മൈനസ് 12, ഇവിടെ എക്സ് മൈനസ് 13 എടുക്കാം. ഇവിടെ രണ്ടും ഏതായാലും കുഴപ്പമില്ല. ബട്ട് ഏറ്റവും വലിയ സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സിൽ നിന്ന് ഏറ്റവും ചെറിയ നമ്പറായ 12 കുറയ്ക്കുന്നതായിരിക്കും. സോ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഒരു ഫോർമുല യൂസ് ചെയ്ത് നമുക്കിത് ആൻസറിലേക്ക് എത്താം. ഹൈപ്പോട്ടനൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. സോ ദാറ്റ് ഇംപ്ലൈസ് എക്സ് മൈനസ് 12 the whole square equal to x minus 13 square plus x minus 14 square. So the expand ചെയ്ത് quadratic equation ആക്കാൻ നിൽക്കരുത്, നേരെ ചോയ്സ് മെത്തേഡ്. സോ നേരെ എടുക്കാം. നമുക്ക് 17 ഇട്ട് കൊടുത്ത് നോക്കാം. എക്സിന് 17 ഇട്ട് കൊടുക്കുമ്പോൾ 17 മൈനസ് 12 5 ആണ്. സോ എത്ര കിട്ടും? 5 സ്ക്വയർ 25 ആണ്, ഈക്വൽ ടു 17 മൈനസ് 13 4 ആണ്, 4 സ്ക്വയർ 16 ആണ്, 17 മൈനസ് 14 3 ആണ്, 3 സ്ക്വയർ 9 ആണ്. സോ എക്സാക്ട്ലി 25 വരുന്നുണ്ട്. ദെയർഫോർ ചോയ്സ് മെത്തേഡിലെ ആൻസർ 17 യൂണിറ്റ്സ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് എക്സാക്ട്ലി ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും അത് എക്സ്പാൻഡ് ചെയ്ത്, നോർമൽ പ്രൊസീജിയർ അത് എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ ആൻസറിലേക്ക് എത്തുകയാണ്. അപ്പോൾ അവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ തന്നെ 4-5 സ്റ്റെപ്പ് വരും. ദെൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അത് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ചെയ്താലും 3-4 സ്റ്റെപ്സ് വരും. ഇത്രയും സമയം കളയരുത്, നേരെ ചോയ്സ് മെത്തേഡ് എടുക്കുക, ആൻസറിലേക്ക് വരിക. ഓക്കെ അല്ലേ? കിട്ടിയ ആൻസർ? സോ ഒന്ന് റെസ്പോണ്ട് ചെയ്യുക, മെസ്സേജ് ഇടുക. So a man went to a bank with rupees 1000. He asked the cashier to give him rupees 5 and rupees 10 notes only in return. The man got 175 note in all. Find how many notes of rupees 5 and rupees 10 did he receive? So that means അയാളുടെ ടോട്ടൽ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഇക്വേഷനൊക്കെ ചെയ്യാൻ ഒരുപാട് സ്റ്റെപ്പ് എഴുതി വേണമെങ്കിൽ ചെയ്യാം. ബട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അയാളുടെ ടോട്ടൽ ഉള്ളത് 1000 റുപ്പീസ് ആണ്. ദെൻ അയാളുടെ ടോട്ടൽ നോട്ട്സിൻ്റെ എണ്ണം, നമ്പർ ഓഫ് നോട്ട്സ് ഈക്വൽ ടു 175 ആണ്. ഫൈൻഡ് ഹൗ മെനി നോട്ട്സ് ഓഫ് rupees 5 and rupees 10 ഡിഡ് ഹി റിസീവ്. ഓർഡർ ശ്രദ്ധിക്കുക. ഫസ്റ്റ് rupees 5 ആണ് പറഞ്ഞിരിക്കുന്നത്. സോ rupees 5 rupees 10 ഡിഡ് ഹി റിസീവ്. സോ നമുക്ക് ഈ ഓർഡറിൽ എടുക്കാം. ഇത് തന്നിരിക്കുന്നത് ഓർഡർ, ഇത് 5 rupees നോട്ടിൻ്റെ എണ്ണം, ഇത് 10 rupees നോട്ടുമാണെന്ന് വിചാരിക്കാം. സോ ഇത് ടോട്ടൽ 175 ആണ്, നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് ടോട്ടൽ 150 ആണ്, കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇത് ടോട്ടൽ 175 ആണ്, കൺസിഡർ ചെയ്യാം. സോ ഫസ്റ്റ് വൺ എടുക്കുകയാണെങ്കിൽ 25 × 5, ദെൻ 150 × 100. 150 × 100 തന്നെ എത്രയാണ്? 150 × 100 തന്നെ എത്രയാണ്? 1500 ആണ്. ബട്ട് നമുക്ക് ആകെ എത്രയേ ഉള്ളൂ? 1000 ഉള്ളൂ. ദെയർഫോർ നമുക്ക് എന്ത് ഒഴിവാക്കാം? ദെൻ ഇനി മിച്ചമുള്ള ഇതാണ്. ഇതും അല്ലെങ്കിൽ നൺ ഓഫ് ദീസ് നമുക്ക് നോക്കാം. ദെൻ 150 × 5 750 ആണ്. 25 × 10 250 ആണ്. ദെയർഫോർ എക്സാക്ട്ലി എത്ര കിട്ടുന്നുണ്ട്? 1000 rupees കിട്ടുന്നുണ്ട്. ദെയർഫോർ ആൻസർ ചോയ്സ് മെത്തേഡിൽ. അല്ലാണ്ട് ഇത് രണ്ട് ഇക്വേഷനൊക്കെ എഴുതി അത് സോൾവ് ചെയ്യാനായിട്ട് 7-8 സ്റ്റെപ്പിലേക്ക് പോകരുത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. സെക്കൻഡ് ചാപ്റ്ററിലെ എന്തെങ്കിലും സോൾവ് ചെയ്യാനായിട്ട് രണ്ടും തന്നെ നമുക്ക് ചോദിച്ചിട്ടുള്ള, നമുക്ക് എക്സും വൈയും രണ്ട് വേരിയബിൾസ് ആണ് എടുക്കുന്നത്, രണ്ടും തന്നെ ചോദിച്ചിട്ടുണ്ട്. രണ്ടും ചോയ്സിൽ വരുന്നുണ്ടെങ്കിൽ ബെറ്റർ നമുക്ക് എന്താണ് ചോയ്സ് മെത്തേഡിൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. നമ്മുടെ എക്സാമിന് വേണ്ടതും അതാണ്. നമുക്ക് ഏത് ട്രിക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ടൈം ലിമിറ്റിൽ മാക്സിമം സ്റ്റെപ്പ് ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ആൻസറിലേക്ക് എത്തേണ്ടത്.
ഫൈൻഡ് ദ വാല്യൂ ഓഫ് 2 പ്ലസ്. സോ നമ്മൾ ഇതിനെ y എന്ന് എടുക്കുകയാണ്. y is equal to 2 plus 1 by 2 plus 1 by 2 plus 1 divided by 2 plus etc. up to infinity. സോ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ 2 plus 1 divided by ഈ താഴേക്കുള്ള ഡിനോമിനേറ്റർ എടുക്കുകയാണെങ്കിൽ അതും എന്ത് തന്നെയാണ്, അപ് ടു ഇൻഫിനിറ്റി ആൻഡ് y തന്നെയാണ്. ദെയർഫോർ നമുക്കിതിനെ എങ്ങനെ എഴുതാം? y is equal to 2 plus 1 by y. y is equal to 2 plus 1 by y. Then cross multiply ചെയ്താൽ ഫസ്റ്റ് y ഈക്വൽ ടു നമുക്ക് RHS LCM എടുക്കുമ്പോൾ 2y plus 1 the whole divided by y. Cross multiply ചെയ്യുമ്പോൾ y square equal to 2y plus 1. So that implies നമുക്ക് എങ്ങനെ എഴുതാം? y square minus 2y minus 1 equal to 0. y square minus 2y plus minus 1 is equal to 0. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ നമുക്കൊരു ട്രിക്ക് യൂസ് ചെയ്ത് ആൻസറിലേക്ക് എത്താം. നമ്മുടെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് സം തരുന്നതാണ്. സമ്മ് ഇത് പ്രോഡക്റ്റ് അല്ലേ. സോ ദാറ്റ് മീൻസ് നമുക്കിവിടെ നേരെ എടുക്കാം. സം എത്ര വരും? സം ക്വാഡ്രാറ്റിക് സമ്മിൻ്റെ ഫോമുല എന്താണ്? മൈനസ് ബി ബൈ എ മൈനസ് ബി ബൈ എ. സോ ദാറ്റ് മീൻസ് മൈനസ് ഓഫ് മൈനസ് 2 by 1 ആണ്. ദാറ്റ് മീൻസ് 2. പ്രോഡക്റ്റോ മൈനസ് സി ബൈ എ. ദാറ്റ് മീൻസ് മൈനസ് 1 divided by 1. സി ബൈ എ ദാറ്റ് മീൻസ് എത്ര കിട്ടും? മൈനസ് 1. ഇനി നമുക്ക് നോക്കാം രണ്ട് നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് ഇവിടെ 1 plus or minus 2 plus or minus root 2, 2 plus or minus root 5, 2 plus or minus root 3. നൺ ഓഫ് ദീസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് സം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടണം. അത് ഇത് നോക്കുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഇവിടെ തന്നിരിക്കുന്നതെല്ലാം ഇത് 1 plus root 2 ആണെങ്കിൽ അടുത്തത് 1 minus root 2 ആണ്. ഇറാഷണൽ റൂട്ട്സ് ആണ്, കോൺജുഗേറ്റ് പെയർ ആയിട്ടാണ് ഒക്കെ ചെയ്യുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് അറിയാം. ഇവിടെ നമ്മൾ ഓൾറെഡി 1-2 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സം ഉറപ്പായിട്ടും 4 വരത്തുള്ളൂ, ഒഴിവാക്കി ഇതിൻ്റെതും 4 വരത്തുള്ളൂ. ദെൻ ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ സം ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടുന്നുണ്ട്. പ്രോഡക്റ്റ് എടുക്കുമ്പോഴോ 1 square 1 ആണ്, മൈനസ് റൂട്ട് 2ൻ്റെ സ്ക്വയർ. ദാറ്റ് മീൻസ് 1 minus 2 എക്സാക്ട്ലി മൈനസ് 1 കിട്ടുന്നുണ്ട്. ദെയർഫോർ ആൻസർ 1 plus root 2 and 1 plus or minus root 2. 1 plus or minus root 2. ഇവിടെ ഇങ്ങനെ വേണം സോൾവ് ചെയ്യാൻ. അല്ല എങ്കിൽ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കിയിട്ട് നമുക്ക് ഡയറക്റ്റ് മെത്തേഡിൽ ഫാക്ടറൈസേഷൻ മെത്തേഡിലേക്ക് എത്തുമ്പോഴത്തേക്കും റൂട്ട് വരുന്നതുകൊണ്ട് കിട്ടില്ല. ഇത് ഫോർമുല മെത്തേഡ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ദ ഹോൾ ഡിവൈഡഡ് ബൈ 2a പോകേണ്ടി വരും. അങ്ങനെ ചെയ്യരുത്. ഈ പറഞ്ഞതുപോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെയോ ക്യൂബിക് ഇക്വേഷൻ്റെയോ റൂട്ട് കണ്ടുപിടിക്കേണ്ട സെനാരിയോ വന്നു. റൂട്ട് ആസ് ഇറ്റ് ഈസ് തന്നിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ സം ഓഫ് റൂട്ട്സ് മൈനസ് ബി ബൈ എ, പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് സി ബൈ എ. ക്യൂബിക് ഇക്വേഷൻ ആണെങ്കിൽ സം ഓഫ് റൂട്ട്സ് മൈനസ് ബി ബൈ എ, പ്രോഡക്റ്റ് ആണെങ്കിൽ മൈനസ് ഡി ഡിവൈഡഡ് ബൈ എ. ഓക്കെ, അത് വെച്ചിട്ട് ദെൻ ആ കിട്ടുന്ന വാല്യൂ സമ്മും പ്രോഡക്റ്റും കിട്ടുമ്പോൾ ഏതാണ് സ്യൂട്ട് ആകുന്നത് നേരെ ചോയ്സിൽ നിന്ന് പിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്യാവൂ എക്സാമിന്. ഇതാണ് ഏറ്റവും ടൈം കുറവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതി. ഇതിനടുത്തത് 2 plus root 3 is a root of a quadratic equation. Is the root of a quadratic equation x square plus bx plus q equal to 0. സോ നമുക്ക് നോക്കാം. നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏതാണ്? എക്സ് സ്ക്വയർ പ്ലസ് പി എക്സ് പ്ലസ് ക്യൂ ഈക്വൽ ടു 0 ആണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇതിൻ്റെ ഒരു റൂട്ട് 2 plus root 3 ആണെങ്കിൽ ഒബ്വിയസ്ലി അടുത്ത റൂട്ട് എന്തായിരിക്കും? 2 minus root 3. സോ സം എത്ര വരും? 4 വരും. പ്രോഡക്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. 2 square minus root 3 square. ദാറ്റ് മീൻസ് 4 minus 3 1. അങ്ങനെയാണെങ്കിൽ ഈ പിയുടെയും ക്യൂവിൻ്റെയും വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒത്തിരി പേര് മിസ്റ്റേക്ക് വരുത്തിയൊരു ക്വസ്റ്റ്യനാണ്. ശ്രദ്ധ കുറവുകൊണ്ട് മിസ്റ്റേക്ക് വരുത്തിയൊരു ക്വസ്റ്റ്യനാണ്. സോ ഇവിടെ പി എത്ര വരും, ക്യൂ എത്ര വരും? ഇവിടെ നോർമലി സ്റ്റുഡൻസ് ചാടിക്കയറി എഴുതും. പി 4 എന്ന് എഴുതും, ക്യൂ 1 എന്ന് എഴുതും. ആക്ച്വലി പി 4 ആണോ? ഇവിടെ നമ്മുടെ ആക്ച്വൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താ വരുന്നത്? എക്സ് സ്ക്വയർ മൈനസ്
sum of roots into x plus product of roots equal to 0. That means എന്ത് കിട്ടും? x square minus 4x plus 1 equal to 0. ഇനി പറയാം p എത്രയാണ്? minus 4 അല്ല, x square minus sum of roots into x plus product of roots equal to 0 ആണ് നമ്മുടെ quadratic equation വരുന്നത്. Therefore നമുക്ക് എന്ത് പറയാം? p equal to minus 4 and q equal to 1. Q is equal to 1. Okay, then if area and perimeter of a rectangle is area sorry area length into breadth is equal to 6000. Perimeter means 2 into L plus B equal to 340. So that means L plus B equal to 170. ഇനി നോക്കാണ്ടോ, ഇതാണ് വേറെ ഒരു സ്റ്റെപ്പിലേക്ക് പോകുന്നത്. നമുക്ക് രണ്ട്, അതായത് ലെങ്ത്തും വേണം ബ്രെഡ്ത്തും വേണം, അതായത് രണ്ട് നമ്പേഴ്സ് വേണം. ചോയ്സ് പ്രകാരം നമുക്ക് രണ്ട് നമ്പേഴ്സ് വേണം. അതിൽ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ 170 വരണം. രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 6000 വരണം. അതിൽ ലെങ്ത്ത് അല്ലെങ്കിൽ കൂടിയ വശമാണ് നമുക്ക് ലെങ്ത്ത് എന്ന് പറയുന്നത്, കുറഞ്ഞതാണ് നമ്മുടെ ബ്രെഡ്ത്ത് നോർമലി നമ്മൾ എടുക്കുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് നമ്പേഴ്സ്, അതിൽ ഒരു നമ്പർ ലെങ്ത്ത് ആണ് നോക്കുന്നത്. ബ്രെഡ്ത്തിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല, ലെങ്ത്ത് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. സോ ലെങ്ത്ത് 140 ആണെങ്കിൽ ഇത് പ്രകാരം ബ്രെഡ്ത്ത് എത്ര വരണം? 30 വരണം. സോ 140 into 30 ഒരിക്കലും എത്ര വരത്തില്ല? 6000 വരത്തില്ല. therefore നമുക്ക് എന്ത് ഒഴിവാക്കാം? 140 ഒഴിവാക്കാം. ഒരെണ്ണം വലിയ സൈഡ് ആയിരിക്കും, ഒരെണ്ണം ചെറിയ സൈഡ്. വലിയ സൈഡിനെയാണ് നമ്മൾ ജനറലി ലെങ്ത്ത് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് നോർമലി സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട് അത് ലെങ്ത്ത് ആണെന്ന് എങ്ങനെ അറിയും? നമ്മൾ ഹയർ ആയിട്ടുള്ള സൈഡിനെയാണ് ലെങ്ത്ത്, നോർമലി ഹയർ സൈഡിനെ ലെങ്ത്ത് എന്നും കുറവുള്ളതിനെ ബ്രെഡ്ത്ത് എന്നുമാണ് വിളിക്കുന്നത്. സോ രണ്ടാമത്തെ നോക്കാം. 120 എടുത്താൽ 120 പ്ലസ് 50, ലെങ്ത്ത് 120 ആണെങ്കിൽ ബ്രെഡ്ത്ത് എത്രയാണ്? 50 വന്നാലാണ് 170 വരുന്നത്. സം 170 വരുന്നത്. ദെൻ 120 into 50 അടിച്ച് നോക്കി, എക്സാക്ട്ലി 6000 വരുന്നുണ്ട്. therefore നമുക്ക് 120 ലെങ്ത്തും ബ്രെഡ്ത്ത് 50 വരുമ്പോഴാണ് സ്യൂട്ട് ആകുന്നത്. therefore നമ്മുടെ ആൻസർ എന്താ പറയാൻ? ചോയ്സ് മെത്തേഡിൽ 120. സോ എങ്ങനെയാണ്? നമുക്ക് രണ്ട് ഫോമുല അറിഞ്ഞിരിക്കണം, ഏരിയയുടെയും പെരിമീറ്ററിൻ്റെയും. അത് വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? രണ്ട് നമ്പേഴ്സ് വേണം, ഒന്ന് ലെങ്ത്തും ഒന്ന് ബ്രെഡ്ത്തും. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 170 വരണം, രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 6000 വരണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. ആൻസർ പറയാൻ 9th വൺ ലാസ്റ്റ് ഡേ നമ്മൾ ചെയ്തായിരുന്നു. റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ 3x square minus 14x plus k will be reciprocal to each other if കെയുടെ വാല്യൂ എന്ത് വന്നാലാണ് ഇതിൻ്റെ റൂട്ട്സ് റെസിപ്രോക്കൽ ടു ഈച്ച് അതർ ആകുന്നത്? 3x square minus 14x plus k equal to 0. Roots reciprocal if. ഒന്ന് ആൻസർ പറയാവോ? റൂട്ട്സ് റെസിപ്രോക്കൽ ആകുന്നത് എപ്പോഴാണ്? കെയ്ക്ക് എന്ത് വാല്യൂ വരുമ്പോഴാണ് റൂട്ട്സ് റെസിപ്രോക്കൽ ആകുന്നത്? ലാസ്റ്റ് ഡേ പഠിച്ചായിരുന്നു. റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആർ റെസിപ്രോക്കൽ ടു ഈച്ച് അതർ ഇഫ്. അല്ലെങ്കിൽ റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആർ റെസിപ്രോക്കൽ ടു ഈച്ച് അതർ ദെൻ രണ്ട് കാര്യങ്ങൾ ഈക്വൽ ആകുമെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് ആൻസർ പറയാവോ? എ ഈക്വൽ ടു സി. എ ഇസ് ഈക്വൽ ടു സി. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം? ഇവിടെ കെയുടെ വാല്യൂ എന്താകണം? കെയുടെ വാല്യൂ 3 ആണെങ്കിലാണ് റൂട്ട്സ് റെസിപ്രോക്കൽ ആകുന്നത്. റൂട്ട്സ് റെസിപ്രോക്കൽ ആകുന്നത്. ഓക്കെ അല്ലേ? Next one. Find the positive value of k for which roots of the equation. ഇക്വേഷനകത്ത് നമുക്ക് റേഷ്യോയുടെ ആപ്ലിക്കേഷൻ ഒന്ന് മാർക്ക് ചെയ്തേക്കാം. Roots of the equation 12x square plus kx plus 5 equal to 0 are in the ratio 3:2. 3:2. So നമ്മുടെ quadratic equation 12x square plus kx plus 5 equal to 0. റൂട്ട്സിൻ്റെ റേഷ്യോ 3:2 ആണ്. therefore നമുക്ക് ഇവിടെ ഓൾറെഡി എക്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു റൂട്ട് 3a ആക്ച്വൽ റൂട്ട് ഒന്ന് 3a ഒന്ന് 2a എന്ന രീതിയിൽ എടുക്കാം. ഒന്ന് 3a ഒന്ന് 2a.
Then sum of roots, that means 3a plus 2a minus b, that means minus k divided by 12, that means 5a equal to minus k divided by 12, that means a is equal to minus k divided by 60, minus k divided by 60. Then product 3a into 2a, actual 3a into a is equal to c by a equal to 5 by 12. That implies 6a square is equal to 5 divided by 12. A value, okay, in equation 1 in equation 2 A value equation 2 will substitute cheyidal 6 into minus k divided by 60 the whole square is equal to 5 divided by 12. 5 divided by 12. 5 divided by 12, that means 6k square divided by 60 is equal to 5 by 12. That implies k square is equal to 60 square. So 5 into 60 divided by 60. 6 divided by 12. So k square is equal to 250. 250 എന്ന് പറയുന്നത് 25 into 10 ആണ്. Therefore k equal to root of 25 into 10. 5 root 25 into root 5 ആണ്. 10 root 10. പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്തു, അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് ഒന്നിനെ നമുക്ക് കറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. പോസിറ്റീവ് വാല്യൂ 5 root 10. 5 root 10 is the right answer. 5 root 10. If one root of the equation x square minus 3x plus k equal to 0 is 2, then value of k will be so quadratic equation root means root means solution. Solution means quadratic equation variable value equation satisfy cheyanam. Equation satisfy cheyanam. One root of the equation x square. So the root quadratic equation one root x square minus 3x plus k equal to 0. One root equal to 2. That the x in a variable നമ്മൾ 2 ഇട്ട് കൊടുത്താൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കെയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് ഇംപ്ലൈസ് 2 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 2 പ്ലസ് കെ ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് 4 മൈനസ് 6 പ്ലസ് കെ ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് 4 മൈനസ് 6 എന്ന് പറഞ്ഞാൽ മൈനസ് 2 ആണ്. ദാറ്റ് ഇംപ്ലൈസ് കെ ഈക്വൽ ടു എത്ര വരും? 2 മൈനസ് 2 അപ്പുറം വരുമ്പോഴത്തേക്കും പ്ലസ് 2 കെ ഇസ് ഈക്വൽ ടു 2. കെക്ക് 2 കൊടുത്താലാണ് എന്താണ് എക്സിന് 2 കൊടുത്താൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന. റൂട്ട് മീൻസ് സൊല്യൂഷൻ. സൊല്യൂഷൻ മീൻസ് ആ ഇക്വേഷൻ്റെ വേരിയബിൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റൂട്ട്സ് അല്ലെങ്കിൽ സൊല്യൂഷൻ. ദെൻ നെക്സ്റ്റ് വൺ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിരിക്കുന്നു. അതിൻ്റെ റൂട്ട്സ് ആൽഫയും ബീറ്റയും ആണ്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് ഈക്വൽ ടു -6 ആണെങ്കിൽ ആറിൻ്റെ വാല്യൂ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാമിന് പോകാവൂ. അപ്പോൾ 2 മുതൽ 4 മാർക്ക് വരെ ആണ് ഇക്വേഷൻ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ്. Then roots of the equation x square plus x plus r equal to 0. ഇതിൻ്റെ റൂട്ട്സ് ആൽഫയും ബീറ്റ ആണെങ്കിൽ 2 കാര്യങ്ങൾ കിട്ടും. എന്തൊക്കെയാണ്? സം ഓഫ് റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റ -1, ആൽഫ ഇൻറ്റു ബീറ്റ
അപ്പോൾ മൈനസ് ബി ബൈ എ ഉണ്ടോ അങ്ങനെ ഒന്നും എഴുതിയ എക്സാമിന് സമയങ്ങളിൽ അത്രത്തോളം സ്പീഡിലായിരിക്കണം നമ്മൾ കറക്റ്റായിട്ട്. സോ ഇവിടെ ബി 1 ആണ്, സോ മൈനസ് ബി 1 ആണ്, എ 1 ആണ്, -1/1 എന്നുള്ള 1 ആണ്. ദെൻ ആൽഫ ഇൻറ്റു ബീറ്റ എത്രയാണ്? സി ബൈ എ, സിയുടെ സ്ഥാനത്ത് എത്രയാണ്? 6 ആണ്. ദെൻ നമുക്ക് എന്താണ് ഇപ്പോൾ തന്നിരിക്കുന്നത്? ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് ഈക്വൽ ടു -6, ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ്. സോ നമുക്ക് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ആ ഫോമാറ്റിലാണ്. സോ നമുക്ക് എ പ്ലസ് ബി അല്ലെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ഇൻറ്റു ബീറ്റയുമേ അറിയത്തുള്ളൂ. അത് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ ക്യൂബ് മൈനസ് 3 ആൽഫ ബീറ്റ ഇൻറ്റു ആൽഫ പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു -6. സോ ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ? ആൽഫ പ്ലസ് ബീറ്റ അറിയാം, ആൽഫ ബീറ്റ അറിയാം, ആൽഫ പ്ലസ് ബീറ്റ അറിയാം. നേരെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൽഫ പ്ലസ് ബീറ്റ -1 ക്യൂബ് -3 ഇൻറ്റു r ഇൻറ്റു again -1 equal to -6. So that implies -1 equal to plus -1 plus 3r equal to -6. That implies 3r equal to -5. ഈ +1 അപ്പുറം വരുമ്പോൾ -5. That implies r is equal to -5 divided by 3. -5 divided by 3. -5 divided by 3. Okay. Then ഈ ക്വസ്റ്റ്യൻ ഒന്ന് മാർക്ക് ചെയ്തേക്കണം. മോക്ക് ടെസ്റ്റുകളിലെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. 1 root of the equation px² plus qx plus r equal to 0 is r. Then the other root will be, ശ്രദ്ധിക്കണേ, px² plus qx plus r equal to 0. ഇതിൻ്റെ 1 root equal to r ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ അടുത്ത റൂട്ട് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്കുണ്ടോ 1 റൂട്ടും തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ ഒരു ടേമും തമ്മിൽ ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ സെയിം ആയിട്ട് വരുന്നുണ്ട്. സോ ഏത് ടേമാണ്? കോൺസ്റ്റൻറ്റ് ടേമും 1 റൂട്ടും. ഇനി നിങ്ങൾ തന്നെ പറയാം, കോൺസ്റ്റൻറ്റ് ടേമും റൂട്ട്സും തമ്മിൽ റിലേറ്റ് ചെയ്യാവുന്ന ഒരു റിലേഷൻ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ സി ഡിവൈഡഡ് ബൈ എ. ദാറ്റ് മീൻസ് നമുക്ക് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ഒരെണ്ണം 6 ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, ഒരു റൂട്ട് 6 ആണ്. സോ r ഇൻറ്റു രണ്ടാമത്തെ റൂട്ട് ലെറ്റ് ഇറ്റ് ബി ബീറ്റ is equal to constant term divided by coefficient of x². So that means രണ്ട് സൈഡിൽ നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്യാം? r get cancel. That implies നമ്മുടെ സെക്കൻഡ് റൂട്ട്, that means beta is equal to എന്ത് വന്നു? 1 by p. 1 divided by p. 1 divided by p. Choice C is the right answer. Choice C is the right answer. 1 divided by P. Choice C is the right answer. Then ഒരു ക്വസ്റ്റ്യനും കൂടി റേഷ്യോ ബേസിസിൽ. റേഷ്യോ ഓഫ് റൂട്ട്സ് ഓഫ് ഇക്വേഷൻ 4x². നമുക്ക് തന്നിരിക്കുന്ന റൂട്ട് 4x² - 6x പ്ലസ് p ഈക്വൽ ടു 0 എന്ന് പറയുന്ന റൂട്ട്സിൻ്റെ റേഷ്യോ റൂട്ട്സ് 1:2. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ്. ഒരു റൂട്ട് എയും രണ്ടാമത്തെ റൂട്ട് 2a എടുക്കുക. ദെൻ നേരെ സമ്മും പ്രോഡക്റ്റും വെച്ചിട്ട് പിയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാൻ. ഇക്വേഷൻസിനകത്ത് റൂട്ട്സിൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന റേഷ്യോയുടെ ആപ്ലിക്കേഷൻ വരുന്നത്. സോ സം equal to a plus 2a equal to minus of -6 by 4. That means 3a equal to 6 by 4. That implies a is equal to 6 divided by 4 into 3. That means at item 1 by 2. Then product a into 2a is equal to p by 4. That implies 2a² equal to p by 4. 2 into 1 by 2 the whole square equal to p by 4. That implies 2 into 1 by 4 equal to p by 4. So നമുക്ക് രണ്ട് സൈഡിലും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 get cancelled. Therefore p is equal to 2. p is equal to 2.
P is equal to 2. Okay, yeah. A different type of question ആണ് ഇത്. ഇതൊന്ന് സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തേക്കണേ. എക്സാമിന് മോക്ക് ടെസ്റ്റ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, എക്സാമിന് വരാവുന്നത്. P and Q are the roots of the equation. നമുക്ക് x സ്ക്വയർ മൈനസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ് പി ക്യൂ. പി ആൻഡ് ക്യൂ റൂട്ട്സ്. സോ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടും. ഒന്ന് പി പ്ലസ് ക്യൂ, ഇതൊരു മൈനസ് ഓഫ് മൈനസ് ബി ബൈ 1, ദാറ്റ് മീൻസ് ബി. ദെൻ പി ഇൻറ്റു ക്യൂ സി. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പുതിയൊരു equation, that means new quadratic equation should be constructed with roots pq plus p plus q and pq minus p minus q. ഇതിനെ ഒന്ന് നമ്മൾ റീറൈറ്റ് ചെയ്താൽ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കിട്ടും. നേരെ ആൻസറിലേക്ക് വരാം. സോ ഫസ്റ്റ് വൺ pq പ്ലസ് p പ്ലസ് q. അതിനെ ഞാൻ ഒന്ന് റീറൈറ്റ് ചെയ്യാണ്. പി ക്യൂ പ്ലസ് ബ്രാക്കറ്റിനകത്ത് പി പ്ലസ് ക്യൂ. ഓക്കെ, ഫസ്റ്റ് റൂട്ട്. രണ്ടാമത്തത് പി ക്യൂ മൈനസ് പി മൈനസ് ക്യൂ. സോ ഇതിനെ ഞാൻ ഒന്ന് പി ക്യൂ ദെൻ മൈനസ് ഓഫ് പി പ്ലസ് ക്യൂ. ഇപ്പോൾ നോക്കിയേ, നമുക്ക് പി ക്യൂ അറിയാം, പി പ്ലസ് ക്യൂ അറിയാം. പി ക്യൂ പി പ്ലസ് ക്യൂ. നേരെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. പി ക്യൂ എത്രയാണ്? ബി. അത് പി പ്ലസ് ക്യൂവോ, സോറി പി ക്യൂ സി ആണ്. പി ക്യൂ സി ആണ്. പി പ്ലസ് ക്യൂ ബി ആണ്. സി പ്ലസ് ബി. അടുത്തതോ പി ക്യൂ സി ആണ്. പി പ്ലസ് ക്യൂ ബി ആണ്. മൈനസ് പി പ്ലസ് ക്യൂ, ദാറ്റ് മീൻസ് സി പ്ലസ് ബി ആൻഡ് സി മൈനസ് ബി. ഒരു റൂട്ട് സി പ്ലസ് ബിയും രണ്ടാമത്തെ റൂട്ട് സി മൈനസ് ബിയും ആണെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെ വരും? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സി പ്ലസ് ബി ആൻഡ് സി മൈനസ് ബി. സി പ്ലസ് ബി ആൻഡ് സി മൈനസ് ബി. ദെൻ quadratic equation will be x square, then minus sum എടുക്കുമ്പോൾ c plus b ബ്രാക്കറ്റിലാണ് സം എടുക്കുകയാണ്. c plus b plus c minus b into x plus product c plus b into c minus b equal to 0. That means x square minus b plus b get cancel. c and c കൂടെ ആഡ് ചെയ്യുമ്പോൾ 2c. that means x square minus 2cx plus c square a plus b into a minus b ഫോമാറ്റിലെ c square minus b square equal to 0. so x square minus 2cx plus c square minus b square equal to 0. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒന്ന് തന്നിരിക്കുന്ന റൂട്ട്സ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് രണ്ടാമത്തെ പാർട്ട്. നമുക്ക് പുതിയ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ കണ്ടുപിടിക്കേണ്ടത് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആൻസറിലേക്ക് എത്തുന്ന രീതിയിലൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഇത് വന്നപ്പോൾ ഒത്തിരി ടഫാണ് എന്ന് സ്റ്റുഡൻസ് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റായിട്ടൊന്ന് ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് ആൻസർ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് വൺ, arithmetic mean between roots of a quadratic equation is 8. arithmetic mean quadratic equation രണ്ട് റൂട്ട്സ് ആണുള്ളത്. arithmetic mean means എന്താണ്? എത്ര ടേംസ് ഉണ്ടോ അത്രയും ടേംസിൻ്റെ സമ്മ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. സോ arithmetic mean quadratic equation നമ്പർ രണ്ട് റൂട്ടാണുള്ളത്. ആൽഫയും ബീറ്റയും ഡിവൈഡഡ് ബൈ 2 ആണ്. ആൽഫ പ്ലസ് ബീറ്റ ഡിവൈഡഡ് ബൈ 2 അത് എത്രയാണ്? 8 ആണ്. സോ ദാറ്റ് ഇംപ്ലൈസ് ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 16. ദെൻ ജോമെട്രിക് മീൻ ബിറ്റ്വീൻ ദം ഈസ് 5. ജോമെട്രിക് മീൻ എന്താണ്? nth root of product of n terms ആണെങ്കിൽ ഇവിടെ രണ്ട് ടേംസ് ആണുള്ളത്. ദാറ്റ് മീൻസ് സ്ക്വയർ റൂട്ട് ഓഫ് ആൽഫ ബീറ്റ, ആൽഫ ഇൻറ്റു ബീറ്റ 5 ആണ്. ദാറ്റ് ഇംപ്ലൈസ് ആൽഫ ഇൻറ്റു ബീറ്റ 25 സ്ക്വയർ ചെയ്യുമ്പോൾ. സോ ദാറ്റ് മീൻസ് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. ഇത് സം ആണ്, സം ഓഫ് റൂട്ട്സ് ആണ്, സം ഓഫ് റൂട്ട്സ്. ഇതോ പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ്. സം ഓഫ് റൂട്ട്സും പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സുമാണ് തന്നിരിക്കുന്നത്. ദെയർഫോർ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? സം ഓഫ് റൂട്ട്സ്, പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ്. റൂട്ട്സ് അറിയാമെങ്കിൽ തന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്കറിയാം. ഇവിടെ നമുക്ക് ഡയറക്റ്റ് സം ഓഫ് റൂട്ട്സും പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സും കിട്ടിയിട്ടുണ്ട്. എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട്സ്, ദാറ്റ് മീൻസ്
16 into x plus product of roots 25 equal to 0. X square minus 16x plus 25 is equal to 0. X square minus 16x plus 25 is equal to 0. Okay, then next one. One root of the equation. ഒത്തിരി പേര് mistake വരുത്തിയ question ആണ്. One root of the equation x square plus px plus a equal to 0 is one root equal to root 3 plus 2. നോർമലി ഇവിടെ ഒത്തിരി ആൾക്കാർ മിസ്റ്റേക്ക് വരുത്തിയൊരു ക്വസ്റ്റൻ ആണ്. സോ ഇതിനെ നമുക്കിത് ഉടനെ തന്നെ സ്റ്റുഡൻസിന് മനസ്സിലാകും ഇത് ഇറാഷണൽ റൂട്ടാണ്. ഇറാഷണൽ റൂട്ട്സ് എങ്ങനെയൊക്കെ അറിയത്തുള്ളൂ കോൺജുഗേറ്റ് പെയർ. ബട്ട് കോൺജുഗേറ്റ് പെയർ എടുക്കുമ്പോഴാണ് മിസ്റ്റേക്ക് വരുന്നത്. റൂട്ട് 3 മൈനസ് 2 എന്ന് എടുക്കും. നമ്മൾ ഒരിക്കലും പഠിച്ചിരിക്കുന്നത് നമുക്ക് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ദ ഹോൾ ഡിവൈഡ് ബൈ 2 ആണ്. സോ ദാറ്റ് മീൻസ് നമുക്ക് രണ്ടാമത് വരുന്ന ടേമിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യണമെന്നല്ല, റൂട്ടിനകത്ത് വരുന്നത് ഒന്ന് പ്ലസും ഒന്ന് മൈനസും. ദാറ്റ് മീൻസ് ഈ root 3 plus 2 നമുക്ക് എങ്ങനെ എഴുതാം? 2 plus root 3. Therefore obviously other root എന്തായിരിക്കും? Other root is equal to 2 minus root 3 ആയിരിക്കും. Therefore നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ചെയ്യുമ്പോൾ എങ്ങനെ വരും? എക്സ് സ്ക്വയർ മൈനസ് സം 4 ആണ് വരുന്നത്, 4x പ്ലസ് പ്രോഡക്റ്റ് 4 മൈനസ് 3 1 ആണ് വരുന്നത്, ഈക്വൽ ടു 0. Therefore p equal to minus 4, a equal to 1. Choice C is the right answer. The same question നമ്മൾ ചെയ്താണ്. അത് റൂട്ട് 3 പ്ലസ് 2 എന്ന് മാറ്റി ചോദിച്ചിരിക്കുന്നു. മോക്ക് ടെസ്റ്റുകളിലെല്ലാം കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. പെട്ടെന്ന് സ്റ്റുഡൻസ് റൂട്ട് 3 മൈനസ് 2 എടുക്കും, കോൺജുഗേറ്റ് പെയർ അതാണെന്ന് വിചാരിക്കും, അതായത് സെക്കൻഡ് ടേമിന് മൈനസ് കൊടുക്കും. എങ്ങും എത്തില്ല. വേണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പർപ്പസ്ഫുള്ളി ഒരു നൺ ഓഫ് ദീസ് കൂടെ കൊണ്ടിട്ട് തരും. സോ ശ്രദ്ധിക്കണം. ആൻസർ p മൈനസ് 4 ആൻഡ് a is equal to 1. Then modulus of x minus 2 plus modulus of x minus 3 equal to 7. Then നേരെ ചോയ്സ് മെത്തേഡിൽ ചെയ്യാം. എക്സിന് 6 ഇട്ട് കൊടുക്കാം. ചോയ്സ് മെത്തേഡിൽ ചെയ്യാം. രണ്ട് അബ്സൊല്യൂട്ട് വാല്യൂവിൻ്റെ കോൺസെപ്റ്റ് ഒന്നും വെച്ച് ചെയ്യാൻ നിൽക്കരുത്. ചോയ്സ് മെത്തേഡ്. എക്സിന് 6 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും മോഡുലസ് ഓഫ് 6 മൈനസ് 2 പ്ലസ് മോഡുലസ് ഓഫ് 6 മൈനസ് 3. 6 മൈനസ് 2 4 ആണ്, 6 മൈനസ് 3 3 ആണ്, 7 കിട്ടും. നമ്മൾ ചാടി കയറി 6 എടുക്കാൻ നമ്മുടെ ഒരു ചോയ്സ് ഉണ്ട്, സി ചോയ്സ്. 6 ആൻഡ് 1 എന്നൊരു ചോയ്സ് ഉണ്ട്, ആൻഡ് മൈനസ് 1 എന്നൊരു ചോയ്സ് ഉണ്ട്. മോഡുലസ് ഓഫ് എക്സിന് മൈനസ് 2 1 ഇട്ട് കൊടുക്കുക. മോഡുലസ് ഓഫ് മൈനസ് 1 മൈനസ് 2 പ്ലസ് മോഡുലസ് ഓഫ് മൈനസ് 1 മൈനസ് 3. ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് മൈനസ് 3 പ്ലസ് മോഡുലസ് ഓഫ് മൈനസ് 4. ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് മൈനസ് 1 പ്ലസ് ആകും. 3 പ്ലസ് 4 7 ആണ്. ദാറ്റ് മീൻസ് എക്സിന് 6 ആകാം മൈനസ് 1 ആകാം. ദാറ്റ് മീൻസ് 6 ആൻഡ് മൈനസ് 1 ഇസ് ദ റൈറ്റ് ആൻസർ. എക്സിന് 6 ആണെങ്കിലും ഇക്വേഷൻ കറക്റ്റ് ആകും, എക്സിന് മൈനസ് 1 ആണെങ്കിലും ഇക്വേഷൻ സ്യൂട്ട് ആകും. Then next one. The roots of the equation x square plus 3x plus 7 equal to 0. Alpha and beta ആണ് roots. 2x square plus 3x plus 7 equal to 0. ഇതിൻ്റെ റൂട്ട്സ് ആൽഫയും ബീറ്റ ആണ്. സോ രണ്ട് കാര്യങ്ങൾ കിട്ടും. ആൽഫ പ്ലസ് ബീറ്റ മൈനസ് 3/2. ദെൻ ആൽഫ ബീറ്റ 7/2. നമുക്ക് എന്ത് ചെയ്യണം? പുതിയ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കണം. അല്ല, വാല്യൂ ഓഫ് ആൽഫ ഇൻറ്റു ബീറ്റ റേസ് ടു മൈനസ് 1 പ്ലസ് beta into alpha raised to minus 1. So that means this can be written as alpha by beta plus beta by alpha. That means alpha square plus beta square divided by alpha beta. Alpha plus beta the whole square minus
2 alpha beta divided by alpha beta. So നമുക്ക് alpha plus beta അറിയാം, alpha beta അറിയാം, വാല്യൂസ് നേരെ ഇട്ട് കൊടുക്കുക. So എന്ത് വരും? alpha plus beta minus 3 by 2 the whole square minus 2 into 7 by 2 the whole divided by 7 by 2. That means 9 by 4 minus 7 the whole divided by 7 by 2. That implies 9 minus 28 divided by 4 the whole divided by 7 by 2. So 9 minus 28 minus 19 divided by 4 into reciprocal on multiply 2 by 7. So 2 4 2 that means minus numerator minus 19 denominator plus 14 minus 19 divided by 14. Choice D is the right answer. Choice D is the right answer. Then quadratic equation x square minus 2kx plus 16 equal to 0 will have equal roots. നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്തിരുന്നു, നോട്ടായിട്ട് എഴുതുന്നു. ഈക്വൽ റൂട്ട്സ് വരുന്ന ഇപ്പോൾ മാത്രമാണ് ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 വരുമ്പോഴാണ്. സോ equal roots means b square minus 4ac equal to 0. That implies minus 2k the whole square minus 4 into 1 into 16 equal to 0. That implies 4k square minus 64 equal to 0. That implies 4k square equal to 64. That implies k square equal to 16. That implies k എന്ന് പറയുമ്പോൾ 16ന്റെ റൂട്ട് നമ്മുടെ ചോയ്സ് നോക്കുമ്പോൾ ഇവിടെ പ്ലസ് പോസിറ്റീവ് സ്ക്വയർ റൂട്ടും നെഗറ്റീവ് സ്ക്വയർ റൂട്ടും എടുത്തിട്ടുണ്ട്. therefore നമുക്ക് രണ്ടും എടുക്കണം. പ്ലസ് ഓർ മൈനസ് 4. ആൻസർ പ്ലസ് ഓർ മൈനസ് 4. Plus or minus 4. Then direct theory question. B square minus 4ac is a perfect square but not equal to 0. Then the roots are. So b square minus 4ac greater than 0 and a perfect square not equal to 0 means obviously greater than 0 and a perfect square. എന്തോരും റൂട്ട്സ് റിയൽ ആയിരിക്കും, റാഷണൽ ആയിരിക്കും, അൺഈക്വൽ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. റൂട്ട്സ് റിയൽ ആയിരിക്കും, റാഷണൽ ആയിരിക്കും, അൺഈക്വൽ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ്. A seller makes an offer of selling articles that can be described by the equation x is equal to 25 minus 2y. അതായത് സെല്ലർ ഒരാളൊരു സെയിൽ നടത്തി, ആ സെയിലിനെ ഡിസ്ക്രൈബ് ചെയ്യേണ്ട ഒരു പർട്ടിക്കുലർ ഇക്വേഷൻ യൂസ് ചെയ്തു. എന്താണ് ഇക്വേഷൻ? x is equal to 25 minus 2y. x എന്ന് പറയുന്നത് പ്രൈസ്, ദാറ്റ് മീൻസ് സെല്ലിംഗ് പ്രൈസ്. y denotes number of units. അതായത് ഒരു ലോട്ടിൽ ഒരു സെയിലിൽ എത്ര യൂണിറ്റ്സ് ഉണ്ടെന്നുള്ളതാണ് y ഡിനോട്ട് ചെയ്യുന്നത്. x എന്ന് പറയുന്നത് അയാൾക്ക് സെല്ലിംഗ് പ്രൈസ് ആണ്. അയാളുടെ കോസ്റ്റ് പ്രൈസ്, അതായത് ഈ കമോഡിറ്റി പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനോ അയാൾക്ക് എത്ര രൂപയായി? 10 rupees. Then the maximum quantity that can be offered in a single deal to avoid loss. Maximum quantity that can be offered in a single deal to avoid loss. So that means എനിക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ കമോഡിറ്റി പർച്ചേസ് ചെയ്യാൻ 10 rupees ആയി. സോ എനിക്ക് തിരിച്ച് എത്രയെങ്കിലും കിട്ടണം? സെല്ലിംഗ് പ്രൈസ് 10 rupees എങ്കിലും കിട്ടിയാലേ നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷനിലേക്ക് എത്തുള്ളൂ. സോ ദാറ്റ് മീൻസ് നമുക്ക് അത് എക്സിന് 10 rupees എങ്കിലും മിനിമം കിട്ടണം. ആ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് എക്സിന് 10 ഇട്ട് കൊടുക്കാം, ഈക്വൽ ടു 25 minus 2y. 25 minus 2y. So that implies 2y equal to 25 minus 10 equal to 15. That implies y equal to 7.5.
y is equal to 7.5. ഇവിടെയാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. സ്റ്റുഡൻസ് നോർമലി 7.5 എന്ന് കണ്ടാൽ ഉടനെ എന്താണ് അടുത്തതിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും, അടുത്ത വാല്യൂ ആയ 8ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും. ബട്ട് ഇവിടെ അങ്ങനെ ചെയ്താൽ ഉള്ള പ്രശ്നം നമുക്കൊന്ന് നോക്കാം. അതായത് y ആണല്ലോ നമുക്ക് 8 കിട്ടുന്നത്. y നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. y 8 എടുത്താൽ so that implies x is equal to 25 minus 2 into 8. That implies x എത്ര കിട്ടും? 25 minus 16 9 എവർ. ദാറ്റ് മീൻസ് എനിക്ക് ഓൾറെഡി 10 rupees കോസ്റ്റ് പ്രൈസ് ഉണ്ട്. സെല്ലിംഗ് പ്രൈസ് എത്രയാകും? 9 rupees ആകും. y 8 ആയാൽ therefore y എത്രയായിട്ട് എടുക്കും നമ്മൾ? yയുടെ വാല്യൂ നേരെ താഴേക്ക് റൗണ്ട് ഓഫ് ചെയ്യും. y is equal to 7. y is equal to 7. y is equal to 7. Okay, then ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ബട്ട് ഒന്നിൽ കൂടുതൽ തവണ ടെസ്റ്റുകളിലും അവിടെ ഇവിടെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റിലൊക്കെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇക്വേഷനിൽ നിന്ന് kx minus 4 equal to k into k minus 1 into x. kx minus 4 is equal to k minus 1 into x. So that means നേരെ നമുക്ക് ഇത് അകത്തേക്ക് എടുത്താൽ RHSിലകത്തേക്ക് x കൊണ്ട് മൾട്ടിപ്ലൈ ആയാൽ kx minus x. സോ രണ്ട് സൈഡിലും kx ഉണ്ട്, ക്യാൻസൽ ആകുമ്പോൾ minus x equal to minus 4. Therefore x എത്ര വരും? മൈനസ് എക്സ് ആണ് മൈനസ് 4. x is equal to 4 ആണ് ആൻസർ. മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് 4 എന്ന് കണ്ടുകൊണ്ടേ ചാടി കയറി ചോയ്സ് ബി മൈനസ് 4 എടുത്ത് വെക്കരുത്. മൈനസ് എക്സ് ആണ് മൈനസ് 4. എക്സ് എത്ര വരും? 4 വരും. x is equal to 4. x is equal to 4. Okay അല്ലേ? Then അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് k ഫോർ വിച്ച് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഹാസ്. രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട്, നോ സൊല്യൂഷൻ. സോ തന്നിരിക്കുന്നത് സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻസ് ആണ്. ഏതൊക്കെയാണ്? kx plus 2y equal to 5, 3x plus y equal to 1. 3x plus y equal to 1. സോ നോർമലി നമ്മൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? എലിമിനേഷൻ മെത്തേഡിലാണ് സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് y എലിമിനേറ്റ് ചെയ്യാമെന്നെടുക്കാം. സോ y സെക്കൻഡ് ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഇക്വേഷൻ ആസ് ഇറ്റ് ഈസ് kx plus 2y equal to 5. Then 6x plus 2y equal to 2. So equation 1, equation 3. Equation 1, equation 3. So നമുക്ക് നോർമലി ചെയ്യുന്നത് ഇത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 എടുക്കും. ദാറ്റ് മീൻസ് മൈനസ് മൈനസ് മൈനസ്. സോ ഇവിടെ y ടേം ക്യാൻസൽ ആകും. kയ്ക്ക് ഒരു വാല്യൂ വന്നാൽ എക്സും വൈയും ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എലിമിനേറ്റ് ആയിപ്പോൾ. ദാറ്റ് മീൻസ് എക്സും കിട്ടില്ല, വൈയും കിട്ടില്ല. അങ്ങനെ വരുന്നത് എപ്പോൾ? kയ്ക്ക് എന്ത് വാല്യൂ വന്നാലാണ്? kയ്ക്ക് 6 എന്ന് പറയുന്ന വാല്യൂ വന്നാൽ ഈ എക്സും വൈയും when k equal to 6, 2 വേരിയബിൾസ് ഗെറ്റ്സ് എലിമിനേറ്റഡ് ഇൻ 1 സ്റ്റെപ്പ്. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ 2 വേരിയബിൾസും എലിമിനേറ്റ് ചെയ്യും. സോ k equal to 6 if 2 variables will eliminated in 1 step. ഇപ്പോൾ kക്ക് 6 വന്നാൽ LHSൽ നമുക്ക് 0 വരും. 0 equal to 3 എന്ന് വരും. അങ്ങനെ അതൊരിക്കലും പോസിബിൾ ആകില്ലല്ലോ. സോ ദാറ്റ് മീൻസ് that means system of equation has no solution when k equal to 6. So kക്ക് 6 വരുമ്പോൾ എന്താണ്? ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ത് തരില്ല? സൊല്യൂഷൻ തരില്ല. ബാക്കി kക്ക് ബാക്കി ഏത് വാല്യൂ വന്നാലും നമുക്ക് എന്ത് കിട്ടും? എക്സ് വൈ എലിമിനേറ്റ് ആകും, എക്സിൻ്റെ വാല്യൂ കിട്ടും. അത് യൂസ് ചെയ്ത് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അതാണ് കോൺസെപ്റ്റ്. ഓക്കെ, മാർക്ക് ചെയ്തേക്കാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ദെൻ ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എക്സാമിന് വരാറുണ്ട്. അതായത് നമുക്ക് 2 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് 5y ഈക്വൽ ടു 33. ദെൻ എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 13/3. സോ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 2
സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ ആക്കിയിട്ട് സോൾവ് ചെയ്യാൻ നിൽക്കരുത്. നമുക്ക് എക്സും വൈയും ചോദിച്ചിട്ടുണ്ട്, ചോയ്സിൽ എക്സും വൈയും ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രമായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യേണ്ടി വന്നേനെ. ബട്ട് എക്സാമിന് 98% ഇങ്ങനെ തരാൻ ചാൻസ് ഉണ്ട്. ദെയർഫോർ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ചോയ്സ് മെത്തേഡ്, ഒരു സോൾവിങ്ങിലേക്കും പോകരുത്, ചോയ്സ് മെത്തേഡ്. സോ എക്സിന് ഫസ്റ്റ് 4 ഇട്ട് കൊടുക്കുക, വൈക്ക് 8 ഇൻറ്റു 5 40 ആണ്, ദെയർഫോർ വരത്തില്ല. ദെൻ രണ്ടാമത്തെ എക്സിന് 8 ഇട്ട് കൊടുക്കുക, വൈക്ക് 5 8 പ്ലസ് 25 33 ആണ്, 8 പ്ലസ് 5 13, 8 മൈനസ് 5 3 ആണ്. ദെയർഫോർ രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യും. ആൻസർ 8 5. Okay. There. Next one. The number of students in each section of a school. So നല്ലൊരു ഇതേപോലത്തെ ക്വസ്റ്റ്യൻ, ഒരു സെനാരിയോ തന്നിട്ട് ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്ത് സോൾവ് ചെയ്യാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. Number of students in each section of a school is 36. After admitting 12 new students, 4 new sections were started. If total number of students in each section now is 30, then the number of sections initially were. Number of students in each section of a school is 36. After admitting 12 new students, 4 new sections were started. So number of students in each section of a school is 36. Let number of sections excited. Let number of sections initially equal to x. So ഒരു സെക്ഷനിൽ 36 സ്റ്റുഡൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ടോട്ടൽ നമ്പർ എത്രയാണ്? ഇനീഷ്യലി 36x. 36x. Okay. Then after admitting 12 new students, so that means right now 36x സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ കൂടെ എത്രയാണ്? 12 ന്യൂ സ്റ്റുഡൻസിനെ കൂടെ ആഡ് ചെയ്താൽ എന്താ പറഞ്ഞത്? 4 ന്യൂ സെക്ഷൻസ് വെയർ സ്റ്റാർട്ടഡ്. ഇഫ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഈ സെക്ഷൻ ഇസ് 30. അതായത് 4 സെക്ഷനോട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു സെക്ഷനിൽ 36 സ്റ്റുഡൻസ് വേണ്ട, എത്രയായിട്ട് നമ്മൾ ലിമിറ്റ് ചെയ്തു? 30 ആയിട്ട് ലിമിറ്റ് ചെയ്തു. സോ ദാറ്റ് മീൻസ് ടോട്ടൽ ഇപ്പോൾ നമുക്ക് ഇനിഷ്യലി ഉള്ള 36x പ്ലസ് അതിൻ്റെ കൂടെ 12 കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എന്താണ്? എക്സ് എന്നുള്ളത് x + 4 ആയി. ഒരു സെക്ഷനിൽ 36 എന്നുള്ളത് 30 ആയി. ദാറ്റ് മീൻസ് 30 into x plus 4. 30 into x plus 4. So that implies 36x plus 12 equal to 30x plus 120. That implies 6x equal to 108. That implies x is equal to 18. സോ ഇനീഷ്യലി 18 സെക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് 22 ആക്കി. 36 എന്നുള്ളത് 30 സ്റ്റുഡൻസ് വെച്ചാക്കി ഓരോ സെക്ഷനിലും. ഓക്കെ. Alpha and beta are the roots of the equation 2x square minus 4x plus 1. Sorry, 2x square minus 4x equal to 1. So that means നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2x square minus 4x minus 1. 2x square minus 4x minus 1 is equal to 0. സോ ഇതിൻ്റെ റൂട്ട്സ് ആണ്. ബിക്കോസ് നമുക്ക് ജനറൽ ഫോമാറ്റിലേക്ക് കൊണ്ടുവന്നു. റൂട്ട്സ് ആൽഫയും ബീറ്റയാണ്. സോ ആൽഫ പ്ലസ് ബീറ്റ എത്ര വരും? 2 വരും. ആൽഫ ഇൻറ്റു ബീറ്റയോ -1/2. സോ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പുതിയ വാല്യൂ കണ്ടുപിടിക്കണം. ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബീറ്റ പ്ലസ് ബീറ്റ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആൽഫയുടെ ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബീറ്റ. സോ ദാറ്റ് മീൻസ് LCM ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൽഫ ക്യൂബ് പ്ലസ് ബീറ്റ ക്യൂബ് ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ വരും. ന്യൂമറേറ്ററിൽ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ the whole cube minus 3 alpha beta into alpha plus beta എടുക്കാം. The whole divided by alpha into beta. The whole divided by alpha into beta. So that means നമുക്ക് alpha plus beta അറിയാം 2 ആണ്. 2 cube minus 3 into minus 1/2 into 2
the whole divided by minus 1 by 2. So 2 get cancelled, 8 plus 3 minus minus plus sum 11 divided by minus 1 by 2. That means minus 22 is the right answer. Minus 22. Minus 22. Minus 22 is the right answer. Minus 22 is the right answer. Then another question. ഇതേപോലത്തെ ക്വസ്റ്റൻ ഒക്കെ മോക്ക് ടെസ്റ്റുകളിലെല്ലാം വന്നിട്ടുണ്ട്. A person on a tour has 9,600 for his expenses. If his tour is extended by 16 days, he has to cut down his daily expenses by ₹20, his original duration of tour. So, അയാൾക്ക് ഡ്യൂറേഷൻ എക്സ് ഡേയ്സ്, ഒറിജിനൽ ഡ്യൂറേഷൻ എക്സ് ഡേയ്സ് ആണ്. അയാൾ ടൂറിനായിട്ട് കയ്യിൽ കരുതിയത് 9,600 rupees ആണ്. Therefore, initially daily എക്സ്പെൻസസിനായിട്ട് ഇടയിലുള്ള എത്രയാണ് 9,600 ഡിവൈഡഡ് ബൈ എക്സ്. അയാൾ ഈ ടൂറ് 16 ഡേയ്സ് എക്സ്റ്റെൻഡ് ചെയ്താൽ അയാളുടെ ഡെയിലി എക്സ്പെൻഡിച്ചർ എത്രയായിട്ട് മാറും? 9,600 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 16. സോ ഇത് എന്തിനോട് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അയാളുടെ ഡെയിലി എക്സ്പെൻഡിച്ചറായിട്ട് നേരത്തെ ഉണ്ടായിരുന്നത് അത് 20 rupees വരെ കട്ട് ഡൗൺ ചെയ്താൽ കിട്ടുന്ന എക്സ്പെൻഡിച്ചറിനോട് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ദെൻ നേരെ എന്ത് ചെയ്യുക? ചോയ്സ് മെത്തേഡ് അപ്ലൈ ചെയ്യുക. ഇതല്ലാണ്ട് ഒരു കാരണവശാലും നോർമൽ വേയിൽ സ്റ്റെപ്പ് എഴുതി ചെയ്യാൻ നിൽക്കരുത്. ചോയ്സ് മെത്തേഡ് അപ്ലൈ ചെയ്യുക. ചോയ്സ് മെത്തേഡ്. സോ 48 വന്നു കഴിഞ്ഞാൽ രണ്ടും ഈക്വൽ ആകില്ല. 64 സ്യൂട്ട് ആകില്ല. 80 വന്നാൽ സോ 9,600 divided by 80 plus 60 9,600 എന്ന് കിട്ടും. 9,600 divided by 80 120 minus 20 100 കിട്ടും. Therefore answer 80 days ഇനീഷ്യലി ടൂർ പോയാലാണ് ഈ പറയുന്ന കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഒരുപാട് തവണ മോക്ക് ടെസ്റ്റുകളിലെല്ലാം വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. മാർക്ക് ചെയ്തേക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. The present age of a man is 80 years more than thrice the sum of the ages of his two grandsons who are twins. After 80 years who are twins. ഉണ്ടോ അതിനകത്ത്? ട്വിൻസ് മീൻസ് എന്നാൽ രണ്ടുപേർക്കും സെയിം ഏജ് ആയിരിക്കും. സോ പ്രസൻറ്റ് ഏജ് ഓഫ് എ മാൻ നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. സം ഓഫ് ദ ഏജസ് ഓഫ് ടു ഗ്രാൻഡ് സൺസ് വൈ ആയിട്ട് എടുക്കാം. സോ ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതാം? എക്സ് ഈക്വൽ ടു 8 years more than thrice the sum of the ages of his two sons. 8 years more than thrice, that means 3y plus 8. 3 ഇരട്ടിയെക്കാട്ടിലും 8 കൂടുതൽ. 3 ഇരട്ടിയെക്കാട്ടിലും 8 കൂടുതൽ. Who are twins? After 8 years his age will be 8 വർഷം കഴിയുമ്പോൾ അയാളുടെ ഏജ് എത്രയാവും? After 8 years x plus 8 ആവും. After 8 years his age will be 10 years more than twice the age of his grandsons. 10 years more than x plus 8 is equal to 10 years more than twice the sum of the ages of his grandsons. So that means 2 into y plus 8 വർഷമല്ലേ, രണ്ടുപേർക്കും കൂടെ 16 വയസ്സ് കൂടണം, plus 10. The equation 1, the equation 2, 1ന്റെ വാല്യൂ ഇക്വേഷൻ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിന് പകരം 3y പ്ലസ് 8, എക്സിന് പകരം 3y പ്ലസ് 8, ദെൻ മിച്ചം എന്തുണ്ട്? പ്ലസ് 8 ഈക്വൽ ടു 2y പ്ലസ്
2 into 16, 32 plus 10, 42. So that implies 3y plus 16 is equal to 2y plus 42. That means y is equal to 42 minus 16, 26. So y 26. That means രണ്ട് grandsons-ന്റെ ഏജിന്റെ സം ആണ് 26. അവർ ട്വിൻസ് ആണ്. That means രണ്ടു പേർക്കും എത്രയാണ് 13 ഇയേഴ്സ് വെച്ചിട്ടുണ്ട്. സോ ഇവിടെ റൈറ്റ് നൗ, അതായത് അവർക്ക് 13 ഇയേഴ്സ് ഉള്ളപ്പോൾ ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ മാൻ്റെ ഏജ് എന്ന് പറയുന്നത് 3 into 26 plus 8. That means 86. So നമുക്ക് പക്ഷെ ചോദിച്ചിരിക്കുന്നത് the age of man when grandsons were born. ഗ്രാൻഡ്സൺസ് ജനിച്ചപ്പോഴുള്ള ഏജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രാൻഡ്സൺസ് ജനിച്ചത് എത്രയാണ്? 13 വർഷം മുന്നേ ആണ്. ഇപ്പോൾ അവരുടെ ഏജിൻ്റെ സമ്മാണ് 26 വരുന്നത്. ഗ്രാൻഡ്സൺസ് ജനിച്ചത് 13 വർഷം മുന്നേ ആണ്. therefore എന്താണ് 86-ൽ നിന്ന് 13 കുറയ്ക്കാം. ഏജ് age when grandsons born equal to 86 minus 13. That means 73. 73. Choice ഉണ്ടല്ലോ, 73 is the right answer. Okay, then next one. The roots of the equation are equal. 4x square minus 12x plus k equal to 0 are equal. Roots equal. എപ്പോഴാണ് റൂട്ട്സ് ഈക്വൽ ആകുന്നത്? b square minus 4ac equal to 0. That implies minus 12 the whole square minus 4 into k equal to 0. That implies 144 minus 16k equal to 0. That means 16k equal to 144. That means k is equal to 9. K is equal to 9 is the right answer. K is equal to 9. Then അടുത്ത് തന്നിരിക്കുന്നു alpha plus beta minus 2, alpha beta minus 3, alpha beta roots of the equation ആണെങ്കിൽ ഇക്വേഷൻ ഏതാണ്, quadratic ഇക്വേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ സമം തന്നിട്ടുണ്ട്, പ്രോഡക്റ്റും തന്നിട്ടുണ്ട്. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് സം ആണ്, ആൽഫ പ്ലസ് ബീറ്റ സം ആണ്, പ്രോഡക്റ്റ് ആണ്. സമം പ്രോഡക്റ്റ് തന്നാൽ quadratic ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യുന്നത് quadratic ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് ഈക്വൽ ടു 0. So that means minus into minus second term plus varum x square plus 2x minus 3 equal to 0. X square plus 2x minus 3 equal to 0. X square plus 2x minus 3 is equal to 0. A cottage industry produces, next one, certain number of articles in a day. It was observed that on a particular day, ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, മോക്ക് ടെസ്റ്റുകളിലൊക്കെ ഒന്നിൽ കൂടുതൽ തവണ വന്നിട്ടുള്ളതാണ്. It produces certain number of articles in a day. It was observed that on a particular day, the cost of each article in rupees was more than thrice the number of articles produced on that day. So number of articles produced equal to x എടുത്താൽ cost
but the cost of each and cost per article equal to 2 more than thrice the number of articles produced on that day. That means 3x plus 2. If the total cost of production, total cost number of articles into cost per article, total cost of production 800. That means x into 3x plus 2. Total cost of production 800. X into 3x plus 2 is equal to 800. That implies നമുക്ക് നേരെ എന്താണ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കാൻ നിൽക്കരുത്. നേരെ ചോയ്സ് മെത്തേഡ്. എക്സിന് 14 ഇട്ട് കൊടുത്ത് നോക്കാം. 14 into 3 plus 2 into 14 വരില്ല. 14 ഒഴിവാക്കാം. എക്സിന് 16 കൊടുക്കാം. 3 into 16 plus 2 into 16 exactly 800 ആണ്. Therefore x is equal to 16. X is equal to 16. X ന്റെ വാല്യൂ എത്രയാണ്? 16 ആണ്. X ന്റെ വാല്യൂ 16. Then അടുത്ത ക്വസ്റ്റ്യൻ ആർക്കിതേക്കാം. ഒരുപാട് തവണ മോക്ക് ടെസ്റ്റുകളിൽ ചോദിച്ചിട്ടുള്ളതാണ്. Find the positive value of k for which x square plus kx plus 64 equal to 0 and x square minus 8x plus k equal to 0 will have real roots. എപ്പോഴാണ് റിയൽ റൂട്ട്സ് വരുന്നത്? b square minus 4ac greater than or equal to 0. Real roots. Real roots is equal to b square minus 4ac greater than or equal to 0. So രണ്ട് ഈക്വേഷനകത്ത് നമുക്ക് ഈ പറയുന്ന ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. രണ്ടിൻ്റെയും റൂട്ട്സ് എന്താണ്? റിയൽ റൂട്ട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ കെയുടെ പോസിറ്റീവ് വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് കെ എക്സ് പ്ലസ് 64 ഈക്വൽ ടു 0. സോ ഇവിടെ നമുക്ക് എടുക്കാം ബി സ്ക്വയർ. ദാറ്റ് മീൻസ് കെ സ്ക്വയർ മൈനസ് 4 b square minus 4ac greater than or equal to 0. That implies k square minus 4 into 1 into 64 greater than or equal to 0. That implies k square minus 256 greater than or equal to 0. That implies k square greater than or equal to 256. That means k യുടെ വാല്യൂ എടുത്താൽ നമുക്ക് പോസിറ്റീവ് വാല്യൂ മാത്രം മതി എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഇംപ്ലൈസ് k റൂട്ട് എടുക്കുമ്പോൾ 256ൻ്റെ റൂട്ട് കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 16. ദ ഫസ്റ്റ് ഇക്വേഷൻ പ്രകാരം കെയുടെ വാല്യൂ 16ഓ അതിന് മുകളിലോട്ടോ ആണ്. ദെൻ അടുത്തത് എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് കെ ഈക്വൽ ടു 0. സോ ഇവിടെയും ബി സ്ക്വയർ മൈനസ് 4ac ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ദാറ്റ് ഇംപ്ലൈസ് മൈനസ് 8 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 into k greater than or equal to 0. That implies 64 minus 4k greater than or equal to 0. That implies 64 greater than or equal to 4k. That implies 16 greater than or equal to k. That implies k less than or equal to 16. So k greater than or equal to 16. k less than or equal to 16. രണ്ടും കൂടെ സ്യൂട്ട് ആകുന്നത് എപ്പോൾ മാത്രമാണ്? രണ്ടും കൂടെ അറ്റ് എ ടൈം സാറ്റിസ്ഫൈ ചെയ്യുന്നത് കെ ഈക്വൽ ടു 16 വരുമ്പോഴാണ്. കെ ഈക്വൽ ടു 16 കെ ഇസ് ഈക്വൽ ടു 16 വരുമ്പോഴാണ് രണ്ടും കൂടെ സ്യൂട്ട് ആകുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. One root of the equation 4x square plus 5x plus k equal to 0. Reciprocal to another but opposite അല്ലെങ്കിൽ negative in sign. Then value of k. Then the value of k. So roots are reciprocal but opposite in sign ആണെങ്കിൽ നമുക്ക് എന്ത് വരും? a
equal to minus c. That means k യുടെ വാല്യൂ 4 is equal to kക്ക് എന്ത് വന്നാലാണ് മൈനസ് ഓഫ് മൈനസ് 4 വന്നാലേ ഈക്വൽ ടു 4 വരത്തുള്ളൂ. ദാറ്റ് മീൻസ് k ഈക്വൽ ടു എന്തായിരിക്കും മൈനസ് 4. k ഈക്വൽ ടു മൈനസ് 4. Last question. So നമ്മൾ ലാസ്റ്റ് ഡേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മളൊരു പ്രോപ്പർട്ടി ഒരു ഷോർട്ട് കട്ട് ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. ഷോർട്ട് കട്ട് ഫോർമുല അതാണ്, ആ ഫോർമുലയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. നമുക്കൊരു ക്യൂബിക് ഇക്വേഷൻ ഉണ്ട്. നോക്കുക, എക്സ് ക്യൂബ് സ്ക്വയർ ടേം ഇല്ലാത്തതുകൊണ്ട് 0x സ്ക്വയർ ഇട്ട് കൊടുക്കുകയാണ്, പ്ലസ് പി എക്സ് പ്ലസ് ക്യൂ. ഇതിൻ്റെ റൂട്ട്സ് ആണ് എയും ബിയും സിയും. നമുക്ക് ന്യൂ ക്യൂബിക് ഇക്വേഷൻ വേണം, whose roots are 1 by a, 1 by b, 1 by c. 1 by a, 1 by b, 1 by c. അതായത് ഇപ്പോഴുള്ള റൂട്ട്സിൻ്റെ എക്സാക്ട്ലി റെസിപ്രോക്കൽ. സോ നമ്മൾ ലാസ്റ്റ് ഡേ പറയുന്നു, അങ്ങനെ വന്നാൽ എന്താണ്, വേറെ ഒരുപാട് ചെയ്ത് സമയം കളയരുത്. ഇതെന്താണ്, ഈ കോൺസ്റ്റന്റ് ടേമും കോഎഫിഷ്യൻസും റിവേഴ്സ് ഓർഡറിൽ എടുത്തിട്ട് നമുക്ക് എന്താണ് എക്സ് ക്യൂബ് എക്സ് സ്ക്വയർ എക്സ് ദെൻ കോൺസ്റ്റന്റ് ടേം എന്ന രീതിയിൽ എടുത്താൽ മതി. സോ ദാറ്റ് ഇംപ്ലൈസ് നേരെ ഇട്ട് കൊടുക്കുക. ഇതാണ് ഫസ്റ്റ് ക്യൂ എക്സ് ക്യൂബ്, ദെൻ അടുത്തത് പ്ലസ് പി എക്സ് സ്ക്വയർ, ദെൻ പ്ലസ് 0x പ്ലസ് എക്സ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്, ഈക്വൽ ടു 0. ക്യൂ എക്സ് ക്യൂബ് പ്ലസ് നേരെ കോൺസ്റ്റന്റ് ടേം, ദെൻ ഓരോന്നിൻ്റെയും എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് എക്സ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് എല്ലാം എന്താണ് റിവേഴ്സ് ഓർഡറിൽ എടുത്തു. ദെൻ എക്സ് ക്യൂബ് എക്സ് സ്ക്വയർ എക്സ് 1 കോൺസ്റ്റന്റ് ടേം എന്ന രീതിയിൽ എക്സ് വാല്യൂസ് ഇട്ട് കൊടുത്തു, നേരെ ആൻസർ. സോ എന്ത് വന്നു, ക്യൂ എക്സ് ക്യൂബ് പ്ലസ് പി എക്സ് സ്ക്വയർ പ്ലസ് 0x എന്നുള്ളതില്ല, 1 ഈക്വൽ ടു 0. ക്യൂ എക്സ് ക്യൂബ് പ്ലസ് പി എക്സ് സ്ക്വയർ പ്ലസ് 0x പ്ലസ് ദാറ്റ് മീൻസ് 0x എന്നുള്ള അവിടെ ഒഴിവാക്കിയിട്ടാണ് ഈ പ്ലസ് 1 ഈക്വൽ ടു 0. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ ലാസ്റ്റ് ഡേ കണ്ടിരുന്നു. അത് നമുക്ക് എക്സാമിന് വരാവുന്നതാണ്. ഇത് നോർമലി ചെയ്യുവാണെങ്കിൽ ഇത് കണ്ടുപിടിച്ചിട്ട് നമുക്കൊരു 10-15 സ്റ്റെപ്സ് വരും ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ. ഇവിടെ ഈ ഒരു ഷോർട്ട് കട്ട് ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെയും ക്യൂബിക് ഇക്വേഷൻ്റെയും കേസിൽ തന്നിരിക്കുന്ന ഒരു ഇക്വേഷൻ്റെ റൂട്ട്സ് പുതിയ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറയുന്നു. അതിൻ്റെ റൂട്ട്സ് എക്സാക്ട്ലി റെസിപ്രോക്കൽ ആണെങ്കിൽ, എക്സാക്ട്ലി റെസിപ്രോക്കൽ ആണ് തന്നിരിക്കുന്ന റൂട്ട്സിൻ്റെ റെസിപ്രോക്കൽ ആണെങ്കിൽ നേരെ എന്ത് ചെയ്താൽ മതി, കോൺസ്റ്റന്റ് ടേം മുതലുള്ള ബാക്കിയുള്ളതിൻ്റെ കോഎഫിഷ്യൻസ് എടുക്കുക. ദെൻ ആ വാല്യൂസിൻ്റെ കൂടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണെങ്കിൽ എക്സ് സ്ക്വയർ എക്സ് കോൺസ്റ്റന്റ് ടേം, ക്യൂബിക് ഇക്വേഷൻ ആണെങ്കിൽ എക്സ് ക്യൂബ് എക്സ് സ്ക്വയർ ദെൻ എക്സ് ടേം ദെൻ കോൺസ്റ്റന്റ് ടേം എന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ആൻസർ ആകും. ഇവിടെ അതാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കോൺസ്റ്റന്റ് ടേം ഇവിടെ വന്നു, അതിൻ്റെ കൂടെ ഇൻറ്റു എക്സ് ക്യൂബ്, ദെൻ ഇതിൻ്റെ കോഎഫിഷ്യൻ പി, അതിൻ്റെ കൂടെ എക്സ് സ്ക്വയർ, ദെൻ ഇവിടെ 0 ഇതാണ് 0x, ദെൻ എക്സ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ 1 ആണ്, അത് കോൺസ്റ്റന്റ് ടൈം ആയിട്ട് വന്നു. റിവേഴ്സ് ഓർഡറിൽ കോൺസ്റ്റന്റ് ടൈം മുതൽ എന്തുവരെയുള്ളത് എക്സ് ക്യൂബിൻ്റെ വരെയുള്ള കോഎഫിഷ്യൻസ് എടുത്തു. ദെൻ എക്സ് ക്യൂബ് എക്സ് സ്ക്വയർ എക്സ് കോൺസ്റ്റന്റ് ടൈം എന്ന രീതിയിൽ ഈക്വൽ ടു 0. സോ ഇത്രയാണ് നമ്മൾ ഇക്വേഷൻ ചാപ്റ്ററിൽ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻസ്. നമ്മൾ എക്സാമിന് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എക്സ്പെഷ്യലി ക്വാഡ്രാറ്റിക് ഇക്വേഷന് ക്യൂബിക് ഇക്വേഷൻ നോക്കുക. ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ കൂടുതൽ ക്വസ്റ്റ്യൻ നമ്മൾ ഇത്തവണ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ക്യൂബിക് ഇക്വേഷൻ്റെ റൂട്ട്സ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ലാസ്റ്റ് ടൈം ചോദിച്ചിട്ടില്ല. റൂട്ട്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്ത്, റൂട്ട്സ് ആസ് ഇറ്റ് ഈസ് തന്നാൽ സമ്മും പ്രോഡക്റ്റ് മാത്രം എടുക്കുക. ദെൻ ചോയ്സ് വെച്ചിട്ട് നേരെ സമ്മും പ്രോഡക്റ്റും സമ്മ് കണ്ടുപിടിക്കാണ്ട് -b/aയും പ്രോഡക്റ്റ് കണ്ടുപിടിക്കാണ്ട് -d/aയും ക്യൂബിക് ഇക്വേഷന്. ദെൻ മൂന്ന് റൂട്ട്സ്, ദാറ്റ് മീൻസ് ആ 3 സമ്മും പ്രോഡക്റ്റും ഈക്വൽ ആകുന്നത് ഏതാണോ നോക്കുക. ലാസ്റ്റ് ഡേ നമ്മൾ ചെയ്തിരുന്നു. മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എക്സാമിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഇക്വേഷൻ. ദെൻ നമുക്ക് ഒരു 10 minutes ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, ഫോർത്ത് ചാപ്റ്റർ മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ.
നമ്മുടെ നെക്സ്റ്റ് മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ്. നമ്മുടെ എല്ലാ എക്സാമിനും മിനിമം 14 മാർക്സ് ചോദിക്കുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. നമ്മളത് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഇൻട്രസ്റ്റ് പോർഷൻ. ഇൻട്രസ്റ്റ് പോർഷനകത്ത് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ദെൻ ഡിപ്രീസിയേറ്റഡ് അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്ന ഒരു ഏരിയ. സോ അത്രയാണ് നമ്മുടെ ഇൻട്രസ്റ്റ് പോർഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ആനുവിറ്റി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. സോ ആനുവിറ്റി എന്താണ്, എത്ര ടൈപ്പ് ഓഫ് ആനുവിറ്റി, ദെൻ ഫ്യൂച്ചർ വാല്യൂ, പ്രസൻറ്റ് വാല്യൂ, അതിൻ്റെ ആപ്ലിക്കേഷൻ, അതിനകത്ത് ബോണ്ടിൻ്റെ വാല്യുവേഷൻ, CAGR, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കേണ്ടത്. ഇതിൽ നിന്നാണ് നമുക്ക് 14 മാർക്സ് വരെ ക്വസ്റ്റ്യൻ വരുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താണ് ഇൻട്രസ്റ്റ് നോക്കാം. ഫസ്റ്റ് ഇൻട്രസ്റ്റ്. So that means interest is the price paid by the borrower for the use of lender's money. So that means നമ്മൾ 1000 രൂപ കടം വാങ്ങിച്ചു അല്ലെങ്കിൽ 1000 രൂപ ലോൺ എടുത്തു, തിരിച്ച് 1500 രൂപ അടച്ചാൽ നമ്മൾ എക്സ്ട്രാ അടയ്ക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻട്രസ്റ്റ്. സോ അതേപോലെ നമ്മൾ ഇൻവെസ്റ്റർ ആണ്, നമ്മൾ 1000 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്തു, ഇത്ര പീരീഡിന് ശേഷം നമുക്ക് 1500 തിരിച്ച് കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ആ എക്സ്ട്രാ കിട്ടുന്ന എമൗണ്ട് ആണ്. സോ നമ്മളൊരു ലോൺ ബോറോ ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ കൊടുക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇൻട്രസ്റ്റ് എന്ന് വിളിക്കുന്നത്. സോ ഇൻട്രസ്റ്റ് ഈസ് ദ പ്രൈസ് പെയ്ഡ് ബൈ ദ ബോറോവർ ഫോർ ദ യൂസ് ഓഫ് ലെൻഡേഴ്സ് മണി. ഓക്കെ, ദെൻ ജനറലി, അതായത് ലോൺ ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നത്, ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ എക്സ്ട്രാ കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ജനറലി ഇൻട്രസ്റ്റ്. ദെൻ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ നമുക്ക് എക്സാമിന് പ്രോബ്ലം സോൾവ് ചെയ്യാൻ 3 കാര്യങ്ങളാണ് മെയിൻലി അറിയേണ്ടത്. പ്രിൻസിപ്പൽ, ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ദെൻ അക്യൂമുലേറ്റഡ് എമൗണ്ട്. സോ ഇത് 3 വെച്ചിട്ടാണ് നമുക്ക് എന്താണ് ഈ പറയുന്ന ഫോർമുലാസ് എല്ലാം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്, എക്സാമിന് സോൾവ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം. പ്രിൻസിപ്പൽ, സോ ദാറ്റ് മീൻസ് പ്രിൻസിപ്പൽ ഫസ്റ്റ് പ്രിൻസിപ്പൽ നമ്മൾ P കൊണ്ട് ഡിനോട്ട് ചെയ്യാണ്. പ്രിൻസിപ്പൽ ഈസ് ദ ഇനീഷ്യൽ വാല്യൂ. സോ നമ്മൾ ലോൺ എടുത്താണെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്കാണെങ്കിൽ 1000 റുപ്പീസ്, നമ്മൾ ഇൻവെസ്റ്റർ ആണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഏറ്റവും ആദ്യം ഇനീഷ്യലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രിൻസിപ്പൽ, ഇനീഷ്യൽ വാല്യൂ. ദെൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇവിടെയാണ് നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, the rate at which interest is charged on a defined length of time for the use of principal, generally on yearly basis. So rate of interest means അതൊരു ഒന്നുകിൽ ഒരു റേറ്റ് ആയിട്ട് 10% per annum, അല്ലെങ്കിൽ ഇത്ര രൂപയ്ക്ക് 100 റുപ്പീസിന് 1000 റുപ്പീസിന് 100 റുപ്പീസ് പെർ ആനം തരണം എന്ന് പറഞ്ഞാൽ, സോ നമുക്ക് സംടൈംസ് റേറ്റ് ആയിട്ട് വരാം, അല്ലെങ്കിൽ എമൗണ്ട്. ശ്രദ്ധിക്കേണ്ട എന്താണ്, ചാർജ്ഡ് ഓൺ ഇയർലി ബേസിസ്. സോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മീൻസ് എന്താണ്, പ്രിൻസിപ്പൽ മീൻസ് ഇനീഷ്യൽ വാല്യൂ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മീൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, ചാർജ്ഡ് ഓൺ ഇയർലി ബേസിസ്. സംടൈംസ് അത് റേറ്റ് ആയിട്ട് തരാം, അല്ലെങ്കിൽ സംടൈംസ് ഇപ്പോൾ നമുക്ക് പറയാണ് മിസ്റ്റർ എ ചാർജസ് 10% per annum എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണ്. ബട്ട് സംടൈംസ് മിസ്റ്റർ എക്സ് ചാർജസ് ₹100 per annum for ₹1000. സോ 1000 രൂപയ്ക്ക് 100 രൂപ ചാർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 1000ന് 10% ആണ് അവിടെ ചാർജ് ആയിട്ട് എടുക്കുന്നത്. സോ ദാറ്റ് മീൻസ് നമുക്ക് റേറ്റ് ആയിട്ടും പറയാം, എമൗണ്ട് ആയിട്ടും പറയാം. ചാർജ് ഓൺ ഇയർലി ബേസിസ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, rate of interest. Then accumulated amount. സോ നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ 1000 റുപ്പീസ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തു, 500 റുപ്പീസ് നമുക്ക് എക്സ്ട്രാ കിട്ടി. ദാറ്റ് മീൻസ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ് നമുക്ക് കിട്ടുന്ന എത്രയായിരിക്കും, 1500. സോ ദാറ്റ് മീൻസ് അക്യൂമുലേറ്റഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് denoted by capital A കൊടുക്കുകയാണ്. സോ നമുക്ക് എങ്ങനെ പറയാം, ഫൈനൽ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ലോൺ ആണെങ്കിൽ ലോൺ. സോ ദാറ്റ് മീൻസ് എന്തൊക്കെ കൂടെ ചേരുന്നതാണത്, പ്രിൻസിപ്പലും പ്ലസ് ഇൻട്രസ്റ്റ്.
രണ്ടും കൂടെ ചേരുന്നതാണ് എന്ത് അക്യൂമുലേറ്റഡ് എമൗണ്ട്. സോ മൂന്ന് കാര്യങ്ങൾ, പ്രിൻസിപ്പൽ മീൻസ് ഇനീഷ്യൽ വാല്യൂ, rate of interest means charged on yearly basis, then accumulated amount means final value, that means principal plus interest. Then നേരെ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റിലേക്ക് വരികയാണ്. സിമ്പിൾ ഇൻട്രസ്റ്റിൽ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല പ്ലസ് 4-5 ഷോർട്ട് കട്ട് ഫോർമുലയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്താണ് എല്ലാ ക്വസ്റ്റിനും നമുക്ക് വരുന്ന എല്ലാ ക്വസ്റ്റിനും നമുക്ക് ഈ പറയുന്ന ഫോർമുല യൂസ് ചെയ്ത് എക്സാമിന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റിനും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താണ് ഡെഫിനിഷൻ ഒന്ന് നോക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ടഡ് ഓൺ ദ പ്രിൻസിപ്പൽ ഓൺ എൻറ്റയർ period of borrowings. It is calculated on outstanding principal balance and not interest previously earned. That means no interest is paid on interest earned during the term, during the period. So simple interest okay. So 1,000 rupees 10% interest rate 5 years ഇട്ടാൽ ആക്ച്വലി ആണോ ആദ്യത്തെ വർഷം കഴിയുമ്പോൾ എനിക്ക് അതിൻ്റെ 1000-ന് 10% 1100 കിട്ടും. ബട്ട് സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് കിട്ടുന്നതെങ്കിൽ എന്താണ്, രണ്ടാമത്തെ വർഷം എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 1100 ഉണ്ട്. 1100-ൻ്റെ പുറത്ത് എനിക്ക് ഇൻട്രസ്റ്റ് കിട്ടില്ല. ബിക്കോസ് സിമ്പിൾ ഇൻട്രസ്റ്റിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്തിൻ്റെ പുറത്ത് ഇൻട്രസ്റ്റ് കിട്ടില്ല, ഇൻട്രസ്റ്റിൻ്റെ പുറത്ത്. അതായത് എനിക്ക് കിട്ടിയ ഇൻട്രസ്റ്റിന്, അതായത് എനിക്ക് തന്ന ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ഇൻട്രസ്റ്റ് തരില്ല. എന്തിൻ്റെ പുറത്ത് മാത്രമേ ഉള്ളൂ, നിങ്ങൾ 1000 രൂപയല്ലേ ഇൻവെസ്റ്റ് ചെയ്തുള്ളൂ, അതിൻ്റെ പുറത്ത് മാത്രമേ ഇൻട്രസ്റ്റ് എടുത്തുള്ളൂ. ഒരു വർഷം കഴിയുമ്പോൾ അക്കൗണ്ടിൽ 1100 ഉണ്ടാകാം, പക്ഷേ ഈ ഒരു 100 രൂപ 100 റുപ്പീസ് ആര് തന്നെയാണ്, ഞങ്ങൾ തന്നെയാണ്. ഞങ്ങൾ തന്ന ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് എന്ത് തരൂല, ഇൻട്രസ്റ്റ് തരില്ല. അതാണ് എന്ത് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കോൺസെപ്റ്റ്. ദാറ്റ് മീൻസ് എത്ര വർഷം ഇട്ടാലും എന്തിൻ്റെ പുറത്ത് മാത്രം ഇൻട്രസ്റ്റ്, ഇനീഷ്യലി പേ ചെയ്ത പ്രിൻസിപ്പൽ, ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പലിൻ്റെ പുറത്ത് മാത്രം ഇൻട്രസ്റ്റ്. അതാണ് എന്തിൻ്റെ കോൺസെപ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കോൺസെപ്റ്റ്. സോ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ നമുക്ക് ഫോർമുലയിലോട്ട് വരികയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഫോർമുല SI എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യാണ്. ക്യാപിറ്റൽ I അല്ലെങ്കിൽ SI ഇസ് ഈക്വൽ ടു P ഇൻറ്റു I ഇൻറ്റു T. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ ഫോർമുലയാണിത്. P ഇൻറ്റു I ഇൻറ്റു T, വേർ P ഇതാണ് പ്രിൻസിപ്പൽ, ദാറ്റ് മീൻസ് ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്. I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് പെർ ആനം ഇൻ ഡെസിമൽസ്, ദാറ്റ് മീൻസ് I ഡിവൈഡഡ് ബൈ 100 എന്ന് എടുക്കുന്നില്ല. I അതായത് 10% ആണെങ്കിൽ, I 10% ആണെങ്കിൽ നമുക്ക് എന്തുവരും 0.10 ആയിരിക്കും എന്ത് I. ദെൻ T എന്ന് പറയുന്ന ടൈം പീരീഡ് ഇൻ ഇയേഴ്സ്. ഇവിടെ എപ്പോഴും എന്താണ് ഇയർലി ആണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇൻ ബിറ്റ്വീൻ 6 months ആണെങ്കിൽ 6 ഡിവൈഡ് ബൈ 12, ദാറ്റ് മീൻസ് 1/2 എന്ന രീതിയിൽ തന്നെ എടുക്കണം. സോ ഒന്നുകൂടെ ഫോർമുല, സിമ്പിൾ ഇൻട്രസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന ഫോർമുല P ഇൻറ്റു I ഇൻറ്റു T, വേർ P ഇസ് ദ പ്രിൻസിപ്പൽ, സ്മോൾ I ഇസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം ഇൻ ഡെസിമൽ, T be the time period in years. Then accumulated amount കണ്ടുപിടിക്കുന്നത് എന്താണ്, പ്രിൻസിപ്പൽ പ്ലസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. സോ ദാറ്റ് മീൻസ് പ്രിൻസിപ്പൽ P പ്ലസ് ഇത് ഓൾറെഡി എന്താണ് PIT ആണ്. സോ P കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ P ഇൻറ്റു 1 പ്ലസ് IT. സോ രണ്ട് ഫോർമുല, സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല PIT, അക്യൂമുലേറ്റഡ് എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല P ഇൻറ്റു 1 പ്ലസ് IT, P ഇൻറ്റു 1 പ്ലസ് IT. ഓക്കെ. ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ നമുക്ക് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് ഫോർമുല. സോ വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റിലാകെ 2 ഡയറക്റ്റ് ഫോർമുല. എന്താ കോൺസെപ്റ്റ് എന്താ വെച്ചാൽ എന്തിൻ്റെ പുറത്ത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇത്രേ ഉള്ളൂ. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കോൺസെപ്റ്റ് എത്ര വർഷം കഴിഞ്ഞാലും എന്തിൻ്റെ പുറത്ത് മാത്രം ഇൻട്രസ്റ്റ്, ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പൽ, ദാറ്റ് മീൻസ് ഇൻ ബിറ്റ്വീൻ കിട്ടുന്ന ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ഇൻട്രസ്റ്റ് കിട്ടില്ല. ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഫോർമുല I is equal to അല്ലെങ്കിൽ SI is equal to PIT. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ അക്യൂമുലേറ്റഡ് ഫോർമുല A is equal to P ഇൻറ്റു 1 പ്ലസ് IT. സോ സ്മോൾ I എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം ഇൻ ഡെസിമൽസ് ആയിരിക്കണം. T be the ടൈം പീരീഡ് ഇൻ ഇയേഴ്സ്. ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഷോർട്ട് കട്ട് ഫോർമുലാസ് ആണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് I നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ സം ഓഫ് മണി doubles itself in dash years. Sum of money doubles itself in rate of interest അറിയാമെങ്കിൽ സം ഡബിൾ ആകാൻ എടുക്കുന്ന ടൈം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഗീവൺ ആണ്. സം ഓഫ് മണി സം ഡബിൾസ് in 100 ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് I എത്രയാണോ ആസ് ഇറ്റ് ഈസ്. അവിടെ ഡെസിമൽ ആക്കി എടുക്കരുത്, എത്രയാണോ ആ പെർസെൻറ്റേജ് അത് ആസ് ഇറ്റ് ഈസ് എടുക്കുക. I അത്രയും ഇയേഴ്സ്, അതായത്
rate of interest is 10%, then sum of money is doubles itself. Simple interest ആണെങ്കിൽ നേരെ എന്തെടുത്താൽ മതി, rate of interest 10% ആണെങ്കിൽ sum of money doubles itself in dash years എന്ന് ചോദിച്ചാൽ 100 divided by നേരെ ആ 10% ആയിട്ടുള്ള 10 എടുക്കുക. ദാറ്റ് മീൻസ് 10 വർഷം കൊണ്ടായിരിക്കും സം ഡബിൾ ആകുന്നത്. ദെൻ നേരെ മറിച്ച് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലാത്തരുന്നത് നമുക്ക് ടൈം പീരീഡ് ടി ആണ്. ഇത്ര വർഷം കൊണ്ട് സം ഓഫ് മണി ഡബിൾസ് ഇറ്റ് സെൽഫ് ഇൻ 10 years. ദെൻ റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്താൽ മതി, 100 ഡിവൈഡഡ് ബൈ ആ ടൈം പീരീഡ് ഇയർ എത്രയാണോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, അത്രയും പെർസെൻറ്റേജ്. സോ ദാറ്റ് മീൻസ് സമ്മ ഡബിൾസ് ഇൻ, നമുക്ക് ടൈം പീരീഡ് ആണ് തന്നിരിക്കുന്നതിൽ 100 ഡിവൈഡഡ് ബൈ ടി അത്രയും പെർസെൻറ്റേജ്, 100 ഡിവൈഡഡ് ബൈ ടി അത്രയും പെർസെൻറ്റേജ്. ദെൻ 2 ഡബിൾ ആകുക, 2 ടൈംസ് അല്ലെങ്കിൽ ഡബിൾ ആകുന്ന മാത്രമായിരിക്കില്ല, അതിൽ കൂടുതൽ 3 ടൈംസ് 4 ടൈംസ് 5 ടൈംസ്, അതിൽ നമുക്ക് ജനറലി n ടൈംസ് എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം, n ടൈംസ്. സോ ഇൻട്രസ്റ്റ് റേറ്റ് അറിയാമെങ്കിൽ സം ഓഫ് മണി ബിക്കംസ് n ടൈംസ് ഇൻ n ടൈംസ് in n minus 1 into 100 divided by I അത്രയും years. That means 4 times ആണെങ്കിൽ 4 minus 1 into 100 divided by I 10 ആണെങ്കിൽ divided by 10 അത്രയും years ആയിരിക്കും. Then number of years given ആണ്, number of years given ആണ്, number of years given ആണ്. Then sum of money becomes n times, n times in n minus 1 into 100 divided by t അത്രയും percentage, അത്രയും percentage. n minus 1 into 100 divided by t അത്രയും percentage. Then ഒരു ഫോർമുല കൂടെയാണ്, sum of money becomes n1 times in t1 years and n2 times in t2 years. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു റേഷ്യോ കിട്ടും, sum of money becomes n1 times in t1 years and n2 times in t2 years. That implies t1 divided by t2 is equal to n1 minus 1 divided by n2 minus 1, n1 minus 1 divided by n2 minus 1. Sum of money becomes t1 years, n1 times in t1 years and n2 times in t2 years ആണെങ്കിൽ എക്സാമ്പിൾ നമുക്ക് n നമ്പർ ഓഫ് ടൈംസ് ഈ പറയുന്ന ഫോർമുലസ് എല്ലാം മാറി മാറി നമുക്ക് യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഷോർട്ട് കട്ട് ഫോർമുലയാണ്. സോ അതായത് നമുക്ക് എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ, ക്വസ്റ്റ്യൻ സം ഓഫ് മണി becomes 2 times in 10 years, then the sum becomes 3 times in dash years. The 2 times, that means n1 equal to 2, t1 equal to 10, n2 equal to 3, നമുക്ക് t2 ആണ് കണ്ടുപിടിക്കേണ്ടത്, t2 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇവിടെ നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം, t1 ഡിവൈഡഡ് ബൈ t2 is equal to n1 minus 1 divided by n2 minus 1 എന്ന് പറഞ്ഞ ഷോർട്ട് കട്ട് ഫോർമുല യൂസ് ചെയ്ത് നേരെ ആൻസറിലേക്ക് വരാം. സോ t1 10 ആണ്, t2 n1 2 ആണ്, 2 minus 1 divided by 3 minus 1. That implies 10 divided by t2 is equal to 1 by 2. That implies t2 is equal to 20 years. 20 years. Okay. സോ ഇത്രയാണ് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഓർത്ത് വെക്കേണ്ടത്. രണ്ട് ഡയറക്റ്റ് ഫോർമുല, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെയും അക്യൂമുലേറ്റഡ് എമൗണ്ടിൻ്റെയും. ദെൻ കോൺസെപ്റ്റ് എന്താണ്, എന്തിൻ്റെ പുറത്ത് മാത്രം ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ്, പ്രിൻസിപ്പളിൻ്റെ പുറത്ത് മാത്രം. ദാറ്റ് മീൻസ് എല്ലാ വർഷവും കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്തായിരിക്കും, സെയിം എമൗണ്ട് ആയിരിക്കും എന്നുള്ള കോൺസെപ്റ്റോട് ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ ഇൻട്രസ്റ്റ് റേറ്റ് അറിയാമെങ്കിൽ സം ഡബിൾ ആകാൻ എടുക്കുന്ന ടൈം പീരീഡ് എന്ന് പറയുന്നത് 100 ഡിവൈഡഡ് ബൈ ഐ അത്രയും ഇയേഴ്സ് ആണ്. ടൈം പീരീഡ് ടി അറിയാമെങ്കിൽ സം ഡബിൾ ആകാൻ വേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് 100 ഡിവൈഡഡ് ബൈ ടി പെർസെൻറ്റേജ്. ദെൻ ഇൻട്രസ്റ്റ് റേറ്റ് അറിയാം, സം n ടൈംസ് ആകാൻ എടുക്കുന്ന ടൈം പീരീഡ് n-1 into 100 ഡിവൈഡഡ് ബൈ ഐ അത്രയും ഇയേഴ്സ്. ദെൻ ടൈം പീരീഡ് അറിയാം, സം ഓഫ് മണി ഡബിൾ n ടൈംസ് ആകാൻ എടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് n-1 into 100 ഡിവൈഡഡ് ബൈ ടി അത്രയും പെർസെൻറ്റേജ്. ദെൻ
അഞ്ചാമത്തെ സം ഓഫ് മണി ബിക്കംസ് n1 ടൈംസ് ഇൻ t1 ഇയേഴ്സ് ആൻഡ് n2 ടൈംസ് ഇൻ t2 ഇയേഴ്സ്. സോ ഇതിലേതെങ്കിലും ഒന്ന് മിസ്സിംഗ് ഫിഗർ ആയിരിക്കും. നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യാവുന്ന റേഷ്യോ ആണ് t1 ഡിവൈഡഡ് ബൈ t2 ഇസ് ഈക്വൽ ടു n1 മൈനസ് 1 ഡിവൈഡഡ് ബൈ n2 മൈനസ് 1. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് എന്തെങ്കിലും സിമ്പിൾ ഇൻട്രസ്റ്റിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വന്നാൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സോ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ നമുക്ക് എന്തിൻ്റെ പുറത്ത് മാത്രമായിരുന്നു, ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പളിൻ്റെ പുറത്ത് മാത്രമായിരുന്നു. ബട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് is the interest that accrues when earnings for each specified period or conversion period of time added to principal, thus increasing the principal base on which subsequent interest is computed. That means എന്താണ്, ഇവിടെ ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ഇൻട്രസ്റ്റ് കിട്ടും. എന്താണ്, നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്ന ഇൻട്രസ്റ്റ് പ്രിൻസിപ്പലിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തായിരിക്കും ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അവിടെ ഇയർലി എന്നാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല, നമ്മുടെ സ്പെസിഫൈഡ് പീരീഡ് അല്ലെങ്കിൽ കൺവേർഷൻ പീരീഡിനനുസരിച്ചിട്ടായിരിക്കും. സ്പെസിഫൈഡ് പീരീഡ് അല്ലെങ്കിൽ കൺവേർഷൻ പീരീഡിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ദെൻ ആ കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, തൊട്ട് മുമ്പുള്ള പ്രിൻസിപ്പലിൻ്റെ കൂടെ ആഡ് ചെയ്യും. ആ അക്യൂമുലേറ്റഡ് അല്ലെങ്കിൽ ആ പ്രിൻസിപ്പലും ഇൻട്രസ്റ്റും കൂടെ ആഡ് ചെയ്യുന്നതിൻ്റെ പുറത്തായിരിക്കും അടുത്ത കൺവേർഷൻ പീരീഡ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് പീരീഡിലെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കും. ദാറ്റ് മീൻസ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ പ്രിൻസിപ്പൽ റിമൈൻസ് ദ സെയിം. അതായത് നമുക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് എപ്പോഴും എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പലിൻ്റെ പുറത്ത് മാത്രമായിരിക്കും ത്രൂ ഔട്ട് ദ പീരീഡ്. ബട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിലേക്ക് വന്ന പ്രിൻസിപ്പൽ ഇൻക്രീസസ് വിത്ത് അവിടെ ഇയർ എന്നല്ല പറയുന്നത്, നമ്മുടെ ക്വസ്റ്റ്യനിലെ ഡിസ്ക്രിപ്ഷൻ എന്താണോ ആ സ്പെസിഫൈഡ് പീരീഡ്, ക്വസ്റ്റ്യനിലെ ഡിസ്ക്രിപ്ഷൻ ആയിട്ടുള്ള സ്പെസിഫൈഡ് പീരീഡ് അല്ലെങ്കിൽ കൺവേർഷൻ പീരീഡ്, സ്പെസിഫൈഡ് പീരീഡ് ഓർ കൺവേർഷൻ പീരീഡ്, സ്പെസിഫൈഡ് പീരീഡ് അല്ലെങ്കിൽ കൺവേർഷൻ പീരീഡ്. എവിടെ നിന്നാണ് ഈ സ്പെസിഫൈഡ് പീരീഡ് അല്ലെങ്കിൽ കൺവേർഷൻ പീരീഡ് അറിയുന്നത്? നമ്മുടെ ക്വസ്റ്റ്യനിലെ ഡിസ്ക്രിപ്ഷനിൽ നിന്നാണ്. സോ കോമ്പൗണ്ടഡ് ആനുവലി എന്നാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ എങ്കിൽ നമ്മൾ സേഫ് ആണ്. എന്താണ്, ഓരോ വർഷവുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോമ്പൗണ്ട് ചെയ്യുന്നത്. കോമ്പൗണ്ട് ചെയ്യുക മീൻസ് എന്താണ്, ആ വർഷത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് പ്രിൻസിപ്പലിൻ്റെ കൂടെ ആഡ് ചെയ്യും. ദെൻ അടുത്ത വർഷത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും, ഈ ഇൻക്രീസ് ചെയ്ത എമൗണ്ട്, അതായത് പ്രിൻസിപ്പലിൻ്റെ കൂടെ തൊട്ട് മുമ്പുള്ള പ്രിൻസിപ്പലിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്ത് കിട്ടുന്നതിൻ്റെ പുറത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത വർഷത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത്. കോമ്പൗണ്ടഡ് സെമി ആനുവലി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 6 മാസം കൂടുമ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ദെൻ ഓരോ 6 മാസം കൂടുമ്പോഴും ഇൻട്രസ്റ്റ് ആഡ് ചെയ്ത് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ച് ആഡ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. സോ ദാറ്റ് മീൻസ് കോമ്പൗണ്ടഡ് സെമി ആനുവലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി എന്നാണെങ്കിൽ 6 മാസം കൂടുമ്പോൾ, അങ്ങനെയാണെങ്കിൽ എത്ര കൺവേർഷൻ പീരീഡ്സ് ഉണ്ടാകും, ഒരു വർഷം 2 കൺവേർഷൻ പീരീഡ്. കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണെങ്കിൽ നമ്മൾ 3 മാസം കൂടുമ്പോൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കും. അങ്ങനെയാണെങ്കിൽ വർഷത്തിൽ 4 കൺവേർഷൻ പീരീഡ്സ് ഉണ്ടാകും. കോമ്പൗണ്ടഡ് മന്ത്ലി എന്നാണെങ്കിൽ ഓരോ മാസവും നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കും. ദാറ്റ് മീൻസ് 12 കൺവേർഷൻ പീരീഡ്സ് ഉണ്ടാകും. കോമ്പൗണ്ടഡ് ഡെയിലി ആണെങ്കിൽ ഓരോ ദിവസവും ഒന്നുകിൽ 365 ഓർ ലീപ്പ് ഇയർ ആണെങ്കിൽ 366 കൺവേർഷൻ പീരീഡ്സ് ഉണ്ടാകും. ഓക്കെ, ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് കണ്ടുപിടിക്കുന്ന ഫോർമുല എ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ഐ ദ ഹോൾ റേസ് ടു n ആണ്. പി ഇനീഷ്യൽ വാല്യൂ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആണ്. ഐ എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം ഇൻ ഡെസിമൽസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കൺവേർഷൻ ഡേറ്റ്സ്. അതായത് ഇൻട്രസ്റ്റ് പെർ കൺവേർഷൻ പീരീഡ് വേണം. n എന്ന് പറയുന്ന ടോട്ടൽ നമ്പർ ഓഫ് കൺവേർഷൻ പീരീഡ്സ് ആണ് കണ്ടുപിടിക്കാനായിട്ട്. നമ്പർ ഓഫ് കൺവേർഷൻ പീരീഡ്സ് ഇൻ എ ഇയർ ഇൻറ്റു, അതായത് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടുള്ള വാല്യൂ ഇൻറ്റു ടി. ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താണ്, അക്യൂമുലേറ്റഡ് എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ. ഏറ്റവും അവസാനം കിട്ടുന്നതിൽ ഏറ്റവും ആദ്യം ഇൻവെസ്റ്റ് ചെയ്തല്ലേ എക്സ്ട്രാ കിട്ടുന്നതല്ലേ നമ്മുടെ ഇൻട്രസ്റ്റ്. അത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിലും. സോ ഇവിടെ ഫോർമുല ശ്രദ്ധിക്കണം, പി ഇൻറ്റു 1 പ്ലസ് ഐ ദ ഹോൾ റേസ് ടു n മൈനസ് പി. പി കോമൺ എടുത്താൽ പി ഇൻറ്റു 1 പ്ലസ് ഐ ദ ഹോൾ റേസ് ടു n മൈനസ് 1. 2 ഫോർമുല.
ഓർത്ത് വെക്കേണ്ട രണ്ട് ഫോർമുല. എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ഐ ദ ഹോൾ റേസ് ടു എൻ. ഐയും എന്നും എന്താണ്? ഐ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം ഇൻ ഡെസിമൽസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കൺവേർഷൻ പീരീഡ്സ്. ദാറ്റ് മീൻസ് ഓരോ കൺവേർഷൻ പീരീഡിലെയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് പെർ ആനം ആയിരിക്കും തന്നിരിക്കുന്നത്. കൺവേർഷൻ പീരീഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അത് കൺവേർട്ട് ചെയ്യണം. ദെൻ എൻ എന്ന് പറഞ്ഞ ടോട്ടൽ നമ്പർ ഓഫ് കൺവേർഷൻ പീരീഡ്സ്, ടി ഇൻറ്റു നമ്പർ ഓഫ് കൺവേർഷൻ പീരീഡ്സ് ആണ്. ദെൻ നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ പി ഇൻറ്റു 1 പ്ലസ് ഐ ദ ഹോൾ റേസ് ടു എൻ മൈനസ് 1. ദെൻ സോ നമുക്ക് ഇതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. കോമ്പൗണ്ടഡ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് യൂസ് ചെയ്യേണ്ട ഫോർമുല. കോമ്പൗണ്ടഡ് ആനുവലി ആണെങ്കിൽ ഒരു എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ഐ ദ ഹോൾ റേസ് ടു ടി അല്ലെങ്കിൽ ഹോൾ റേസ് ടു എൻ. സോ ഇവിടെ പി ഇൻറ്റു 1 പ്ലസ് ഐ ദ ഹോൾ റേസ് ടു എൻ മൈനസ് 1. ദെൻ കോമ്പൗണ്ടഡ് സെമി ആനുവലി ആണെങ്കിൽ നമുക്ക് എങ്ങനെ മാറും? അത് എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ഐ ബൈ 2. ഇൻട്രസ്റ്റ് റേറ്റ് പെർ ആനമാണ്. സെമി ആനുവലി ആകുമ്പോൾ നമുക്ക് എന്താണ്? 6 മാസം കൂടുമ്പോൾ വേണം, ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ റേസ് ടു 2t. ഇൻഫാക്ട് നമ്മുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ഏത് ക്വസ്റ്റ്യൻ എടുത്താലും ക്വസ്റ്റ്യനിലെ ഡിസ്ക്രിപ്ഷൻ കറക്റ്റായിട്ട് പിക്ക് ചെയ്യുക, ഫോർമുല ഇട്ട് കൊടുക്കുക, ബാക്കിയെല്ലാം കാൽക്കുലേറ്ററിൽ ചെയ്യുക. സോ കോമ്പൗണ്ടഡ് ആനുവലി ആണെങ്കിലുള്ള ഫോർമുല, കോമ്പൗണ്ടഡ് സെമി ആനുവലി ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ഐ ബൈ 2 ദ ഹോൾ റേസ് ടു 2t. ദെൻ കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണ്, അതനുസരിച്ച് എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല ചേഞ്ച് ആയിരിക്കുന്നു. കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണെങ്കിൽ എ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ഐ ബൈ 4 ദ ഹോൾ റേസ് ടു 40. കോമ്പൗണ്ടഡ് ക്വാർട്ടർലി. കോമ്പൗണ്ടഡ് മന്ത്ലി ആണെങ്കിൽ എ ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ഐ ബൈ 12 ദ ഹോൾ റേസ് ടു 12t. അതായത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് കോമ്പൗണ്ടഡ് സെമി ആനുവലി ആണെങ്കിൽ ഐ ബൈ 2 ആകും, എൻ എന്നുള്ളത് എന്താകും? 2t ആകും. കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണെങ്കിൽ ഐ ബൈ 4 ആകും, എൻ എന്നുള്ളത് 4t ആകും. കോമ്പൗണ്ടഡ് മന്ത്ലി ആണെങ്കിൽ ഐ എന്ന് പറയുന്നത് ഐ ബൈ 12 ആകും, എൻ എന്ന് പറയുന്നത് 12t ആകും. ഇത്രേ ഉള്ളൂ വ്യത്യാസം. കറക്റ്റായിട്ട് ക്വസ്റ്റ്യനിലെ ഡിസ്ക്രിപ്ഷൻ പിക്ക് ചെയ്യുക ആ ഫോർമുല. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് നടക്കണമെങ്കിൽ നമുക്ക് ഈ 14 ക്വസ്റ്റ്യൻ നമുക്ക് 7 മിനിറ്റിൽ താഴെ ചെയ്യാൻ പറ്റിയാൽ 7 മിനിറ്റ് ഒന്ന് ആലോചിച്ചുകൊണ്ട് 7 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 8 മിനിറ്റ് കൊണ്ട് അങ്ങേറ്റം നമുക്ക് 14 ക്വസ്റ്റ്യൻ അതിലൊരു 12 മാർക്ക് കിട്ടുവാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ജയിച്ചു. പിന്നെ നമുക്ക് ബാക്കിയുള്ളതിൽ നിന്ന് 40+ അത് 50+ ആക്കുക, അത് 60+ ആക്കുക എന്നുള്ളതാണ് നമ്മൾ പിന്നീട് ബാക്കിയുള്ള ചാപ്റ്ററിൽ നിന്ന് ചെയ്യേണ്ടത്. ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ഫോർമുല. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ സം ഓഫ് മണി ബിക്കംസ് n times in t years. Then it becomes n raised to m times in m into t years. Sum of money becomes n times in t years. Then the sum becomes m times n raised to m times. The compound interest in the case, simple interest in the case, t1 divided by tt is equal to n1 minus 1 divided by n2 minus 1 എടുത്തില്ലേ? ഇവിടെ വരുമ്പോഴത്തേക്കും sum of money becomes n times in t years. Then the sum becomes n raised to m times. പവറിൽ m ആണ്, അത്രയും ടൈംസ് ആകാൻ എടുക്കുന്ന ടൈം എത്രയാണ്? m ഇൻറ്റു ടി, അത്രയും ഇയേഴ്സിലായിരിക്കും. സോ നമുക്ക് നോർമലി ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ആയിട്ട് സം ബിക്കംസ് 2 times in 3 years ബ്രാക്കറ്റിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. then sum becomes 32 times in dash years. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ t1 divided by t2. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ സം ബിക്കംസ് 2 times. ദാറ്റ് മീൻസ് n is equal to 2 times in 3 years. Then 32 times 2 raised to 5. That means n raised to m. ഇത് ഇവിടെ എത്രയാണോ അതേ raised to 5 എന്ന് എഴുതാം. സോ ഇവിടെ നമുക്ക് എങ്ങനെ എടുക്കാം? 5 ഇൻറ്റു എം ടി, എം 5 ആണ്, ടി 3 ആണ്. എം 5 ഇൻറ്റു 3 ദാറ്റ് മീൻസ് 50. 15 വർഷം കൊണ്ടായിരിക്കും 32 ടൈംസ് ആകുന്നത്. 2 ടൈംസ് ആകാനായിട്ട് 3 years ആണെങ്കിൽ 32 ടൈംസ് ആകാനായിട്ട് 5 ഇൻറ്റു 3 ദാറ്റ് മീൻസ് 15 years. സോ വെരി 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 ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് കട്ട് ഫോർമുല. ദെൻ നെക്സ്റ്റ് വൺ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഡിപ്രീസിയേറ്റഡ് വാല്യൂ കണ്ടുപിടിക്കുന്നതാണ്, സ്ക്രാപ്പ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. സി ഇൻറ്റു നമുക്കറിയാം റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ് ഇത് എടുക്കുന്നത്.
സോ സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ ഡിപ്രീഷിയേറ്റഡ് വാല്യൂ ചോദിച്ചാൽ യൂസ് ചെയ്യുന്ന ഫോമുല, സ്ക്രാപ്പ് വാല്യൂ അല്ലെങ്കിൽ ഡിപ്രീഷിയേറ്റഡ് വാല്യൂ ചോദിച്ചാൽ ഉള്ള ഫോമുല എന്ന് പറയുന്നത് റിട്ടൺ ഡൗൺ വാല്യൂ ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് അസറ്റ് ഇൻറ്റു 1 മൈനസ് ഐ ദ ഹോൾ റേസ് ടു എൻ. സി കോസ്റ്റ് ഓഫ് അസറ്റ് ആണ്, ഐ എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ്, എൻ എന്ന് പറയുന്നത് ഇയർ ആണ്, നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തമ്മിലുള്ള റിലേഷൻ. കോമ്പൗണ്ടഡ് ആനുവലി ആണെങ്കിലാണ് കോമ്പൗണ്ടഡ് ആനുവലി ആണെങ്കിലാണ് ഈ റിലേഷൻ വരുന്നത്. ഫസ്റ്റ് ഇയറിൽ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സെയിം ആയിരിക്കും. കോമ്പൗണ്ടഡ് ആനുവലി ആണെങ്കിൽ, കോമ്പൗണ്ടഡ് സെമി ആനുവലി ആണെങ്കിൽ 6 മാസം കൂടുമ്പോൾ തന്നെ ചേഞ്ച് വരും, അതനുസരിച്ച് വ്യത്യാസം വരും. ബട്ട് കോമ്പൗണ്ടഡ് ആനുവലി ആണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഈക്വൽ ആയിരിക്കും. ദെൻ കോമ്പൗണ്ടഡ് സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ ഡിഫറൻസ്, ഒബിയസ്ലി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കൂടുതൽ, ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലുള്ളത് മൈനസ് കുറവുള്ളത്. സോ സി ഐ മൈനസ് എസ് ഐ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ സി ഐ മൈനസ് എസ് ഐ ഇസ് ഈക്വൽ ടു പി ഐ സ്ക്വയർ. ദെൻ തേർഡ് ഇയറിലേക്ക് വരുമ്പോൾ 3 വർഷം കൊണ്ടുള്ള സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മളുടെ ഡിഫറൻസ് എസ് ഐ മൈനസ് സി ഐ മൈനസ് എസ് ഐ ഇത് 2 ഇയേഴ്സിലേക്കാണ്, ഇത് 3 ഇയേഴ്സിലേക്കാണെങ്കിൽ എന്ത് വരും, പി ഐ സ്ക്വയർ ഇൻറ്റു ഐ പ്ലസ് 3, പി ഐ സ്ക്വയർ ഇൻറ്റു ഐ പ്ലസ് 3. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഇതിൽ ഒന്നുകിൽ 2 ഇയേഴ്സ് അല്ലെങ്കിൽ 3 ഇയേഴ്സ് നിങ്ങളുടെ എക്സാമിനുണ്ടാകും. ഈ ഷോർട്ട് കട്ട് ഫോമുല യൂസ് ചെയ്തേ ആൻസറിലേക്ക് വരാവൂ, ഈ ഷോർട്ട് കട്ട് ഫോമുല യൂസ് ചെയ്തേ ചെയ്യാവൂ. അതർവൈസ് നമുക്ക് നോർമൽ വെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടില്ല എന്ന് പറയുന്നില്ല, ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. അത്രയും സമയം ഒരിക്കലും നമുക്ക് എക്സാമിനില്ല. ഓക്കെ, സോ ഒന്നുകൂടെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തമ്മിലുള്ള റിലേഷൻ. ഫസ്റ്റ് ഇയറിൽ കോമ്പൗണ്ട് ആനുവലി ആണെങ്കിൽ മാത്രമേ ഈ റിലേഷൻസ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഫസ്റ്റ് ഇയറിൽ രണ്ടും സെയിം ആയിരിക്കും. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ ഡിഫറൻസ് സി ഐ മൈനസ് എസ് ഐ ഈക്വൽ ടു പി ഐ സ്ക്വയർ. തേർഡ് ഇയറിലേക്ക് വരുമ്പോൾ ഡിഫറൻസ് സി ഐ മൈനസ് എസ് ഐ ഇസ് ഈക്വൽ ടു പി ഐ സ്ക്വയർ ഇൻറ്റു ഐ പ്ലസ് 3. ഓക്കെ, അതിന് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനകത്ത് ഒരു കാര്യം കൂടി, ഇൻട്രസ്റ്റ് പോർഷൻ ഒരു കാര്യം കൂടെയാണ് അറിയേണ്ടത്. എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇതില്ലാത്ത ക്വസ്റ്റ്യൻ ഇല്ല. ഏത് ക്വസ്റ്റ്യൻ എടുത്താലും എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാകും. നമ്മൾ ഫോമുല മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു വർഷത്തിൽ ഒന്നിൽ കൂടുതൽ തവണ കോമ്പൗണ്ട് ചെയ്യുമ്പോഴാണ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന കോൺസെപ്റ്റ്. ദാറ്റ് മീൻസ് എനിക്ക് ഒന്നിൽ കൂടുതൽ തവണ കോമ്പൗണ്ട് ചെയ്ത് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്, എനിക്ക് എന്തറിയണം, ആനുവൽ ഇക്വലന്റ് റേറ്റ് അറിയാൻ വേണ്ടിയാണ് നമ്മൾ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ യൂസ് ചെയ്യുന്ന ഫോമുല 1 പ്ലസ് ഐ ദ ഹോൾ റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു 100 എടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്, പേഴ്സൻറ്റേജിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഡെസിമലിൽ കിട്ടും, ഇൻറ്റു 100 എടുക്കുമ്പോഴാണ് നമുക്ക് പേഴ്സൻറ്റേജ് ആയിട്ട് കിട്ടുന്നത്. സോ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കോമ്പൗണ്ടഡ് ആനുവലി ആണെങ്കിൽ എന്താണ്, എന്ത് കോൺസെപ്റ്റേ ഇല്ല, നില്ലാണ്. ആനുവലി ആണെങ്കിൽ എന്താണ്, എഫക്റ്റീവ് റേറ്റ് ഇല്ല. ഒരു വർഷത്തിൽ തന്നെ ഒന്നിൽ കൂടുതൽ തവണ കോമ്പൗണ്ട് ചെയ്താൽ മാത്രമാണ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കോൺസെപ്റ്റ് വരുന്നത്. സോ സെമി ആനുവലി ആണെങ്കിൽ ഫോമുല എങ്ങനെ മാറും, ഇ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഐ ബൈ 2 ദ ഹോൾ സ്ക്വയർ, ഐ ബൈ 2 ദ ഹോൾ റേസ് ടു 2 മൈനസ് 1 ഇൻറ്റു 100. ദെൻ കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണെങ്കിലോ E is equal to 1 plus I by 4 the whole raised to 4 minus 1 into 100. Then compounded monthly ആണെങ്കിലോ, compounded monthly E is equal to 1 plus I by 12 the whole raised to 12 minus 1 into 100. So that means the compound interest in the case ആണെങ്കിലും effective rate of interest in the case ആണെങ്കിലും എന്താണ് നമ്മൾ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ പിക്ക് ചെയ്യേണ്ടത്, ഡിസ്ക്രിപ്ഷൻ. കോമ്പൗണ്ടഡ് സെമി ആനുവലി ആണോ, കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണോ, കോമ്പൗണ്ടഡ് മന്ത്ലി ആണോ എന്നുള്ളതാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്യേണ്ടത്. സോ ഇത്രയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ദെൻ ഇതിനകത്ത് ഷോർട്ട് കട്ട് ഫോമുല, സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തമ്മിലുള്ള റിലേഷൻ, ദെൻ ഡിപ്രീഷിയേറ്റഡ് വാല്യൂ, എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇത്ര അറിയാമെങ്കിൽ നമുക്ക് 5 മുതൽ 7 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
rupees 8,000 becomes 10,000 in 2 years at simple interest. ഇവിടെ എപ്പോഴും നമുക്കൊരു ക്വസ്റ്റ്യൻ വായിച്ചാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ എന്ന് ആദ്യം മനസ്സിലാക്കണം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ കറക്റ്റായിട്ട് എന്താണ് ഡിസ്ക്രിപ്ഷൻ പിക്ക് ചെയ്യണം. സോ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ എന്താണ് തന്നിരിക്കുന്നത്? സിമ്പിൾ ഇൻട്രസ്റ്റ്. ഇതൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് കഴിയുമ്പോഴത്തേക്കും, അതായത് സ്പെഷ്യൽ ടൈമോ സ്പെഷ്യൽ ഇൻവിറ്റേഷനോ ഒന്നും ഇല്ല ഇതിന്. ക്വസ്റ്റ്യൻ വായിച്ച് കറക്റ്റായിട്ട് നമുക്ക് 5 തവണ 6 തവണ ക്വസ്റ്റ്യൻ വായിക്കാൻ, ഈ ക്വസ്റ്റ്യൻസ് വായിച്ച് സമയം കളയാനില്ല. അതുകൊണ്ട് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കറക്റ്റായിട്ട് വേണ്ട കാര്യങ്ങൾ എന്താണ് ഒറ്റ വൺ ടൈം റീഡിങ്ങിൽ തന്നെ വേണ്ട കാര്യങ്ങളെല്ലാം പിക്ക് ചെയ്യുക. സോ ഇവിടെ rupees 8,000 becomes 10,000 in 2 years at simple interest. The amount that will become 6,875 in 3 years at the same rate of interest. നമുക്ക് നോർമലി എക്സാമിന് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ തന്നെ രണ്ട് കാര്യങ്ങൾ. ഫസ്റ്റ് തന്നിരിക്കുന്ന 8,000 becomes 10,000 in 2 years at simple interest. So that means 8,000 ഇട്ടു, 2 വർഷം കഴിഞ്ഞപ്പോൾ 10,000 കിട്ടി സിമ്പിൾ ഇൻട്രസ്റ്റിൽ. അങ്ങനെയാണെങ്കിൽ അത് വെച്ച് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വെച്ചിട്ട് 6,875 3 years കൊണ്ട് എത്രയാകും എന്ന് കണ്ടുപിടിക്കണം. സോ ദാറ്റ് മീൻസ് ഇവിടെ ഈ 8,000 എന്ന് പറയുന്നത് പ്രിൻസിപ്പലാണ്, 10,000 എന്ന് പറയുന്നത് അക്യൂമുലേറ്റഡ് എമൗണ്ട് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് ഫോർമുല എന്താണ്? A is equal to P into 1 plus IT. 10,000 is equal to 8,000 into 1 plus 2i. നേരെ i കണ്ടുപിടിക്കാനായിട്ട് കാൽക്കുലേറ്റർ. 10,000 8,000 into i divided by 8,000, then minus 1 divided by 2. So 0.125 കിട്ടി. into 100 എടുക്കുമ്പോൾ 12.5%. ഈ ഇൻട്രസ്റ്റ് റേറ്റ് അല്ല ചോദിച്ചിരിക്കുന്നത്, എമൗണ്ട് ദാറ്റ് വിൽ ബിക്കം, ദാറ്റ് മീൻസ് അക്യൂമുലേറ്റഡ് എമൗണ്ട് കണ്ടുപിടിക്കണം. 6,000 എമൗണ്ട് ദാറ്റ് വിൽ ബിക്കം 6,825. സോ ഏതോ ഒരു എമൗണ്ട് എത്രയാകും? 6,875 ആകും. ദാറ്റ് മീൻസ് അക്യൂമുലേറ്റഡ് എമൗണ്ട് ആണ് 6,875. അതിന് വേണ്ട പ്രിൻസിപ്പൽ കണ്ടുപിടിക്കണം. 1 പ്ലസ് 3 years, ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് റേറ്റ് 0.125 IT അല്ലേ. സോ I in decimals. സോ നേരെ P കണ്ടുപിടിക്കാനായിട്ടുള്ള 0.125 into 3 plus 1 ഈക്വൽ അടിക്കാൻ നേരെ M പ്ലസ് മെമ്മറിയിൽ സേവ് ചെയ്യുക. 6,875 divided by MRC and then equal 5,000. So the answer 5,000 is the right answer. 5,000. Okay. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് ഒരു ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അത് യൂസ് ചെയ്ത് വേണം നമുക്ക് ഫൈനൽ ഒരു ആൻസർ. ചിലപ്പോൾ രണ്ടും ചോദിക്കും. ഇൻട്രസ്റ്റ് എത്രയാണെന്ന് ചോദിക്കും, പ്രിൻസിപ്പൽ 6,875 അക്യൂമുലേറ്റഡ് എമൗണ്ട് ആയിട്ട് കിട്ടാനായിട്ട് നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എത്രയാണ് പ്രിൻസിപ്പൽ എന്ന രീതിയിലുള്ള രണ്ടും കണ്ടുപിടിക്കാനുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. The difference between simple interest and compound interest on a certain sum for 3 years at 5% per annum is the difference between simple interest and compound interest for 3 years at 5%. So നമുക്ക് ഏത് ഫോർമുല എടുക്കാം? pi square into I plus 3 equal to 228.75. 228.75. സോ ഇത് വെച്ച് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വെച്ച് I തന്നിട്ടുണ്ട് 5%. അത് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? P കണ്ടുപിടിക്കാം. സോ P into 0.05 the whole square, 3.05 equal to 228.75. സോ നേരെ P കണ്ടുപിടിക്കാനായിട്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. സോ നേരത്തെ മെമ്മറി യൂസ് ചെയ്യണമെങ്കിൽ 2 തവണ MRC അടിച്ച് മെമ്മറി ക്ലിയർ ചെയ്യാം. 0.05 into equal into 3.05 equal, നേരെ M പ്ലസ് അടിക്കുക. 228.75 divided by MRC equal. സോ P equal to 30,000 എന്ന് കിട്ടും. നമുക്ക് P ആണോ ചോദിച്ചിരിക്കുന്നത്? അല്ല. The compound interest on the sum. സോ നമ്മൾ ഫസ്റ്റ് സെറ്റ് ഓഫ് ഇൻഫർമേഷൻ ഷോർട്ട് കട്ട് ഫോർമുല യൂസ് ചെയ്ത് 3 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് 228.75 ആണെന്ന് പറഞ്ഞിരിക്കുന്നു. pi square into I plus 3 യൂസ് ചെയ്ത് നമ്മൾ P കണ്ടുപിടിച്ചു, പ്രിൻസിപ്പൽ കണ്ടുപിടിച്ചു. ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ദ സം, ഏതാണ് ഈ സം?
ഈ പിയുടെ പുറത്ത് ഈ 30,000-ൻ്റെ പുറത്ത് 30,000-ൻ്റെ പുറത്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 2 വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് ഐ ദ ഹോൾ റേസ് ടു n മൈനസ് 1. 30,000 ഇൻറ്റുൻ്റെ ഫോമുല എല്ലാം അത്രത്തോളം ഗ്രിപ്പുണ്ടാകണം. 1.05 ദ ഹോൾ സ്ക്വയർ മൈനസ് 1. നേരെ കാൽക്കുലേറ്ററിൽ 1.05 ഇൻറ്റു ഈക്വൽ ടു minus 1 into 30,000, 33,075 is the right answer. 3,075. 3,075. 3,075. Okay. Then, third one. The rate of simple interest on a sum of money for 6% per annum for 3 years. The rate of simple interest on a sum of money is 6% per annum for first 3 years and 8% per annum for the next 5 years and 10% per annum for period beyond 8 years. The simple interest accrued by the sum for a period of 10 years. സോ ആദ്യത്തെ 3 വർഷം 6%, ദെൻ പിന്നത്തെ 5 വർഷം 10%, അതായത് 3, 5, 8 8 വർഷത്തിന് മുകളിലേക്കാണെങ്കിൽ പിന്നത്തെ 5 വർഷം 8%, 8 വർഷത്തിന് മുകളിലേക്കാണെങ്കിൽ 10%. 10 വർഷം കൊണ്ട് ടോട്ടൽ 10 വർഷം കൊണ്ട് കിട്ടിയ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 1500. നോക്കുക, സിമ്പിൾ ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് ഏതോ ഒരു സമ്മിൻ്റെ പുറത്ത്, ആ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 6% per annum for first 3 years, 8% per annum for next 5 years, 10% period beyond 8 years. Simple interest accrued by sum for a period of 10 years. 10 വർഷം കൊണ്ടുള്ള സിമ്പിൾ ഇൻട്രസ്റ്റും തന്നിട്ടുണ്ട്. സോ സിമ്പിൾ ഇൻട്രസ്റ്റ്, അത് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോമുല എന്താണ്? PIT. പി ആണ് കണ്ടുപിടിക്കേണ്ടത്. പി ഇൻറ്റു ഐ നമുക്കറിയാം 0.06 ഇൻറ്റു 3 ആണ് ആദ്യത്തെ 3 വർഷം പ്ലസ്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ ഒരു പ്രത്യേകതയുണ്ട്. പ്രിൻസിപ്പിൾ ചേഞ്ച് ആകുമോ? 1 വർഷം കഴിഞ്ഞാലും നമുക്ക് ചേഞ്ച് ആകില്ല. എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത് അതിൻ്റെ പുറത്ത് മാത്രം ഇൻട്രസ്റ്റ്. പിന്നത്തെ 5 വർഷം എന്താണ്? പ്രിൻസിപ്പലിന് ഒരു ചേഞ്ചും ഇല്ല. പിന്നത്തെ 5 വർഷം 8%, 0.08 ഇൻറ്റു 5. സോ ഓൾറെഡി 8 വർഷം കഴിഞ്ഞു. 10 വർഷത്തേക്ക് എന്നാണ്. ഇനി എത്ര വർഷം കൂടെ ഉണ്ട്? 2 വർഷം. 8 വർഷത്തിന് മുകളിൽ എത്ര ശതമാനമാണ്? 10%. പ്രിൻസിപ്പലിന് ചേഞ്ച് ഇല്ല. 0.10 ഇൻറ്റു 12 ഇസ് ഈക്വൽ ടു 1560. 1560 നേരിട്ട് കൊടുക്കുക. 0.18 പി പ്ലസ് 0.40 പി പ്ലസ് 0.2 p is equal to 1560. So that implies 0.18, 15, 0.20. That means 0.78 p ആണ് 1560. Therefore 1560 divided by 0.78. Let it be 2000. Okay. അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. A sum of money doubles itself in 10 years, then the number of years it would be triple itself. So the simple interest ആണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. സോ നമ്മൾ ഒബ്വിയസ്ലി ടു സം ഓഫ് മണി ഇത് ഡബിൾ ആകുക മീൻസ് 2 times. Number of years it would be triple ആകുക മീൻസ് 3 times. സോ ദാറ്റ് മീൻസ് നമുക്ക് 2 raised to something പോലെ അല്ല വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഏകദേശം മനസ്സിലാക്കും ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ 4 times 32 times അല്ലെങ്കിൽ 16 times ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെന്ന് അസ്യൂം ചെയ്ത് വേണമെങ്കിൽ ചെയ്ത് നോക്കാമായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നും വരാത്തതുകൊണ്ട് നമ്മൾ എന്ത് അസംഷനാണ്? സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് വന്നാൽ നമ്മുടെ ഫോമുല എന്താണ്? 2 times. ദാറ്റ് മീൻസ് n1 times in t1 years and n2 times in t2 years ഫോമുല എടുക്കാം. t1
divided by T2 is equal to N1 minus 1 divided by N2 minus 1. So that implies T1 10 ആണ് divided by T2 equal to 2 minus 1 divided by 3 minus 1. That implies 10 divided by T2 is equal to 1 by 2. Cross multiplying, cross multiplication, then T2 is equal to 20. 20 years. Okay, then in what time will rupees 3,90,625 amounts to rupees 4,56,976 at 8% per annum when interest is compounded semi-annually? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. സോ അതിൽ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ശ്രദ്ധിച്ചു, എന്താണ് കോമ്പൗണ്ടഡ് സെമി ആനുവലി. സോ ഇൻ വാട്ട് ടൈം വിൽ rupees 3 lakh സംതിങ് എമൗണ്ട്സ് ടു rupees 4,56,000 സംതിങ്. സോ ദാറ്റ് മീൻസ് പ്രിൻസിപ്പലും തന്നിട്ടുണ്ട്, അക്യൂമുലേറ്റഡ് എമൗണ്ടും തന്നിട്ടുണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് ഇൻ കേസ് ഓഫ് കോമ്പൗണ്ടഡ് സെമി ആനുവലി ഉണ്ട്. ആ ഒരു ഫോമുലയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ എഴുതാൻ പറ്റേണ്ടത്. A is equal to P into 1 plus I by 2 the whole raised to 2t. The accumulated amount in case of compounded semi-annually. നേരെ വാല്യൂസ് ഉണ്ട്, ഈ ഒരൊറ്റ ഫോമുല ഓർക്കുക, നേരെ വാല്യൂസ്. ദെൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാൽക്കുലേറ്റർ നമുക്ക് ടൈം ലിമിറ്റിൽ ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നിരിക്കുന്ന എമൗണ്ട് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നേരെ ഡിസ്ക്രിപ്ഷനും മനസ്സിലാക്കിയിട്ട് ഈ ഒരു ഫോമുല ആണ് വരേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർന്നു. പിന്നെ എല്ലാം സിമ്പിളായിട്ട് നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുത്ത് കാൽക്കുലേറ്ററിൽ ചെയ്യാവുന്നുള്ളൂ. 4,56,976 is equal to 3,90,625 into 1 plus 0.08 divided by 2 the whole raised to 2t. What will 2t? That means so 4,56,976 divided by 3,90,625 1.16986 എടുക്കാം is equal to 1.04 0.08 divided by 2 ആണ് the whole raised to 2t. ഇവിടെ നോക്കുക, നമ്മുടെ ക്വസ്റ്റ്യനിലെ ഒരു കാര്യം ഗീവൺ ആണ്. അതായത് നമ്മുടെ LHS നമുക്ക് എങ്ങനെ എഴുതാം? LHS ഇങ്ങനെ 98% ക്വസ്റ്റ്യനും അതുകൂടെ തന്നിട്ടുണ്ടാകും നമ്മുടെ എക്സാമിന് ടൈം ലിമിറ്റിൽ സോൾവ് ചെയ്യാനായിട്ട്. സോ LHSനെ നമുക്ക് എങ്ങനെ എഴുതാം? 1.04 raised to 4 1.04 raised to 2t. സോ നമ്മൾ ലാസ്റ്റ് ഡേ പഠിച്ചിരുന്നു ഇൻഡീസസ്. രണ്ട് ഇൻഡീസസ് ഈക്വൽ ആണ്, ബേസ് സെയിം ആണെങ്കിൽ ഒബ്വിയസ്ലി എന്ത് ഈക്വൽ ആയിരിക്കും? പവറും സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് 2t is equal to 4. That implies t is equal to 2 years. 2 വർഷം കൊണ്ടാണ്, 2 years കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന രീതിയിൽ എമൗണ്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സർട്ടൻ സം ഓഫ് മണി. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമിന് നോർമൽ രീതിയിൽ ചെയ്താൽ നമുക്ക് ഒരുപാട് സ്റ്റെപ്പിലേക്ക് ഈ ഒരു പ്രൊസീജിയർ പോകും. സം ഓഫ് മണി എമൗണ്ട്സ് ടു rupees 6,300 in 2 years and 7,875 in 3 years 9 months at simple interest.
simple interest. So നമുക്ക് sum of money amounts ആണ്. So 2 years accumulated amount വരുന്നത് 6,300 ആണ്. 3 years and 9 months. So 9 divided by 12 എടുത്താൽ നമുക്ക് 0.75. That means 3.75 yearsil accumulated amount 7,875. That means simple interest in the case ആണ്. നമുക്ക് നേരെ ഡിഫറൻസ് എടുക്കാം. സോ ഡിഫറൻസ് എടുക്കുമ്പോൾ എത്ര കിട്ടും? 1,575 ആണ്. 1,575 ആണ്. സോ എത്ര വർഷത്തേക്കാണ്? 2 yearsഉം 3.75. ദാറ്റ് മീൻസ് ഫോർ 1.75 yearsലെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത് 1.25 വർഷം കൊണ്ട് ആ ഡിഫറൻസ് എടുത്താൽ പോരെ. അല്ലെങ്കിൽ നോർമലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ 2 ഇക്വേഷൻ എഴുതിയിട്ട് അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മോർ ദാൻ 10 സ്റ്റെപ്സ് വരും. ഇവിടെ നമ്മൾ കോൺസെപ്ച്വലി സോൾവ് ചെയ്തു. 2 വർഷം കൊണ്ട് 6,300, 3.25 വർഷം കൊണ്ട് 7,875. ദാറ്റ് മീൻസ് 1.25 വർഷം കൊണ്ട് കിട്ടിയ ഇൻട്രസ്റ്റ് എത്രയാണ്? സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 1,575. സോ ദാറ്റ് മീൻസ് P into I into 1.75 എന്ന് പറയുന്നതാണ്. P into I into 1.75 is equal to 1,575. So that implies PI അതായത് ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് എത്ര കിട്ടും? 1,575 divided by 1.75. So that means ഒരു വർഷം കൊണ്ട് P into I അല്ലെ, ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് IUT1 ആണെങ്കിൽ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് 900 ആണ്. ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് 900 ആണെങ്കിൽ സോ നമുക്ക് നേരെ ഇത് വെച്ചിട്ട് നമുക്ക് പിയും കണ്ടുപിടിക്കാം, ആൻസറിലേക്ക് വരാം. ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് 900 ആണ്. സോ 2 വർഷം കൊണ്ടുള്ള അക്യൂമുലേറ്റഡ് എമൗണ്ട് എത്രയാണ്? 6,300 ആണ്. ഓക്കെ, ഞാൻ 2 വർഷത്തെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് പറയാം. ദാറ്റ് മീൻസ് 1,800, 900 എല്ലാ വർഷവും സെയിം ഇൻട്രസ്റ്റ് അല്ലേ സിമ്പിൾ ഇൻട്രസ്റ്റിൽ കിട്ടുന്നത്. 900 into 2 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? P, അതായത് P കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഏത് ഫോമുല യൂസ് ചെയ്യാം? A minus I. That means 6,300 minus 2 വർഷത്തെ ഇൻട്രസ്റ്റ് 4,500. സോ നമുക്ക് ഈ പിയുടെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്താൽ 4,500 into I equal to 900. That implies I is equal to 900 divided by 4,500. 0.2. That means 20%. 20%. Okay. നോർമലി ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ കൂടെ തന്നിട്ട് ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കി ചെയ്യുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. നോർമൽ മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും സ്റ്റെപ്പിൽ തീരില്ല. 2 വർഷത്തെ അക്യൂമുലേറ്റഡ് എമൗണ്ട്, 3.5 വർഷത്തെ അക്യൂമുലേറ്റഡ് എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ ആയിരിക്കും ആൻസറിലേക്ക് വരുന്നത്. 1 divided by 2 ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ആൻസറിലേക്ക് വരേണ്ടി വരും. ടൈം കൺസ്യൂമിംഗ് ആണ്. സോ കോൺസെപ്ച്വലി സോൾവ് ചെയ്യുക. 2 വർഷവും 3.25 വർഷം നമ്മൾ 1.25 വർഷത്തെ ഇൻട്രസ്റ്റ്. സോ അതിൽ നിന്ന് PI മീൻസ് ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് കിട്ടിയാൽ എല്ലാ വർഷവും സെയിം ഇൻട്രസ്റ്റ് ആണ്. അത് വെച്ച് 2 വർഷത്തെ ഇൻട്രസ്റ്റ് 1,800. പ്രിൻസിപ്പലിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുമ്പോഴാണ് അക്യൂമുലേറ്റഡ് എമൗണ്ട്. അങ്ങനെ പ്രിൻസിപ്പൽ 4,500, ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് 900 ആയതുകൊണ്ട് 4,500 into I equal to 900 എന്ന് ഇക്വേറ്റ് ചെയ്ത് ആൻസറിലേക്ക് വന്നിരിക്കുന്നു. ഓക്കെ, ദെൻ how long will rupees 12,000 takes to amounts to 14,000? So that means ഇത് P ആണ്, amounts to ഇത് A ആണ്. 5% compounded quarterly. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്, കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണ്. സോ അക്യൂമുലേറ്റഡ് എമൗണ്ട് ഫോമുല എന്ത് വരും? A is equal to P into 1 plus I by 4 the whole raised to 40. വാല്യൂസ് നേരെ ഇട്ട് കൊടുക്കുക. 14,000 is equal to
12,000 into 1 plus 0.05 divided by 4 the whole raised to 40. 14,000 divided by 12,000, 1.166 and 166 etc. is equal to 0.05 divided by 4. 1.0125 raised to 40. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ നേരെ ഇതിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ ഗീവൺ ആണ്. നേരെ ഇട്ട് കൊടുക്കുക 1.0125 the whole raised to 12.4 ആണ്. 1.0125 raised to 40. So again indicesന്റെ property രണ്ട് indices equal ആയിരിക്കുന്നു, base same, that means power same ആയിരിക്കും, equal ആയിരിക്കും. 4t is equal to 12.4, that implies t is equal to 3.1 years. 12.4 divided by 4, that means 3.1 years. 3.1 years. 3.1 years. Then next one. ₹1,000 be invested at the rate of 5%, and the interest is added to principal every 10 years. Then the number of years in which it will amount to ₹2,000. ഇവിടെ നോക്കാം ഈ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്തേക്കാം. ₹1,000 be invested at the rate of 5% and interest be added to principal every 10 years. എന്നാൽ ഇവിടെ 5% സിമ്പിൾ ഇൻട്രസ്റ്റ് ആണോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണോ ഒന്നും പറഞ്ഞിട്ടില്ല. എക്സ്ട്രാ ഒരു ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് മനസ്സിലാക്കേണ്ടത്. ഇൻട്രസ്റ്റ് എപ്പോൾ ആഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, പ്രിൻസിപ്പൽ എവരി 10 years. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിരുന്നു എങ്കിൽ എന്താണ് ഇങ്ങനെ ആഡ് ചെയ്യണമെന്ന് പറയേണ്ട. കോമ്പൗണ്ടഡ് ആനുവലി അല്ലെങ്കിൽ കോമ്പൗണ്ടഡ് സെമി ആനുവലി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻട്രസ്റ്റ് ആ കൺവേർഷൻ പീരീഡിലേക്ക് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യും. സോ ഇവിടെ ഫസ്റ്റ് ഇയറിലോ സെക്കൻഡ് ഇയറിലോ ഒന്നും ആഡ് ചെയ്യുന്നില്ല, 10 വർഷം കൊണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്നു, അതിനുശേഷം ആഡ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് 10 വർഷം ആഡ് ചെയ്യുന്നില്ല. ആഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും, സിമ്പിൾ ഇൻട്രസ്റ്റ് ആയിരിക്കും. പ്രിൻസിപ്പൽ എവറി 10 years. സോ ഫസ്റ്റ് നമ്മൾ 10 yearsലെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്ന് മനസ്സിലാക്കി. സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 10 years. സോ PIT ആണ് 1,000 into 0.05 into 10, that means എത്ര കിട്ടി, 500. സോ 10 വർഷം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 10 year then the added to principal. സോ പ്രിൻസിപ്പലിൻ്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യും, ഈ 500 ആഡ് ചെയ്യുമ്പോൾ എത്രയാവും, 1,500 ആകും പ്രിൻസിപ്പൽ. ദെൻ നമുക്ക് ഇത് എത്രയായിട്ട് മാറണം, എത്ര വർഷം കഴിയുമ്പോഴാണ്. ഓൾറെഡി 10 വർഷം കൊണ്ട് നമ്മൾ 1000 1,500 ആയി. ആ 500 എന്ത് ചെയ്തു, ആഡ് ചെയ്തു. നോർമലി സിമ്പിൾ ഇൻട്രസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. സോ അത് വിഡ്രോ ചെയ്തിട്ട് എന്താണ് 1000 1,500 ചേർത്ത് വീണ്ടും ഇട്ടു എന്ന് വിചാരിക്കാം. സോ എത്ര വർഷം കൊണ്ടാണ് അത്, എമൗണ്ട്സ് ടു 2,000. എമൗണ്ട്സ് ടു 2,000, ദാറ്റ് മീൻസ് എന്താണ്, ഇൻട്രസ്റ്റ് ആണോ, അല്ല, അക്യൂമുലേറ്റഡ് എമൗണ്ട്. ആ 500 കൂടെ ആഡ് ചെയ്ത ആ എമൗണ്ട് ഇപ്പോൾ ഇട്ടാൽ എത്ര വർഷം കഴിയുമ്പോഴാണ് അത് 2,000 ആകുന്നത്. സോ ദാറ്റ് മീൻസ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് A is equal to P into 1 plus IT. സോ എത്രയാണ്, 2,000 P 1,500 1 plus 0.05 T. നേരെ ടി കണ്ടുപിടിക്കുക, ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യണേ. 2,000 ഡിവൈഡഡ് ബൈ 1,500, 1 അപ്പുറം വരുമ്പോൾ -1, ദെൻ പോയിന്റ് ഡിവൈഡഡ് ബൈ 0.05, റൈറ്റ്, 6.666. ഇവിടെ നമുക്ക് ഡെസിമൽ ആയിട്ടല്ല ഫ്രാക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കുക, 2/3 എടുത്താൽ 0.666 ആണ്. സോ നമ്മുടെ ആൻസർ എന്ത് വരും, 10 വർഷം ഉണ്ടോ, 1000 2,000 ആകാൻ വേണ്ട ടൈം പീരീഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. 10 വർഷം കൊണ്ട് 1,500 ആയി. ദെൻ 6 and 2/3. സോ ദാറ്റ് മീൻസ് ടോട്ടൽ പീരീഡ്. നോർമലി സ്റ്റുഡൻസ് വരുന്ന മിസ്റ്റേക്ക് ആണ്. ഈ 1,500 2,000 ആകാനാണ് ഈ 6 and 2/3 years. ബട്ട് 1000 2,000 ആകാനായിട്ട് ഈ 10 വർഷം പ്ലസ്
ഈ 6 and 2/3 years കൂടി വേണം. So that means total period, total time. Total time period is equal to 16 and 2/3 years. 16 and 2/3 years. 16 and 2/3 years. Choice A is the right answer. Choice A is the right answer. Then birth date, death rate വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. സോ എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ആനുവൽ ബർത്ത് റേറ്റ് തന്നിട്ടുണ്ട്. ആനുവൽ ബർത്ത് റേറ്റ് പെർ 1000 39.4 ആണ്. ആൻഡ് ആനുവൽ ഡെത്ത് റേറ്റ് പെർ 1000 ഈക്വൽ ടു 19.4 ആണ്. ദാറ്റ് മീൻസ് 20. ആനുവൽ ഗ്രോത്ത് റേറ്റ് പെർ 1000. സോ നമുക്ക് അതിൻ്റെ എപ്പോഴും റേറ്റ് പറയേണ്ടത് തൗസൻഡ്സിലല്ല, ഹൺഡ്രഡ്സിലാണ്. ദെർഫോർ ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 20 divided by 1000 into 100. That means 2% ആണ്. Then the number of years നമുക്ക് കണ്ട ആക്ച്വൽ ആനുവൽ ഗ്രോത്ത് റേറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. തൗസൻഡ്സിൽ നിന്ന് ഹൺഡ്രഡ്സിലേക്ക് മാറ്റി റേറ്റ്. Number of years in which the population will be doubled assuming that there is no immigration or immigration. So നമുക്ക് റേറ്റ് ഗ്രോത്ത് റേറ്റ് തന്നാൽ പോപ്പുലേഷൻ ഡബിൾ ആകുക മീൻസ് എന്താണ്? ഇപ്പോഴുള്ള പോപ്പുലേഷൻ ഇരട്ടി ആകണം. ഇപ്പോൾ പോപ്പുലേഷൻ പി ആണെങ്കിൽ എത്രയാകണം? 2p ആകണം. ദാറ്റ് മീൻസ് അറ്റ് ദ എൻഡ് ഓഫ് സോ ആൻഡ് സോ പീരീഡ് എത്ര വർഷം കൊണ്ടാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് മീൻസ് അവിടെ യൂസ് ചെയ്യുന്നത് ഈ ആനുവൽ ഗ്രോത്ത് റേറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? കോമ്പൗണ്ട് ചെയ്യണം. ആനുവൽ ഗ്രോത്ത് റേറ്റിൽ കോമ്പൗണ്ട് ചെയ്താലാണ് നമുക്ക് ഫ്യൂച്ചർ പോപ്പുലേഷൻ കിട്ടുന്നത്. എപ്പോഴും ശ്രദ്ധിക്കണം, ഫ്യൂച്ചർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റോ തന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ് ആ റേറ്റിൽ, ആ ഗ്രോത്ത് റേറ്റിൽ അല്ലെങ്കിൽ ആ ഇൻട്രസ്റ്റ് റേറ്റിൽ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ റേറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? കോമ്പൗണ്ട് ചെയ്യണം. സോ ദാറ്റ് മീൻസ് നമുക്ക് 2p is equal to p into 1.02 the whole raised to n. Okay, p get cancel. നേരെ എന്ത് നോക്കിയാൽ മതി? 1.02 raised to n is equal to 2. So 1.02 ഈ തന്നിരിക്കുന്ന ചോയ്സ് പ്രകാരം എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 2 കിട്ടും നോക്കിയാൽ 1.02 into equal to 2 times 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25 വരുന്നില്ല. 26, 27, 28, 29, 30 വരുന്നില്ല. 31, 32, 33, 34, 35 1.999. That means around equivalent to 2. Round of email 2 എടുക്കാൻ നമുക്ക്. n is equal to 35 years. n is equal to 35 years. n is equal to 35 years. Then next one, effective rate equivalent to a nominal rate of 6% compounded monthly. Effective rate. By effective rate in case നമുക്ക് ഫോർമുല അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കോമ്പൗണ്ടഡ് മന്ത്ലി ആണെങ്കിൽ ഏത് ഫോർമുല യൂസ് ചെയ്യാം? E is equal to 1 plus I by 12 the whole raised to 12 minus 1 into 100. 1 plus 0.06 divided by 12 the whole raised to 12 minus 1 into 100. 0.06 divided by 12 plus 1. 1.005 into equal to 2 times 3, 4, 5, 6, 7, 8, 9, 10, 11, 12 minus 1 into 100. 6.617 ഒക്കെയാണ്. 6.1677 ആണ് വരുന്നത്. 6.16%. നമ്മുടെ ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്നത് 6.16. A person borrows rupees 5,000 for 2 years at 4% simple interest. He immediately lend it to another person for 6 and 1/4. That means 6.25% for 2 years.
4% ഇൻട്രസ്റ്റ് റേറ്റിൽ 5000 രൂപ 2 വർഷത്തേക്ക് എടുത്തിട്ട് 6.25% ഇൻട്രസ്റ്റ് റേറ്റിൽ 2 വർഷത്തേക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഹിസ് ഗെയിൻ ഇൻ ദ ട്രാൻസാക്ഷൻ. ഇവിടെയാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ട്രാൻസാക്ഷൻ ഗെയിൻ ഫ്രം ദിസ് ട്രാൻസാക്ഷൻ അല്ല ചോദിച്ചിരിക്കുന്നത്, ഗെയിൻ ഫ്രം ദിസ് ട്രാൻസാക്ഷൻ പെർ ഇയർ. സോ ഫസ്റ്റ് ഗെയിൻ ഫോർ 2 years, 2 വർഷത്തേക്കാണല്ലോ. സോ നമുക്ക് കൂടുതൽ കിട്ടിയ എത്രയാണ്? 5000ൻ്റെ പുറത്ത് 0.0625, അതായത് 6 and 1/4 എന്നുള്ളത് 6.25%. അതാണ് 6.025 എടുത്തത്. ഇൻറ്റു 2, ഇതിൽ നിന്ന് 5000 ഇൻറ്റു 0.04 ഇൻറ്റു 2 കഴിഞ്ഞാൽ നമുക്ക് 5000 ഇൻറ്റു 2 രണ്ടിലും കോമൺ ആയിട്ടുണ്ട്. 0.0625 minus 0.04 into 10,000. That means 225 കിട്ടി നമുക്ക് 2 വർഷത്തേത്. സോ ഗെയിൻ പെർ ഇയർ, ദാറ്റ് മീൻസ് എത്രയാണ്? സിമ്പിൾ ഇൻട്രസ്റ്റിൽ സെയിം ആയിട്ടാണ് വരുന്നത്. 225 ഡിവൈഡഡ് ബൈ 2, 112.50. 112.50. 112.50. Next question. A person deposited rupees 5,000 in a bank. The deposit was left to accumulate 6% compounded quarterly for the first 5 years and 8% compounded semi-annually for the next 8 years. The compound amount after 13 years. 13 വർഷം കഴിയുമ്പോഴുള്ള accumulated amount ആണ് ചോദിച്ചിരിക്കുന്നത്. ബട്ട് 2 പീരീഡ് ആയിട്ട് രണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും 2 ഡിസ്ക്രിപ്ഷനാണ്. ദാറ്റ് മീൻസ് ഒന്ന് ക്വാർട്ടർലി ആണ്, ഒന്ന് സെമി ആനുവലി ആണ്. സോ ഫസ്റ്റ് ആദ്യത്തെ accumulate amount after 5 years. Accumulate amount after 5 years. So A is equal to compounded quarterly ആണ്. A is equal to P into 1 plus I by 4 the whole raised to 40. നേരെ കണ്ടുപിടിക്കാം. 5,000 into 1 plus 0.06 divided by 4 the whole raised to 4 into 5. That means 20. എങ്ങനെ എടുക്കാം നമുക്ക്? 0.06 divided by 4 plus 1, 1.015, 1.015 raised to 20. 5,000 into 1.015 raised to 20 into equal 2 times. 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20 into 5,000. 6,734. 6,734.275. സോ ഇതാണ് 5 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന അക്യൂമുലേറ്റഡ് എമൗണ്ട്. ദെൻ അടുത്ത 8 വർഷം, നെക്സ്റ്റ് 8 years എന്താണ്? കോമ്പൗണ്ടഡ് സെമി ആനുവലിയാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒരു പ്രത്യേകത ഉണ്ട്. 5 വർഷം കഴിയുമ്പോൾ ഈ ഇൻട്രസ്റ്റ് കൂട്ടി കിട്ടുന്ന അക്യൂമുലേറ്റഡ് എമൗണ്ട് ആണ് 6ാമത്തെ വർഷത്തെ പ്രിൻസിപ്പൽ. സോ ദാറ്റ് മീൻസ് നമുക്ക് അക്യൂമുലേറ്റഡ് എമൗണ്ട് ആഫ്റ്റർ നെക്സ്റ്റ് 8 years, അടുത്ത 8 വർഷം കഴിയുമ്പോഴുള്ളത്. സോ A is equal to again P into 1 plus I by 2 semi-annually and the whole raised to 2t. കണ്ടുപിടിക്കാനായിട്ട് P ഉണ്ടോ? P ഇതെന്താണ്? ഈ 5 വർഷം കഴിയുമ്പോഴുള്ള അക്യൂമുലേറ്റഡ് എമൗണ്ട് ആണ്. 6ാമത്തെ വർഷത്തെ തുടക്കത്തെ പ്രിൻസിപ്പൽ. 6,734.275. 1 plus I എത്രയാണ്? 0.08 divided by 2 the whole raised to 2 into 8. So that means 6,734.275 into
1.04 raised to 16. 1.04 into equal to times 3 in 10, 11, 12, 13, 14, 15, 16 into 6,734. Try to answer. 12,613.17. നമ്മുടെ ചോദിച്ചിട്ട് അടുത്ത് വരുന്ന 12,613.1. 12,613.1. Then 2 equal sum of money will lend at simple interest at 11% for 3.5 years and 4.5 years respectively. The difference in interest for 2 periods was rupees 412.50. Then each sum. സോ 3.5 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും 11% സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. ഒറ്റ സ്റ്റെപ്പിൽ നമുക്കിത് ചെയ്യാം. നോർമൽ മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5, 6, 7, 8 സ്റ്റെപ്പിലേക്ക് പോകും. 3.5 വർഷത്തെ 11% സിമ്പിൾ ഇൻട്രസ്റ്റും 4.5 വർഷത്തെ 11% സിമ്പിൾ ഇൻട്രസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ്, 2 വർഷത്തെ ഡിഫറൻസ്. ദാറ്റ് മീൻസ് 3.5 4 തമ്മിൽ എന്താണ് 1 വർഷമാണ് ഡിഫറൻസ് ഉള്ളത്. സോ ദാറ്റ് മീൻസ് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 1 ഇയർ ആണ്. എങ്ങനെയാണ് ആ 1 ഇയറിന് എത്തിയത്? നമ്മൾ 3.5 വർഷത്തെയും 4.5 വർഷത്തെയും ഇൻ ബിറ്റ്വീൻ പീരിയഡ് എത്രയാണ്? 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 1 ഇയർ. സോ അത് 4.5 ഇയേഴ്സ് മൈനസ് 3.5 ഇയേഴ്സ്, അങ്ങനെയാണ് അത് കിട്ടിയത്. സോ 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 412.50. സോ 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്താണ്? PIT അല്ലെ? T1 ആകുമ്പോഴത്തേക്കും എന്തേ വരുള്ളൂ? P into I. So that means 412.50 PI ആണ്. I നമുക്കറിയാം 0.11. 412.50. That implies P is equal to നോർമലി നമ്മൾ എന്താണ് P into 4.5 into 0.11 മൈനസ് P into 3.5 into 0.11 എന്ന് എടുത്ത് സമയം കളയത് കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കുക. ഈ രണ്ട് പീരീഡ് നമ്മൾ ഡിഫറൻസ് 1 ഇയർ ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് 412.5. 1 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോമുല PI ആണ്. 412.5 ഡിവൈഡഡ് ബൈ 0.11, 3,750. In how much time would the simple interest on a certain sum be? 0.125 times the principal at 10% per annum. So in how much time would the simple interest on a certain sum, നമ്മൾ P എന്ന് പറയുന്ന സമ്മിൻ്റെ പുറത്ത് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് കിട്ടിയത്? ആ സമ്മിൻ്റെ 0.125 ടൈംസ്. സോ ദാറ്റ് മീൻസ് സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഫോമുല എന്താണ്? PIT ആണ്. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് തന്നിട്ടുണ്ട്? 0.125 times of principal is equal to P into I. എത്രയാണ്? 0.10 into T. സോ രണ്ട് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം? P get cancelled. Therefore T is equal to 0.125 divided by 0.1, 1.25 years. നമുക്ക് ഡെസിമലിലല്ല ഫ്രാക്ഷൻ ആയിട്ടാണ്. 0.25 കാൽ എന്ന് പറയുന്നത് 1 and 1/4 years. 1 and 1/4 years. 1 and 1/4 years. Okay. Then
The difference between compound interest and simple interest on a certain sum for 2 years at 10% per annum is rupees 10. Find the sum. So 2 years like 2 years like simple interest and compound interest difference 2 years like the formula pi square equal to 10. P kandupidikkanam I തന്നിട്ടുണ്ട് 0.10 square equal to 10. That implies P equal to 10 divided by 0.10 square എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും 1000. 1000 is the right answer. 1000. Then so depreciation question അല്ലെങ്കിൽ scrap value. A machine worth rupees 4,90,740 is depreciated at 15% its opening value each year when its value reduced to 2 lakhs. So നമുക്ക് കോസ്റ്റ് 4,90,000 സംതിങ് ആണ്, റിട്ടേൺ ഡൗൺ വാല്യൂ 2 lakh ആണ്. എത്ര വർഷം കൊണ്ടാണ് ആ വാല്യൂയിലേക്ക് എത്തുന്നതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ റിട്ടേൺ ഡൗൺ വാല്യൂ ഫോർമുല എന്താണ്? C into 1 minus I the whole raised to n. സോ നമുക്ക് ഇങ്ങനെ എഴുതാം 2 lakhs equal to 4,90,740 into 1 minus 0.15 raised to n. 2 lakh divided by 4,90,740 is equal to 0.4075 equal 0.85. 0.85 the whole raised to n. 0.85 the whole raised to n. So ഇവിടെ നോക്കുക, നോർമലി നമ്മളിത് കണ്ടുപിടിക്കുന്ന 0.85 എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ 0.0475 കിട്ടും എന്നുള്ളതാണ്. ബട്ട് ഇവിടെ നമുക്ക് 5 years 6 months, 5 years 7 months, 5 years 5 months അങ്ങനെ വന്നിരിക്കുന്നുണ്ട്. നമ്മൾ ലാസ്റ്റ് ഡേ ഡിസ്കസ് ചെയ്ത ലോഗിൻ്റെ ആപ്ലിക്കേഷൻ എടുക്കണം. സോ ലോഗ് രണ്ട് സൈഡ് ലോഗ് എടുക്കുക. ലോഗ് 0.4075 is equal to ലോഗിൻ്റെ പ്രോപ്പർട്ടി പറയുമ്പോൾ n log 0.85. 0.85. So calculate 0.4075, then 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 minus 1 divided by 0.000070271 minus 0.38985 equal to n into 0.85. Then 1 2 3 4 5 6 7 8 9 10 11 12 15 minus 1 divided by 0.000070271 minus 0.070579. That implies n equal 35.5 years. So 5.5 years എന്ന് പറഞ്ഞാൽ എന്താണ്? 5 years 6 months ആണ്, അല്ലാണ്ട് 5 years 5 months എടുക്കരുത്. നോർമലി സ്റ്റുഡൻസ് മിസ്റ്റേക്ക് വരുന്ന കാണുന്നതാണ്. ഇപ്പോൾ 5 നമുക്ക് ഇൻ ഇയേഴ്സിലാണ് 5 വർഷവും 5.5 years എന്ന് പറഞ്ഞാൽ 5 വർഷവും 6 മാസവുമാണ്. 5 years and 6 months. 5 years and 6 months. Okay. Then, if the difference between simple interest and compound interest is rupees 11 at the rate of 10% for 2 years, simple interest and compound interest തമ്മിലുള്ള difference 11. So that means 2 years എന്ന് പറഞ്ഞിട്ടുണ്ട്. pi square equal to 11. P into 0.10 square equal to 11. That implies P equal to 1100. 1100.
1100. Then find the number of years in which a sum doubles itself at the rate of 8% per annum. Find the number of years in which sum doubles at the rate of 8% per annum. ഇവിടെ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിനോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനോ തന്നിട്ടില്ല. സോ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് തന്നാൽ സം ഡബിൾ ആകുന്ന സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഫോമുല അറിയാം. നേരെ ഇട്ട് കൊടുക്കും 100 ഡിവൈഡഡ് ബൈ 8 30 12.5 ചോയ്സിലുണ്ടോ 12.5 12.5 that means 12.5 years ചോയ്സിലുണ്ട്. therefore ഇത് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ക്വസ്റ്റ്യനിൽ ഇങ്ങനെയും വരാം. സിമ്പിൾ ഇൻട്രസ്റ്റിനോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനോ തരില്ല, പക്ഷേ നമ്മൾ എന്താണ് ഫോമുല യൂസ് ചെയ്ത് കണ്ടുപിടിച്ചു. സോ ടൈം പീരീഡ് ടി നമുക്ക് എങ്ങനെ എഴുതാം 100 ഡിവൈഡഡ് ബൈ ഐ അത്രയും ഇയേഴ്സ്. ദാറ്റ് മീൻസ് 100 ഡിവൈഡഡ് ബൈ 8 എത്രയൊന്നു 12.5 years. That means 12.5 years. 12.5 years. Then next one. In how many years will a sum of money, a sum will become double at 5% compound interest? 5% compound interest. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ നമുക്ക് ഇതേപോലെ ഷോർട്ട് കട്ട് ഫോമുല ഒന്നുമില്ല. സം ഡബിൾ ആകാനായിട്ട് നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് ചെയ്യാം. സോ നമുക്ക് പി ആണ് നമ്മുടെ എമൗണ്ട് എത്ര ആകണം, ഡബിൾ ആകണം, 2p ആകണം. സോ അതായത് അക്യൂമുലേറ്റഡ് എമൗണ്ട്. സോ 2p ഇസ് ഈക്വൽ ടു p ഇൻറ്റു 1 പ്ലസ് ഐ ദ ഹോൾ റേസ് ടു n. ഇവിടെ p get cancelled. 2 ഇസ് ഈക്വൽ ടു 1.05 raised to n. ഇവിടെ നോക്കാം 1.05 raised to n. 1.05 എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്താൽ 2 കിട്ടും എന്നാണ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ ചോയ്സ് പ്രശ്നമാണ്. 14, 14.1, 14.2, 14.3. ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ഡെസിമൽ വരുന്നത് എങ്കിൽ 14.1 ദെൻ 15 അങ്ങനെ ആയിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ 14.2 ദെൻ 15, 16 അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് എത്ര ആകും ഏകദേശം വെച്ച് നമുക്ക് ആൻസറിലേക്ക് എത്താമായിരുന്നു. പക്ഷേ ഇവിടുത്തെ ചോയ്സ് വെച്ചിട്ട് നമുക്ക് എന്താണ് അങ്ങനെ പറ്റില്ല. അവിടെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, രണ്ട് സൈഡും ലോഗ് എടുക്കണം. ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. നമുക്ക് എന്ത് കിട്ടും, log 2 is equal to n log 1.05. സോ അതിനായിട്ട് ഫസ്റ്റ് 2 log 2ന് 2 then root 15 times 1 2 3 4 minus 1 divided by 0.000070271 0.301025. then n into 1.05 ready 0.021188. that implies n 301025 divided by m is equal 14.2 years. 14.2 years. 14.2 years. Then okay, the time by which a sum of money is 8 times of itself if it doubles itself in 15 years. If it doubles itself in 15 years. If it doubles itself in 15 years. So നോക്കാം സം ഓഫ് മണി ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റിനോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനോ തന്നിട്ടില്ല. സം ഓഫ് മണി 8 times of the time by which a sum of money is 8 times of itself if it doubles itself in 15 years. Double ആകാൻ മീൻസ് എന്താണ് 2 times in 15 years. Then 8 times in dash years. ഇതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ.
സോ നോക്കാണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റിനോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനോ തന്നിട്ടില്ല. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ T1 ഡിവൈഡഡ് ബൈ T2 ഇസ് ഈക്വൽ ടു N1 മൈനസ് 1 ഡിവൈഡഡ് ബൈ N2 മൈനസ് 1. നേരെ മറിച്ച് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ക്ലൂ കിട്ടും. 2 ടൈംസ് ദാറ്റ് മീൻസ് 2. 8 എന്ന് പറയുന്നത് 2 raised to 3 ടൈംസ് ആണ്. സോ ദാറ്റ് മീൻസ് 15 into 3 45 ചോദിച്ചിട്ടുണ്ടോ നോക്കാം. ഉണ്ട്. MT 3 into 15 that means 45 years. സോ ഇതെന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സോ ഇങ്ങനെയാണ് നമുക്ക് നോർമലി ക്വസ്റ്റ്യനിൽ തരും, ബട്ട് തരാത്ത ക്വസ്റ്റ്യനും മോക്ക് ടെസ്റ്റിലും എക്സാമിനും എല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, then what is the rate of simple interest if a sum of money amounts to, the simple interest amounts to 2784 in 4 years and 2688 in 3 years. Okay, ഒരെണ്ണം 4 ഇയേഴ്സും ഒന്നും 3 ഇയേഴ്സ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡിഫറൻസ് 1 ഇയർ അല്ലേ. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 1 ഇയർ എത്ര കിട്ടും? 2784 മൈനസ് 2784 മൈനസ് 2688 96 ആണ്. സോ ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ദാറ്റ് മീൻസ് PI 96 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ 3 വർഷം എൻ്റെ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ വർഷവും സെയിം എമൗണ്ട് ആയിരിക്കും പ്രിൻസിപ്പൽ. സോ A is equal to P plus I. 3 വർഷത്തെ അക്യൂമുലേറ്റ് എമൗണ്ട് എത്രയാണ്? 2688 ആണ്. P പ്ലസ് 3 വർഷവും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പ്രത്യേകത എല്ലാ വർഷവും സെയിം എമൗണ്ട് ഇൻട്രസ്റ്റ്. സോ 96 into 3 288 ആണ്. 2688 that means P equal to 2400 കിട്ടും. നേരെ ഇവിടെ ഇട്ട് കൊടുക്കുക. 2400 into I equal to 96. that implies I എത്ര വരും? 96 divided by 2400 0.04 that means 4%. 4%. That a sum of money amounts to rupees 1331 at a principal of 1000 at 10% compounded annually. Find the time. So compounded annually and നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം? A is equal to P into 1 plus I the whole raised to n. So 1331 ആണ് accumulated amount. 1000 ആണ് പ്രിൻസിപ്പൽ. 1.10 raised to n. ഡിവൈഡ് ചെയ്യുമ്പോൾ 1.331 is equal to 1.10 raised to n. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ 1.1 into equal 2 times 3 times 1331 ആണ്. 3 ഇയേഴ്സിൽ എക്സാക്ട്ലി കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ലോഗിലേക്ക് പോകേണ്ട കാര്യം വരുന്നില്ല. സോ ഇവിടെ 3 ഇയേഴ്സ് 4 ഇയേഴ്സ് 2 ഇയേഴ്സ് ദെൻ 3.31. ഇവിടെ നമുക്ക് 3ക്കും 4നും ഇൻ ബിറ്റ്വീൻ ആണ് കിട്ടുന്നെങ്കിലും സേഫ് ആണ്. ഒറ്റ ഡെസിമൽ പോയിന്റേ ഉള്ളൂ. നേരെ ആൻസർ അത് പിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം എക്സാമിന് ടൈം ലിമിറ്റിൽ സോൾവ് ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് വൺ, the compound interest on a certain sum at 5 years for 2 years is 25. The compound interest on a certain sum for 5% for the first year is rupees 25. Then the simple interest for the same money at 5% for 2 years. നമ്മൾ കോൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫസ്റ്റ് ഇയറിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ്? 25 ആണ്. ദാറ്റ് ഇംപ്ലൈസ് ഫസ്റ്റ് ഇയറിലെ സിമ്പിൾ ഇൻട്രസ്റ്റും എത്രയായിരിക്കും? 25 ആയിരിക്കും. നമ്മൾ പഠിച്ചില്ലേ
സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള റിലേഷൻ. സോ അതിൽ പഠിച്ചാണ് ഫസ്റ്റ് ഇയറിൽ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കോമ്പൗണ്ടഡ് ആനുവലി ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാത്തത് കൊണ്ട് കോമ്പൗണ്ടഡ് ആനുവലി ആയിട്ടാണ് എടുക്കുന്നത്. കോമ്പൗണ്ടഡ് ആനുവലി ആണെങ്കിൽ രണ്ടും എന്താണ് സെയിം ആയിരിക്കും. സിമ്പിൾ ഇൻട്രസ്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട്, എല്ലാ വർഷവും സെയിം എമൗണ്ട് ആണ് കിട്ടുന്നത്. ഫസ്റ്റ് ഇയറിൽ തന്നെ കിട്ടുന്ന തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് തന്നെ ആയിരിക്കും എന്ത് സെക്കൻഡ് ഇയറിൽ കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റും. സോ രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ് 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്. അത് എത്ര കിട്ടും? 50 rupees. കോൺസെപ്ച്വലി സോൾവ് ചെയ്യുന്ന മെത്തേഡ്. അതർവൈസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഫോർമുല യൂസ് ചെയ്ത് പി കണ്ടുപിടിച്ച് 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നിൽക്കണം. അങ്ങനെയൊന്നും ചെയ്ത് സമയം കളയരുത്. എക്സാമിന് ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ ഈ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ നേരെ 25 ഫസ്റ്റ് ഇയറിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 25 ആണ്. ദെയർഫോർ ഫസ്റ്റ് ഇയറിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് 25 ആണ്. 2 വർഷത്തെ കിട്ടാണ്. നേരെ അടുത്ത വർഷവും 25 ആയിരിക്കും സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ. ദെയർഫോർ 25 + 25 50 എന്നുള്ളത് മൈൻഡിൽ തന്നെ ചെയ്യുക. ചോയ്സിൽ നിന്ന് റൈറ്റ് ആൻസർ പിക്കുക, OMR ഷീറ്റിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, എല്ലാം കൂടെ നമുക്ക് less than 10 seconds. At what percentage rate of compound interest will a sum of money become 16 times in 4 years if interest is being calculated compounded annually? So ഇപ്പോഴുള്ള പി എത്രയാണ്? 16p ആകുന്നത് എത്ര വർഷം കൊണ്ടാണെന്നാണ് കണ്ടുപിടിക്കുന്നത് കോമ്പൗണ്ടഡ് ആനുവലി ആണെങ്കിൽ. സോ നമുക്ക് ഇങ്ങനെ എടുക്കാം, 16p is equal to p into 1 plus I the whole raised to 4. എന്ത് ക്യാൻസൽ ചെയ്യാം? p get cancelled. So 1 plus I raised to 4 equal to 16. That implies 1 plus I equal 16. If raised to 4 ഇപ്പുറത്തേക്ക് വരുമ്പോൾ raised to 1/4. സോ നമുക്ക് 4th റൂട്ട് ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാവുന്നതാണ്. 16 ഒരു തവണ റൂട്ട് അടിച്ചാൽ സ്ക്വയർ റൂട്ട്, ഒന്നുകൂടെ റൂട്ട് അടിച്ചു കഴിഞ്ഞാൽ 4th റൂട്ട്. ദാറ്റ് മീൻസ് 1 plus I equal to 2. I equal to 1. So 2 minus 1, I 1 വരണമെങ്കിൽ എത്രയായിരിക്കണം? ഡെസിമലിൽ 1. ദാറ്റ് മീൻസ് I equal to 100%. 100% ഇൻട്രസ്റ്റ് കിട്ടിയാലാണ് 4 വർഷം കൊണ്ട് 16 ഇരട്ടി ആകുന്നത്. 16 ഇരട്ടി 16 times. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ. Simple interest on a sum of money at 12% per annum for 2 years is 3,600. The compound interest on the same sum for at the same rate is. Simple interest on a sum of money at 12% per annum for 2 years is 3,600. Then compound interest. സോ 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് തന്നിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഫോർമുല 2 രീതിയിൽ ഒന്ന് ചെയ്ത് കാണിക്കാം നമുക്ക് എക്സാമിന്. സോ നോർമൽ വേയിൽ ചെയ്ത് കഴിഞ്ഞാൽ 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ്, ദാറ്റ് മീൻസ് 3,600 is equal to P into 0.12 into 2. Therefore P 3,600 divided by 0.24, 15,000. സോ ഇത് യൂസ് ചെയ്ത് നമുക്ക് എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. P into 1 plus I the whole raised to n minus 1. So that means 15,000 into 1.12 the whole raised to 2 minus 1. 1.12 into equal minus 1 into 15,000, 3,816. ഓക്കെ, ഇതാണ് നമുക്ക് ഇത് കോൺസെപ്ച്വലി സോൾവ് ചെയ്യുകയാണെങ്കിൽ 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 2 ഇയേഴ്സിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? 3,600 സിമ്പിൾ ഇൻട്രസ്റ്റിന് ഒരു പ്രത്യേകത ഉണ്ട്, 2 വർഷവും സെയിം എമൗണ്ട് ആണ്, 1,800. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഇയറിൽ എത്രയാണ്? 1,800 തന്നെ ആയിരിക്കും. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ ഡിഫറൻസ് വരും. ആ ഡിഫറൻസ് വരുന്നത് എന്താണ്? ഈ 1,800 എന്താണ് പ്രിൻസിപ്പലിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് 1 വർഷം കൂടെ കിട്ടുന്ന ഇൻട്രസ്റ്റ് ആണ്. സോ 1,800ൻ്റെ പുറത്ത് 1 വർഷത്തെ ഇൻട്രസ്റ്റ്, ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 1 വർഷത്തെ എടുക്കുമ്പോഴത്തേക്കും ഓൾറെഡി
3600 ഉണ്ട്. എക്സ്ട്രാ ആയിട്ട് കിട്ടുന്നത് ഈ 1800 പുറത്ത് ഒരു വർഷത്തെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. സോ കോമ്പൗണ്ടഡ് ആനുവലി ആണെങ്കിൽ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് ഫോമുല തന്നെ യൂസ് ചെയ്യാം? PI. ദാറ്റ് മീൻസ് 1800 ഇൻറ്റു 12%. കണ്ടുപിടിച്ച് നോക്കി. 1800 ഇൻറ്റു 12% പ്ലസ് 3630 എക്സാക്ട്ലി 3816. കോൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നേരെ കാൽക്കുലേറ്ററിൻ്റെ ഈ സ്റ്റെപ്പ് ഒന്നും വേണ്ട. കാൽക്കുലേറ്ററിൽ നേരെ എന്തെടുക്കുക? 3600 പകുതി 1800. സെക്കൻഡ് ഇയർ, തേർഡ് ഇയറിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ ഷോർട്ട് കട്ട് ഒന്നും പറ്റില്ല. ആക്ച്വലി നമുക്ക് ചെയ്യേണ്ടി വരും. സോ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ എന്താണ് ഈ എക്സ്ട്രാ കിട്ടുന്നത്? ഫസ്റ്റ് ഇയറിലെ 1800 12%. നേരെ കാൽക്കുലേറ്ററിൽ 1800 ഇൻറ്റു 12% അടിക്കുക. 216 പ്ലസ് 3600 അടിക്കുക. 3816. ഇത്രയേ ഉള്ളൂ. കാൽക്കുലേറ്ററിൽ ചെയ്യുകയാണെങ്കിൽ കോൺസെപ്റ്റൽ ക്ലാരിറ്റിയോടുകൂടി ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് വരുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം. രണ്ട് രീതിയും വേണ്ട. ഈ രീതിയും ആൻസർ കിട്ടും. ബട്ട് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 3600. അതുകൊണ്ട് എല്ലാ വർഷവും ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും സിമ്പിൾ ഇൻട്രസ്റ്റ് 1800 വെച്ചായിരിക്കും. ഫസ്റ്റ് ഇയറിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് 1800 ആണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും 1800 ആയിരിക്കും. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ എക്സ്ട്രാ കിട്ടുന്നത് എന്ത് മാത്രമാണ്? ഈ 1800 പ്രിൻസിപ്പലിൻ്റെ കൂടെ ആഡ് ചെയ്യും. ദാറ്റ് മീൻസ് ഈ 1800 ഒരു വർഷത്തെ ഇൻട്രസ്റ്റ്. സോ നേരെ എന്താണ് ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് PI എന്ന് പറയുന്ന ഫോമുല യൂസ് ചെയ്യാം. 1800 ഇൻറ്റു 12% എടുക്കുക. അത് 3600 കൂടെ ആഡ് ചെയ്യുക. നേരെ ആൻസർ. ഈ മെത്തേഡ് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഈ മെത്തേഡ് ഓപ്റ്റ് ചെയ്യുന്നതാണ് ടൈം ലിമിറ്റിൽ ചെയ്യാൻ നല്ലത്. Next one. The effective annual rate of interest corresponding to nominal rate of 6% payable half yearly. The effective rate വന്നാൽ നേരെ നോക്കേണ്ട എന്താണ്? ഡിസ്ക്രിപ്ഷൻ പേയബിൾ ഹാഫ് ഇയർലി. സോ E is equal to 1 plus I by 2 the whole square minus 1 into 100. So നേരെ 1 plus 0.06 divided by 2 the whole square minus 1 into 100. 1.03 into equal minus 1 into 100. 6.09%. ഉറപ്പായിട്ടും എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. ഒരു എക്സാം പോലും അതില്ലാത്ത ക്വസ്റ്റ്യൻ ഇല്ല. ബിക്കോസ് നമുക്ക് ഇൻട്രസ്റ്റ് പോർഷനിൽ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ നമുക്ക് 5 മുതൽ 7 വരെ. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, മറ്റേ റിട്ടേൺ ഡൗൺ വാല്യൂ, ഡിപ്രീസിയേഷൻ്റെ ക്വസ്റ്റ്യൻ, ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ ഡിഫറൻസ് വെച്ചിട്ട് 2 ഇയറോ 3 ഇയറോ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിരിക്കും. ഇതിലേതെങ്കിലും 1 or 2 എണ്ണം വന്നിരിക്കും. Then next one. The cost of machinery is 1,25,000 if its useful life is estimated to be 20 years at the rate of depreciation and the rate of depreciation is 10%, then scrap value കണ്ടുപിടിക്കണം. So return down value അല്ലെങ്കിൽ scrap value ഫോമുല എന്താണ്? C into 1 minus I the whole raised to n. So നേരെ 1,25,000 into 1 minus 0.10 raised to 20. 1,25,000 into 0.90 raised to 20 by value വരെ ക്വസ്റ്റ്യനിൽ ഗീവൺ ആണ്. നേരെ ഇട്ട് കൊടുക്കുക. ആൻസർ 0.9 into 2 times തന്നിട്ടുണ്ടായിരുന്നു. 1,25,000 into 0.1215 ആണ് 15,187.5. നമ്മുടെ ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്ന 15,187. 15,187 is the right answer. That मार्क देगा.
Mr. X invests P amount at simple interest rate at 10% and Mr. Y invests Q amount compound interest 5% compounded annually. At the end of 2 years, both get same amount of interest. രണ്ടുപേർക്കും P simple interest ആണ്, Mr. X simple interest ആണ്, Mr. Y compound interest ആണ്. So Mr. X, Mr. Y. So Mr. X invest ചെയ്ത amount P ആണ്, 10% simple interest rate 2 വർഷത്തേക്ക്. സോ സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടുന്നത് P ഇൻറ്റു 0.10 ഇൻറ്റു 2. മിസ്റ്റർ വൈ ക്യൂ എമൗണ്ട് ആണ് 5% കോമ്പൗണ്ടഡ് ആനുവലി. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ Q ഇൻറ്റു 1.05 the whole square minus 1. So that means 0.20p is equal to 1.05 into equal to minus 1. 0.1025 Q. നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഈക്വൽ ദാറ്റ് മീൻസ് P ഈക്വൽ ടു പോലാണ് വന്നിരിക്കുന്നത് 0.1025 Q ഡിവൈഡഡ് ബൈ 0.1025 Q divided by 0.20. So that means നമുക്ക് ഇത് ഡെസിമൽ മാറ്റാനായിട്ട് മുകളിലും താഴെയും 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1025 Q divided by 2000. So 2000 divided by 25 80 ആണ്. 1025 divided by 25 41 ആണ്. So that means നമുക്ക് എന്ത് പറയാം 41 Q divided by 80. ഈ ഒരു ചോയ്സിൻ്റെ ഫോമാറ്റ് കണ്ടിട്ട് ഇത് ഒത്തിരി ടഫാണെന്ന് പറയാൻ ആക്ച്വലി ഒന്നുമില്ല. സിമ്പിൾ ഇൻട്രസ്റ്റിനെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ ഫോമുല അറിയുക, ഇക്വേറ്റ് ചെയ്യുക, ഡെസിമലിനെ മാറ്റുക. സോ 41 Q divided by 80. And again question, the difference between simple interest and compound interest is rupees 72 at 12% per annum for 2 years. So PI square ആണ് 72, therefore P into 0.12 square equal to 72. That implies P 5,000. P is equal to 5,000. Then ഒരു ഇക്വേഷൻ പോലത്തെ ക്വസ്റ്റ്യൻ, സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കോൺസെപ്റ്റ് യൂസ് ചെയ്ത് ഒരു ഇക്വേഷൻ ഫോമുലേറ്റ് ചെയ്ത് എന്നിട്ട് അതിൻ്റെ റേഷ്യോ ചോദിച്ചിരിക്കുന്നു. ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. The simple interest on a sum of money at 6% per annum for 7 years. ഏതോ ഒരു സമ്മിൻ്റെ പുറത്ത് P into 6% per annum for 7 years is equal to twice. That means 2 into the simple interest on another sum. So നമ്മൾ ആദ്യം P എടുത്തു, അടുത്തത് another sum Q ആയിട്ട് എടുക്കാം. 9 years 5%. That means 0.05 into 9. നേരെ എന്ത് കണ്ടുപിടിച്ചാൽ മതി? P by Q കണ്ടുപിടിക്കാതിന് ശേഷം, അല്ലെങ്കിൽ P is to Q, then the ratio of sum will be ആണ് ചോദ്യം. 0.42P is equal to 0.90Q. That implies P by Q is equal to 0.90 divided by 0.42. That means 90 divided by 42. So നമുക്ക് 6 വെച്ച് എടുക്കുകയാണെങ്കിൽ 6 15 ആണ്, 6 7 ആണ്. 15 by 7 എന്ന് പറഞ്ഞാൽ എന്താണ്? P is to Q. 15 by 7 means 15 is to 7. 15 is to 7.
15:7. 15:7. Okay, there. Then അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി ആക്ച്വലി ഇത്രയാണ്, അതിൻ്റെ എറർ ഇത്രയാണ്, അല്ലെങ്കിൽ ഡിഫറൻസ് ഇത്രയാണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒറിജിനൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ റേറ്റ് എത്രയാണെന്ന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ഇത് മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടേ പോകാവുള്ളൂ. By mistake, a clerk calculated the simple interest on principal for 5 months at 6% per annum instead of 6 months at 5% per annum. The error in calculation was rupees 25.40. Original sum of principal was. So, നമുക്ക് എങ്ങനെ എടുത്തു? 5 മാസത്തേക്ക് 6% എടുത്തു. ബട്ട് ആക്ച്വലി എന്തായിരുന്നു? 6 മാസത്തേക്ക് 5.5% ആക്ച്വലി വരേണ്ടത്. സോ എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് മൈനസ് റോങ് ആയിട്ട് തെറ്റിയെടുത്തതല്ലേ. സോ കറക്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് മൈനസ് റോങ് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് 25.40 വന്നിരിക്കുന്നത്. സോ കറക്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്? നമുക്ക് ഏതോ ഒരു സം, ദാറ്റ് മീൻസ് പി എടുക്കാം ഇൻറ്റു, നമുക്കിവിടെ മന്ത് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ആ ഒരു ഡിവൈഡഡ് ബൈ 100 ഫോർമാറ്റിലേക്ക് എടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വല്ലാത്തൊരു ഡെസിമൽ വരും. 5.5 ഡിവൈഡഡ് ബൈ 100, അതായത് 0.055 എന്ന് വരുന്നതാണ്. ഇൻറ്റു ടൈം പീരീഡ് എത്രയാണ്? 6 months. 6 months എപ്പോഴും ടൈം പീരീഡ് ഷുഡ് ബി ഇൻ ഇയേഴ്സ്. 6 ഡിവൈഡഡ് ബൈ 12 മൈനസ് പ്രിൻസിപ്പൽ. ഇതാണ് കറക്റ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ്. റോങ് ആയിട്ട് എടുത്ത് എത്രയാണ്? 6.5%. 6.5 ഡിവൈഡഡ് ബൈ 100, 5 മാസത്തേക്ക് 5 ഡിവൈഡഡ് ബൈ 12 ഇസ് ഈക്വൽ ടു 25.40. 25.40. 25.40. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5.5 ഇൻറ്റു 6 33 ആണ്. 33p ഡിവൈഡഡ് ബൈ 1200 മൈനസ് 32.5p divided by 1200 is equal to 25.40. That means 0.5p divided by 1200 is equal to 25.40. That implies p കണ്ടുപിടിക്കാനായിട്ട് ചെയ്താൽ മതി 25.4 into 1200 into 0.5. Sorry, divided by 25.4 into 1200 കിട്ടുന്ന 60,960. Choice B is the right answer. Next one. The simple interest on rupees 1,400 for 3 years is less than simple interest on rupees 1,800 for the same period by 80. Then the rate of interest. So 1400 പുറത്ത് 3 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് 1800 പുറത്ത് വരുന്ന സിമ്പിൾ ഇൻട്രസ്റ്റിനെക്കാട്ടിലും 80 കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ഡിഫറൻസ് ആണ്. ഒബിയസ്ലി ഡിഫറൻസ് മീൻസ് എന്താണ്? ഹയർ ക്വാണ്ടിറ്റി മൈനസ് ലോവർ ക്വാണ്ടിറ്റി. ഉറപ്പായിട്ടും 1400-നേക്കാട്ടിലും കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത് 1800-നായിരിക്കും. Therefore നമുക്ക് എങ്ങനെ എഴുതാം? 1800 ഇൻറ്റു ഐ, ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇൻറ്റു 3 മൈനസ് 1400 ഇൻറ്റു ഐ ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 80. സോ ദാറ്റ് മീൻസ് നമുക്ക് 3i ഇൻറ്റു 1800 മൈനസ് 1400 എന്ന് വരും. 3i കോമൺ എടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ടു 80. That means 3i into 400 equal to 80. That implies I is equal to 80 divided by 400 divided by 3. 0.066 percentage. That means 100 കൊണ്ട് multiply ചെയ്യുമ്പോൾ 6. round off ചെയ്യുമ്പോൾ 6.67 percentage.
6.67%. 6.67%. Then the nominal rate of interest is 9.9% per annum if interest is compounded monthly. What is the effective rate? So effective rate of interest compounded monthly ആണെങ്കിൽ ഫോർമുല ചെയ്തെടുക്കണം. E is equal to 1 plus I by 12 the whole raised to 12 minus 1 into 100. 1 plus 0.099 divided by 12 the whole raised to 12 minus 1 into 100. So that means 0.099 divided by 12 plus 1 equal to 1.00825 raised to 12 minus 1 into 100. So നമുക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു കാര്യം ഗീവൺ ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ 4033 ഡിവൈഡഡ് ബൈ 4000 എക്സാക്ട്ലി 1.00825 റേസ് ടു 12 ആണ്. വേറൊരു ഫോർമാറ്റിൽ തന്നിരിക്കുന്നുണ്ടോ? ഇങ്ങനെ തരുന്നതിന് പകരം നമുക്ക് എന്താണ് നമ്മളൊന്ന് തന്നിട്ടില്ല അല്ലെങ്കിൽ അത് ചെയ്ത് സമയം കളയാൻ വേണ്ടിയിട്ട് വേറൊരു ഫോർമാറ്റിൽ തന്നിരിക്കുന്നു. സോ എക്സാക്ട്ലി 4033 ഡിവൈഡ് ബൈ 4000 എടുക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? 1.00825 ആണ്. സോ ദാറ്റ് മീൻസ് ഈ തന്നിരിക്കുന്നത് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. നേരെ 1.10 മൈനസ് 1 ഇൻറ്റു 100 എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10.36%. 10.36%. 10.36%. Next one. The simple interest on a sum of money is 4/9 of the principal and the number of years equal to the rate of interest per annum. ശ്രദ്ധിക്കണം, simple interest. So simple interest കണ്ടുപിടിക്കാൻ നമുക്ക് PIT. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ് തന്നിട്ടുണ്ട്? 4/9 ഓഫ് പ്രിൻസിപ്പൽ. ദെൻ നമ്പർ ഓഫ് ഇയേഴ്സ് T ഈക്വൽ ടു തന്നിരിക്കുന്നത് I എന്നാണ് തന്നിരിക്കുന്നത്. I പേഴ്സൻറ്റേജ് എത്രയാണോ അതിനോട്. സോ ദാറ്റ് മീൻസ് നമുക്കിവിടെ എങ്ങനെ എടുക്കാം? P ഇൻറ്റു ഇൻട്രസ്റ്റ് ആയിട്ട് എന്താണ്? പേഴ്സൻറ്റേജ് ആണ്. അതായത് 10% ഇൻട്രസ്റ്റ് ആണെങ്കിൽ T എന്ന് പറയുന്നത് 10 ഇയേഴ്സ് ആയിട്ടാണ് വരുന്നത്. സോ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? I/100 ഇൻറ്റു ഇവിടെ T എത്രയാണ്? I. എത്ര പേഴ്സൻറ്റേജ് ആണോ വരുന്നത് അത്രയും പേഴ്സൻറ്റേജ് മാറ്റിയിട്ടുള്ള I ആണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് I ഇൻറ്റു I എന്നെടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇൻട്രസ്റ്റ് റേറ്റ് എപ്പോഴും ഡെസിമലിലാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഡിവൈഡ് ബൈ പേഴ്സൻറ്റേജ് ഡിവൈഡ് ബൈ 100. സോ നമുക്ക് അവിടെ I എന്ന് എടുത്തു കഴിഞ്ഞാൽ T എടുക്കുന്നത് എന്താവും? ഡെസിമലായി പോകുന്നതാകും. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതി P ഇൻറ്റു I/100 ഇൻറ്റു I. P ഇൻറ്റു I/100 ഇൻറ്റു I. P ഇൻറ്റു I/100 ഇൻറ്റു I. സോ ഇവിടെ നമുക്ക് P ഗെറ്റ് ക്യാൻസൽ. ദെൻ മിച്ചം എന്താണ്? I സ്ക്വയർ ഇസ് ഈക്വൽ ടു 400/9. ദാറ്റ് ഇംപ്ലൈസ് I ഇസ് ഈക്വൽ ടു റൂട്ട് എടുക്കുമ്പോൾ 20/3 അത്രയും പേഴ്സൻറ്റേജ്. 20 ഡിവൈഡഡ് ബൈ 3 അത്രയും പേഴ്സൻറ്റേജ്. 20 ഡിവൈഡഡ് ബൈ 3 അത്രയും പേഴ്സൻറ്റേജ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ ₹2000 for 5 months at 16% per annum. ഇത് ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ബട്ട് സ്റ്റുഡൻസ് മിസ്റ്റേക്ക് വരുത്തിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. സോ സ്റ്റുഡൻസ് നോർമലി എടുത്തു വെക്കുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് PIT, ദെൻ 2000 ഇൻറ്റു 0.16 അല്ലെങ്കിൽ 16/100 ഇൻറ്റു നേരെ 5 എന്നെടുക്കും. ശരിയാണോ? ടൈം പീരീഡ് ഷുഡ് ബി ഇൻ ഇയേഴ്സ്. 5 months ഇയേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ
12. 2000 into 0.16 into 5 divided by 12. 133.33. 133.33 is the right answer. 133.33. 133.33 is the right answer. Okay. Then next one. Mr. X invests rupees 90,500 in post office at 7.5% simple interest. While calculating, the rate was wrongly taken as 5.7% per annum. The difference in amount at maturity is rupees 9,774. What period for which the sum was invested? Now again, നമ്മുടെ correct simple interest, wrong simple interest എന്ന രീതിയിൽ എടുത്താൽ മതി. നമുക്ക് പീരീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ കറക്റ്റ് ആയിട്ടുള്ള റേറ്റ് എത്രയാണ്? 7.5 ആണ്. റോങ്ലി ടേക്കൺ ആസ് 5.7. ദാറ്റ് മീൻസ് നമുക്ക് ഞാൻ എടുക്കാം 90,500 ഇൻറ്റു 7.5 divided by 100 into t minus 90,500 into 5.7 divided by 100 into t എന്ന് പറഞ്ഞ എത്രയാണ്? 9,774. ഇവിടെ അക്യൂമുലേറ്റഡ് എമൗണ്ട് തന്നാലും ആ ഡിഫറൻസ്, മെച്യൂരിറ്റിയുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒബിയസ്ലി എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. നേരെ നമുക്ക് so 905t is in bracket another 7.5 minus 5.7 equal to 9,774. 7.5 minus 5.7 into 905 9774 divided by dt 6 years. 6 years. 6 years. There. The difference between simple interest and compound interest on a certain sum of money for 2 years. So that means pi square is equal to 1 ആണ്. P into I നമുക്കറിയാം 0.04 square equal to 1. That implies P 0.04 625. So 625 rupees ഇൻവെസ്റ്റ് ചെയ്താലാണ് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ ഡിഫറൻസ് 2 വർഷം കഴിയുമ്പോൾ 1 rupee വരുന്നത്. The next one. A sum of money compounded annually becomes 1,140 in 2 years and 1,710 in 3 years. ഇവിടെ നമുക്കിത് നോർമലി ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം. ഇവിടെ ഒന്ന് നോക്കാം. നമ്മളിത് നോർമലി ചെയ്യുവാണെങ്കിൽ 2 വർഷത്തെ അക്യൂമുലേറ്റഡ് എമൗണ്ട് കോമ്പൗണ്ട് ആനുവലി അക്യൂമുലേറ്റഡ് എമൗണ്ട്, 3 വർഷത്തെ അക്യൂമുലേറ്റഡ് എമൗണ്ട്, 2 ഇക്വേഷൻ ഡിവൈഡ് ചെയ്തൊക്കെ കണ്ടുപിടിക്കണം. സോ ഇവിടെ നോക്കാം. സം ഓഫ് മണി കോമ്പൗണ്ടഡ് ആനുവലി ബിക്കംസ് 1,104. സോ നമുക്ക് ഇത് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ. സോ 2 വർഷം കഴിയുമ്പോഴുള്ള അക്യൂമുലേറ്റഡ് എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 1,140. അതായത് ഫസ്റ്റ് ഇയറിൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് ആ പ്രിൻസിപ്പലിന് ഇവിടെ ആഡ് ചെയ്തു. അത് ചെയ്ത് ഇൻട്രസ്റ്റ് ആഡ് ചെയ്ത് കിട്ടുന്ന അക്യൂമുലേറ്റഡ് എമൗണ്ട് ആണ് 1,140.
സോ സെക്കൻഡ് ഇയർ എൻഡിലെ അക്യൂമുലേറ്റഡ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ തേർഡ് ഇയറിൻ്റെ ബിഗിനിങ്ങിലെ പ്രിൻസിപ്പലായിട്ട് എടുക്കുന്നത് ഏതിൽ? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ. ദാറ്റ് മീൻസ് ഈ 1140 രൂപ സെക്കൻഡ് ഇയറിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് തേർഡ് ഇയർ എൻഡിൽ എത്ര കിട്ടി? 1710. സോ ദാറ്റ് മീൻസ് ഈ ഡിഫറൻസ് എത്രയാണ്? 1140 ഞാൻ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴാണ് 1710 മൈനസ് 1140. സോ ദാറ്റ് മീൻസ് 570 രൂപയാണെന്ന് എനിക്ക് എന്ത് കിട്ടിയത്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. എത്രയാണ്? ഈ ഒരു പീരീഡ് എത്രയാണ്? ഈ ഒരു പീരീഡ് 1 ഇയർ ആണ്. സോ ഒരു വർഷത്തേക്ക് 1140 പുറത്ത് എനിക്ക് 570 രൂപ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടിയാൽ കോമ്പൗണ്ടഡ് ആനുവലി ഒരു വർഷത്തേക്ക് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് ഫോമിൽ തന്നെ യൂസ് ചെയ്യാം? PI. സോ PI എത്രയാണ്? 570. P എത്രയാണ്? 1140 ആണ് നമ്മൾ അക്യൂമുലേറ്റഡ് എമൗണ്ട് ആണ്. സെക്കൻഡ് ഇയറിൽ കിട്ടുന്ന അക്യൂമുലേറ്റഡ് എമൗണ്ട് ആണ്. തേർഡ് ഇയറിലെ പ്രിൻസിപ്പൽ. ആ കോൺസെപ്റ്റ് വെച്ചിട്ട് 1140 ഇൻറ്റു I ആണ് 570. Therefore I is equal to 570 divided by 1140. Ready? 0.5. That means 50%. ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ P into 1 plus I the whole square 1240, P into 1 plus I the whole cube 1710. Then കട്ട് ചെയ്തിട്ട് ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 എടുത്തിട്ട് ആൻസറിലേക്ക് എത്തേണ്ടി വരും. സോ കോൺസെപ്ച്വലി സോൾവ് ചെയ്യുക. ഇങ്ങനെ ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ചോദിക്കും. നിങ്ങളുടെ എക്സാമിനും എക്സ്പെക്ട് ചെയ്യാം. സോ ഒരു വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിലും നേരെ PI എന്ന് പറയുന്ന ഫോമുല യൂസ് ചെയ്ത് ഇതേപോലെ കോൺസെപ്ച്വലി എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്, എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് കറക്റ്റായിട്ട് കോൺസെപ്ച്വലി മനസ്സിലാക്കിയാൽ നമുക്ക് ടൈം ലിമിറ്റിനകത്ത് എക്സാമിന് ചെയ്യാൻ പറ്റും. Then next one, what's some difference between simple interest and simple interest for 2 years at 7%? interest rate ₹29. So 2 വർഷത്തെ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നമ്മളുടെ ഡിഫറൻസ്. ദാറ്റ് മീൻസ് PI സ്ക്വയർ ആണ് 29.4. സോ I തന്നിട്ടുണ്ട് P ഇൻറ്റു 0.07 സ്ക്വയർ ആണ് 29.4. ദാറ്റ് ഇംപ്ലൈസ് P ഈക്വൽ ടു 29.4 divided by 0.07. That means 6,000. 6,000. Yeah. Partners A and B together lend ₹3,903 at 4% per annum interest compounded annually. After a span of 7 years, A gets the same amount as B gets after 9 years. Then the share of A in the sum of 3,903 is. That's the question. 3,903 rupees and variant A and B and variant 3,903 എയും ബിയും കൂടെ ചേർന്ന് കൊടുത്തു. എയും ബി. സോ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ആഫ്റ്റർ 4% ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി ആണ് 4% പെർ ആനം ആണ്. ആഫ്റ്റർ എ സ്പാൻ ഓഫ് 7 years എ ഗെറ്റ്സ് സെയിം എമൗണ്ട് ആസ് ബി ഗെറ്റ്സ് ആഫ്റ്റർ 9 years. എക്ക് കിട്ടുന്ന എമൗണ്ട് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ബിക്ക് കിട്ടുന്ന എമൗണ്ട് 9 വർഷം കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ടിനോട് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് നമ്മളിവിടെ എ ഇൻവെസ്റ്റ് ചെയ്തത് P ആണെങ്കിൽ നമ്മൾ റേഷ്യോയിലും പ്രപ്പോർഷനിലും എല്ലാം കണ്ടു 2ആയിട്ടാണ് ഡിവിഷൻ വരുന്നതെങ്കിൽ 1x നമ്മളിവിടെ നോർമലി പ്രിൻസിപ്പൽ എന്ന രീതിയിൽ P എന്ന് എടുത്തുന്നുള്ളൂ. എക്സ് ഏത് വേരിയബിൾ വേണമെങ്കിലും എടുക്കാം, നമ്മൾ P എന്ന് എടുത്തു. P ആണെങ്കിൽ മറ്റേ എന്തായിരിക്കും? 3,903 മൈനസ് P ആയിരിക്കും. 3,903 മൈനസ് P ആയിരിക്കും. സോ എക്ക് 4% ഇൻട്രസ്റ്റ് റേറ്റിൽ 7 വർഷം കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ട്. ദാറ്റ് മീൻസ്
പി ഇൻവെസ്റ്റ് ചെയ്താൽ 4% ഇൻട്രസ്റ്റ് റേറ്റിൽ 7 വർഷം കഴിഞ്ഞ് കിട്ടുന്ന അക്യൂമുലേറ്റഡ് എമൗണ്ട് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ബിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആയ 3903 മൈനസ് പി, അതിൻ്റെ പുറത്ത് 4% ഇൻട്രസ്റ്റ് റേറ്റിൽ 9 വർഷം കൊണ്ട് കിട്ടുന്ന അക്യൂമുലേറ്റഡ് എമൗണ്ടിനോട് ഈക്വൽ ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ കണ്ട് നമുക്ക് ഈക്വേറ്റ് ചെയ്യാം. പി എയുടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ പുറത്ത് 7 വർഷം കഴിഞ്ഞ് കിട്ടുമെന്ന അക്യൂമുലേറ്റഡ് എമൗണ്ട്. സോ ദാറ്റ് മീൻസ് പി ഇൻറ്റു 1.04 raised to 7 is equal to ബിയുടെ പുറത്ത് ബി ചെയ്ത ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 3903 മൈനസ് പി ഇൻറ്റു 1.04 raised to 9. എക്ക് 7 വർഷം കഴിഞ്ഞ് കിട്ടുന്ന അക്യൂമുലേറ്റഡ് എമൗണ്ട് എന്തിനോട് ഈക്വൽ ആണ്? ബിക്ക് 9 വർഷം കഴിഞ്ഞ് കിട്ടുന്ന അക്യൂമുലേറ്റഡ് എമൗണ്ടിനോട് ഈക്വൽ ആണ്. സോ രണ്ട് സൈഡിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ? സോ ഇവിടെ ഫുള്ള് ക്യാൻസൽ ചെയ്യാം. ഇവിടെ എത്രയാവും? ഇത് 2 ആവും. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? പി ഇസ് ഈക്വൽ ടു 3903 മൈനസ് പി ഇൻറ്റു 1.04 സ്ക്വയർ. 1.04 ഇൻറ്റു ഈക്വൽ അടിക്കുമ്പോൾ സ്ക്വയർ കിട്ടും. സോ ഇത് സിംപ്ലിഫൈ ചെയ്താൽ ആൻസറായി. ദാറ്റ് ഇംപ്ലൈസ് പി ഈക്വൽ 1.0816 into 3903 minus P. That implies P equal 4221.4848 minus 1.0816 P. നേരെ -1.0816 പി LHSലേക്ക് കൊണ്ടുവരുമ്പോൾ അത് പ്ലസ് ആകും. therefore നമുക്ക് എത്ര എഴുതാം? 2.0816 പി is equal to 4221.4848. that implies P equal to 2028. 2028. Okay. Then 41st question. ഒന്ന് ആൻസർ പറയാമോ? A sum of money invested of compound interest. ഒന്ന് സോൾവ് ചെയ്ത് ഒന്ന് ആൻസർ പറയാം. Doubles itself in 4 years. It becomes 32 times of itself at the same rate. Compound interest in. A sum of money invested ഇതിലാന്ന് പറഞ്ഞിട്ടുണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡബിൾ ആകുക, ദാറ്റ് മീൻസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് 2 times in 4 years. Then it becomes 32 times in dash years. So compound interest ആണെങ്കിൽ നമുക്ക് ഏത് നോക്കാം? 2 times n 2 ആണ്, t 4 ആണ്. 32 can be written as 2 raised to 5. that means n raised to m എന്ന് വേണമെങ്കിൽ പറയാം. n raised to m times in m into t. that means m എത്രയാണ്? 5 into 4. that means 20 years. 20 years. A certain sum of money was invested at simple rate of interest for 3 years. The same has been invested at the rate that was 7% higher. The interest amount would have been 882 more. Then the amount of sum invested is. Okay.
invested, certain sum was invested in simple rate of interest for 3 years. If the sum has been invested at that rate that was 7% higher, that means ഇപ്പോൾ 10 ആണെങ്കിൽ എത്രയാണ് 7% കൂടിയിട്ട് 17% ആക്കണം. സോ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം, നോർമൽ മെത്തേഡിലും ചെയ്യാം, ചോയ്സ് മെത്തേഡിലും പറഞ്ഞുതരാം. ആദ്യം ആ നോർമൽ മെത്തേഡിലെ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യേണ്ടതെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നോർമൽ മെത്തേഡ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ചെയ്യേണ്ട ചോയ്സ് മെത്തേഡും കൂടെ കാണിച്ചു തരാം. സോ ഒരു പ്രിൻസിപ്പൽ പി ഇൻവെസ്റ്റ് ചെയ്തു 1 പ്ലസ്, സോ നമുക്ക് സെയിം ഹാസ് ബീൻ ഇൻവെസ്റ്റഡ് അറ്റ് എ റേറ്റ് ദാറ്റ് വാസ് 7% ഹയർ, ഇൻട്രസ്റ്റ് എമൗണ്ട് വുഡ് ഹാവ് ബീൻ 2882 മോർ. സോ ദാറ്റ് മീൻസ് ഒബ്വിയസ്ലി ആദ്യം ഐ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ ദാറ്റ് മീൻസ് അത് 7% കൂടും, ദാറ്റ് മീൻസ് അത് I+7 ആകണം. സോ എപ്പോഴും ഡെസിമലിലേക്കാണ് നമുക്ക് വേണ്ടത്. സോ ഇങ്ങനെ എഴുതാം, കൂടുതലുള്ളതായിരിക്കുമല്ലോ നമുക്ക് ഇൻട്രസ്റ്റ് കൂടുതൽ തരുന്നത്, 7% ഇൻട്രസ്റ്റ്. സോ I+7 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 3 3 വർഷത്തേക്ക് മൈനസ് പി ഇൻറ്റു I/100 ഇൻറ്റു 3 ഈക്വൽ ടു 882. Then സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 3p ഇൻറ്റു I+7 ഡിവൈഡഡ് ബൈ 100 minus 3pi divided by 100 equal to 882. So that means 3pi plus 21p divided by 100 minus 3pi. That means രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആയിട്ട് നേരെ നമുക്ക് എന്ത് ചെയ്യാം, -3pi equal to 882. So 3pi get cancelled. 21p divided by 100 is equal to 882. So 21p is equal to 882 into 100. That implies p equal 882 into 100 divided by 21. 4,200. Okay, 4,200 എന്ന് കിട്ടി. Then ആൻസർ 4,200. ഇവിടെ നമുക്ക് 7% ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടുമ്പോൾ ഉള്ള ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് നമുക്ക് നേരെ ചോയ്സ് മെത്തേഡ് ഇത് ചെയ്യുകയാണെങ്കിൽ, ചോയ്സ് മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ നേരെ ഇട്ട് കൊടുത്ത് നോക്കാം. അതായത് 7% ഇൻട്രസ്റ്റ് 3 വർഷം കൊണ്ട് നമുക്ക് എന്താണ് 882 രൂപ കൂടുതൽ കിട്ടിയാൽ നേരെ 12,600 ഇൻറ്റു 0.07 ഇൻറ്റു 3 നോക്കാം. 12,600 ഇൻറ്റു 0.07 ഇൻറ്റു 3 ഇത്രയാണ് നമുക്ക് കിട്ടുന്നത്. 2,646 ആണ്. ദെൻ 6,800 ഇൻറ്റു 7% ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടുമ്പോൾ കിട്ടുന്ന എക്സ്ട്രാ, അതാണ് നമ്മൾ ഇൻട്രസ്റ്റ്, സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു. സോ 6,800 ഇൻറ്റു 0.07 ഇൻറ്റു 3 1,428. ഇതും എത്രയല്ല, 882 അല്ല. പിന്നെ നമ്മുടെ കിട്ടിയ ആൻസർ നോക്കിയാൽ 4,200 ഇൻറ്റു 1.07 ഇൻറ്റു 3 4,200 ഇൻറ്റു 0.07 ഇൻറ്റു 3 എത്രയാണ് 882 എക്സാക്ട്ലി. Therefore ആൻസർ എത്രയാണ് 4,200 is the right answer. 4,200 is the right answer. 4,200 is the right answer. Okay, then next question. A sum of money doubles in 80 years at simple interest. The number of years it would triple itself is. A sum of money doubles itself in 80 years at simple interest. Now simple interest in the case lana, so 2 times in 80 years, 2 times in 8 years, then it would be triple 3 times in dash years. നേരെ നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം, T1 8 ഡിവൈഡഡ് ബൈ T2 ആണ് കണ്ടുപിടിക്കേണ്ടത്. N1 minus 1, 2 minus 1, 3 minus 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ T2 is equal to 16 years. ഒരു 8/T2 is equal to 1/2 എന്നുള്ളൊരു സ്റ്റെപ്പാണ് ഞാൻ ഒഴിവാക്കിയത്. എക്സാമിന് ഇതൊക്കെ ബൈ പ്രാക്ടീസ് നമ്മൾ അങ്ങനെ ഒഴിവാക്കിയെടുക്കുക.
വേണ്ട കാര്യങ്ങൾ മാത്രം എഴുതി പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുക. 16 years. Then next question. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മോക്ക് ടെസ്റ്റുകളിലെല്ലാം വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. A sum of rupees 44,000 is divided into 3 parts such that the corresponding interest earned after 2 years, 3 years and 6 years may be equal if the rate of simple interest. So 44,000 മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. ഓരോന്നിനും 2 വർഷം 3 വർഷം 6 വർഷം കഴിഞ്ഞ് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഈക്വൽ ആയിരിക്കും. സിമ്പിൾ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറയുന്നത് 6%, 8%, 6% റെസ്പെക്റ്റീവ്ലി ആണ്. സോ നമുക്ക് നോക്കാം. 44,000 rupees ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എക്സ് വൈ ഇസഡ് ആണ്. അതിൻ്റെ സ്മോളസ്റ്റ് പാർട്ട് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് വൈ ഇസഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ആദ്യത്തെ എക്സ് എമൗണ്ടിൻ്റെ പുറത്ത് 2 yearsലേക്ക് 6% ആണ്. വൈ എമൗണ്ടിൻ്റെ പുറത്ത് 3 years 8% ആണ്. ഇസഡിൻ്റെ പുറത്ത് 6 years at 6% ആണ്. ദാറ്റ് ഇംപ്ലൈസ് നോക്കാം. എക്സിൻ്റെ പുറത്ത് സിമ്പിൾ ഇൻട്രസ്റ്റ്, എക്സിൻ്റെ പുറത്ത് 6% ഇൻട്രസ്റ്റ് റേറ്റിൽ 2 വർഷത്തേക്ക്, അതെന്തിനോട് ഈക്വലാണ്. വൈയുടെ പുറത്ത് 8% ഇൻട്രസ്റ്റ് റേറ്റിൽ 3 വർഷത്തേക്ക്, അതെന്തിനോട് ഈക്വലാണ്. ഇസഡിൻ്റെ പുറത്ത് 6% ഇൻട്രസ്റ്റ് റേറ്റിൽ 6 വർഷത്തേക്ക്. സോ ദാറ്റ് മീൻസ് 0.12x is equal to 0.24y is equal to 0.36z. സോ ഡെസിമൽ മാറ്റിയാൽ എങ്ങനെ എഴുതാം. 12x is equal to 24y is equal to 36z. So that means നമുക്ക് ഇത് എങ്ങനെ എഴുതാം. സോ എല്ലാത്തിനും നമുക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ് ഈക്വൽ 2y ഈക്വൽ 3z. നമുക്ക് എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ് മൂന്നിൻ്റെയും റേഷ്യോ കിട്ടണം. എങ്കിലാണ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നത്. സോ ഇവിടെ ആ റേഷ്യോ കിട്ടാനായിട്ട് ഇവിടെയാണ് നമ്മൾ എക്സ് ഈക്വൽ ടു 2y ഈക്വൽ ടു 3z. ഇവിടെ എന്താണ് എടുക്കേണ്ടത്, മൂന്നിൻ്റെയും കോഎഫിഷ്യൻറ്റ്, അതായത് 1, 2, 3. അതിൻ്റെ LCM ആയിരിക്കും 6 ആയിരിക്കും. സോ LCM 6 ആണെങ്കിൽ എക്സ് ഈസ് ടു വൈ ഈസ് ടു ഇസഡ് എത്ര വരും, 6 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ഈസ് ടു 6 ഡിവൈഡഡ് ബൈ 2 ഈസ് ടു 6 divided by 3. That means 6 is to 3 is to 2. 6 is to 3 is to 2. Okay. So 44,000 എക്സും വൈയും ഇസഡും ഏത് രീതിയിലാണ് നമുക്ക് റേഷ്യോ വരുന്നത്, 6 is to 3 is to 2 ആണ്. സോ 44,000 ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 6 is to 3 is to 2 ആണ്. സോ നമുക്കിത് കണ്ടുപിടിക്കാൻ അറിയാം. നമുക്ക് 6x ഓൾറെഡി എടുത്തുകൊണ്ട് 6a 3a 2a മൂന്നും കൂടെ ആഡ് ചെയ്യുന്നത് എന്തിനോട് ഈക്വൽ ആകണം, 44,000 ഈക്വൽ ആകണം. That implies 11a equal to 44,000. That implies a equal to 4,000. a 4,000 ആണെങ്കിൽ 3 വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. 44,000 എക്സ് 6a ആയിരുന്നു. That means 24,000 വരും. Then y 3a ആയിരുന്നു. That means
12,000. Then Z എന്ന് പറയുന്നത് 2A ആണ്. ദാറ്റ് മീൻസ് എത്രയാണ്? 8,000. സോ ടോട്ടൽ 44,000. സോ ഇതിലേതാണ് ലീസ്റ്റ് വരുന്നത്? 8,000 ആണ്. സോ ഏറ്റവും ചെറുത് വരുന്നത് 8,000. സോ ആൻസർ 8,000 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇവിടെ ഈ ഒരു ഷോർട്ട് കട്ട് ട്രിക്ക് യൂസ് ചെയ്തില്ല എങ്കിൽ നമുക്ക് ആ ഒരു റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് കൂടുതൽ സ്റ്റെപ്പിലേക്ക് പോകും, ഒരുപാട് പ്രൊസീജിയറോ ആകും, നമുക്ക് നോർമൽ ടൈം ലിമിറ്റിൽ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ മാക്സിമം ക്വസ്റ്റൻ ആണ്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് നോർമലി എക്സാമിൽ ചോദിക്കുന്ന ഏത് ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ. How many years will a sum of money becomes 4 times at 12% per annum simple interest? 4 times. So ഏത് ഫോമിൽ എടുക്കാം? 4 minus 1 into 100 divided by 12. അത്രയും ഇയേഴ്സ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ഫോമിൽ എടുത്തു. 300 divided by 12, that means 25 years. 25 years. Then next one. Simple interest for a certain sum for 2 years at 10% per annum is 90. Then corresponding compound interest. So simple interest ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ കോൺസെപ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് 2 years 90 ആണ്. സോ ഓരോ വർഷവും എത്രയാണ്? 45 ഈച്ച് അല്ലേ? സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫസ്റ്റ് ഇയറിലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? 45. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ എക്സ്ട്രാ കിട്ടുന്ന എത്രയാണ്? ഈ 90ൻ്റെ പുറത്ത് ഈ 45, ഈ കിട്ടിയ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും? പ്രിൻസിപ്പലിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഒരു വർഷം ഇൻട്രസ്റ്റ് കിട്ടും. സോ ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് മീൻസ് 45 into 10%. സോ 90 plus 4.5, that means 94.5 is the right answer. 94.5 is the right answer. 94.5 is the right answer. Okay. Next one. മാർക്ക് ചെയ്തേക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇഫ് ആൻ എമൗണ്ട് ഈസ് കെപ്റ്റ് അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ്, it earns an interest of rupees 600 in 2 years, but kept at compound interest, it earns an interest of rupees 660 for the same period. Then the rate of interest and principal amount. എന്താണ് ഇവർ ഈ വളച്ചൊടിച്ച് പറഞ്ഞിരിക്കുന്നത്? 2 വർഷം കൊണ്ട് കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് 600 ആണ്. 2 വർഷം കൊണ്ട് കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 660 ആണ്. സോ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് എടുക്കാമല്ലോ. ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് for 2 years. Difference between simple interest and compound interest for 2 years. So that means pi square 2 years ആകുമ്പോൾ 660 minus 600, that means pi square equal to എത്ര കിട്ടണം? 60 കിട്ടണം. സോ നേരെ നമുക്ക് ഇവിടെ വേറെ ഒന്നും ചെയ്ത് സമയം കളയരുത്. ഇവിടെ നമുക്ക് പി ഐയും കണ്ടുപിടിക്കണം. നേരെ ചോയ്സ് മെത്തേഡ്. ചോയ്സ് ഇട്ട് കൊടുത്ത് നോക്കിയേ. 1200 into 0.2 into 0.2 48 ആണ്. അല്ല. then 1200 into 10% നോക്കണ്ട, അതിലും താഴെ കിട്ടുള്ളൂ. നമുക്ക് 60 ആണ് വരേണ്ടത്. then 1500 into 0.2 into 0.2 exactly 60 വരുന്നുണ്ട്. therefore answer 1500. ചോയ്സ് മെത്തേഡിൽ 1500 into 0.20 the whole square equal to 60 കിട്ടുന്നുണ്ട്. ചോയ്സ് മെത്തേഡ്. ഓക്കെ. നെക്സ്റ്റ് വൺ. The sum invested at 4% per annum compounded semi-annually amounts to rupees 7803 at the end of 1 year. The compounded semi-annually at the end of compounded semi-annually. So ഏത് ഫോമുല യൂസ് ചെയ്യാം? A is equal to P into 1 plus I by 2 the whole raised to 2t.
7803 is equal to P into 1 plus 0.04 divided by 2 the whole raised to 2 into 1. So therefore P is equal to 1 point example 7803 is equal to P into 1.02 the whole square. P is equal to 1.02 into equal to plus here 7803 divided by MRC. 7,500. 7,500 is the right answer. So P 7,500 invest ചെയ്താലാണ് ഒരു വർഷം കഴിയുമ്പോൾ 4% ഇൻട്രസ്റ്റ് റേറ്റിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സെമി ആനുവലി ആണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നമുക്ക് 7,803 ആയിട്ട് തിരിച്ച് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ. A compound interest on a sum for 2 years is 30 more than simple interest at the rate of 5% per annum. So simple interestനെക്കാട്ടും 2 വർഷം കൊണ്ട് കിട്ടുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 30 കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2 വർഷം കൊണ്ടുള്ള സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് PI സ്ക്വയർ 30. സോ P ഇൻറ്റു 0.05 സ്ക്വയർ ഈക്വൽ ടു 30. ആണ് ഇതേപോലെ n നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ P തരും അല്ലെങ്കിൽ I തരും. നേരെ 2 വർഷത്തേക്കോ അല്ലെങ്കിൽ 3 വർഷത്തേക്കോ ഉള്ള ക്വസ്റ്റ്യൻ വന്നിരിക്കും. So 30 divided by 0.05. ഇതാണ് 12,000. Then interest portion last question. A person lent rupees 6,000 for 4 years and 8,000 for 3 years at simple interest. A person lent 6,000 for 4 years and 8,000 for 3 years simple interest. He gets 2,400 as total interest. Then the rate of interest. So എന്താ പറഞ്ഞിരിക്കുന്നത്? 6,000 രൂപ ഏതോ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ 4 വർഷത്തേക്ക് പ്ലസ് 8,000 രൂപ ഏതോ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ 3 വർഷത്തേക്ക് രണ്ടും കൂടെ കിട്ടുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് ടോട്ടൽ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 2,400. 24,000 I പ്ലസ് എത്രയാണ്? 24,000 I ഈസ് ഈക്വൽ ടു 2,400. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 24,000 2 തവണ എടുക്കുമ്പോൾ 48,000 I is equal to 2,400. That implies I is equal to 2,400 divided by 48,000. 0.05 അല്ലെങ്കിൽ 5% എന്ന് കിട്ടും. 5%. 5%. ഓക്കെ. സോ ഇത്രയാണ് നമ്മുടെ ഇൻട്രസ്റ്റ് പോർഷനിൽ വരുന്നത്. ഒന്നുകൂടെ നമുക്ക് സമ്മപ്പ് ചെയ്യാം. ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നോക്കണമെന്ന് പറയാണ്. സോ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ദെൻ ഡിപ്രിസിയേഷൻ്റെ ഒരു കേസ്. സോ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചു. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ എന്താണ്? എന്തിന് പുറത്ത് മാത്രം ഇൻട്രസ്റ്റ്, പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിങ് പ്രിൻസിപ്പലിന് പുറത്ത് മാത്രം ഇൻട്രസ്റ്റ്, എല്ലാ വർഷവും കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്ന ഫോമുല PIT. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ അക്യുമുലേറ്റഡ് എമൗണ്ട് കണ്ടുപിടിക്കുന്ന ഫോമുല P ഇൻറ്റു 1 പ്ലസ് IT. ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ നമുക്ക് 5 ഷോർട്ട് കട്ട് ഫോമുല യൂസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് അറിയാമെങ്കിൽ സം ഡബിൾ ആകാൻ എടുക്കുന്ന ടൈം പീരീഡ് എത്രയാണ്? 100 ഡിവൈഡഡ് ബൈ I ഇയേഴ്സ്. ദെൻ ടൈം പീരീഡ് T അറിയാമെങ്കിൽ സം ഡബിൾ ആകാൻ വേണ്ടി ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 100 ഡിവൈഡഡ് ബൈ T, അത്രയും പെർസെൻറ്റേജ്. ദെൻ ഇൻട്രസ്റ്റ് റേറ്റ് അറിയാമെങ്കിൽ സമ്മ n ടൈംസ് ആകാൻ എടുക്കുന്ന ടൈം പീരീഡ് എത്രയാണ്? n-1 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ I, അത്രയും ഇയേഴ്സ്. ദെൻ T അറിയാമെങ്കിൽ സമ്മ n ടൈംസ് ആകാൻ എടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? വേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? n-1 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ T, അത്രയും പെർസെൻറ്റേജ്. ഓക്കെ. ദെൻ അഞ്ചാമത്തെ സം ഓഫ് മണി ബിക്കംസ് n1 ടൈംസ് ഇൻ T1 ഇയേഴ്സ് ആൻഡ് n2 ടൈംസ് ഇൻ T2 ഇയേഴ്സ്. ദെൻ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു റേഷ്യോ, അതായത് മിസ്സിംഗ് ഫിഗർ T1 T2 ഏതാണോ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന T1 ഡിവൈഡഡ് ബൈ T2 ഇസ് ഈക്വൽ ടു n1 - 1 ഡിവൈഡഡ് ബൈ n2 - 1. സോ സിമ്പിൾ ഇൻട്രസ്റ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഇതാണ്.
മറ്റേ ഡബിൾ ആകുന്നത് അല്ലെങ്കിൽ n ടൈംസ് ആകുന്നത് 2 ടൈംസ് അല്ലെങ്കിൽ n ടൈംസ് ഇൻറ്റു n1 ടൈംസ് ഇൻ t1 ഇയേഴ്സ് ആൻഡ് n2 ടൈംസ് ഇൻ t2 ഇയേഴ്സ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് വരുമ്പോൾ ഇയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ല, ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് കൺവേർഷൻ പീരീഡ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് പീരീഡ് അനുസരിച്ചിട്ടാണ് വരുന്നത്. ദെൻ അതിനകത്ത് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് കണ്ടുപിടിക്കുന്ന ഫോമുല A is equal to B into 1 plus I the whole ratio. ഡിസ്ക്രിപ്ഷൻ കോമ്പൗണ്ടഡ് സെമി ആനുവലി ആണെങ്കിൽ എങ്ങനെ വരും? A is equal to B into 1 plus I by 2 the whole raised to 2t. കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണെങ്കിൽ എങ്ങനെ വരും? A is equal to B into 1 plus I by 4 the whole raised to 4t. Then compounded monthly ആണെങ്കിലോ A is equal to P into 1 plus I by 12 the whole raised to 12t. സോ ഇതേപോലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മാത്രമാണ് കണ്ടുപിടിക്കുന്നെങ്കിൽ P into 1 plus I the whole raised to n minus 1. സോ ഐയും എന്നും ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് ചേഞ്ച് ആക്കുക. സോ കോമ്പൗണ്ടഡ് സെമി ആനുവലി, ക്വാർട്ടർലി, മന്ത്ലി അനുസരിച്ച് മാറ്റുക. ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ നമുക്ക് ഷോർട്ട് കട്ട് ഫോമിലായിട്ട് വരുന്ന ഒരു കാര്യമാണ് സം ഓഫ് മണി becomes n times in t years, then the sum becomes n raised to m times in m into t years എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്ന ആ ഒരു ഷോർട്ട് കട്ട് ഫോമിലാണ് വരുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ. ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും സിമ്പിൾ ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ റിലേഷൻ ചോദിക്കുന്ന കേസ്. സോ ഫസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി ആണെങ്കിലാണ് ഈ റിലേഷൻ വരുന്നത്. ഫസ്റ്റ് ഇയറിൽ രണ്ടും സെയിം ആയിരിക്കും. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോഴത്തേക്കും ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന ഫോമുല വരുന്നത് PI square is equal to ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് CI മൈനസ് SI is equal to PI square. 3 വർഷത്തിലേക്ക് വരുമ്പോൾ ഡിഫറൻസ് CI മൈനസ് SI is equal to PI square into I plus 3. ഓക്കെ, അത് യൂസ് ചെയ്യാറുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. ഓക്കെ, മസ്റ്റായിട്ട് ഈ പറഞ്ഞ നമുക്ക് കോൺസെപ്ച്വലി സോൾവ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നോർമൽ വേയിലെല്ലാം ഫോമുലേറ്റ് ചെയ്യരുത്, അത് ആൻസർ കിട്ടും, ടൈം കൺസ്യൂമിങ് ആണ്. സോ നമുക്ക് 10 സെക്കൻഡിൽ തീരേണ്ട നിങ്ങൾ 1.5 മിനിറ്റ്സിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യരുത്. അതാണ് ഇനിയുള്ള ദിവസം നിങ്ങൾ ചെയ്യേണ്ടത്. ദെൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ നമുക്ക് ഡിപ്രീസിയേറ്റഡ് വാല്യൂ അല്ലെങ്കിൽ റിട്ടേൺ ഓൺ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഫോമുല എന്താണ്? C into 1 minus I the whole raised to n, where C എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് അസറ്റ് ആണ്, I റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ്, n ലൈഫ് ഓഫ് അസറ്റ് ആണ്. ദെൻ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സോ മസ്റ്റായിട്ട് എക്സാമിന് ചോദിച്ചിരിക്കും. എന്താണ് നോക്കേണ്ടത്? ഡിസ്ക്രിപ്ഷൻ, നോമിനൽ റേറ്റ് തന്നിട്ടുണ്ടാകും, കോമ്പൗണ്ടഡ് സെമി ആനുവലി ആണോ, ക്വാർട്ടർലി ആണോ, മന്ത്ലി ആണോ നോക്കുക. സോ യൂസ് ചെയ്യുന്ന ഫോമുല എന്താണ്? E is equal to 1 plus I the whole raised to n minus 1 into 100 ആണ്. കോമ്പൗണ്ടഡ് സെമി ആനുവലി ആണെങ്കിൽ ഫോമുല എങ്ങനെ മാറും? E is equal to 1 plus I by 2 the whole square minus 1 into 100. കോമ്പൗണ്ടഡ് ക്വാർട്ടർലി ആണെങ്കിലോ E is equal to 1 plus I by 4 the whole raised to 4 minus 1 into 100 ആയിട്ട് മാറും. കോമ്പൗണ്ടഡ് മന്ത്ലി ആണെങ്കിലോ E is equal to 1 plus I by 12 the whole raised to 12 minus 1 into 100 ആയിട്ട് മാറും. സോ ഇതിൻ്റെയാണ് നമ്മൾ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്തു. സോ ഇനി നമുക്ക് മേജർ ഫസ്റ്റ് ആണ് 5 to 7 മാർക്സിനുള്ള ഏരിയ. ഇത്രയും പ്രോപ്പർട്ടീസ് നമുക്ക് റിവൈസ് ചെയ്യാൻ എത്ര ടൈം വേണം, അതിൻ്റെ വെച്ചിട്ടുള്ള പ്രോപ്പർട്ടീസ്, അതായത് കറക്റ്റായിട്ട്. സോ ആ ടൈംസ് ആകുന്ന സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ ആ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കണം. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് വരുന്ന ക്വസ്റ്റ്യൻ, എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ, ദെൻ ഡിപ്രീസിയേഷൻ, ഇതെല്ലാം എക്സാമിന് വരും, നിങ്ങളുടെ എക്സാമിന് വരുന്നതാണ്. സോ അതേ കണക്കുള്ള പ്രോബ്ലം ചെയ്യുക. ദെൻ മറ്റേ ക്ലർക്ക് എന്താണ് തെറ്റായിട്ട് ഇങ്ങനെ എടുത്തു, ആക്ച്വലി ഇതായിരുന്നു, എറർ ഇത്ര വന്നു എന്ന രീതിയിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ദെൻ 2 വർഷത്തെ തന്നിട്ട് ആ ഡിഫറൻസ് വെച്ചിട്ട് നമ്മൾ കോൺസെപ്ച്വലി സോൾവ് ചെയ്യുന്ന രീതിയിലുള്ളത് അതും പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യണം. നോർമൽ വേയിൽ ചെയ്താൽ ആൻസർ കിട്ടും, ബട്ട് കൂടുതൽ ടൈം എടുക്കും, അത് ചെയ്യരുത്. നമുക്ക് ടൈമാണ് 120 മിനിറ്റ്സിൽ 100 ക്വസ്റ്റ്യൻസ് ആണ് എഴുതേണ്ടത്. അതുകൊണ്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം, ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ ചെയ്യുക. കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതേപോലെ ഈ ഷോർട്ട് കട്ട് ട്രിക്സും നമ്മുടെ ഫോമുലാസും എല്ലാം യൂസ് ചെയ്ത് ലെസ് ദാൻ 45 സെക്കൻഡ്സ് ചെയ്യണം. സോ 25-30 ക്വസ്റ്റ്യൻസ് അങ്ങനെ ചെയ്താലാണ് നമുക്ക് കറക്റ്റായിട്ട് ഒരു 80+ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഉറപ്പായിട്ടും അത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല, ടൈം മാനേജ്മെൻറ്റിലാണ് ഈ ഒരു പേപ്പറിൽ നിങ്ങൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന താഴേക്ക് പോകുന്നത്. സോ അതിനായിട്ട് ഈ പറയുന്ന ഫോമുലാസ് പ്ലസ് ഷോർട്ട് കട്ട് ഫോമുലാസ് പ്ലസ് ഈ പറയുന്ന മെത്തേഡിൽ തന്നെ ആൻസർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ സെക്കൻഡ് ഏരിയ വരുന്നത് ആന്യൂറ്റി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് ആണ്. ആന്യൂറ്റി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് ആണ്. സോ നമുക്ക് ബ്രേക്കിന് ശേഷം, ലഞ്ച് ബ്രേക്കിന് ശേഷം ഉച്ചയ്ക്ക് 2 o'clock സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ അപ് ടു ദിസ് ക്ലിയർലി?
ഓക്കെ, സോ നമുക്ക് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാം.
സോ നമ്മൾ മണി സെഷനിൽ മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസിൽ ഇൻട്രസ്റ്റ് പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സോ ഇനിയും നമുക്ക് 5 to 7 മാർക്സിന് വരാവുന്ന ഏരിയ കംപ്ലീറ്റ് ചെയ്തു. ഇതും അതേപോലെ 5 to 7 മാർക്സാണ് നമുക്ക് കയറി വരുന്നത്. 7 to 9 വരെയാണ് നമുക്ക് വരാവുന്നത്. ആനുവിറ്റി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ആനുവിറ്റി എന്നൊന്ന് മനസ്സിലാക്കാം. സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് ഓർ റെസീറ്റ് ഈസ് കാൾഡ് ആൻ ആനുവിറ്റി ഇഫ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആനുവിറ്റി ആണെങ്കിൽ 3 കണ്ടീഷൻസ് ആണ് വേണ്ടത്. അതായത് സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് ഉണ്ടാകണം, അല്ലെങ്കിൽ റെസീറ്റ്സ് ഉണ്ടാകണം. ദാറ്റ് മീൻസ് സിംഗിൾ പേയ്മെൻറ്റ് അല്ലെങ്കിൽ റെസീറ്റ് എന്തിൻ്റെ പെർവ്യൂവിൽ വരില്ല, ആനുവിറ്റി ആകില്ല. സോ ഫസ്റ്റ് കണ്ടീഷൻ, സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് ഓർ റെസീറ്റ്സ് ഉണ്ടാകണം. ദെൻ രണ്ടാമത്തെ കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ റെസീറ്റ്സ് ഉണ്ടാകണം. ദാറ്റ് മീൻസ് സിംഗിൾ പേയ്മെൻറ്റ് അല്ലെങ്കിൽ സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ റെസീറ്റ്സ് ഇല്ലെങ്കിൽ അത് ആനുവിറ്റി അല്ല. സോ ഇതിനെ നമ്മൾ സിംഗിൾ ക്യാഷ് ഫ്ലോ എന്ന രീതിയിലാണ് പറയുന്നത്. ദെൻ എമൗണ്ട് പെയ്ഡ് ഓർ റിസീവ്ഡ്, എമൗണ്ട് പെയ്ഡ് ഓർ റിസീവ്ഡ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ്. എമൗണ്ട് പെയ്ഡ് ഓർ റിസീവ്ഡ് സെയിം ആയിരിക്കണം. ദെൻ ലാസ്റ്റ് വൺ, ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പേയ്മെൻറ്റ്സ് ഓർ റെസീറ്റ്സ്, ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ പേയ്മെൻറ്റ്സ് ഓർ റെസീറ്റ്സ് എന്തായിരിക്കണം, കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ സെയിം ലെങ്ത് ആയിരിക്കണം, ടൈം ഇൻ്റർവൽ സെയിം ആയിരിക്കണം. സോ ഈ 3 കണ്ടീഷനും ക്യുമുലേറ്റീവായിട്ട് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് എന്ത് വരുന്നത്, അതിനെ ഒരു ആനുവിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്താൽ അതെന്താകില്ല, ആനുവിറ്റി ആകില്ല. സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ റെസീറ്റ്സ് ഉണ്ടാകണം, എമൗണ്ട് പെയ്ഡ് ഓർ റിസീവ്ഡ് മസ്റ്റ് ബി സെയിം ആയിരിക്കണം, ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ഏത് 2 പേയ്മെൻറ്റ്സിൻ്റെയും ഇൻ ബിറ്റ്വീൻ ടൈം എടുത്താലിരുന്ന കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, സോ ത്രൂ ഔട്ട് ദ പീരീഡ് കോൺസ്റ്റൻറ്റ് ടൈം ഇൻ്റർവലാണ് വരുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ആനുവിറ്റി. ഓക്കെ. ദെൻ സോ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്താൽ, സോ സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് ഇല്ലെങ്കിൽ ആനുവിറ്റി അല്ല, സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് ഉണ്ട് പക്ഷേ എമൗണ്ട് പെയ്ഡ് സെയിം അല്ലെങ്കിൽ ആനുവിറ്റി അല്ല, സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് ഉണ്ട് എമൗണ്ട് പെയ്ഡ് സെയിം ആണ്, ബട്ട് എന്നാൽ ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ഏത് ടൈം ഇൻ്റർവൽ എടുത്താലും എല്ലാം ഒരേപോലെ സെയിം അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നില്ല എങ്കിൽ അതും എന്താകില്ല, ആനുവിറ്റി ആകില്ല. സോ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്താൽ ആനുവിറ്റി അല്ല. ഈ 3 കണ്ടീഷനും ക്യുമുലേറ്റീവ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്ന സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ റെസീറ്റ്സിനെ നമുക്ക് എന്ത് വിളിക്കാം, ആനുവിറ്റി. ഓക്കെ. ദെൻ ടൈപ്സ് ഓഫ് ആനുവിറ്റി. ആനുവിറ്റി നമുക്ക് 2 ടൈപ്പാണുള്ളത്. ആനുവിറ്റി ആർ ഓഫ് 2 ടൈപ്സ്. സോ ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഫ്യൂച്ചർ വാല്യൂ, പ്രസൻറ്റ് വാല്യൂ ക്വസ്റ്റ്യനിലേക്ക് വരുന്നത്. ദെൻ അതിൻ്റെ ആപ്ലിക്കേഷൻ ടൈപ്സ് ഓഫ് ആനുവിറ്റിയുടെ ബേസിസിലാണ്. സോ ആനുവിറ്റി ആർ ഓഫ് 2 ടൈപ്സ്. നമുക്ക് 2 ടൈപ്സ് ആണുള്ളത്. ആനുവിറ്റി ആർ ഓഫ് 2 ടൈപ്സ്. സോ ആനുവിറ്റി റെഗുലർ, ഒന്ന് ആനുവിറ്റി റെഗുലർ അല്ലെങ്കിൽ ഓർഡിനറി ആനുവിറ്റി എന്ന് പറയും. ആനുവിറ്റി റെഗുലർ അല്ലെങ്കിൽ അതിന് വേറൊരു പേര് ഓർഡിനറി ആനുവിറ്റി. രണ്ടാമത്തത് ആനുവിറ്റി ഡ്യൂ ഓർ ആനുവിറ്റി ഇമ്മീഡിയറ്റ്. ആനുവിറ്റി ഡ്യൂ ഓർ ആനുവിറ്റി ഇമ്മീഡിയറ്റ്. സോ സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ റെസീറ്റ്സ് ഉണ്ട്, എമൗണ്ട് പെയ്ഡ് അല്ലെങ്കിൽ റിസീവ്ഡ് സെയിം ആണ്, ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പേയ്മെൻറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ഇങ്ങനെ വരുന്ന ആനുവിറ്റി 2 ടൈപ്പ് ഉണ്ട്. ഒന്നുകിൽ ആനുവിറ്റി റെഗുലർ അല്ലെങ്കിൽ ഓർഡിനറി ആനുവിറ്റി എന്ന് വിളിക്കും, അല്ലെങ്കിൽ ആനുവിറ്റി ഡ്യൂ അല്ലെങ്കിൽ ആനുവിറ്റി ഇമ്മീഡിയറ്റ്. സോ ഏത് ആനുവിറ്റിയാണ് ആനുവിറ്റി റെഗുലർ എന്ന് പറയുന്നത് മനസ്സിലാക്കാം. സോ ഈ ഫസ്റ്റ് പേയ്മെൻറ്റ് ഓർ റെസീറ്റ്, ഈ ഫസ്റ്റ് പേയ്മെൻറ്റ് ഓർ receipt is at the end of the first period. സോ ഫസ്റ്റ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ റെസീറ്റ് ഫസ്റ്റ് ഇയറിൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റ് പീരീഡിൻ്റെ എൻഡിലാണ് എങ്കിൽ, സോ ഒബിയസ്ലി സെക്കൻഡ് പേയ്മെൻറ്റ്, ഇത് ആനുവിറ്റി ആണ്, സെക്കൻഡ് പേയ്മെൻറ്റ് സെക്കൻഡ് പീരീഡ് ഉണ്ട്, തേർഡ് പീരീഡ് ഉണ്ട്, അങ്ങനെയാണ് വരുന്നതെങ്കിൽ, സോ നമ്മൾ ഫസ്റ്റ് പേയ്മെൻറ്റ് നോക്കിയാൽ മതി. ഫസ്റ്റ് പേയ്മെൻറ്റ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് പീരീഡ് ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, ആനുവിറ്റി റെഗുലർ. സോ ഫസ്റ്റ് പേയ്മെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പേയ്മെൻറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ് ആണെങ്കിൽ, എൻഡ് ഓഫ് ദ ഫസ്റ്റ് പീരീഡ് ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, ആനുവിറ്റി
regular. So annuity due എന്താണ്? If first payment or receipt is at the beginning of annuity. So first payment or receipt is at the beginning of the annuity. Annuity തുടക്കത്തിൽ അതായത് annuity due അല്ലെങ്കിൽ annuity immediate. ഫസ്റ്റ് പേയ്മെന്റ് എന്നാണ്? ഇന്നാണ്. സോ തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് പേയ്മെന്റ് ഉണ്ട്. സോ ദാറ്റ് മീൻസ് നമ്മൾ ഇയർ എടുക്കുകയാണെങ്കിൽ ഇന്ന് ഫസ്റ്റ് പേയ്മെന്റ്, സെക്കൻഡ് ഇയർ ബിഗിനിങ്ങിൽ സെക്കൻഡ് പേയ്മെന്റ്, തേർഡ് ഇയർ ബിഗിനിങ്ങിൽ തേർഡ് പേയ്മെന്റ്, അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ആന്യൂറ്റി ഡ്യൂ. സോ രണ്ട് ടൈപ്പ് ഓഫ് ആന്യൂറ്റി ഉണ്ട്. ആന്യൂറ്റി ആണെങ്കിൽ 3 കണ്ടീഷൻ: സീരീസ് ഓഫ് പേയ്മെന്റ്സ് ഓർ റെസീറ്റ്സ് ഉണ്ടാവണം, എമൗണ്ട് പെയ്ഡ് അല്ലെങ്കിൽ റെസീറ്റ് സെയിം ആവണം, ടൈം ഇന്റർവൽ ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് പേയ്മെന്റ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ആന്യൂറ്റി ആണ്. Then first payment is at the end of the first period, then annuity regular. First payment right now, ഇന്ന് തന്നെയാണ് ഫസ്റ്റ് പേയ്മെന്റ് എങ്കിൽ ആന്യൂറ്റി ഡ്യൂ അല്ലെങ്കിൽ ആന്യൂറ്റി ഇമ്മീഡിയറ്റ്. റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ, ഇമ്മീഡിയറ്റ്, ആന്യൂറ്റി ഇമ്മീഡിയറ്റ്. ദെൻ നമുക്ക് ഫ്യൂച്ചർ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ആന്യൂറ്റിയുടെ അല്ലെങ്കിൽ സിംഗിൾ ക്യാഷ് ഫ്ലോയുടെ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുന്ന ഫോർമുല നമുക്ക് ഫ്യൂച്ചർ വാല്യൂ ഈസ് ദ ക്യാഷ് വാല്യൂ ഓഫ് ആൻ ഇൻവെസ്റ്റ്മെന്റ് അറ്റ് സം ടൈം ഇൻ ഫ്യൂച്ചർ. ജനറലി നമുക്ക് പറഞ്ഞാൽ എന്താണ്? ഇന്ന് എൻ്റെ കയ്യിൽ ഒരു എമൗണ്ട് ഉണ്ട്, അതിൻ്റെ 5 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ 10 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞ് ഉള്ള എമൗണ്ടിനെ എല്ലാം നമുക്ക് എന്ത് വിളിക്കാം? ഫ്യൂച്ചർ വാല്യൂ എന്ന് വിളിക്കാം. ദെൻ നമുക്ക് ഫോർമുലയിലോട്ട് വരുമ്പോൾ ഫ്യൂച്ചർ വാല്യൂ ഇറ്റ് ഈസ് ടുമാറോസ് വാല്യൂ ഓഫ് ടുഡേയ്സ് മണി കോമ്പൗണ്ടഡ് അറ്റ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് നമുക്ക് ഇന്നത്തെ എൻ്റെ കയ്യിലുള്ള എമൗണ്ടിനെ ഇൻട്രസ്റ്റ് റേറ്റിൽ എന്ത് ചെയ്യണം? കോമ്പൗണ്ട് ചെയ്താൽ എനിക്ക് എത്ര കിട്ടും? നാളത്തെ വാല്യൂ അല്ലെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ. സോ ഡെഫിനിഷൻ വേണമെങ്കിൽ തിയറി ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. ഫ്യൂച്ചർ വാല്യൂ ഈസ് ടുമാറോസ് വാല്യൂ ഓഫ് ടുഡേയ്സ് മണി കോമ്പൗണ്ടഡ് അറ്റ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഫ്യൂച്ചർ വാല്യൂ എഫ് ഈസ് ടുമാറോസ് value of today's money compounded at the rate of interest. It is tomorrow's. അതായത് ഇന്നത്തെ എമൗണ്ടിനെ ഇൻട്രസ്റ്റ് റേറ്റിൽ കോമ്പൗണ്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നാളത്തെ വാല്യൂ അല്ലെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ. ദാറ്റ് മീൻസ് ഫ്യൂച്ചർ വാല്യൂ ഈക്വൽ ടു ഇന്നത്തെ വാല്യൂ പി ആണെങ്കിൽ അതിനെ 1 + i ഓൾ റേസ് ടു n പീരീഡ് കഴിഞ്ഞിട്ടുള്ള ചോദിച്ചാൽ ഓൾ റേസ് ടു n. ദാറ്റ് മീൻസ് പക്ക കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് കണ്ടുപിടിക്കുന്നതാണ് എന്ത്? സിംഗിൾ ക്യാഷ് ഫ്ലോയുടെ കേസിൽ ഫ്യൂച്ചർ വാല്യൂ ആയിട്ട് വരുന്നത്. ദെൻ നമുക്ക് 3 കാര്യങ്ങളാണ്: ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്യൂറ്റി റെഗുലർ അല്ലെങ്കിൽ ആന്യൂറ്റി ഡ്യൂ അല്ലെങ്കിൽ ആന്യൂറ്റി അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് എടുക്കും? സിംഗിൾ ക്യാഷ് ഫ്ലോ ആയിട്ട് എടുക്കും. സോ ഫ്യൂച്ചർ വാല്യൂ ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് ഈസ് ടുമാറോസ് വാല്യൂ ഓഫ് ടുഡേയ്സ് മണി കോമ്പൗണ്ടഡ് അറ്റ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇന്നത്തെ എമൗണ്ടിനെ എനിക്കറിയാവുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് കോമ്പൗണ്ട് ചെയ്ത് കിട്ടുന്ന നാളത്തെ വാല്യൂ, അക്യൂമുലേറ്റഡ് എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്യൂച്ചർ വാല്യൂ. സോ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്യൂറ്റി, ഫ്യൂച്ചർ വാല്യൂ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. നമുക്ക് ഒന്നുകിൽ ഫ്യൂച്ചർ വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ ഓഫ് annuity. Future value of annuity. Future value of single cash flow, future value of annuity. So future value of single cash flow നമ്മൾ ഈ പറഞ്ഞ പോലെ FOB is equal to ഇന്നത്തെ വാല്യൂ P ആണെങ്കിൽ 1 + i. സിംഗിൾ ക്യാഷ് ഫ്ലോയെ ഇൻട്രസ്റ്റ് റേറ്റിൽ എന്ത് ചെയ്തു? കോമ്പൗണ്ട് ചെയ്താൽ നമുക്ക് ഫ്യൂച്ചർ വാല്യൂ കിട്ടും. സോ ഫ്യൂച്ചർ വാല്യൂ സിംഗിൾ ക്യാഷ് ഫ്ലോ എഫ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 + i ഓൾ റേസ് ടു n എടുക്കാം. ഇന്നത്തെ പ്രസന്റ് വാല്യൂ അല്ലെങ്കിൽ ഇന്നത്തെ വാല്യൂ പി എ ഇൻട്രസ്റ്റ് റേറ്റിൽ n പീരീഡത്തേക്ക് കോമ്പൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫ്യൂച്ചർ വാല്യൂ. ദെൻ ആന്യൂറ്റിയിലേക്ക് വരികയാണെങ്കിൽ സോ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്യൂറ്റി നമുക്ക് ആന്യൂറ്റി തന്നെ 2 ടൈപ്പ് ഉണ്ട്. സോ ഒന്നുകിൽ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്യൂറ്റി റെഗുലർ ആകാം, ആന്യൂറ്റി റെഗുലർ, അല്ലെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്യൂറ്റി ഡ്യൂ ആകാം. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്യൂറ്റി റെഗുലർ കണ്ടുപിടിക്കുന്ന ഫോർമുല ഉണ്ട്. ഈ ഫോർമുലയാണ് ഓർത്ത് വെക്കുന്നത്. ഫ്യൂച്ചർ വാല്യൂ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു 1 + i ദ ഹോൾ റേസ് ടു n - 1 ദ ഹോൾ ഡിവൈഡഡ് ബൈ i. സോ ഇവിടെ ഈ എ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ സീരീസ് ഓഫ് പേയ്മെൻറ്റ്സിലെ എമൗണ്ട് ഈക്വൽ ആയിട്ട് വരുന്ന ആന്യൂറ്റി എമൗണ്ട് എന്ന് പറയാം. എ ഇസ് ഈക്വൽ ടു ആന്യൂറ്റി എമൗണ്ട്.
Then future value of annuity due. Future value of annuity due കണ്ടുപിടിക്കാൻ നമ്മൾ ഇൻഡെപ്ത് പോകുന്നില്ല, വേണ്ട ഫോമുലയാണ് നമ്മൾ പറയുന്നത്. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂ, ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂ ഇസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുന്നത് ആനുവിറ്റി റെഗുലറിൽ കിട്ടുന്നതിനെ അതിനെ 1 + i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ദാറ്റ് മീൻസ് a ഇൻറ്റു 1 + i the whole raised to n minus 1 divided by i into 1 + i. മൂന്ന് ഫോമുല. ഫ്യൂച്ചർ വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ p into 1 + i the whole raised to n. Future value of annuity regular f is equal to a into 1 + i the whole raised to n minus 1 the whole divided by i. Then future value of annuity due a into 1 + i the whole raised to n minus 1 the whole divided by i into 1 + i. ഓക്കെ, ഈ മൂന്ന് ഫോമുലയാണ് നമ്മൾ ഫ്യൂച്ചർ വാല്യൂവിൽ ഓർത്തിരിക്കേണ്ടത്. സോ എന്താണെന്ന് ആനുവിറ്റി എന്താണെന്ന് മനസ്സിലാക്കി. ദെൻ ഫ്യൂച്ചർ വാല്യൂ ഇറ്റ് ഈസ് ടുമാറോസ് വാല്യൂ ഓഫ് ടുഡേയ്സ് മണി കോമ്പൗണ്ടഡ് അറ്റ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദെൻ മൂന്ന് ഫോമുല: future value of single cash flow, future value of annuity regular, and future value of annuity due. Okay, then present value. So നമുക്ക് ഇന്നത്തെ വാല്യൂ അറിയാമെങ്കിൽ നാളത്തെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് കൊണ്ട് കോമ്പൗണ്ട് ചെയ്യണം. സോ നമുക്ക് നാളത്തെ ഫ്യൂച്ചർ വാല്യൂ അറിയാം, അതിൻ്റെ ഇന്നത്തെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഫോമുല നോക്കാം. പ്രസൻറ്റ് വാല്യൂ ഈസ് ടുഡേയ്സ് വാല്യൂ ഓഫ് ടുമാറോസ് മണി ഡിസ്കൗണ്ടഡ് അറ്റ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. It is today's value of tomorrow's money discounted at the rate of interest. It is today's value of tomorrow's money discounted at the rate of interest. Okay, present value. Present value means ഇന്നത്തെ വാല്യൂ ആണ്. ഇന്നത്തെ നാളത്തെ വാല്യൂ അറിയാം, അതിനെ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യണം. Present value is today's value of tomorrow's money discounted, that means divided, compounded means multiplied, discounted at the rate of interest. ഇവിടെ ഒന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഫ്യൂച്ചർ വാല്യൂ സിംഗിൾ ക്യാഷ് ഫ്ലോൻ്റെ കേസിൽ നമ്മൾ ഫ്യൂച്ചർ വാല്യൂ ഫോമുല പറഞ്ഞാൽ എന്തായിരുന്നു? പി ഇൻറ്റു 1 + i the whole raised to n. സോ നമുക്ക് ഫ്യൂച്ചർ വാല്യൂ അറിയാം, പി കണ്ടുപിടിക്കണം, ഇതും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. സോ ദാറ്റ് ഇംപ്ലൈസ് പി ഇസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 + i the whole. ടുമാറോസ് വാല്യൂ ഫ്യൂച്ചർ വാല്യൂവിനെ ഇൻട്രസ്റ്റ് റേറ്റിൽ ഡിസ്കൗണ്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇന്നത്തെ വാല്യൂ, ദാറ്റ് മീൻസ് പ്രസൻറ്റ് വാല്യൂ. ഓക്കെ, സോ പ്രസൻറ്റ് വാല്യൂ ഫ്യൂച്ചർ വാല്യൂയിലെ പോലെ തന്നെ മൂന്ന് ഫോമുല: പ്രസൻറ്റ് വാല്യൂ സിംഗിൾ ക്യാഷ് ഫ്ലോ, present value of annuity regular, present value of annuity due. Okay, so ഇവിടെയാണ് നമ്മളൊരു കാൽക്കുലേറ്റർ ട്രിക്ക് യൂസ് ചെയ്യുന്നത്. പ്രസൻറ്റ് വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ എന്താണ്? പി ഇസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ 1 + i the whole raised to n. Then present value of annuity, present value of annuity, so annuity regular agam, annuity due agam, annuity regular agam, annuity due agam. So annuity regular കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫോമുല, annuity regular കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫോമുല V is equal to A into PNI. So V ആണ് present value denote ചെയ്യുന്ന A annuity amount. PNI means present value factor. That means n പീരീഡിലേക്ക് I interest rate, n പീരീഡിലേക്ക് I interest rate. സോ ഇവിടെ നമുക്ക് PNI കണ്ടുപിടിക്കാൻ നമുക്ക് തിയറി ആയിട്ട് അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് പക്ഷേ എക്സാമിന് നമ്മൾ സോൾവ് ചെയ്യുന്നത് ഒരു കാൽക്കുലേറ്റർ ട്രിക്കാണ്. PNI കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഫോമുല 1 + i the whole raised to n minus 1 divided by i into 1 + i the whole raised to n. ഓക്കെ, ബട്ട് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ നമ്മളിതിനെ സോൾവ് ചെയ്യുന്നത് PNI കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കാൽക്കുലേറ്റർ ട്രിക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. PNI കണ്ടുപിടിക്കാനായിട്ട്
1 divided by 1 plus I equal to n times equal അടിക്കും equal n times then അടിക്കും then GT കാൽക്കുലേറ്ററിൽ GT പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസർ കിട്ടും നമുക്കൊന്ന് മനസ്സിലാക്കാം PNA കണ്ടുപിടിക്കും ബിക്കോസ് ഇതാണ് നമ്മുടെ ആ പ്രസൻറ്റ് വാല്യൂ സ്ഥിരം ക്വസ്റ്റൻ ആണ് പ്രസൻറ്റ് വാല്യൂവിനെ ടൈം ലിമിറ്റിൽ ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആകുന്ന ഒരു കാൽക്കുലേറ്റർ ട്രിക്കാണ് സോ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ P10 I 14% ആണെന്ന് വിചാരിക്കാം സോ PNA കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം 1 divided by 1 plus I 14% means 14 divided by 100 0.14 that means 1.14 equal എത്ര ടൈംസ് അടിക്കണം 10 times then GT കാൽക്കുലേറ്റർ എടുത്തേ സോ PNA കണ്ടുപിടിക്കുന്നുണ്ടോ എന്നും ഐയും ചേഞ്ച് ആകുന്നതനുസരിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് സോ ഇവിടെ നോക്കാം 1 divided by 1.14 equal to 10 times അടിക്കാം 1 2 3 4 5 6 7 8 9 10 സോ ബിക്കോസ് ഇവിടെ n 10 ആയതുകൊണ്ടാണ് ദെൻ നമ്മൾ എന്തടിക്കുക GT ശ്രദ്ധിക്കുക കാൽക്കുലേറ്ററിൽ 1 divided by 1.14 1 divided by 1 plus I ആണ് I ഇവിടെ 0.14 ആയതുകൊണ്ടാണ് 1 divided by 1.14 വന്നത് ദെൻ n 10 ആയതുകൊണ്ടാണ് ഈക്വൽ 10 ടൈംസ് അടിച്ചത് ദെൻ GT സോ എത്ര കിട്ടിയ ആൻസർ കാൽക്കുലേറ്ററിൽ ചെയ്തപ്പോൾ എന്ന് പറയാം ആൻസർ 5.216 ഒന്ന് ചെയ്ത് കൺഫേം ചെയ്യുക കാൽക്കുലേറ്ററിൽ ചെയ്ത് കൺഫേം ചെയ്യുക ഇപ്പം തന്നെ ഒന്ന് ചെയ്ത് കൺഫേം ചെയ്യുക ദെൻ ഇതൊന്ന് കണ്ടുപിടിക്കുക P518 അല്ലെങ്കിൽ 0.18 എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത് 1 divided by 1.18 ഈക്വൽ ടു എത്ര ടൈംസ് ഉണ്ട് ഇവിടെ n എത്രയേ ഉള്ളൂ 5 ഉള്ളൂ സോ എത്ര ടൈംസ് ഈക്വൽ അടിക്കണം ഈക്വൽ 5 ടൈംസ് ദെൻ GT കാൽക്കുലേറ്ററിൽ ഒന്ന് ചെയ്ത് നോക്കാം 1 divided by 1.18 1 2 3 4 5 then GT 3.127 ഓക്കെ സോ ഇതാണ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഫോർമുല പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഒന്ന് പറയാണ് V is equal to ഉണ്ട് ഈ ഫോർമുല മാത്രം നമ്മൾ ഒന്ന് ചെയ്തു പോവാണ് So compute annuity, present value of ACCA, it is an annuity regular for 1 period short plus initial payment എന്നുള്ളതാണ് സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഒന്ന് പഠിച്ചു നോക്കുക ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഫോർമുലയാണ് അറിഞ്ഞിരിക്കേണ്ടത് V is equal to A into P of n minus 1 I plus A that means sometimes നമുക്കുണ്ട് രണ്ട് ടേമിലും A കോമൺ ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെയും എഴുതാം A into ബ്രാക്കറ്റിനകത്ത് P n minus 1 I plus 1 ഈ രണ്ട് ഫോർമുല യൂസ് ചെയ്ത് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ ദെൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂ പ്രസൻറ്റ് വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ 3 ഫോർമുല ഓർത്ത് വെക്കേണ്ടതാണ് ഇതുവരെ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷൻസിലേക്ക് വരാം സോ ഇപ്പോൾ നമ്മൾ അന്യൂറ്റി എന്താണെന്ന് പഠിച്ചു പ്രസൻറ്റ് വാല്യൂ ഫ്യൂച്ചർ വാല്യൂ ഓക്കെ ദെൻ അതിൻ്റെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ഓരോന്നിൻ്റെയും ആപ്ലിക്കേഷൻസിലേക്ക് വരാം ക്വസ്റ്റ്യൻ നോക്കാം ഫസ്റ്റ് വൺ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നോർമലി സ്റ്റുഡൻസ് ചോദിക്കുന്ന ഡൗട്ടാണ് ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രസൻറ്റ് വാല്യൂ ആണോ ഫ്യൂച്ചർ വാല്യൂ ആണോ കണ്ടുപിടിക്കുന്നത് മനസ്സിലാക്കണം ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല എങ്കിലും ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ
പ്രസൻറ്റ് വാല്യൂ ആണോ ഫ്യൂച്ചർ വാല്യൂ ആണോ, ദെൻ സിംഗിൾ ക്യാഷ് ഫ്ലോ ആണോ, ആനുവിറ്റി റെഗുലർ ആണോ, ആനുവിറ്റി ഡ്യൂ ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കഴിഞ്ഞാൽ ഒരൊറ്റ ഫോമുല, ഈ 6 ഫോമുലയിൽ ഒരു ഫോമുല എടുക്കുക, ആൻസർ. കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആൻസറിലേക്ക് എത്താം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Mr. X invest rupees 10,000 every year starting from today for the next 10 years. Suppose interest rate is 8% per annum compounded annually. Calculate the future value. The question പറഞ്ഞിട്ടുണ്ട് എന്താണ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് നമുക്ക് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി വന്നാൽ പോരാ, ആനുവിറ്റി റെഗുലർ ആണോ ആനുവിറ്റി ഡ്യൂ ആണോ എന്ന് അറിയണം. സോ ആനുവിറ്റി റെഗുലർ ആണോ ആനുവിറ്റി ഡ്യൂ ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ എന്ത് നോക്കണം? ഫസ്റ്റ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് റെസീറ്റ്. ഇവിടെ ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് പേയ്മെൻറ്റ് എപ്പോഴാണ്? 10,000 every year starting from today. Starting from today, ഇന്ന് മുതൽ. സ്റ്റാർട്ടിങ് ഫ്രം ടുഡേ, ദാറ്റ് മീൻസ് എന്താണ്? ഫസ്റ്റ് പേയ്മെൻറ്റ് ഇന്നാണ്, അതുകൂടാതെ 10 പേയ്മെൻറ്റ്സ്. ദാറ്റ് മീൻസ് എന്താണ്? ഫസ്റ്റ് പേയ്മെൻറ്റ് എന്നാണ്? ആനുവിറ്റിയുടെ തുടക്കത്തിൽ തന്നെ. ദാറ്റ് മീൻസ് എന്താണ്? ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂ. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂ. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂ ആണിത്. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂ. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂ ഫോമുല എന്താണ്? ഫ്യൂച്ചർ വാല്യൂ ഇസ് ഈക്വൽ ടു a into 1 plus I the whole raised to n minus 1 divided by I into 1 plus I. നേരെ വാല്യൂസ് എ എത്രയാണ്? നേരെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ എത്രയാണ്? 10,000 into 1 plus I. So 1.08 the whole raised to I 10 ആണ്. Minus 1 divided by 0.08 ആണ്. 1.08. So 1 plus 0.8 the whole raised to 10 ക്വസ്റ്റ്യനിൽ ഈ ഒരു വാല്യൂ ഡയറക്റ്റ്ലി ഗീവൺ ആണ്. സോ നേരെ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ഫൈനൽ ആൻസറിലേക്ക് വരിക. അവിടെ ഇത്രയും ചെയ്യാവുള്ളൂ. ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ച് കഴിയുമ്പോൾ തന്നെ എന്ത് മനസ്സിലാക്കണം? പ്രസൻറ്റ് വാല്യൂ ആണോ ഫ്യൂച്ചർ വാല്യൂ ആണോ, ദെൻ ആനുവിറ്റി റെഗുലർ ആണോ ആനുവിറ്റി ഡ്യൂ ആണോ സിംഗിൾ ക്യാഷ് ഫ്ലോ ആണോ. ഓക്കെ, സോ നേരെ നമുക്ക് 1.08 the whole raised to 10 ഈ വാല്യൂ ഇട്ട് കൊടുക്കാം. 2.158925 minus 1 divided by 0.08 into 1.08 into 10,000. So 1,56,454.87. 1,56,454.875. that means 88. Choice A is the right answer. Choice A is the right answer. Okay, le. Yeah. Second one. The present value of an annuity of rupees 3,000 for 15 years at 4.5% per annum. So പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. ആനുവിറ്റി എമൗണ്ട് എത്രയാണ്? 3,000. എത്ര വർഷത്തേക്കുണ്ട്? 15 വർഷത്തേക്കുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 4.5. സോ പ്രത്യേകിച്ച് ഇത് എന്ത് ടൈപ്പ് ഓഫ് ആനുവിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ അസംഷൻ എന്താണ്? ഫസ്റ്റ് പേയ്മെൻറ്റ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ് എന്ന ക്വസ്റ്റ്യനിൽ ഒന്നെങ്കിൽ ഫസ്റ്റ് പേയ്മെൻറ്റ് ഇപ്പോൾ തുടങ്ങുന്നോ അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് പീരീഡ് എന്നൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് പേയ്മെൻറ്റ് നമുക്കറിയാം, സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് ഉണ്ട്. ആനുവിറ്റി ആണെന്ന് ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലായി. പക്ഷേ ഫസ്റ്റ് പേയ്മെൻറ്റിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ എല്ലാ ആനുവിറ്റി എന്താണ്? ആനുവിറ്റി റെഗുലർ അല്ലെങ്കിൽ ഓർഡിനറി ആനുവിറ്റി ആണ്. ദാറ്റ് മീൻസ് അസംഷൻ എന്താണ്? ഫസ്റ്റ് പേയ്മെൻറ്റ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് പീരീഡ്. സോ പ്രസൻറ്റ് വാല്യൂ ഓഫ് annuity regular. Present value of annuity regular. Present value of annuity regular. Formula എടുക്കുന്ന V is equal to A into PNI. V is equal to A into PNI. So present value കണ്ടുപിടിക്കണം. A എത്രയാണ്? 3,000 into PNI. P എത്രയാണ്? 15 ആണ്. I 0.045. 0.045.
3000 into ഇത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ് 1 divided by 1.045 equal to എത്ര ടൈംസ് അടിക്കണം 15 times then GT. Calculator 1 divided by 1.045 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 GT into 3000. Right answer 32,218.637. 32,218.637. ചോയ്സിലായിട്ട് അടുത്ത് വരുന്ന ആൻസർ പിക്ക് ചെയ്യുക. Then third question. How much amount is required to be invested? How much amount required to be invested every year so as to accumulate rupees 3 lakhs ഉണ്ടോ നമുക്ക് 3 lakh at the end of the 10 years if interest is compounded annually 10%. So ഇവിടെ നോക്കാം നമുക്ക് how much amount is required to be invested every year. Invested every year ഇതിൽ നിന്നാണ് series of payments ഉണ്ട് annuity ആണ് series of payments ഉണ്ട് annuity ആണ്. So as to accumulate 3 lakhs at the end of 10 years. So 3 lakh rupees എന്നാണ് വേണ്ടത് ഇന്നാണോ? സോ ഞാൻ സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് കൊടുക്കുകയാണ്. എനിക്ക് 3 lakh rupees വേണ്ടത് അറ്റ് ദ എൻഡ് ഓഫ് 10 years. ദാറ്റ് മീൻസ് ഫ്യൂച്ചറിലാണ് 10 വർഷത്തിന് ശേഷമാണ് എനിക്ക് എന്ത് വേണ്ടത് 3 lakh rupees വേണ്ട. അതിനായിട്ട് ഞാൻ എന്താണ് ഈക്വൽ എമൗണ്ട് പേ ചെയ്യുകയാണ്. ദാറ്റ് മീൻസ് ആന്യൂറ്റി. സോ എമൗണ്ട് വേണ്ടത് 10 വർഷത്തിന് ശേഷമാണ്. ദാറ്റ് മീൻസ് ഫ്യൂച്ചർ വാല്യൂ ആണ്. അതിനായിട്ട് സിംഗിൾ പേയ്മെൻ്റ് അല്ല സീരീസ് ഓഫ് പേയ്മെൻറ്റ് എല്ലാ വർഷവും എവറി ഇയർ പേയ്മെൻ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്യൂറ്റി റെഗുലർ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്യൂറ്റി റെഗുലർ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്യൂറ്റി റെഗുലർ. ഓക്കെ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്യൂറ്റി റെഗുലർ ഫോമുല എന്താണ് future value is equal to a into 1 plus I the whole raised to n minus 1 divided by I. So future value അറിയാം 3 lakhs. annuity amount ആണ് കണ്ടുപിടിക്കേണ്ടത് a into 1.10 the whole raised to 10 minus 1 divided by 0.10. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒറ്റ സ്ട്രെച്ചിൽ ഒറ്റയടിക്ക് എ ആന്യൂറ്റി എമൗണ്ട് കണ്ടുപിടിക്കണം. സോ കണ്ടുപിടിക്കാനായിട്ട് 1.1 ഇൻറ്റു 2 ടൈംസ് 3 4 5 6 7 8 9 10 മൈനസ് 1 ഡിവൈഡഡ് ബൈ 0.1 ഈക്വൽ അടിക്കുക n പ്ലസ് 10 3 lakh ഡിവൈഡ് ബൈ MRC ഈക്വൽ റൈറ്റ് 18,823 18,823.61 8. നമ്മുടെ ചോയ്സ് ഏറ്റവും അടുത്ത് വരുന്നത് 18,823.65. ചോയ്സ് എ ഈസ് ദ റൈറ്റ് ആൻസർ. ചോയ്സ് എ ഈസ് ദ റൈറ്റ് ആൻസർ. സോ ഇത് ആന്യൂറ്റിയുടെ ആപ്ലിക്കേഷനാണ്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ വി പർച്ചേസസ് ദ ലോണിൻ്റെ ആപ്ലിക്കേഷൻ. We purchases a car for rupees 5,50,000 and he gets a loan of 5 lakh at 15% per annum from a bank balance 50,000 pays at the time of purchase. If he has to pay the whole amount of loan in 12 monthly, so they get 12 monthly installments with the interest starting from the with the interest starting from the end of the first month. So നമുക്ക് 5,50,000 ഒരു കാറ് വാങ്ങിച്ചു. ആ 50,000 നമ്മൾ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തു. ദെൻ ഫോർ 5 lakh rupees ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ എപ്പോഴും ശ്രദ്ധിക്കുക. ലോൺ എന്ന് കണ്ടാൽ ഉടനെ ഓർത്തോണം ലോണിൻ്റെ ഇത് കേസ് ഇതാണ്.
സോ ലോണിൻ്റെ കേസ്, ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റ് വാല്യൂവിൻ്റെ ആപ്ലിക്കേഷനാണ്. എന്തുകൊണ്ടാണ് ഇത് പ്രസൻറ്റ് വാല്യൂവിൻ്റെ ആപ്ലിക്കേഷൻ എന്നൊന്ന് മനസ്സിലാക്കുക. സോ നമ്മൾ ലോൺ അപ്ലൈ ചെയ്തു, ലോണിൻ്റെ വേണ്ട പ്രൊസീജിയർ എല്ലാം കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പ്രൊസീജിയർ എല്ലാം കംപ്ലൈൻറ്റ്, ഒന്നുകിൽ ചെക്ക് അല്ലെങ്കിൽ DD അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്ക് എന്നായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇന്ന് എല്ലാം ലോണിൻ്റെ പ്രൊസീജിയർ എല്ലാം കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ദാറ്റ് മീൻസ് എനിക്ക് എന്നാണ് കിട്ടുന്നത്, ലോൺ എമൗണ്ട് കിട്ടുന്നത് ഇന്നാണ്. സോ ഇന്ന് കിട്ടുക മീൻസ് എന്താണ്, പ്രസൻറ്റ് വാല്യൂ. സോ ഇന്ന് ലോൺ കിട്ടിയാൽ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ഞാൻ എന്താണ് ഫ്യൂച്ചറിലാണ് ഈക്വൽ പേയ്മെൻറ്റ്സ് ആയിട്ട് ആനുവിറ്റി ആയിട്ട് അടയ്ക്കുന്നത്. സോ ലോൺ എമൗണ്ട് കിട്ടുന്നത് ഇന്നായതുകൊണ്ട് നമുക്ക് ലോണിൻ്റെ എല്ലാം എന്തിൻ്റെ ആപ്ലിക്കേഷനാണ്, ലോൺ പ്രോബ്ലം എല്ലാം തന്നെ പ്രസൻറ്റ് വാല്യൂവിൻ്റെ ആപ്ലിക്കേഷനാണ്. സോ ഇവിടെ നോക്കാം. സോ ദാറ്റ് മീൻസ് ഇതിനകത്ത് പറയുന്നിട്ടുണ്ട് 12 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ടാണ്, മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റ് ആണ്. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് മന്ത്. സോ ദാറ്റ് മീൻസ് ലോൺ പ്രസൻറ്റ് വാല്യൂ ഓഫ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് പേയ്മെൻറ്റ് ഈസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് മന്ത് ആണ്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ, പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ. സോ കാറിന് എമൗണ്ട് എത്രയാണ്, 5,50,000. ഡൗൺ പേയ്മെൻ്റ് ആയിട്ടൊരു 50,000 പേ ചെയ്യുന്നുണ്ട്. therefore ലോൺ ലോൺ ആയിട്ടൊരു 5 lakh rupees കിട്ടുന്നുണ്ട്. സോ ലോൺ വന്നു ഞാൻ ഇന്ന് കിട്ടി, ഇത് ഞാൻ സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് ആയിട്ടാണ് തിരിച്ചു കൊടുക്കുന്നത്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ലോൺ വന്നാൽ എന്തിൻ്റെ ആപ്ലിക്കേഷനാണ്, പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി. ഇവിടെ ഫസ്റ്റ് പേയ്മെൻറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫസ്റ്റ് മന്ത് ആയതുകൊണ്ട് റെഗുലർ. സോ ഏത് ഫോമിൽ എടുക്കാം, V is equal to A into PNI. ഇവിടെ നമുക്ക് ലോൺ എമൗണ്ട് അറിയാം 5 lakh ആണ്, പ്രസൻറ്റ് വാല്യൂ 5 lakh ആണ്, A ആണ് കണ്ടുപിടിക്കേണ്ടത്, P N എത്രയാണ് 12 മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്സ് ഉണ്ടോ, N മന്താണ്, ഇയർ അല്ല. ദെൻ നമുക്ക് ഇൻട്രസ്റ്റും എങ്ങോട്ട് മാറ്റണം, 15% പെർ ആനം ആണ്, നമുക്ക് മന്ത്ലി ഇൻട്രസ്റ്റ് ഉൾപ്പെടെ മന്ത്ലി ആണ് നമ്മൾ പേ ചെയ്യുന്നത്. ദെർഫോർ ഇൻട്രസ്റ്റും മന്ത്ലിലേക്ക് മാറ്റണം. ദെർഫോർ I എത്ര വരും, 0.15 ഡിവൈഡഡ് ബൈ 12, 0.15 ഡിവൈഡഡ് ബൈ 12, 0.15 ഡിവൈഡഡ് ബൈ 12 റൈറ്റും 0.125, 0.125, 0.125. ഓക്കെ. സോ ഇനി നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള ഇതറിയാം, കാൽക്കുലേറ്റർ ട്രിക്ക് അറിയാം. PNI കിട്ടിക്കഴിഞ്ഞാൽ, സോ PNI കിട്ടിക്കഴിഞ്ഞാൽ നേരെ നമുക്ക് A കണ്ടുപിടിക്കാനായിട്ട് വരാം. സോ 5 lakhs is equal to A into 1 divided by 1.0125 equal to 12 times then GT. Equal to 12 times then GT. Okay. Then A കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് RHS ലീവ് വാല്യൂ കണ്ടുപിടിക്കാം. നേരെ മെമ്മറിലേക്ക് ഇട്ട് കൊടുക്കുക. 5 lakh ഡിവൈഡ് ബൈ MRC ആൻസർ. സോ 1 ഡിവൈഡഡ് ബൈ 1.0125, 1 2 3 4 5 6 7 8 9 10 11 12 GT M plus 5 lakh divided by MRC equal. So എത്ര കിട്ടും, 45,129, 45,129.156, 45,129. സോ 45,129 129 ഏറ്റവും അടുത്ത് വരുന്നത് 45,130. റൗണ്ട് ഓഫ് ഡിഫറൻസ് ആണ്. ഏറ്റവും അടുത്തുള്ള ചോയ്സ് എടുക്കുക, അല്ലാണ്ട് നൺ ഓഫ് ദീസ് എടുക്കരുത്. ഓക്കെ. ദെൻ സിങ്കിങ് ഫണ്ട് എന്നുള്ളത് ആപ്ലിക്കേഷനാണ്. സിങ്കിങ് ഫണ്ട് എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. സോ നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഇത്ര വർഷം ഫ്യൂച്ചറിലേക്ക് ഒരു ഡെപ്റ്റ് അല്ലെങ്കിൽ നമുക്കൊരു മെഷീനറിയുടെ കേസ് എടുക്കുകയാണ്. 10 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴുള്ള മെഷീനറി മാറേണ്ടി വരും. 10 വർഷത്തിന് ശേഷം ഒരു 10 lakh rupees വേണ്ടി വരും. 10 lakh rupees വേണ്ടി വരും.
സോ അതിന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ നമ്മൾ സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ്, അതായത് ഓരോ വർഷം 10 വർഷം കഴിഞ്ഞ് ഒറ്റയടിക്ക് എനിക്ക് 10 lakh എടുക്കാൻ പറ്റില്ല. സോ അതിനുവേണ്ടി ഞാൻ എന്താണ് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ കൂട്ടിയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ ഇൻട്രസ്റ്റ് ഉൾപ്പെടെ കൂട്ടിയിട്ട് 10 വർഷം കഴിയുമ്പോൾ എനിക്ക് എത്ര തിരിച്ചു കിട്ടണം? 10 lakh rupees തിരിച്ചു കിട്ടണം. അതാണ് എന്തിൻ്റെ കോൺസെപ്റ്റ്. സോ 10 വർഷം ഞാൻ എന്താണ് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ കൂട്ടിയിട്ട് സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് ആണ്. 10 വർഷം കഴിയുമ്പോൾ എനിക്ക് 10 lakh കിട്ടണം. എന്തിനു വേണ്ടിയിട്ടാണ്? മെഷീനറി അല്ലെങ്കിൽ ഡിബഞ്ചർ റിഡംഷൻ ആകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസറ്റ് പർച്ചേസ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ എന്തും ആകാം നമ്മുടെ. സോ എനിക്ക് എന്താണ് ഫ്യൂച്ചറിലേക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു എക്സ്പെൻഡിച്ചർ, ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ മീൻസ് എന്താണ്? ഫ്യൂച്ചർ വാല്യൂ. സോ സിങ്കിങ് ഫണ്ട് എന്ന് കണ്ടാൽ ഉടനെ ഓർത്തോണം എന്തിൻ്റെ ആപ്ലിക്കേഷനാണ്? ഫ്യൂച്ചർ വാല്യൂ. സോ ഇവിടെ കണ്ടിരിക്കുന്നു സിങ്കിങ് ഫണ്ട്. സോ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ചേർത്ത് സീരീസ് ഓഫ് ഈക്വൽ പേയ്മെൻറ്റ്സ്, അതായത് ആനുവിറ്റി. സോ സിങ്കിങ് ഫണ്ട് എന്ന് കണ്ടാൽ ഉടനെ ഓർത്തോണം ആനുവിറ്റി ആണ്. ദെൻ സിങ്കിങ് ഫണ്ട് കണ്ടാൽ ഉടനെ ഓർത്തോണം ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി. സോ അത് റെഗുലർ ആകാം, ഡ്യൂ ആകാം. സോ ഇവിടെ എ കമ്പനി എസ്റ്റാബ്ലിഷസ് എ സിങ്കിങ് ഫണ്ട് ടു പ്രൊവൈഡ് പേയ്മെൻറ്റ് ഓഫ് ₹2 lakh ഡെപ്റ്റ് മെച്യൂറിങ് ഇൻ 20 years. 20 വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്ന എനിക്ക് 2 lakhൻ്റെ ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടാകും. അതിനുവേണ്ടിയാണ് ഞാൻ സിങ്കിങ് ഫണ്ട്. ദാറ്റ് മീൻസ് എനിക്ക് എപ്പോഴാണ് വേണ്ടത്? 20 വർഷം കഴിഞ്ഞ്. സിങ്കിങ് ഫണ്ട് എന്ന് കണ്ടാൽ ഉടനെ ഓർത്തോണം എന്താണ്? ഫ്യൂച്ചറിലെ എക്സ്പെൻഡിച്ചർ, ഫ്യൂച്ചർ വാല്യൂ. കോൺട്രിബ്യൂഷൻ ടു ദിസ് ഫണ്ട് ആർ മെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് എവരി ഇയർ. That means എന്തായി അത്? every year end. First payment is at the end of the first year. That means എന്താണ്? regular. So sinking fund ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് ഈക്വൽ സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് ആണ്. സിങ്കിങ് ഫണ്ട് എന്ന് കണ്ടാൽ ഉടനെ ഓർത്തോണം ഫ്യൂച്ചർ വാല്യൂ. ഇവിടെ എന്താണ്? ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി ക്വസ്റ്റ്യനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് റെഗുലർ. ഫ്യൂച്ചർ വാല്യൂ സിങ്കിങ് ഫണ്ട് മീൻസ് എന്താ? സിങ്കിങ് ഫണ്ട് എന്നുള്ള വേർഡ് കണ്ടാൽ ഓർത്തോണം ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി വെച്ചിട്ടായിരിക്കും നമ്മൾ സോൾവ് ചെയ്യുന്നത്. ദെൻ സിങ്കിങ് ഫണ്ട് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ. നമുക്ക് എങ്ങനെ എടുക്കാം ഫോർമുല? ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ, ഫ്യൂച്ചർ വാല്യൂ ഇസ് ഈക്വൽ ടു A into 1 plus I the whole raised to n minus 1 the whole divided by I. A into 1 plus I the whole raised to n minus 1 divided by I. സോ ഫ്യൂച്ചർ വാല്യൂ നമുക്കറിയാം 2 lakhs ആണ് 20 വർഷം കഴിഞ്ഞ് വേണ്ടത്. എ ആണ് കണ്ടുപിടിക്കേണ്ടത്. 1.05 raised to 20 minus 1 divided by 0.05. 1.05 into equal to times 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. Then minus 1 divided by 0.05 equal അടിക്കുക. സോ 2 lakhനെ ഈ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പേപ്പറിൽ എഴുതാൻ നിൽക്കരുത്. യൂസ് കാൽക്കുലേറ്റർ വൈസ്ലി. സോ നേരെ എന്ത് ചെയ്യുക? അത് മെമ്മറിയിലേക്ക് സേവ് ചെയ്യുക. 2 lakh divided by MRC equal 6,048. 6,048.517. സോ നമ്മുടെ ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്നത് 6,049. 6,049 is the right answer. 6,049 is the right answer. Okay, then ഒരുപാട് തവണ എക്സാമിനൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. രാജ ഏജ് 40 wishes his wife Rani to have 40 lakhs at his death. എന്താണ് രാജ വിചാരിച്ചത്? അയാളുടെ മരണം സംഭവിക്കുമ്പോൾ വൈഫിന് 40 ലക്ഷം രൂപ അക്കൗണ്ടിൽ ഉണ്ടാക്കണം. ഹിസ് എക്സ്പെക്ടേഷൻ ഓഫ് ലൈഫ് ഈസ് അനദർ 30 years. ദാറ്റ് മീൻസ് എന്താണ്? 30 വർഷം കഴിയുമ്പോഴാണ് എന്ത് വേണ്ടത്? 40 ലക്ഷം. അയാളുടെ മരണം സംഭവിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിൽ വൈഫിന് വേണ്ടിയിട്ട് 40 ലക്ഷം രൂപ വേണമെന്നാണ് അയാൾ പ്ലാൻ ചെയ്യുന്നത്. സോ ഹി മേക്സ് ഫോർ another 30 years and he starts making equal annual investments commencing now. So equal annual investments commencing now. Equal annual investments commencing now. So equal annual investments എന്ന് പറയുമ്പോൾ തന്നെ അത് എന്തായി? annuity ആയി. commencing now. So ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. that means annuity due. So that means 30 വർഷം കഴിഞ്ഞിട്ട് 40 ലക്ഷം രൂപ വേണം. അതിനായിട്ട് സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് ഉണ്ട്. ഇന്ന് കമൻസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്? 30 വർഷം കഴിയുമ്പോൾ എന്നുള്ള ഫ്യൂച്ചർ വാല്യൂ ഓഫ്
annuity commence ചെയ്യുന്നത് ഫസ്റ്റ് പേയ്മെൻറ്റ് ടുഡേ തുടക്കത്തിൽ തന്നെയുണ്ട് annuity due. സോ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂ ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലായി. ഉണ്ടോ? ഇത് ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ തന്നെ ഇതെല്ലാം കറക്റ്റായിട്ട് വേർഡ് പിക്ക് ചെയ്ത് ആൻസറിലേക്ക് എത്തണം. സോ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ ഫോർമുല അറിയാം, ആനുവിറ്റി ഡ്യൂ ഫോർമുല അറിയാം, a into 1 plus I the whole raised to n minus 1 divided by I into 1 plus I. സോ ഫ്യൂച്ചർ വാല്യൂ അറിയാം നമുക്ക് 40 ലക്ഷമാണ് വേണ്ടത്. എ ആണ് കണ്ടുപിടിക്കേണ്ടത്. 1.03 the whole raised to 30 minus 1 divided by 0.03 into 1.03. Now 1.03 raised to 30 ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, ഗിവൺ അല്ല, നേരെ കണ്ടുപിടിക്കുക. 1.03 into equal to times 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 15, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. Minus 1 divided by 0.03 into 1.03. കിട്ടിയത് പ്ലസ് ചെയ്യാം. 40 lakh divided by MRC ഈക്വൽ അടിക്കുക. സോ എ ഈക്വൽ, ഇൻ ബിറ്റ്വീൻ സ്റ്റെപ്പ് ഒന്നും എഴുതി പ്രാക്ടീസ് ചെയ്യരുത്, കാൽക്കുലേറ്റർ മാത്രം യൂസ് ചെയ്ത് 81,628.19. 81,628.19. 81,628 is the ഏറ്റവും അടുത്ത് വരുന്ന ആൻസർ. 81,628. Then ക്വസ്റ്റൻ ഒത്തിരി പേര് മിസ്റ്റേക്ക് വരുത്തിയൊരു ക്വസ്റ്റനാണ്, സിമ്പിൾ ക്വസ്റ്റനാണ്. ബട്ട് അതിനകത്ത് ചില വേർഡ് തെറ്റായ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത് മിസ്റ്റേക്ക് വരുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റനാണ്. His father wishes to have rupees 75,000 in a bank account when his college expenses begin. How much amount his father should deposit now at 6.5% compounded annually if A is to start college in 8 years hence from now? എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? എയുടെ ഫാദർ പ്ലാൻ ചെയ്തു, എയുടെ കോളേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ബാങ്ക് അക്കൗണ്ടിൽ 75,000 രൂപ വേണം, അഡ്മിഷൻ പല കാര്യങ്ങൾക്കായിട്ടായിരിക്കും. ദെൻ എന്നാണ് കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇന്നാണോ? അല്ല, 8 വർഷത്തിന് ശേഷം. ദാറ്റ് മീൻസ് ഒബ്വിയസ്ലി ഫ്യൂച്ചർ വാല്യൂ. സോ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ഡാഷ് ആനുവിറ്റി റെഗുലർ ആണോ, ആനുവിറ്റി ഡ്യൂ ആണോ, അല്ലെങ്കിൽ സിംഗിൾ ക്യാഷ് ഫ്ലോ ആണോ എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. സോ അതിനായിട്ട് ഹൗ മച്ച് എമൗണ്ട് ഹിസ് ഫാദർ ഷുഡ് ഡെപ്പോസിറ്റ് നൗ. ഹൗ മച്ച് എമൗണ്ട് ഹിസ് ഫാദർ ഷുഡ് ഡെപ്പോസിറ്റ് നൗ. അപ്പോൾ ഈ നൗ എന്ന് കണ്ട ഉടനെ തന്നെ ആൾക്കാർ ഇത് നൗ ഫസ്റ്റ് പേയ്മെൻറ്റ് ഇന്നാണ്, അതുകൊണ്ട് ആനുവിറ്റി ഡ്യൂ ആണെന്ന് എടുക്കും. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ആനുവിറ്റി ആകണമെങ്കിൽ എന്ത് വേണം? സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് വേണം. ഈ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും എയുടെ ഫാദർ 8 വർഷവും ഈക്വൽ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നെന്ന് പറയുന്നുണ്ടോ? ഇല്ല. എയുടെ ഫാദർ തീരുമാനിക്കുകയാണ് എയുടെ കോളേജ് തുടങ്ങുമ്പോഴത്തേക്കും എത്രയാണ്? 75,000 രൂപ വേണം. അതിനായിട്ട് ഇന്ന് വൺ ടൈം ഒറ്റ തവണ ഞാൻ എന്ത് ചെയ്യണം? ഒരു സിംഗിൾ പേയ്മെൻ്റ് ആണ്. സോ ഇതിനകത്ത് എന്തിൻ്റെ ഇമ്പാക്റ്റേ ഇല്ല? ആനുവിറ്റിയുടെ ഇമ്പാക്റ്റേ ഇല്ല. സോ ഫോർമുല എന്താണ് വരുന്നത്? ഫ്യൂച്ചർ വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ. Future value of single cash flow. Future value of single cash flow. Okay. Then so future value of single cash flow formula എങ്ങനെ എടുക്കാം? future value is equal to P into 1 plus I the whole raised to n. P into 1 plus I the whole raised to n. So future value നമുക്കറിയാം 75,000 is equal to P into 1.065 the whole raised to 8. പി കണ്ടുപിടിച്ചാൽ മതി. സിംഗിൾ ക്യാഷ് ഫ്ലോ ആണ്. നൗ എന്ന് പറയുന്ന വേർഡ് കണ്ടിട്ട് പലരും ഇത് ആനുവിറ്റി ഡ്യൂ ആയിട്ട് എടുത്ത് മിസ്റ്റേക്ക് വരുത്തിയൊരു ക്വസ്റ്റൻ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ആനുവിറ്റി ആണെങ്കിൽ സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് ഉണ്ട്, ഈക്വൽ പേയ്മെൻറ്റ്സ് ഉണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും പറഞ്ഞിരിക്കണം. ഇവിടെ അങ്ങനെ ഒരു കാര്യമേ പറഞ്ഞിട്ടില്ല. സോ ദാറ്റ് മീൻസ് 8 വർഷം കഴിഞ്ഞ് 75,000 രൂപ വേണം. അതിനായിട്ട് ഇന്ന് എത്ര ഡെപ്പോസിറ്റ് ചെയ്യണം? വൺ ടൈം ഡെപ്പോസിറ്റ് ആണ്. സോ ഫ്യൂച്ചർ വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ കണ്ടുപിടിക്കാം. 1.065 times 10 plus 75,000 divided by MRC. 45,317.339.
45,300 ഇത് ടൈപ്പിംഗ് എറർ ആയിരിക്കും 317 അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് വരുന്നത് 316 എന്നുള്ള അതായിരിക്കും 317. Okay, then so application of annuity അതിനകത്ത് leasing. So നമ്മൾ പ്രോബ്ലം വെച്ചിട്ട് ആ കോൺസെപ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. കമ്പനി may obtain a machine either by leasing it for 5 years or at an annual rent of 2,000 or by purchasing the machine for rupees 8,100. The company can borrow money at 18% per annum. Which alternative is preferable? സോ ലീസിങ് ഓൾട്ടർനേറ്റീവ് ആണോ അല്ലെങ്കിൽ ലീസിങ് ആണോ അല്ലെങ്കിൽ പർച്ചേസ് ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നതാണോ നല്ലത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ലീസിങ് എന്ന് കണ്ടാൽ ഓർത്തോണം, നമുക്ക് ലീസിങ് ആനുവിറ്റിയുടെ ആപ്ലിക്കേഷനാണ്. ലീസിങ് കണ്ടാൽ ഓർത്തോണം. സോ ലോൺ പോലെ തന്നെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ആണ്. ലീസിങ് എന്നുള്ള വേർഡ് കണ്ടാൽ ഓർത്തോണം. ലോൺ പോലെ തന്നെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ആണ്. സിങ്കിങ് ഫണ്ട് എന്ന് കണ്ടാൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി. ലീസിങ് മീൻസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി. സോ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. കമ്പനി മേ ഒബ്റ്റൈൻ മെഷീൻ എയ്തർ ബൈ ലീസിങ് ഇറ്റ് ഫോർ 5 years. സോ ഒന്നുകിൽ ലീസ് 5 വർഷത്തേക്ക് 2,000 രൂപ കൊടുത്ത് റെൻറ്റ് കൊടുത്ത് ഇത് ചെയ്യാം, റെൻറ്റിനെടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാം. നോക്കുക, പർച്ചേസ് ആണെങ്കിൽ rupees 8,100 ആണ്. ലീസിങ് ആണെങ്കിലോ എത്രയാണ്? 2,000 വെച്ചിട്ട് എത്ര വർഷത്തേക്കാണ്? 5 years. പേ ചെയ്ത് ഇങ്ങനെയാണ് നമുക്ക് 2 ഓപ്ഷൻ ഉള്ളത്. സോ പർച്ചേസ് ആണെങ്കിൽ നമ്മൾ എന്ന് പർച്ചേസ് ചെയ്യും? ഇന്ന്, അല്ലേ? സോ പ്രസൻറ്റ് വാല്യൂ ആയിരിക്കും. പർച്ചേസ് ആണെങ്കിൽ 8,000 കടയിൽ ഷോപ്പിൽ ചെന്നു 8,100 രൂപ കൊടുത്തു, ആ ഒരു മെഷീൻ പർച്ചേസ് ചെയ്തു. സോ പർച്ചേസ് ആണെങ്കിൽ നമുക്ക് പ്രസൻറ്റ് വാല്യൂ ആയിരിക്കും ഔട്ട്ഫ്ലോ, കയ്യിൽ നിന്ന് ചിലവാകുന്നല്ലേ. സോ ലീസിങ് ആണ് നമുക്ക് നോർമലി സ്റ്റുഡൻസ് ചെയ്യുന്ന മിസ്റ്റേക്ക്. ഇവിടെ 8,100. സോ ലീസിങ് ആണെങ്കിൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 10,000 വരും. അതുകൊണ്ട് 8,100 ആണ് നല്ലതെന്ന രീതിയിൽ തെറ്റായ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യും. അങ്ങനെയല്ല. സോ ഇത് നമുക്ക് കമ്പയർ ചെയ്യണമെങ്കിൽ ഈക്വൽ ലൈക്ക് ഇത് പ്രസൻറ്റ് വാല്യൂ ആണ് 8,100. ലീസിങ് ആണെങ്കിൽ 2,000 വെച്ച് കൊടുക്കുന്ന ഇന്നാണോ? അല്ല, ഒന്ന് ഫസ്റ്റ് ഇയർ ഉണ്ട്, ഒന്ന് സെക്കൻഡ് ഇയർ ഉണ്ട്, തേർഡ് ഇയർ ഉണ്ട്, ഫോർത്ത് ഇയർ ഉണ്ട്, ഫിഫ്ത്ത് ഇയർ ഉണ്ട്. ദാറ്റ് മീൻസ് അതെല്ലാം എന്താണ്? സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് വരുന്നുണ്ട്, ഈക്വൽ എമൗണ്ട് വരുന്നുണ്ട്. ആനുവിറ്റി അതിൻ്റെ ഇന്നത്തെ വാല്യൂ കൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ത്? ലീസിങ് ഈസ് പ്രസൻറ്റ് വാല്യൂ. സോ ഈ ലീസ് എമൗണ്ടിൻ്റെ ഇന്നത്തെ വാല്യൂ കണ്ടുപിടിക്കാം. ദാറ്റ് മീൻസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി. പ്രത്യേകിച്ചൊന്നും പറയാത്തതുകൊണ്ട് ആനുവിറ്റി റെഗുലർ. പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് പേയ്മെൻറ്റിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ, ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. സോ ഫസ്റ്റ് പേയ്മെൻറ്റ് പറഞ്ഞിട്ടില്ല. ദെർഫോർ ആനുവിറ്റി റെഗുലർ. ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 18%. സോ നമുക്കിങ്ങനെ എഴുതാം, ഇതിൻ്റെ ഇന്നത്തെ വാല്യൂ അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ, ഈ ആനുവിറ്റിയുടെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. സോ ലീസിങ് മീൻസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി. പി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു PNI. അതായത് ഈ 2,000 വെച്ച് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് വെച്ച് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഇന്നത്തെ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ വാല്യൂ നമുക്കറിയാം 8,100 ആണ്. സോ എ എത്രയാണ്? 2,000 ഇൻറ്റു PN 5 I 0.18. So that means 2,000 into 1 divided by 1.18 equal 5 times GT. 5 times GT. So 1 divided by 1.18, 1, 2, 3, 4, 5, 10 GT into 2,000, 6,254.34. സോ നമ്മുടെ ഡിസ്കൗണ്ടിങ് റേറ്റ് വെച്ചിട്ട്
2000 വെച്ച് കൊടുക്കുന്ന നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ട് ഇന്നത്തെ വാല്യൂ എടുത്തപ്പോൾ 2000 വെച്ച് കൊടുക്കുന്നതിൻ്റെ ഇന്നത്തെ വാല്യൂ എടുത്തപ്പോൾ എത്രയേ വരുന്നുള്ളൂ? 6254.34. പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 8100 ആകുമായിരുന്നു. 8100 ആകുമായിരുന്നു. ലീസിങ്ങിന് എടുക്കുകയാണെങ്കിൽ എത്രയാകുന്നുള്ളൂ? 6254.34 ആകുന്നുള്ളൂ. ദെയർഫോർ ഏതാണ് ബെറ്റർ? സോ രണ്ടും എന്താണ്? ഔട്ട്ഫ്ലോ കയ്യിൽ നിന്ന് പോകുന്നത് 8100 മുടക്കുന്നതായിരുന്നോ നമുക്ക് നല്ലത്? 6254 ഇന്ന് മുടക്കുന്നതാണോ നല്ലത്? ഒബിയസ്ലി 6250 മുടക്കുന്നതാണ്. ദെയർഫോർ ലീസിങ് ഈസ് ബെറ്റർ അല്ലെങ്കിൽ പ്രിഫറബിൾ. ലീസിങ്. സോ ലോൺ പോലെ തന്നെ ലീസിങ് എന്തിൻ്റെ ആപ്ലിക്കേഷൻ? പ്രസന്റ് വാല്യൂ. സിങ്കിങ് ഫണ്ട് എന്ന് കണ്ടാൽ ഓർത്തോണം എന്തിൻ്റെ ആപ്ലിക്കേഷൻ? ഫ്യൂച്ചർ വാല്യൂ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Sinking fund is created to redeem debenture worth rupees 5 lakh at the end of 25 years. How much provision need to be made out of profit each year? Each year providing sinking fund investment can earn interest at the rate 4%. തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് സിങ്കിങ് ഫണ്ട്. സോ ഒബിയസ്ലി ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്യൂറ്റി. സോ ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും 25 വർഷം കഴിഞ്ഞാണ് 5 ലക്ഷം രൂപ വേണ്ടത്. ഹൗ മച്ച് എമൗണ്ട് ഈസ് നീഡ് ടു ബി മെയ്ഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഈച്ച് ഇയർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് പേയ്മെൻറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർന്നോ ബിഗിനിങ് ഓഫ് ദ ഇയർന്നോ പറഞ്ഞിട്ടില്ല. ദെയർഫോർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ആന്യൂറ്റി റെഗുലർ. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്യൂറ്റി റെഗുലർ. ദെയർഫോർ ഫ്യൂച്ചർ വാല്യൂ ഫോർമുല എന്താണ്? എ ഇൻറ്റു 1 + i the whole raised to n - 1 divided by i. ഫ്യൂച്ചർ വാല്യൂ എത്രയാണ്? 5 lakhs is equal to a into 1.04 raised to 25 - 1 divided by 0.04. A is equal to 1.04 into equal to times 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25. Then -1 divided by 0.04 plus 5 lakh divided by MRC equal. So 30 A is equal to 12,005.98. That means 12,006. 12,006 is the right answer. No. Sinking fund in the application future value. Loan in the application present value. Leasing in the application present value. Okay. Then next one. P borrows rupees 20,000 on condition to repay with compound interest at 5% per annum in annual installments of 2,000 each. Find the number of years in which the debt would be repaid. So borrowing അല്ലെങ്കിൽ ലോൺ എത്രയാണ്? 20,000. സോ ലോൺ അല്ലെങ്കിൽ ബോറോ ചെയ്തു, ദെൻ പേയ്മെൻറ്റ് സീരീസ് ഓഫ് പേയ്മെൻറ്റ് ആണെങ്കിൽ ഒബിയസ്ലി എന്തിൻ്റെ ആപ്ലിക്കേഷൻ ആയിരിക്കും? ലോൺ അല്ലെങ്കിൽ ബോറോയിങ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ആന്യൂറ്റി. സോ ലോൺ അല്ലെങ്കിൽ ബോറോ ഞാൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആന്യൂറ്റി. ആന്യൂറ്റി റെഗുലർ ആണോ ഡ്യൂ ആണെന്നുള്ളത് ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് 2,000 ഈച്ച് എന്നേ പറഞ്ഞിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഫസ്റ്റ് പേയ്മെൻറ്റിനെ കുറിച്ചൊന്നും പറയാത്തതുകൊണ്ട് ആന്യൂറ്റി റെഗുലർ. സോ ആന്യൂറ്റി റെഗുലറിൻ്റെ പ്രസൻറ്റ് വാല്യൂ വി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു പി എൻ ഐ. വി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു പി എൻ ഐ. സോ വി എത്രയാണ്? നമുക്ക് 20,000 ആണ്. ദെൻ 2,000 ഈച്ച് ആന്യൂറ്റി എമൗണ്ട് തന്നിട്ടുണ്ട് 2,000. ദെൻ പി എൻ കണ്ടുപിടിക്കണം. ഐ എത്രയാണ്? 0.05. 0.05. സോ ദാറ്റ് മീൻസ് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 20,000 ഡിവൈഡഡ് ബൈ 2,000 വരും. 10 ഈസ് ഈക്വൽ ടു പി എൻ ഐ 0.05. ദാറ്റ് മീൻസ് അതായത് നമുക്ക് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 ഡിവൈഡ് ബൈ 1.05
ഈക്വൽ ടു എത്ര ടൈംസ് അടിച്ചിട്ട് ജി ടി അടിക്കണം അത് എന്നല്ലേ കണ്ടുപിടിക്കണം. അതായത് 10 ആണോ 12 ആണോ 14 ആണോ 15 ആണോ നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് 10 അടിച്ച് നോക്കാം. n 10 ആണെങ്കിൽ നമുക്ക് ചോയ്സ് മെത്തേഡിലാണ് ഇത് സോൾവ് ചെയ്യുന്നത്. അതായത് 1 ഡിവൈഡഡ് ബൈ 1.05 10 ടൈംസ് ഈക്വൽ അടിച്ച് ജി ടി അടിച്ചാൽ നമുക്ക് 10 ആണ് കിട്ടുന്നതെങ്കിൽ, അല്ലെങ്കിൽ 10നോട് ഏറ്റവും അടുത്ത വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ ആൻസർ ആയി. നമുക്ക് നോക്കാം. 1 ഡിവൈഡഡ് ബൈ 1.05 1 2 3 4 5 6 7 8 9 10 then ജി ടി അടിച്ച് 7.72 ആണ്. 10 അല്ല. സോ നമ്മൾ എന്ത് ഒഴിവാക്കി? 10 ഒഴിവാക്കി. ഇനി അടുത്തത് 1 ഡിവൈഡഡ് ബൈ 1.05 ഈക്വൽ ടു 12 ടൈംസ് 12 ഇയേഴ്സ്. n 12 എടുത്താൽ 1 2 3 4 5 6 7 8 9 10 11 12 ജി ടി എടുക്കുമ്പോൾ എത്രയാണ്? 8.8 ആണ്. 10 അല്ല. therefore അടുത്ത 1 ഡിവൈഡ് ബൈ 1.05 1 2 3 4 5 6 7 8 9 10 11 12 13 14 then ജി ടി അടിച്ചാൽ 9.89 ആണ്. സോ തൊട്ടടുത്ത 15 കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്ന് കൺഫേം ചെയ്യാം. 9.89 മീൻസ് 10നോട് ഏറ്റവും അടുത്താണ്. 15 കൂടെ ഒന്ന് കൺഫേം ചെയ്യാം. സോ 14 വരുമ്പോൾ n ഈക്വൽ ടു 14 വരുമ്പോൾ നമുക്ക് 9.89 കിട്ടി. 10നോട് അടുത്താണ്. 15 വരുമ്പോൾ എത്ര കിട്ടും ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്യാം. 1 ഡിവൈഡ് ബൈ 1.05 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 then ജി ടി. സോ n 15 ആണെങ്കിൽ 10.37 നോക്കുക. 10നോട് ഏറ്റവും അടുത്ത് വരുന്നത് 9.89 ആണോ 10.37 ആണോ? 9.89 മീൻസ് 10ആയിട്ട് 0.11 ഡിഫറൻസേ ഉള്ളൂ. 10.37 മീൻസ് 0.37 ഡിഫറൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ഏറ്റവും അടുത്ത് വരുന്ന ഏതാണ്? 14 ഇയേഴ്സ്. 14 ഇയേഴ്സ്. ഓക്കെ. നെക്സ്റ്റ് വൺ. Find the present value of an annuity of ₹1,000 payable at the end of each year for 10 years if the rate of interest is 10% compounded per annum. Find the present value of annuity 1,000 payable at the end of each year. So present value ആണ് കണ്ടുപിടിക്കേണ്ടത്. annuity ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. payable at the end of each year. So that means നമുക്ക് എന്താണ്? present value of annuity regular. present value of annuity regular. present value of annuity regular ആണ്. V is equal to A into PNI. V is equal to A into PNI. So present value of annuity regular ആണ്. A തന്നിട്ടുണ്ട് 1000 into P N 10 ആണ്. I 0.06 ആണ്. ഒന്ന് കമ്പ്യൂട്ട് ചെയ്ത് ആൻസർ പറയാമോ? കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ഒന്ന് സോൾവ് ചെയ്ത് ആൻസർ പറയാമോ? വരുന്നത് ഇങ്ങനെയാണ്. 1000 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1.06 ഈക്വൽ 10 ടൈംസ് ജി ടി. ഒന്ന് സോൾവ് ചെയ്ത് ആൻസർ പറയാമോ? So 1 divided by 1.06 1 2 3 4 5 6 7 8 9 10 GT into 1000 equal to 7,360. Right answer 7,360. 0.08 ഒക്കെ വരുന്നുണ്ട് നമ്മുടെ ചോയ്സിൽ. ഏറ്റവും അടുത്ത് വരുന്ന 7,360 is the right answer. 7,360. Okay. Then next one. The future value of an annuity of ₹5,000 made annually for 80 years at interest rate 9% compounded annually.
ഇതേപോലത്തെ ക്വസ്റ്റൻ എല്ലാം റീസെൻ്റ്ലി എല്ലാം എക്സാമിന് വന്നിട്ടുള്ളതാണ്. സോ ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറയാമോ? ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്വിറ്റി. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്വിറ്റി. സോ മെയ്ഡ് ആനുവലി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഫസ്റ്റ് പേയ്മെൻറ്റ് എപ്പോഴാണെന്നെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ദെയർഫോർ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്വിറ്റി റെഗുലർ. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആന്വിറ്റി regular. Future value of annuity regular. Future value of annuity regular. So future value is equal to a into 1 plus I the whole raised to n minus 1 the whole divided by I. Future value of annuity regular. So 5,000 into 1.09 the whole raised to 8 minus 1 divided by 0.09. Calculate ചെയ്യാം. 1.09 raised to 8 question given ആണ്. Therefore 1.99256 minus 1 divided by 0.09 into 5,000. Right answer 55,142.22. 55,142.22 is the right answer. Then next question. A sum triples in 15 years at simple rate of interest, then the rate of interest. നമ്മൾ രാവിലെ പഠിച്ച ഒരു ഫോർമുല. സോ സമ്മ് സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിൽ സമ്മ് 3 times ട്രിപ്പിൾ ആകുക മീൻസ് 3 times ആകേണ്ടത്രയാണ് 15 years ആണ്. സോ 3 times in 15 years സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ റേറ്റ് കണ്ടുപിടിക്കണം. സോ എന്താണ് n times, ദാറ്റ് മീൻസ് 3 minus 1 into 100 divided by 15 അത്രയും percentage. 200 divided by 15 13.33%. 13.33%. Then how much amount is required to be invested every year to accumulate rupees 6 lakh at the end of 10 years if interest is compounded annually? If interest is compounded annually. A 10% rate of interest. How much amount is required to be invested every year to accumulate rupees 6 lakh at the end of 10 years if interest is compounded annually at 10%. So 6 lakh rupees എന്നാണ് വേണ്ടത്. സോ ഇത് എന്തിൻ്റെ ആപ്ലിക്കേഷൻ ആണെന്ന് പറയാം. ഹൗ മച്ച് എമൗണ്ട് ഇസ് റിക്വയർഡ് ടു ബി ഇൻവെസ്റ്റഡ് എവരി ഇയർ. ഇൻവെസ്റ്റഡ് എവരി ഇയർ, ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ആനുവിറ്റി ആണ്. സോ പ്രത്യേകിച്ച് എപ്പോഴാണ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടില്ല. ആനുവിറ്റി റെഗുലർ. സോ അക്യുമുലേറ്റ് 6 lakh അറ്റ് ദ എൻഡ് ഓഫ് 10 years. സോ 6 lakh വേണ്ട ഇന്നാണോ? അല്ല, 10 yearsന് ശേഷമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഏത് ഫോർമുല ആയിരിക്കും യൂസ് ചെയ്യുന്നതെന്ന് ഒന്ന് പറയാമോ? ഏത് ഫോർമുല ആയിരിക്കും യൂസ് ചെയ്യുന്നത് എന്ന് പറയാമോ? പ്രസൻറ്റ് വാല്യൂ ആണോ ഫ്യൂച്ചർ വാല്യൂ ആണോ? സോ ഒബിയസ്ലി ആനുവിറ്റി റെഗുലർ ആണ്. പ്രസൻറ്റ് വാല്യൂ ആണോ ഫ്യൂച്ചർ വാല്യൂ ആണോ? ഒന്ന് ആൻസർ പറയാമോ?
6 lakh at the end of 10 years. Future value. Correct. Future value of annuity regular. Future value of annuity regular. Future value of annuity regular. Okay. So future value of annuity regular, future value is equal to A into 1 plus I the whole raised to n minus 1 divided by I. നേരെ ഇട്ട് കൊടുക്കുക. ഫ്യൂച്ചർ വാല്യൂ അറിയാം 6 lakhs ആണ്. എ ആണ് കണ്ടുപിടിക്കേണ്ടത്. 1.10 raised to 10 തന്നിട്ടുണ്ട് ഡിവൈഡഡ് ബൈ 0.10. സോ ടെസ്റ്റ് ടച്ചിൽ കാൽക്കുലേറ്റർ ചെയ്യുക. ഡിവിഷൻ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മെമ്മറി പ്ലസ് യൂസ് ചെയ്യേണ്ടി വരും. എ ഈക്വൽ ടു പ്ലാൻ ചെയ്ത് ചെയ്യുക. 1.1 raised to 10. 1.10 raised to 10. അത് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഗിവൺ ആണ്. നേരെ ഈ വാല്യൂ എടുക്കുക, ആൻസറിലേക്ക് വരിക. (1.1 raised to 10) given ആണ് 2.59374 minus 1 divided by 0.1. അടിക്കാം m plus 6 lakh divided by MRC equal 37,647.29. 37,647. 37,647. Okay, next question. Future value of an annuity of rupees 1000 made annually for 5 years at 14%. So future value of annuity, that means future value of annuity regular. Future value of annuity regular. ഇതെല്ലാം എക്സാമിന് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് 7 മുതൽ 9 ക്വസ്റ്റ്യൻ വരെയൊക്കെ വരാവുന്നതാണ്. സോ അതിൽ എല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കയറി വരും. ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി റെഗുലർ എ ഇൻറ്റു 1 plus I the whole raised to n minus 1 divided by I. 1000 into 1.14 raised to 5 minus 1 divided by 0.14. So 1.14 raised to 5 question given ആണ്. Therefore നേരിട്ട് കൊടുക്കുക വാല്യൂ 1.92541 minus 1 divided by 0.14 into 1000. 6,610.07. നമ്മുടെ ചോയ്സിൽ 6,610 is the right answer. 6,610. ഈ ക്വസ്റ്റ്യൻ നമുക്ക് പണ്ട് നമ്മൾ റെഗുലർ ബാച്ചിലൊക്കെ ചെയ്യുമ്പോൾ ഡിസ്പ്യൂട്ട് ഉള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫോർ ദ നെക്സ്റ്റ് 15 years എന്നുണ്ടായിരുന്നു. അത് ഇൻസ്റ്റിറ്റ്യൂട്ട് സൈറ്റിൽ തന്നെ ക്വസ്റ്റ്യൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ 16 years എന്ന രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അതുകൊണ്ട് അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സപ്പോസ് യുവർ പാരൻറ്റ് ഡിസൈഡഡ് ടു ഓപ്പൺ എ PPF അക്കൗണ്ട് ടുവേർഡ്സ് യുവർ നെയിം ഫോർ 10,000 rupees 10,000 every year starting from today. So 10,000 every year, that means annuity ആണ് starting from today. That means എന്താണ് annuity due. Annuity due ആണ് for 16 years. When you receive and get 8.5% per annum interest rate compounded annually, what is the present value of this annuity? So that means നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ് present value of annuity due. Present value of annuity due വരുമ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എന്തൊക്കെയാണ്? എ തന്നിട്ടുണ്ട് 10,000, എൻ തന്നിട്ടുണ്ട് 16, ഐ തന്നിട്ടുണ്ട് 0.085. ഓക്കെ, സോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോമുല എന്താണ്? ആനുവിറ്റി ഡ്യൂ, പ്രസൻറ്റ് വാല്യൂ ഓഫ്
annuity due V is equal to A into P n minus 1 I plus A. എല്ലാം ഇട്ട് കൊടുക്കാം നമുക്ക്. 10,000 into P 16 minus 1 I എത്രയാണ് 0.085 plus 10,000. 16 minus 1 എത്രയാണ് വരുന്നത് 15. 16 minus 1 എത്രയാണ് വരുന്നത് 15. So that means 10,000 into P 15 0.085 plus 10,000. So P 15 0.085 in the question directly given ആണ്. ഈ വാല്യൂ as it is ഇതിന് തന്നിരിക്കുന്നത്. അതായത് നമുക്ക് 1 divided by 1.085 equal to 15 times GT എടുത്ത് ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്ട്ലി ഗീവൺ ആണ്. is equal to നേരെ വാല്യൂ ഇട്ട് കൊടുക്കുക. ആൻസറിലേക്ക് വരിക. $8.30423 into 10,000 plus 10,000. So 93,042.3 അങ്ങനെ വരുന്നുണ്ട്. ബട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോയ്സിൽ എത്രയുള്ളൂ 93,042 വരെയാണ്. റൗണ്ട് ഓഫ് ഫിഗർ ആണ്. 93,042 is the right answer. 93,042. Okay. Then Mr. X bought an electronic item for ₹1,000. What would be the future value of the same item after 2 years if the value compounded semi-annually at 12% per annum? So ഇവിടെ നമുക്ക് ഫ്യൂച്ചർ വാല്യൂ ചോദിച്ചിട്ടുണ്ട്. സോ ഇലക്ട്രോണിക് ഐറ്റം 1,000 rupees വാങ്ങിച്ചു. 1,000 rupees ആണിപ്പോൾ. സോ അതിൻ്റെ ഫ്യൂച്ചർ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാ വർഷവും 1,000 rupees വെച്ച് വാങ്ങിക്കുന്നു പറയുന്നില്ല. ദാറ്റ് മീൻസ് സിംഗിൾ ക്യാഷ് ഫ്ലോയുടെ ഫ്യൂച്ചർ വാല്യൂ. പക്ഷേ ഇവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ശ്രദ്ധിക്കണം. കോമ്പൗണ്ടഡ് semi-annually. So that means future value of single cash flow ആണ്. Future value of single cash flow ആണ്. But compounded semi-annually. ആണ്. So compounded semi-annually ആണെങ്കിൽ സിംഗിൾ ക്യാഷ് ഫ്ലോയുടെ ഫ്യൂച്ചർ വാല്യൂ എങ്ങനെ? P is equal to P into 1 plus I by 2 the whole raised to 2t. So that means P എത്രയാണ് 1,000 into 1 plus I 0.22 divided by 2 the whole raised to 2 into 2. That means 1,000 into 1.11 raised to 4. 1.11 into equal to 2 times 3,4 into 1,000. That means 1,518. 1,518.07. 1,518.07. Okay. There. So നമ്മൾ ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ലീസിങ് എന്തിൻ്റെ ആപ്ലിക്കേഷനാണ്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ആന്യൂറ്റി ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അതും പ്രസൻറ്റ് വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ
അതും പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ആണ്. സിങ്കിങ് ഫണ്ട് നമ്മൾ പറഞ്ഞു ഫ്യൂച്ചറാണ് സിങ്കിങ് ഫണ്ട്. ദെൻ പ്രസൻറ്റ് വാല്യൂ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി. ദെൻ ലോൺ നമ്മൾ ഒബ്വിയസ്ലി പറഞ്ഞു പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ആണ്. ദെൻ net present value net present വാല്യൂവിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ റീസെൻ്റ്ലി ഞാൻ ക്ലാസ്സിൽ പറയുന്നതാണ്. നമ്മുടെ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ എക്സാമിന് നെറ്റ് പ്രസൻറ്റ് വാല്യൂ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്ന രീതിയിലൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ലാസ്റ്റ് ടൈം പ്രതീക്ഷിച്ചു, എക്സാമിന് വന്നില്ല. സോ അതുകൊണ്ട് നിങ്ങളുടെ ഈ മെയ് എക്സാമിന് നെറ്റ് പ്രസൻറ്റ് വാല്യൂവിൻ്റെ ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം. സോ എന്താണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് മനസ്സിലാക്കാം. സോ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ബേസ്ഡ് ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. നെറ്റ് പ്രസൻറ്റ് വാല്യൂ മീൻസ് എന്താണ്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് മൈനസ് present value of cash outflows. Present value of cash inflows minus present value of cash outflows ആണ് NPV. So that means ഇൻഫ്ലോയുടെ ഇന്നത്തെ വാല്യൂ മൈനസ് എനിക്ക് ചിലവായ ഔട്ട്ഫ്ലോയുടെ ഇന്നത്തെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ സോ NPV ബേസ്ഡ് ആക്സെപ്റ്റൻസ് റൂൾ വരുന്ന ഇങ്ങനെയാണ്. സോ NPV ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും എന്താണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ് കൂടുതലായിരിക്കും, നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഈക്വൽ ടു 0 ആണെങ്കിൽ മേ ഓർ മേ നോട്ട്, ദാറ്റ് മീൻസ് നമുക്ക് ബെനിഫിറ്റും ഇല്ല, നമുക്ക് ലോസോ അങ്ങനെയുള്ള നഷ്ടവും ഒന്നും വന്നിട്ടില്ല. ദെൻ NPV ലെസ് ദാൻ 0 ആണെങ്കിൽ ഉറപ്പായിട്ട് ഓർത്തോ എന്താണ് നമുക്ക് കിട്ടിയതിനെക്കാട്ടിലും കൂടുതൽ ചിലവായി, കിട്ടിയതിൻ്റെ ഇന്നത്തെ വാല്യൂ ചിലവായതിൻ്റെ ഇന്നത്തെ വാല്യൂ ഇതിനെക്കാട്ടിലും കുറവാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. സോ നമുക്ക് NPVയുടെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടേഷൻ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മുമ്പിലത്തെ തവണ ഇതിൻ്റെ ഒരു തുടക്കം നമുക്ക് കണ്ടിരുന്നു. ലാസ്റ്റ് ടൈം പക്ഷേ ചോദിച്ചില്ല. ലാസ്റ്റ് ടൈം ചോദിക്കാൻ ചാൻസ് ഉള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ മെയ് അറ്റംപ്റ്റിൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഉണ്ടായിരുന്നു. നമുക്ക് അതിൽ ചോദിക്കാം, ബാക്കിയെല്ലാം പ്രസൻറ്റ് വാല്യൂ ഫ്യൂച്ചർ വാല്യൂ ഇനി ചോദിക്കാനായിട്ടുള്ളത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ പ്രകാരം NPV ആണ്. നിങ്ങളുടെ ഇൻ്റർമീഡിയറ്റ് ലെവലിലേക്ക് വന്നാൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ NPV ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ സോ ഇവിടെ നമുക്കിനിയും NPV ഫ്യൂച്ചറിൽ സ്ഥിരമായിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറാം. അതുകൊണ്ട് നിങ്ങളുടെ അറ്റംപ്റ്റിലും ഇതെന്താണ് NPV ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നോക്കാം എന്താണ് NPV എന്ന്. സോ നമ്മൾ ഡിസിഷൻ മേക്ക് എടുക്കാൻ പോവാണ്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ് മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോസ് കണ്ടുപിടിച്ചിട്ട് സോ നമുക്ക് തന്നിട്ടുണ്ട് NPV കമ്പ്യൂട്ട് ദ NPV ഓഫ് ഗിവൺ പ്രോജക്റ്റ് വിത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ₹1 lakh ആൻഡ് ക്യാഷ് ഇൻഫ്ലോസ്. അതായത് ഇന്ന് 1 lakh rupees ഞാൻ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് അതിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് കിട്ടും? ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ 55,000, സെക്കൻഡ് ഇയർ കഴിയുമ്പോൾ 80,000, തേർഡ് ഇയർ കഴിയുമ്പോൾ 15,000. ഈ പറയുന്ന ഓരോ വർഷവും കിട്ടുന്ന എമൗണ്ട് ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ എന്തല്ല ആനുവിറ്റി അല്ല. ആനുവിറ്റി അല്ലെങ്കിൽ ഓരോന്നും സിംഗിൾ ക്യാഷ് ഫ്ലോ ആയിട്ട് കണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. സോ ഇവിടെ നോർമലി സ്റ്റുഡൻസ് പിന്നെ പറയുന്നത് 1 lakh ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തിട്ട് 1 lakhൽ കൂടുതലാണോ നോക്കിയാൽ മതിയോ? പോരാ. ഇത് ഇന്ന് ചിലവാകുന്നതാണ്. ഇത് ഒരു വർഷം കഴിഞ്ഞ് കിട്ടുന്ന ഫ്യൂച്ചർ വാല്യൂ ആണ്. ഇത് രണ്ടാമത്തെ വർഷം എൻഡിൽ കിട്ടുന്ന ഫ്യൂച്ചർ വാല്യൂ ആണ്. ഇത് മൂന്നാമത്തെ വർഷം എൻഡിൽ കിട്ടുന്ന ഫ്യൂച്ചർ വാല്യൂ ആണ്. സോ ഇത് ഡിസ്കൗണ്ടിങ് അല്ലെങ്കിൽ ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഡിസ്കൗണ്ടിങ് റേറ്റ് കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്ത് ഇതിൻ്റെ ഇന്നത്തെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് നമുക്ക് നോക്കണം. സോ നമുക്ക് ചിലവാകുന്ന ഔട്ട്ഫ്ലോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോസ് എത്രയുണ്ട്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോസ് എത്രയാണ്? ഇന്ന് ₹1 lakhs. ₹1 lakhs ഉണ്ട്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോസ് ₹1 lakh. ഓക്കെ. ദെൻ computation of present value of cash inflows. Computation of present value of
cash inflows. Computation of present value of cash inflows. ഇവിടെ നോക്കാം, നമുക്ക് 3 വർഷമാണ്. ഇയർ 1, 2, 3. ഇൻഫ്ലോസ് എത്രയാണ്? 55,000, then 80,000, then 15,000. സോ ഇതിൻ്റെ ഇത് ഫസ്റ്റ് ഇയർ എൻഡിലെ ഒരു സിംഗിൾ ക്യാഷ് ഫ്ലോ ആയിട്ട് 55,000, സെക്കൻഡ് ഇയർ എൻഡിലെ സിംഗിൾ ക്യാഷ് ഫ്ലോ ആയിട്ട് 80,000, തേർഡ് ഇയർ എൻഡിലെ സിംഗിൾ ക്യാഷ് ഫ്ലോ ആയിട്ട് 15,000. സോ ഇതിനെ നോക്കണ്ട. ആക്ച്വലി നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഫസ്റ്റ് ഇയറിൽ കണ്ടുപിടിക്കാനായിട്ട് 55,000 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ ദ ഹോൾ റൈസ് ടു 1 അല്ലേ? സോ 55,000 ഡിവൈഡ് ബൈ 1 പ്ലസ് ഐ ദ ഹോൾ റൈസ് ടു 1. 55,000 ഇവിടെ എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. 55,000 ഡിവൈഡഡ് ബൈ 1.1. അടുത്താണെങ്കിലോ 80,000 സെക്കൻഡ് ഇയർ എൻഡിലാണ്. അതിൻ്റെ ഇന്നത്തെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യും. Then last 15,000 divided by 1.1 raised to 3. So that means നമ്മൾ എന്ത് ചെയ്യും? പി വി ഫാക്ടർ കണ്ടുപിടിക്കുന്നു. പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ, പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ. അതായത് നമുക്കിവിടെ 1 ഡിവൈഡഡ് ബൈ 1.1 അല്ലേ? ഫസ്റ്റ് കാൽക്കുലേറ്ററിലാതെ ഫസ്റ്റ് ഇയറിലെ കണ്ടുപിടിക്കാനായിട്ട് 1 ഡിവൈഡഡ് ബൈ 1.1 അടിക്കുക. ഈക്വൽ എത്ര കിട്ടുന്നുണ്ട്? 0.90909. ദെൻ ഒന്നുകൂടെ കാൽക്കുലേറ്റർ ഒന്നുകൂടെ ഈക്വൽ അടിച്ചാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 1 ഡിവൈഡഡ് ബൈ 1.1 സ്ക്വയർ 0.82644. ദെൻ ഒന്നുകൂടെ ഈക്വൽ അടിച്ചു കഴിഞ്ഞാൽ 0.75131. സോ ദാറ്റ് മീൻസ് എന്താ, നമുക്ക് ഓരോന്നും ഡിവൈഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്ററിൽ കണ്ടുപിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്കുക ആൻസറിലേക്ക് എത്താം. നേരെ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ നമ്മൾ 1 ഡിവൈഡ് ബൈ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 80,000 15,000 ഇൻറ്റു 0.751. സോ അതായിരിക്കും നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ്. സോ എത്ര കിട്ടും? 55,000 ഇൻറ്റു 90909 ആണ് 55,000 into 0.90909 49,999.95. then അടുത്തത് 80,000 into 0.82644 66 115.20. then 15,000 into 0.75131 11,269.65. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1,27,384.8 ഉണ്ട്. സോ ദാറ്റ് മീൻസ് നമുക്ക് 1 lakh റുപ്പീസ് മുടക്കി, അതായത് ഫ്യൂച്ചർ വാല്യൂ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ 1 lakh മുടക്കി തിരിച്ച് കിട്ടുന്നതിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് ആയതുകൊണ്ട് നമുക്ക് ആനുവിറ്റി ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഓരോന്നിനെയും സിംഗിൾ ക്യാഷ് ഫ്ലോ ആയിട്ട് കണ്ട് ഓരോ ഫസ്റ്റ് ഇയർ എൻഡിലായതുകൊണ്ട് 55,000 ഡിവൈഡ് ബൈ 1.1 റേസ് ടു 1. സെക്കൻഡ് ഇയറിൽ 80,000 ഡിവൈഡ് ബൈ 1.1 സ്ക്വയർ. തേർഡ് ഇയറിൽ 15,000 ഡിവൈഡ് ബൈ 1.1 ക്യൂബ്. ദെയർഫോർ NPV. സോ നമുക്കിത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ് കിട്ടി. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ്. ദെയർഫോർ NPV, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് minus present value of cash outflows. That implies എന്ത് വരും? 27,384.80. obviously greater than 0 ആണ്. therefore നമുക്ക് എന്ത് പറയാം? accept the proposal. accept. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നിങ്ങളുടെ എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ അറ്റംപ്റ്റിൽ അതിൻ്റെ ഒരു ഹിൻ്റ് ഉണ്ടായിരുന്നു. ജസ്റ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോസ് എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഔട്ട്ഫ്ലോസും കൂടെ തന്നിട്ട് NPV ചോദിക്കാനാകാം. അത് ലാസ്റ്റ് ടൈം ചോദിച്ചിട്ടില്ല, അതിന് മുമ്പിലത്തെ തവണയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എക്സാമിന് മസ്റ്റായിട്ട് NPV ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടേ പോകാവൂ.
Then real rate of return, formula real rate of return എന്ന് പറയുന്നത് നോമിനൽ റേറ്റ് മൈനസ് ഇൻഫ്ലേഷൻ. നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നോമിനൽ റേറ്റും ഇൻഫ്ലേഷൻ തന്നിട്ട് റിയൽ റിട്ടേൺസ് എത്രയാണ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, റിയൽ റേറ്റ് ഈസ് ഈക്വൽ ടു നോമിനൽ റേറ്റ് മൈനസ് ഇൻഫ്ലേഷൻ. നെക്സ്റ്റ് വൺ, ബോണ്ട് വാല്യുവേഷൻ ഓഫ് ബോണ്ട്. സോ ഇത് നമ്മുടെ തവണത്തെ എക്സാമിന് എക്സ്പെക്ട് ചെയ്യുന്നതാണ്, വാല്യുവേഷൻ ഓഫ് ബോണ്ടും. സോ നമ്മുടെ ആപ്ലിക്കേഷൻസിനകത്ത് NPV വാല്യൂ, നമുക്ക് നോർമലി പ്രസൻറ്റ് വാല്യൂ, ഫ്യൂച്ചർ വാല്യൂ, ആനുവിറ്റി റെഗുലർ, ആനുവിറ്റി ഡ്യൂ, അത് ക്വസ്റ്റ്യൻ വരും. പിന്നെ ആപ്ലിക്കേഷനിൽ നിന്ന് ലീസിങ് അല്ലെങ്കിൽ ലോണ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട്, അവിടുന്ന് ക്വസ്റ്റ്യൻ വരും. ദെൻ അതർ ഏരിയയിൽ നിന്ന് വരുന്നത് വാല്യുവേഷൻ ഓഫ് ബോണ്ട്, ദെൻ NPV, പെർപെച്വിറ്റി, ദെൻ CAGR. ഇതിൽ നിന്ന് 2 അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ ഉണ്ടാകും, എല്ലാ എക്സാമിനും ഉണ്ടാകുന്നതാണ്. ഓക്കെ, സോ അതിൽ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് വാല്യുവേഷൻ ഓഫ് ബോണ്ട്. നിങ്ങളുടെ എക്സാമിനെ സംബന്ധിച്ചും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് വാല്യുവേഷൻ ഓഫ് ബോണ്ട്. എന്താണെന്ന് നോക്കാം. Bond എന്താണ്? Bond is a debt security in which issuer owes the holder a debt and obliged to pay the principal and interest. Bond is generally issued for a fixed term longer than 1. സോ നമ്മൾ ബോണ്ട്, സോ കമ്പനി ബോണ്ട് ഇഷ്യൂ ആണ്, അവരൊരു എമൗണ്ട് പറയും. സോ പാർ വാല്യൂ 1000 rupees അല്ലെങ്കിൽ 100 rupees പാർ വാല്യൂ എന്ന് പറയും. അതിനോട് ചേർന്ന് അവരൊരു ഇൻട്രസ്റ്റ് റേറ്റ്, കൂപ്പൺ റേറ്റും പറയും. സോ നമ്മൾ ആ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പറയുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട് നമുക്ക് കിട്ടും. ബോണ്ട് തിരിച്ച് അവർ പർച്ചേസ് ചെയ്യുന്ന എത്ര വർഷമാണോ അത് കഴിയുന്ന വർഷം എന്താണ് നമുക്ക് ആ ഇൻട്രസ്റ്റും കിട്ടും, അതിൻ്റെ ഒപ്പം നമ്മൾ കൊടുത്ത പൈസയും തിരിച്ചു കിട്ടും. സോ അതാണ് ബോണ്ടിൻ്റെ കോൺസെപ്റ്റ്. സോ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ചൊന്ന് മനസ്സിലാക്കാം. Investor intended to purchase a 3-year 1000 rupees par value bond having nominal interest rate of 1000. At what price the bond may be purchased? Now if it matures at par, investor requires a rate of return of 14%. Okay, ഇവിടെ നോക്കാം. ഇതിൻ്റെ കോൺസെപ്റ്റ് ഇതാണ്. ഇഷ്യൂവർ കമ്പനി, ദ ഹോൾഡർ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ. സോ ഇൻവെസ്റ്റർ, ഇഷ്യൂവർ കമ്പനി പറയുന്നു സോ ബോണ്ട് ഇഷ്യൂ ചെയ്യാം. ഇൻവെസ്റ്റർ എത്ര രൂപയ്ക്കാണ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്? 1000 rupees. അതായത് ഇൻവെസ്റ്റർ ഈ ഇഷ്യൂവർ കമ്പനിക്ക് 1000 rupees കൊടുത്താൽ അവരെന്താണ് പറയുന്നത്, എത്ര വർഷത്തേക്കാണ് നോമിനൽ റേറ്റ്? അവർ 10% ബോണ്ട് 10% കൂപ്പൺ റേറ്റിൽ 3 വർഷത്തേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷം കഴിയുമ്പോൾ ഇവർ ബോണ്ട് തിരിച്ചു മേടിക്കും. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഇയറിലാണ് 1000 rupeesൻ്റെ 10% ഇൻട്രസ്റ്റ് എന്ത് വരും? ഫസ്റ്റ് ഇയർ എൻഡിൽ ഒരു 100, ഫസ്റ്റ് ഇയർ എൻഡിൽ ഒരു 100 rupees തരും. സെക്കൻഡ് ഇയർ എൻഡിൽ 100 rupees. തേർഡ് ഇയർ എൻഡിൽ 100 തരും. അതുകൂടാതെ എത്ര കൂടെ തരും? 1000 rupees. ആ ബോണ്ടിൻ്റെ വാല്യൂ കൂടെ നമുക്ക് തിരിച്ചു തരും. 1000 rupees കൂടി തിരിച്ചു തരും. 1000 rupees. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇവിടെ നമ്മളെപ്പോഴും ബോണ്ട് വാല്യൂ ചെയ്യുന്നത്, ബോണ്ട് വാല്യൂഷൻ മീൻസ് ഇന്നത്തെ വാല്യൂ, പ്രസൻറ്റ് വാല്യൂ ആണ്. ആരുടെ വ്യൂ പോയിന്റിലാണ്? ഹോൾഡർ അല്ലെങ്കിൽ ഇൻവെസ്റ്ററുടെ വ്യൂ പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്ന ബോണ്ടിനെ വാല്യൂ ചെയ്യുന്നത്. ഇൻവെസ്റ്ററുടെ വ്യൂ പോയിന്റിലാണ് ബോണ്ടിനെ വാല്യൂ ചെയ്യുന്നത്. അതായത് 1000 rupees കൊടുത്താൽ കമ്പനി പറയുന്നത്, ഇഷ്യൂർ കമ്പനി പറയുന്നത് 10% റേറ്റ് ആണ്. പക്ഷേ ഇൻവെസ്റ്റർ എക്സ്പെക്റ്റ് ചെയ്യുന്ന എത്രയാണ്? ഒരു 14% ആണ്. ഓക്കെ, സോ ഇതിനു വേണ്ടി ചെയ്യുന്നത് ഈ കിട്ടിയ എമൗണ്ടിനെ, ഇൻവെസ്റ്റർ കിട്ടുന്ന 3 വർഷമായിട്ട് കിട്ടുന്ന എമൗണ്ടിനെ ഉണ്ടല്ലോ, സോ നമ്മൾ എന്ത് ചെയ്യും? ഈ 14 ഇൻവെസ്റ്റർ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റിൽ എന്ത് ചെയ്യും? ഡിസ്കൗണ്ട് ചെയ്ത് ഇന്നത്തെ വാല്യൂ കണ്ടുപിടിക്കും.
സോ ഇൻവെസ്റ്ററുടെ വ്യൂ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ നോക്കിയേ 3 വർഷം ഓക്കെ 2 പേയ്മെൻ്റ് ആണ്. ബോണ്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട് കൂപ്പൺ റേറ്റ് വെച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് പ്ലസ് എന്താണ് ഫൈനലി നമ്മൾ കൊടുത്ത എമൗണ്ട് എത്രയാണോ അത് തിരിച്ചു തരുന്നത്. ആ എമൗണ്ട് 1000 rupees, നമ്മൾ 1000 rupees ആണ് കൊടുത്തത്, ആ 1000 rupees തിരിച്ചു തരുന്നത്. ഓക്കെ, സോ ദാറ്റ് മീൻസ് നമുക്ക് ഈ 100 rupees 3 വർഷത്തേക്ക് 100 rupees. ദാറ്റ് മീൻസ് എന്താണത്, ഒരു സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് ആണ്. 100 rupees വെച്ചിട്ടാണ് 1 year ഗ്യാപ്പ് വെച്ചിട്ടാണ്, അതൊരു ആനുവിറ്റി ആണ്. സോ ഈ പേയ്മെൻറ്റ്സിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് 2 കാര്യങ്ങളുണ്ട്. ഈ ഒരു 3 എണ്ണം എന്താണ് ആനുവിറ്റി. ദെൻ 3rd year എൻഡിൽ മാത്രം ഒരു 1000 ഉണ്ട്, അത് സിംഗിൾ ക്യാഷ് ഫ്ലോ, സിംഗിൾ ക്യാഷ് ഫ്ലോ. സോ പ്രസൻറ്റ് വാല്യൂ രണ്ടിൻ്റെയും, അതായത് ഒരു ആനുവിറ്റിയുടെ പ്രസൻറ്റ് വാല്യൂ, അതായത് കൂപ്പൺ റേറ്റ് ഉണ്ട്. 2 കാര്യങ്ങൾ. കൂപ്പൺ റേറ്റ് കിട്ടുന്ന ഇൻട്രസ്റ്റ് എമൗണ്ടിൻ്റെ പ്രസൻറ്റ് വാല്യൂ, അത് ഒബ്വിയസ്ലി 1ൽ കൂടുതൽ വർഷം ആയിരിക്കും, അത് ആനുവിറ്റി ആയിരിക്കും. ദെൻ ലാസ്റ്റ് ഏറ്റവും ഫൈനലി എന്താണ് കിട്ടുന്ന എമൗണ്ട്, അതായത് സിംഗിൾ ക്യാഷ് ഫ്ലോ. സോ 3 വർഷത്തെ ആനുവിറ്റിയുടെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഏത് ഫോമുല യൂസ് ചെയ്യാം? A ഇൻറ്റു PNI പ്ലസ് സിംഗിൾ ക്യാഷ് ഫ്ലോ ആയിട്ടുള്ള ഇതിൻ്റെ ആനുവിറ്റി, സിംഗിൾ ക്യാഷ് ഫ്ലോയുടെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ 1 + I the whole raised to n. So that means 100 into PN എത്രയാണ്? 3 ആണ്. വേണ്ട റേറ്റ് എത്രയാണ്? 14% പ്ലസ് 1000 ഡിവൈഡഡ് ബൈ 1.14 raised to 3 ബിക്കോസ് 3rd year എൻഡിലെ സിംഗിൾ ക്യാഷ് ഫ്ലോ. ഇതാണ് ബോണ്ട് വാല്യുവേഷൻ മീൻസ് പ്രസൻറ്റ് വാല്യൂൻ്റെ ആപ്ലിക്കേഷനാണ്. ഇൻവെസ്റ്ററുടെ വ്യൂ പോയിന്റിലാണ് നമ്മൾ എടുക്കുന്നത്. ഇൻവെസ്റ്റർ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് കൊണ്ട് ഇൻവെസ്റ്റർ കിട്ടുന്ന എമൗണ്ടിനെ ഒബ്വിയസ്ലി ആ ഇൻട്രസ്റ്റ് പോർഷൻ 1ൽ കൂടുതൽ വർഷം ഉണ്ടെങ്കിൽ അത് ആനുവിറ്റി ആയിട്ടും, ഫൈനലി നമ്മൾ ബോണ്ട് തിരിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ബോണ്ട് കമ്പനി തിരിച്ചു വാങ്ങിക്കുമ്പോൾ തരുന്ന എമൗണ്ട് നമ്മൾ സിംഗിൾ ക്യാഷ് ഫ്ലോ ആയിട്ടും എടുക്കുന്നു. ഓക്കെ, ദെൻ സോ ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 100 ഇൻറ്റു 1 divided by 1.14 equal to 3 times GT plus 1000 divided by 1.14 raised to 3. Okay, 1 divided by 1.14, 123 GT into 100, 232.1632 plus 1000 divided by 1.14, 123, item 674.97, 674.97 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതും 907.13. സോ ബോണ്ടിന് കമ്പനി 1000 രൂപ പറയുന്നുവെങ്കിലും ഉള്ളുവെങ്കിലും ഇൻവെസ്റ്റർ എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ 14%, കമ്പനി 10% കൊടുക്കുന്നുള്ളൂ. സോ കമ്പനിയോട് ഇൻവെസ്റ്റർ പറയും എത്രയാണ്? 1000 rupeesന് ഞാൻ വാങ്ങിക്കാൻ തയ്യാറല്ല, നിങ്ങളത് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്താൽ 907 rupeesന് ഇഷ്യൂ ചെയ്താൽ ഐ എം റെഡി ടു പർച്ചേസ്. സോ ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് ബോണ്ട്. സോ ദാറ്റ് മീൻസ് ബോണ്ട് മീൻസ് എന്താണ്? ഇൻവെസ്റ്ററുടെ വ്യൂ പോയിന്റിൽ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുക, അതായത് ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന എമൗണ്ടിനെ ഇൻവെസ്റ്റർ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്ത് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് നമുക്ക് എന്ത് പറയുന്നത്? ബോണ്ട്. അതിൻ്റെ വാല്യുവേഷൻ മീൻസ് പ്രസൻറ്റ് വാല്യൂ, ഇൻവെസ്റ്ററുടെ വ്യൂ പോയിന്റിൽ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നു. ഇതാണ് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇത് തന്നെയാണ് അതിൻ്റെ കോൺസെപ്റ്റ്. സോ ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന എമൗണ്ട് ഇൻവെസ്റ്റർ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റിൽ ഡിസ്കൗണ്ട് ചെയ്ത് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കും, അതായിരിക്കും ഇൻവെസ്റ്ററുടെ വ്യൂ പോയിന്റിൽ ബോണ്ടിൻ്റെ വാല്യൂ. സോ കമ്പനി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു 1000 rupees ആണ് അവർ പറഞ്ഞത്. സോ ഇൻവെസ്റ്റർ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് വെച്ച് അയാൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞു എന്താണ്? ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്താൽ, അതായത് 907.13 ഇഷ്യൂ ചെയ്താൽ ഐ ആം റെഡി ടു പർച്ചേസ്. ഓക്കെ, ഇതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ പറയാമോ? ഒന്ന് ക്വസ്റ്റ്യൻ നോക്കാം. An investor intended to purchase a 5-year 1000 rupees par value bond. 1000 rupees ആണ് കമ്പനി പറയുന്നത്. 1000 rupees par value bond having nominal rate 7.5% ആണ്. Advanced bond may be purchased now if it matures at par and investor requires a rate of return of 10%. So 5-year bond ആണ്, purchasing 5-year bond. So investor കമ്പനിക്ക് ഇപ്പോൾ 1000 കൊടുത്താൽ കമ്പനി 7.5 വെച്ചിട്ട് 5 വർഷം തരും. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? ഇൻവെസ്റ്ററുടെ വ്യൂ പോയിന്റിൽ
വാല്യുവേഷൻ ഓഫ് ബോണ്ട്. ഹോൾഡറുടെ അല്ലെങ്കിൽ ഇൻവെസ്റ്ററുടെ വ്യൂ പോയിന്റിൽ നോക്കുക, നമ്മൾ ഇയർ എത്ര വർഷമാണ്, 1 2 3 4 5 അല്ലേ. കിട്ടുന്ന എമൗണ്ട് എത്രയാണ്, 1000 rupees. കമ്പനി എത്രയൊക്കെയാണ് തരുന്നത്, 7.5%. സോ ദാറ്റ് മീൻസ് 1000 7.5 75 75 75 75 ഫിഫ്ത്ത് ഇയറിൽ 75, ദെൻ എന്തുകൂടെ തിരിച്ചു കിട്ടും, 1000 കൂടെ. ഇത് ആന്യൂറ്റി ആണ്, ഇത് സിംഗിൾ ക്യാഷ് ഫ്ലോ. സോ ആന്യൂറ്റി എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് 10%. സോ നമുക്ക് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ, ആന്യൂറ്റിയുടെ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് നേരെ എന്ത് ചെയ്യാം, എ ഇൻറ്റു PNI. ഇവിടെയോ 1000 ഡിവൈഡഡ് ബൈ 1.1 raised to 5. നോക്കാം PNI. $75 into PN എത്രയാണ്, 5.10. That means 75 into 1 divided by 1.10 equal to 5 times GT. Equal to 5 times GT. So that means 1 divided by 1.1, 1 2 3 4 5 GT into 75 ആണ് 284.3090. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ 1000 divided by 1.1, 1 2 3 4 5 620.92. 620.92. So that means total add ചെയ്യുമ്പോൾ എത്ര വരും, ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 284.30 plus 620.92 ആണ് 905.22. 905.22. സോ കമ്പനിയുടെ പറയുന്ന 1000 rupees പറയുന്നുണ്ട് എങ്കിലും ഇൻവെസ്റ്റർ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റിൽ ഇവിടെ എന്താ ചെയ്തത്, കമ്പനി പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റും തിരിച്ച് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ആ 1000 അതും 5 വർഷം കഴിഞ്ഞ് എടുത്തു. അതിൻ്റെ ഇന്നത്തെ വാല്യൂ എന്തിൽ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തു, ഡിസ്കൗണ്ട് ചെയ്യുന്ന റേറ്റ് ഏതാണ്, ഇൻവെസ്റ്റർ എക്സ്പെക്ട് ചെയ്യുന്ന ആ 10% റേറ്റിലാണ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്തത്. ഓക്കെ, ദെൻ ഓക്കെ അല്ലേ. നമുക്കൊരു 10 minutes ബ്രേക്ക് എടുക്കാം.
Next one. So നമുക്ക് സ്ഥിരമായിട്ട് എക്സാമിന് അതർ ഏരിയാസിൽ നിന്ന് നമ്മുടെ NPV, then bond valuation, perpetuity, growing perpetuity, CAGR, ഇതിൽ നിന്നാണ് നമുക്ക് അതർ ഏരിയാസിൽ ക്വസ്റ്റ്യൻ വരുന്നത്. സോ അതിലൊന്നാണ് പെർപെച്യൂറ്റി. വെരി 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 ഇമ്പോർട്ടൻറ്റ്. പെർപെച്യൂറ്റി അല്ലെങ്കിൽ ഗ്രോയിങ് പെർപെച്യൂറ്റി ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാമിന് എന്തായാലും ഉണ്ടാകും. Perpetuity is an annuity in which periodic payments or receipts begin on a fixed date and continue indefinitely or perpetually. So that means നമ്മൾ പെർപെച്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആനുവിറ്റി എന്നാണ്. പക്ഷേ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 5 വർഷമോ 10 വർഷമോ 40 വർഷമോ അല്ലെങ്കിൽ 30 വർഷം കൊണ്ട് തീരില്ല. ഇൻഡെഫിനിറ്റ് ആയിട്ട് പോകുന്ന പെർപെച്യൂറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡെഫിനിറ്റ് ആയിട്ട് പോകുന്ന ആനുവിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെർപെച്യൂറ്റി. സോ ഇൻഡെഫിനിറ്റ്ലി പെർപെച്യൂറ്റ്ലി പോകുന്ന ആനുവിറ്റിയാണ്, കണ്ടിന്യൂ ചെയ്യുന്ന ആനുവിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെർപെച്യൂറ്റി. സോ അതായത് നമ്മൾ ഇതിൻ്റെ കോൺസെപ്റ്റ് ഇതാണ്. നമ്മൾ ഇപ്പം സ്കൂളുകളിലല്ലേ നമുക്കൊരു പർട്ടിക്കുലർ പേപ്പറിന് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് മാർക്ക് അല്ലെങ്കിൽ സ്കൂളിലെ ടോപ്പർക്ക് നമുക്ക് ഒരു അധ്യാപകൻ ഒരു 500 ആ പർട്ടിക്കുലർ പേപ്പർ അധ്യാപകൻ്റെ പേപ്പറിന് ഫസ്റ്റ് കിട്ടുന്ന ആൾക്കൊരു 500 റുപ്പീസ് അല്ലെങ്കിൽ 1000 റുപ്പീസ് വെച്ച് എല്ലാ വർഷവും ഹൈ സ്കോർ വാങ്ങിക്കുന്ന ആൾക്ക് കൊടുക്കുന്ന രീതിയിൽ പറയാണ്. സോ അതിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും അധ്യാപകൻ 1000 രൂപ അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ 500 അയച്ചു കൊടുക്കുകയായിരിക്കില്ല ചെയ്യുന്നത്. ഇന്ന് എന്ത് ചെയ്യും? ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ആ അക്കൗണ്ട് എത്ര ഇൻട്രസ്റ്റ് റേറ്റ് തരുമെന്ന് ചോദിക്കും. അയാൾ ഒറ്റ പർപ്പസേ പറയുന്നുള്ളൂ, എന്താണ്? എല്ലാ വർഷവും 1000 റുപ്പീസ് കിട്ടണം, 1000 റുപ്പീസ് ഈ പറഞ്ഞ പോലെ എൻറോൾമെൻ്റ് ആയിട്ട് പോകണം എന്ന രീതിയിൽ. സോ അതിനായിട്ട് ഇന്ന് എത്ര ഇൻവെസ്റ്റ് ചെയ്യണം? ദാറ്റ് മീൻസ് പ്രസൻറ്റ് വാല്യൂ പെർപെച്യൂറ്റി, ആ സീരീസ് ഓഫ് എമൗണ്ട് എത്രയാണ്? 1000 റുപ്പീസ് വെച്ച് ഇൻഡെഫിനിറ്റ് ആയിട്ട് എല്ലാ വർഷവും കൊടുക്കണം. അതിനായിട്ട് ഇന്ന് എത്ര രൂപ ഇടണം? ദാറ്റ് മീൻസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപെച്യൂറ്റി. അല്ലെങ്കിൽ സോ വേറൊരു കേസ് വരുന്നത്, ഇപ്പം ഞാനൊരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. സോ എനിക്ക് എല്ലാ വർഷവും ഒരു 5000 അല്ലെങ്കിൽ എല്ലാ മാസവും 5000 റുപ്പീസ് വെച്ച് കിട്ടണം. എൻ്റെ കാലശേഷം എൻ്റെ ഫ്യൂച്ചർ ജനറേഷന് ആ ഒരു 5000 റുപ്പീസ് കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ ദാറ്റ് മീൻസ് ഇൻഡെഫിനിറ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടണം? 5000 റുപ്പീസ് കിട്ടണം. സോ ഞാനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഓപ്റ്റ് ചെയ്യണം. അവരോട് ചോദിക്കും, അല്ലെങ്കിൽ ആ ഡെപ്പോസിറ്റ് ഇടുമ്പോൾ ചോദിക്കും, നിങ്ങൾ എത്ര ശതമാനം ഇൻട്രസ്റ്റ് തരും, ഞാൻ എത്ര ഇടണം? സോ അതാണ് എന്ത് പറയുന്നത്? ആ പെർപെച്യൂറ്റി എമൗണ്ട് കിട്ടാനായിട്ട് ഇന്ന് എത്ര ഇടണം, അല്ലെങ്കിൽ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപെച്യൂറ്റി. സോ പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപെച്യൂറ്റി കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുല പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപെച്യൂറ്റി. സോ യൂസ് ചെയ്യുന്ന ഫോർമുല R ഡിവൈഡഡ് ബൈ I ആണ്. R ഡിവൈഡഡ് ബൈ I. സോ പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപെച്യൂറ്റി PVA ഇൻഫിനിറ്റി ഇസ് ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ I. R എന്ന് പറയുന്നതാണ് ആ പെർപെച്യൂറ്റി എമൗണ്ട്, പേയ്മെൻറ്റ് ഓർ റെസീറ്റ് ഓഫ് ഈച്ച് പീരീഡ്, പേയ്മെൻറ്റ് അല്ലെങ്കിൽ റെസീറ്റ് ഫോർ ഈച്ച് പീരീഡ്. I എന്ന് പറയുന്നതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ പീരീഡ്, ആ പീരീഡിനനുസരിച്ചുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഒരു ക്വസ്റ്റ്യൻ നോക്കൊന്ന് ബൈ പെർപെച്യൂറ്റി മനസ്സിലാക്കാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ. സോ മിസ്റ്റർ എക്സ് wants to receive rupees 3000 per month, and he wants to pass this monthly payment to future generation also. So that means എല്ലാ മാസവും 3000 കിട്ടണം. അയാളുടെ കാലശേഷം ഫ്യൂച്ചർ ജനറേഷനും 3000 വെച്ച് കിട്ടിക്കൊണ്ടേയിരിക്കണം എന്നാണ് അയാളുടെ പ്ലാൻ. So he can earn interest at the rate 8% compounded annually. How much he has to invest now to achieve
this perpetuity goal. To achieve this perpetuity goal. അപ്പോൾ മിസ്റ്റർ എക്സിന് 3000 റുപ്പീസ് വെച്ച് വേണം എല്ലാ മാസം ഉള്ള, ശ്രദ്ധിക്കണം മാസമാണ്, ഇയർലി അല്ല. അയാളുടെ കാലശേഷം ഫ്യൂച്ചർ ജനറേഷനും ഇൻഡെഫിനിറ്റ് ആയിട്ട് ഈ 3000 കിട്ടിക്കൊണ്ടിരിക്കണം. അയാൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 8% ആണ്. സോ അതിനായിട്ട് ഇന്ന് അയാൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം? സോ ദാറ്റ് മീൻസ് എന്താണ് നമ്മുടെ ഫോർമുല? പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപെച്യൂറ്റി PVA ഇൻഫിനിറ്റി R ഡിവൈഡഡ് ബൈ I. ഇവിടെ R എത്രയാണ്? എല്ലാ മാസവും കിട്ടേണ്ട എമൗണ്ട് എത്രയാണ്? R എന്ന് പറഞ്ഞാൽ എന്താണ്? പേയ്മെൻറ്റ് റെസീറ്റ് ഫോർ ഈച്ച് പീരീഡ് എത്രയാണ്? ഇവിടെ 3000 ആണ്. ഇനി I ആണ് ശ്രദ്ധിക്കേണ്ടത്. 8% ആനുവലി ആണ്, നമുക്കിവിടെ മന്ത്ലി ആണ്. സോ I എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ പീരീഡ്. ഓരോ പീരീഡ് എന്ന് പറഞ്ഞാൽ 1 മന്ത് ആണ്. ദെയർഫോർ നമുക്ക് എന്ത് പറയാം? I ഈക്വൽ ടു 0.08 ഡിവൈഡഡ് ബൈ 12. 0.08 ഡിവൈഡഡ് ബൈ 12 എത്രയാണ്? 0.0066. 0.0066. സോ അതിന് ഇടുക 0.0066 കൊടുക്കുമ്പോൾ എത്ര കിട്ടും? 3000 ഡിവൈഡ് ബൈ 0.0066. 0.08 ഡിവൈഡ് ബൈ 12 നേരെയും പ്ലസ് എടുത്തു കഴിഞ്ഞാൽ 3000 ഡിവൈഡ് ബൈ MRC എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്? 4,50,000. റൗണ്ട് ഓഫ് ചെയ്തില്ല എങ്കിൽ നമുക്ക് ഇന്ന് 4,50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ 8% ഇൻട്രസ്റ്റ് റേറ്റിൽ എന്ത് കിട്ടിക്കൊണ്ടേയിരിക്കും? എല്ലാ മാസവും 3000 രൂപ വെച്ച് കിട്ടിക്കൊണ്ടേയിരിക്കും. സോ ഇതാണ് എന്തിൻ്റെ കോൺസെപ്റ്റ്. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്നതായിട്ട് പറയാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു സ്കൂളുകളിലെല്ലാം ഓരോ പേപ്പറിനും ഹയസ്റ്റ് മാർക്ക് കിട്ടുന്ന ആൾക്ക് കൊടുക്കുന്ന രീതിയിൽ സ്കോളർഷിപ്പ് പോലെയുള്ള രീതിയിലും പറയാം ക്വസ്റ്റ്യൻ. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യാം, ക്വസ്റ്റ്യൻ കൺസ്ട്രക്ട് ചെയ്യാം. നമ്മുടെ അതിൻ്റെ സ്കോപ്പ് എന്താണ്? സീരീസ് ഓഫ് പേയ്മെൻറ്റ് ഇൻഡെഫിനിറ്റ് ആയിട്ട് പോകുമെങ്കിൽ അത് പെർപെച്യൂറ്റി ആണ്. അതിൻ്റെ ഇന്നത്തെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യുക. ദാറ്റ് മീൻസ് R ഡിവൈഡഡ് ബൈ I. സോ I എപ്പോഴും ശ്രദ്ധിക്കണം, R ഏത് പീരീഡിലേക്കാണോ ഇൻട്രസ്റ്റ് വരുന്നത്, ഏത് പീരീഡിലേക്കാണോ പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ റെസീറ്റ് വരുന്നത്, അതനുസരിച്ച് I ചേഞ്ച് ആകും. ഓക്കെ. ദെൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെച്യൂറ്റി. സോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെച്യൂറ്റി. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെച്യൂറ്റി ഫോർമുല വരുന്ന PVA ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ I മൈനസ് G. R ഡിവൈഡഡ് ബൈ ഗ്രോത്തോടെ വരും. മറ്റേത് പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപെച്യൂറ്റി ആയിരുന്നു R ഡിവൈഡഡ് ബൈ I. ഇവിടെ ഗ്രോയിങ് പെർപെച്യൂറ്റി ആകുമ്പോൾ ഗ്രോത്തോടെ വരും R ഡിവൈഡഡ് ബൈ I മൈനസ് G. സോ വെർ G ഈസ് ദ ഗ്രോത്ത് റേറ്റ്. ഓക്കെ. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോർമലി ഹൗ മച്ച് has to invest to receive ₹50 annually if discount rate is 7% and is growing at 5% annually forever. Annually forever. ഓക്കെ. ഇവിടെ നമുക്ക് എല്ലാ വർഷവും എത്രയാണ്? 50 രൂപ വെച്ചിട്ടാണ് കിട്ടേണ്ടത്. 7% ഡിസ്കൗണ്ട് റേറ്റ്. ഗ്രോത്ത് റേറ്റ് എത്രയാണ്? 5%. സോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെച്യൂറ്റി. പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെച്യൂറ്റി. സോ ഏത് ഫോർമുല യൂസ് ചെയ്യാം? പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെച്യൂറ്റി R ഡിവൈഡഡ് ബൈ I മൈനസ് G. R എത്രയാണ്? 250. I എത്രയാണ്? ഡെസിമൽസ് എടുക്കുകയാണെങ്കിൽ 0.07 മൈനസ് 0.05. 250 divided by 0.07 minus 0.05. 250 divided by 0.02. That means right under 250 അല്ല 50 ഉള്ളല്ലേ. 50 divided by 0.02.
50 divided by 0.02 എത്രയാണ് 2500. 2500. ഓക്കെ, സോ ഇതാണ് പെർപ്പച്യൂറ്റി ആൻഡ് ഗ്രോയിങ് പെർപ്പച്യൂറ്റി. സോ ഇനി ഒരു കാര്യം കൂടെയാണ് നമുക്ക് ഇതിനകത്തുള്ളത്, CAGR, കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ്. കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് CAGR മസ്റ്റായിട്ട് നമുക്ക് എക്സാമിന് സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അതർ ഏരിയാസിൽ നോക്കേണ്ടത് മസ്റ്റായിട്ട് നോക്കേണ്ടത് NPV നോക്കണം, ദെൻ ബോണ്ട് വാല്യുവേഷൻ നോക്കണം, perpetuity, present value of perpetuity, present value of growing perpetuity, then obviously CAGR. So formula ഓർത്ത് വെക്കുക, CAGR formula V of Tn divided by V of T0 the whole raised to 1 minus Tn minus T0 minus 1 ഇതാണ്. റേറ്റ് ഇപ്പോൾ ഡെസിമൽ ആയിരിക്കും കിട്ടുന്ന, റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇൻറ്റു 100. ഓക്കെ, ദെൻ സോ വി ഓഫ് Tn എന്ന് പറയുന്നത് എൻഡ് പീരീഡ് വാല്യൂ ആണ്. വി ഓഫ് T0 എന്ന് പറയുന്നത് ബിഗിനിങ് പീരീഡ് വാല്യൂ, Tn എന്ന് പറയുന്നത് എൻഡ് പീരീഡ്, T0 എന്ന് പറയുന്നത് ബിഗിനിങ് പീരീഡ്, ദെൻ -1 ഇൻറ്റു 100. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഒന്നുകിൽ ഇതേപോലെ ബോക്സ് ആയിട്ട് തരും, അല്ലെങ്കിൽ ഇത്ര ഇയർ എന്ന് പറഞ്ഞിട്ട് തരും. എന്തായാലും നമുക്ക് CAGRന്റെ ക്വസ്റ്റ്യൻ എക്സാമിന് ഉണ്ടാകും. സോ CAGR കണ്ടുപിടിക്കാനുള്ള ഫോർമുല, V of Tn divided by V of T0 the whole raised to 1 by Tn minus T0 minus 1 into 100. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ അറിയാം, നമുക്ക് V of Tn ഫസ്റ്റ് ഉണ്ട്, ഓരോന്നും V of Tn എൻഡ് പീരീഡ് വാല്യൂ എത്രയാണ് 480. സോ V of Tn equal to 480. then beginning period value 2015 വാല്യൂ എത്രയാണ് 250. V of T0 250. then Tn എന്ന് പറയുന്നത് 2019 ആണ് എൻഡ് പീരീഡ്, T0 എന്ന് പറയുന്നത് 2015 ആണ്. ഓക്കെ, നേരെ നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കാം. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം, 480 divided by 250 the whole raised to 1 by 2019 minus 2015 minus 1 into 100 so 480 divided by 250 1.92 the whole raised to 2019 minus 2015 എത്രയായിട്ടും 1/4. that means fourth root ആണ്, സേഫ് ആണ്, നമുക്ക് ഡയറക്റ്റ് എടുക്കാം into 100. so 1.92 രണ്ട് തവണ റൂട്ട് അടിച്ചാൽ ഫോർത്ത് റൂട്ട് കിട്ടും, -1 into 100. റൈറ്റ് ആൻസർ 17.71%. 17.71%. Okay. Then ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യാം, സ്പേസ് കിട്ടില്ല. ക്വസ്റ്റ്യൻ ഇതാണ്, 4 വർഷത്തെ തന്നിട്ടുണ്ട്. CAGR 2013 മുതൽ 2016 വരെയുള്ളതാണ്. CAGR കണ്ടുപിടിക്കണം. CAGR കണ്ടുപിടിക്കാനുള്ള ഫോർമുല CAGR V of Tn divided by V of T0 the whole raised to Tn minus T0 minus 1 into 100 ആണ്. സോ V of Tn എത്രയാണ് 210 ആണ്, നേരെ എടുക്കുക. 210 divided by 100 the whole raised to 2016 minus 2013 എത്രയായിട്ടും 1/3 minus 1 into 100. ഇവിടെ നമുക്ക് ക്യൂബ് റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. 2.10 the whole raised to 1/3 minus 1 into 100. സോ നമുക്ക് ക്യൂബ് റൂട്ട് അല്ലെങ്കിൽ നമുക്ക് സ്ക്വയർ റൂട്ട്, ഫോർത്ത് റൂട്ട്, എയ്ത്ത് റൂട്ടൊക്കെയാണ് നമുക്ക് ഡയറക്റ്റ് കിട്ടുന്നത്. സോ അല്ലാതെ 2.1ൻ്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് 2.1 ടൈപ്പ് ചെയ്യും,
then cube root കണ്ടുപിടിക്കാൻ root 15 times press ചെയ്യും 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 then minus 1 then divided by എത്രാമത്തെ റൂട്ടാണ് വേണ്ടത് തേർഡ് റൂട്ടാണ് 3 plus 1 then into equal to 15 times into അടിക്കുക ഉടനെ equal 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 so 30 1.2805 on minus 1 into 100 right to answer 28.05 percentage 28.05 percentage. It's very important CAGR. ഒന്നിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഫോർത്ത് സെക്കൻഡ് റൂട്ട് ഫോർത്ത് റൂട്ട് എയ്ത്ത് റൂട്ട് ഇട്ടുവാണെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം. അതർവൈസ് നമുക്ക് ഈ ഒരു കാൽക്കുലേറ്റർ ട്രിക്ക് സോ തേർഡ് nth റൂട്ട് കണ്ടുപിടിക്കുന്ന കാൽക്കുലേറ്റർ ട്രിക്ക് സോ നമ്പർ അടിക്കുക റൂട്ട് 15 ടൈംസ് ദെൻ മൈനസ് 1 ദെൻ ഡിവൈഡഡ് ബൈ എത്രാമത്തെ റൂട്ടാണോ വേണ്ടത് പ്ലസ് 1 ദെൻ ഇൻറ്റു ഈക്വൽ ടു 15 ടൈംസ് സോ ആൻസർ കിട്ടും 28.05 28.05. Okay. Yeah. So these are basic level questions. നോക്കാം if discounted rate is 14% per annum, how much company has to pay to receive rupees 8 to 80 growing 9% annually forever? So that means നമ്മുടെ perpetuity value 280 ആണ്, റേറ്റ് ഡിസ്കൗണ്ട് റേറ്റ് 14% ആണ്, ഗ്രോത്ത് റേറ്റ് 4% ആണെങ്കിൽ, ഗ്രോത്ത് റേറ്റ് 9% ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപ്പച്യൂറ്റി, പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപ്പച്യൂറ്റി ഫോമിൽ എന്തെടുക്കാം? PVA ഇൻഫിനിറ്റി is equal to R divided by I minus G. R എത്രയാണ്? 280. I 0.14 minus 0.09. That means 280 divided by 0.05. 280 divided by 0.05. ഇത്രയാണ് കിട്ടിയത്. ആൻസർ 5600. ഇങ്ങനെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഗ്രോത്ത് ഉണ്ടെങ്കിൽ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ ഓഫ് ജസ്റ്റ് പെർപ്പച്യൂറ്റി, അല്ലെങ്കിൽ ഗ്രോത്ത് ഇതേപോലെ തന്നിട്ടുണ്ടെങ്കിൽ ഫോർ എവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസന്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപ്പച്യൂറ്റി, പ്രസന്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപ്പച്യൂറ്റി. ദെൻ നെക്സ്റ്റ് വൺ, the nominal rate of growth is 17%, inflation is 9% for 5 years. If P be the gross domestic product GDP amount and present at the present year, then the projected GDP after 6 years. Okay, so nominal rate inflation തന്നാൽ നോമിനൽ റേറ്റിൽ നിന്ന് ഇൻഫ്ലേഷൻ കുറച്ചിട്ട് നമ്മൾ റിയൽ റേറ്റ് കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് റിയൽ റേറ്റ് 17% minus 9%, that means 8% ആണ് റിയൽ റേറ്റ്. സോ റിയൽ റേറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കോമ്പൗണ്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ ശ്രദ്ധിക്കണം. നോമിനൽ റേറ്റ് മൈനസ് ഇൻഫ്ലേഷൻ ആണ് റിയൽ റേറ്റ്. റിയൽ റേറ്റിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ റീസെൻ്റ്ലി എക്സാമിന് കാണുന്നുണ്ട്. റിയൽ റേറ്റ് വെച്ചിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യണം. എമൗണ്ട് പ്രസൻറ്റ് ഇയർ പി ആണെങ്കിൽ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് പി ആണെങ്കിൽ, പ്രൊജക്റ്റഡ് ആഫ്റ്റർ 6 ഇയേഴ്സ് കഴിയുമ്പോഴുള്ള, സോ ദാറ്റ് മീൻസ് റിയൽ റേറ്റ് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ പി ആണ്, എ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ റിയൽ റേറ്റ് വെച്ചിട്ട് 6 ഇയേഴ്സിലേക്ക് റിയൽ റേറ്റ് എത്രയാണ്? 0.08. പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പി ഇൻറ്റു 1.08 റൈസ്ഡ് ടു 6. ആഫ്റ്റർ 6 ഇയേഴ്സ് GDP 1.08 ഇൻറ്റു 2 times 3 4 5 6 1.5
5868, that means 7 trim P. 1.587 P. 1.587 P. Then next question. Stock pays annually an amount of rupees 10 from the 6th year onwards. ഇത് ഇതിൽ കൂടുതൽ തവണ മോക്ക് ടെസ്റ്റിലേക്ക് വന്നിട്ടുള്ളതാണ്. സ്റ്റോക്ക് പേസ് rupees 10 from 6th year, rupees 10 from 6th year onwards. What is the present value of this? 6th year onwards പെർപ്പച്വലി അങ്ങ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആദ്യത്തെ 5 വർഷം കിട്ടുന്നില്ല, 6ാമത്തെ വർഷം മുതൽ എന്താണ് പെർപ്പച്വലി 10 rupees വെച്ച് കിട്ടുകയാണ്. റേറ്റ് ഓഫ് റിട്ടേൺ 20% ആണെങ്കിൽ അതിൻ്റെ ഇന്നത്തെ വാല്യൂ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. പ്രസൻറ്റ് വാല്യൂ ഓഫ് ദിസ് പെർപ്പച്വിറ്റി നോക്കുക. സോ നമുക്ക് പ്രസൻറ്റ് വാല്യൂ, ഇന്നത്തെ വാല്യൂ കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് അപ് ഇങ്ങനെ പോയിട്ട് 5th ഇയർ എന്ന് വിചാരിക്കും. 5th ഇയർ, 6th, 7th, 8th, സോ ഓൺ. ഇവിടെ എല്ലാം എത്ര വെച്ച് കിട്ടിക്കൊണ്ടേയിരിക്കണം? 6th ഇയർ ഓൺവേർഡ്സ് 10 rupees വെച്ചിട്ട് പെർപ്പച്വലി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പെർപ്പച്വിറ്റിയാണ്. സോ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടുത്തെ റേറ്റ് എത്രയാണ്? ഇത് പെർപ്പച്വിറ്റി അറ്റ് റേറ്റ് 20% ആണ്. സോ 6ാമത്തെ വർഷം മുതൽ 10 രൂപ വെച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ 5ാമത്തെ വർഷം അവിടെ എത്രയാണ്? ദാറ്റ് മീൻസ് ആ 10 rupees വെച്ച് കിട്ടുന്ന ആ ഒരു സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ്, ദാറ്റ് മീൻസ് പെർപ്പച്വിറ്റിയുടെ 5ാമത്തെ വർഷത്തെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 5th ഇയറിലെ വാല്യൂ, 5th ഇയറിലെ വാല്യൂ കിട്ടാണ്ട് എന്ത് ചെയ്താൽ മതി? R ഡിവൈഡഡ് ബൈ I. 10 ഡിവൈഡഡ് ബൈ 0.20. 10 പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപ്പച്വിറ്റി, ദാറ്റ് മീൻസ് 50 കിട്ടും. അതായത് 5ാമത്തെ വർഷം നമ്മുടെ കയ്യിൽ 50 രൂപ അവിടെ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 6th ഇയർ ഓൺവേർഡ്സ് ഈ 20% ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് എത്ര കിട്ടിക്കൊണ്ടേയിരിക്കും? 10 rupees വെച്ച് കിട്ടിക്കൊണ്ടേയിരിക്കും. സോ പക്ഷെ നമുക്ക് 5th ഇയറിലെ വാല്യൂ അല്ല വേണ്ടത്, അതിൻ്റെ ഇന്നത്തെ വാല്യൂ, പ്രസൻറ്റ് വാല്യൂ. സോ ദാറ്റ് മീൻസ് 5th ഇയർ എൻഡിൽ എൻ്റെ കയ്യിൽ എത്രയുണ്ട്? 50 ഉണ്ടെങ്കിൽ എനിക്ക് 6ാമത്തെ വർഷം മുതൽ 10 കിട്ടിക്കൊണ്ടിരിക്കും. അതായത് ഇന്ന് എത്ര ഇട്ടാലാണ് 5 ഇയർ കഴിയുമ്പോൾ 50 rupees ആണ്. എൻ്റെ ഇൻ ബിറ്റ്വീൻ നമുക്ക് പേയ്മെൻറ്റ്സ് ഒന്നും ഇല്ല. ദാറ്റ് മീൻസ് 5th ഇയർ എൻഡിൽ മാത്രം 50 rupees. അതിനായിട്ട് എന്താണ്? ഇന്ന് മാത്രം ഒരു പേയ്മെൻറ്റ് ഇട്ടാൽ ദാറ്റ് മീൻസ് എന്താണ്? പ്രസൻറ്റ് വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ. Present value of single cash flow. Present value of single cash flow. Present value of single cash flow. That means, okay, again എഴുതാം. 50 divided by 1.20 the whole raised to 5. If we divided by 1.1 plus I the whole raised to n. And n 5 ആണ്. 50 rupees ആണ് 5 വർഷം കഴിഞ്ഞ് അവിടെ വേണ്ടത്. അത് നമുക്ക് എങ്ങനെ കിട്ടി? 50. 6th ഇയർ ഓൺവേർഡ്സ് നമുക്ക് പെർപ്പച്വിറ്റി 10 ആണ്. സോ ഇൻട്രസ്റ്റ് റേറ്റ് കൊണ്ട് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് R ഡിവൈഡ് ബൈ I വെച്ചിട്ട് 5th ഇയറിൽ 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് 6th ഇയർ ഓൺവേർഡ്സ് പെർപ്പച്വലി 10 വെച്ച് കിട്ടിക്കൊണ്ടേയിരിക്കും. 5th ഇയറിൽ 5 വേണമെങ്കിൽ 50 വേണമെങ്കിൽ ഇന്ന് എത്ര ഇടണം? സോ ഫ്യൂച്ചർ വാല്യൂൻ്റെ ഇന്നത്തെ വാല്യൂ 20% ഇൻട്രസ്റ്റ് റേറ്റിൽ. സോ 50 ഡിവൈഡഡ് ബൈ 1.2, 1, 2, 3, 4, 5, 30, 20.09. that means 20.10, 20.1, 20.1. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മോക്ക് ടെസ്റ്റിലൊക്കെ റീസെൻ്റ്ലി വന്നിട്ടുണ്ട്, എക്സാമിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ. ₹1,25,000 is borrowed at compound interest at the rate of 2% for the first year, 3% for the second year, and 4% for the third year. When the amount to be paid after 3 years. That means ഇത് നമുക്ക് 1,25,000 ഉണ്ട്. ആദ്യത്തെ വർഷം 2%, രണ്ടാമത്തെ വർഷം 3%, മൂന്നാമത്തെ വർഷം 4%. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ദാറ്റ് മീൻസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എന്താണ്? അക്യൂമുലേറ്റ് ചെയ്യും. സോ ഇവിടെ ഇതിനെ ചെയ്യാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഫോർമുല ഉണ്ട്. ഓരോന്നും ആഡ് ചെയ്ത് പ്ലസ് ചെയ്ത് കൊടുത്തതിന് പകരം നമുക്ക് നേരെ എന്ത് ചെയ്താൽ മതി? കാൽക്കുലേറ്റർ ട്രിക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ ട്രിക്കായിട്ട് 1,25,000 കാൽക്കുലേറ്റർ ട്രിക്കാണ്. അല്ലെങ്കിൽ ഓരോന്നും കണ്ടുപിടിച്ച് നമുക്ക് ചെയ്യണം.
n number of times ചോദിച്ചിട്ടുണ്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റുകളിലെല്ലാം. സോ 1,25,000 അതിൻ്റെ കൂടെ കാൽക്കുലേറ്ററിൽ നേരെ +2%, അതായത് 2% ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് ആഡ് ചെയ്യുന്നു, ഇപ്പോഴാണ് അക്യൂമുലേറ്റ് ചെയ്യുന്നത്, +3% രണ്ടാമത്തെ വർഷം, +4% മൂന്നാമത്തെ വർഷം. സോ ആൻസർ നമുക്ക് 1,25,000 +2% +3% +4% എത്ര കിട്ടി? 1,36,578. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ അടുത്ത വർഷം 2% ഇൻട്രസ്റ്റ് റേറ്റിൽ അക്യൂമുലേറ്റഡ് എമൗണ്ട് കണ്ടുപിടിച്ച് ആ അക്യൂമുലേറ്റഡ് എമൗണ്ടിൻ്റെ അടുത്ത വർഷത്തെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കും. ദെൻ വീണ്ടും അക്യൂമുലേറ്റഡ് എമൗണ്ട് കണ്ടുപിടിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ എന്താണ്? ഇൻട്രസ്റ്റ് അക്യൂമുലേറ്റ് ചെയ്യും. ദെയർഫോർ കാൽക്കുലേറ്റർ ട്രിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 1,25,000 +2% +3% +4% എടുത്താൽ നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും 1,36,578. 1,36,578. Choice D is the right answer. Okay, then a debt of ₹5,000 with interest rate of 8%, compounded quarterly, is to be discharged by 8 equal quarterly payments. First payment being due today. Find the size of the payment. So, okay, debt, that means loan ആണ് 5,000, 8% compounded quarterly ആണ്, 8 equal quarterly payments. First payment being due today, size of each payment. That means എന്താണ്? obviously present value of loan ആയതുകൊണ്ട് present value of annuity. First payment due today, annuity due, present value of annuity due. So ഏത് ഫോർമുല യൂസ് ചെയ്യാം? V is equal to A into P(n-1) plus A. So V അറിയാം നമുക്ക് 5,000, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഫോർമുല V is equal to A ആണ് കണ്ടുപിടിക്കണതുകൊണ്ട് A into P(n-1) plus 1. സോ ഇവിടെ n എത്രയാണ്? 8 equal quarterly payments ആണ്, 8 ആണ്. therefore n-1 7 ആണ്. അയ്യോ, 8% compounded quarterly ആണ്, 0.08 divided by 4, 0.02. okay, so ഇനി നമുക്ക് നേരെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ V 5,000 ആണ്. 5,000 is equal to A into A ആണ് കണ്ടുപിടിക്കേണ്ടത്. P(n) 7 ആണ്. I 0.02 ആണ്, plus 1. So 5,000 is equal to A into 1 divided by 1.02 equal to 7 times GT plus 1. 1 divided by 1.02, 1, 2, 3, 4, 5, 6, 7, then GT plus 1, m plus 5,000 divided by MRC equal 30. A is equal to 669.1656. That means 669.17. 669.17. 669.17. Okay. Then next question. Bond in a question. Mark ചെയ്തേക്കാം. Question recently നമ്മുടെ മോക്ക് ടെസ്റ്റിലൊക്കെ വന്നിട്ടുള്ളതാണ്, എക്സാമിന് ചോദിക്കാം. ₹1,000 bond paying annual dividend at 8.5% will redeemed at par at the end of 10 years. In 10 years, find the purchase price of this bond if investor wishes to yield a rate of 8%. സോ കമ്പനി 8.5 തരാമെന്ന് പറയുന്നു, ഇൻവെസ്റ്റർ പറയുന്നു അല്ലെങ്കിൽ വേണ്ട എനിക്ക് 8 മതി. നോർമലി അങ്ങനെ ആരും പറയാറില്ല, അതുകൊണ്ട് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആകുന്നത്. സോ ഒബ്വിയസ്ലി എന്തായിരിക്കും, 1000 രൂപയ്ക്ക് തരാമെന്ന് പറയുന്ന ബോണ്ട് അതിനേക്കാൾ കൂടുതൽ വിലയ്ക്കായിരിക്കും എന്താണ് ഇൻവെസ്റ്റർ പർച്ചേസ് ചെയ്യാൻ ചാൻസ്. നമുക്ക് എന്തായാലും നോക്കാം. വാല്യുവേഷൻ ഓഫ് ബോണ്ട്, വാല്യൂ ഓഫ് ബോണ്ട്. സോ പ്രസന്റ് വാല്യൂ ഓഫ് annuity പ്ലസ് പ്രസന്റ് വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ അല്ലേ. സോ ആനുവിറ്റി എമൗണ്ട് എത്രയാണ്? 1,000 ആണ്. കമ്പനി തരാമെന്ന് പറയുന്നത് 8.5% ആണ്. ദാറ്റ് മീൻസ് A into
A into P/NI plus future value divided by 1 plus I the whole rest. ഇവിടെ എ എത്രയാണ് 1000 റുപ്പീസിൻ്റെ 8.5%, അത് 10 വർഷത്തേക്ക് കിട്ടും അല്ലേ. സോ 85 റുപ്പീസ് 10 വർഷത്തേക്ക് കിട്ടുന്നതാണ് നമ്മൾ അതിൻ്റെ ആനുവിറ്റി എടുക്കുന്നത്. P/N 10 ആണ്. I ഇൻവെസ്റ്റർ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് എത്രയാണ്, അതിനാണ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യേണ്ടത്. 0.08 ഉള്ളൂ, കുറവേ ഉള്ളൂ അല്ലേ. പ്ലസ് 1000 ഡിവൈഡഡ് ബൈ 1.08 റേസ്ഡ് ടു 10. രണ്ടും കൂടെ കണ്ടുപിടിച്ച് ആഡ് ചെയ്താൽ അതിൽ ഉറപ്പായിട്ടും സോ ഡിസ്കൗണ്ടിലായിരിക്കില്ല, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്താലും വാങ്ങിക്കാം എന്നായിരിക്കും ഇൻവെസ്റ്റർ പറയുന്നത്. സോ 85 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 1.08 ഈക്വൽ ടു 10 times GT plus 1000 divided by 1.08 raised to 10. 1 divided by 1.08. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 GT into 85, 570.570.570. $35.69 plus 1000 divided by 1.08. 463.1934. So 1033. 1033.55. 1033.55. 1033.55. Okay, 1033.55. Next one, assuming discount rate is 10% per annum, how much would you pay to receive 800 growing at 8% annually? ഇതാണ് ഗ്രോയിങ് പെർപെച്യൂറ്റിയുടെ നോർമലി ചോദിക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. എക്സാമിനും മോക്ക് ടെസ്റ്റിലും എല്ലാം വന്നിട്ടുണ്ട് ഇതേപോലത്തെ. സോ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപെച്യൂറ്റി നമുക്ക് RDPV ഇൻഫിനിറ്റി ഇസ് ഈക്വൽ ടു R ഡിവൈഡഡ് ബൈ I മൈനസ് G എടുക്കാം. സോ 800 ആണ് R. I എത്രയാണ് 0.10 minus 0.08 growth. So 800 divided by 0.02. 800 divided by 0.02. 40,000. 40,000. So നമ്മുടെ അങ്ങനെ ഒരു ചോയ്സ് ഒരു എമൗണ്ട് പോലും ഇല്ല. None of these is the right answer. ദെൻ ബോണ്ടിൻ്റെ വേറൊരു ടൈപ്പ്, നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറവ് മതി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കണ്ടു. ദെൻ ഇവിടെ ഫൈൻഡ് ദ പർച്ചേസ് പ്രൈസ് ഓഫ് 1000 bond ₹1000 bond redeemable at paying annual dividend of 4%, yield rate of 5%. Annual dividend. സോ ആനുവൽ ഡിവിഡൻഡ് ഒറ്റ വർഷത്തേക്കാണ്, എത്ര വർഷത്തേക്കെന്ന് പറഞ്ഞാൽ ആനുവൽ ഡിവിഡൻഡ് ഒരു വർഷം കൊണ്ട് ആണ്. സോ ദാറ്റ് മീൻസ് നമുക്ക് കണ്ട ഇവിടെ നമുക്ക് സീരീസ് ഓഫ് പേയ്മെൻറ്റ്സ് ഇല്ല, ഒറ്റ വർഷമുള്ള ഒന്നിൽ കൂടുതൽ വർഷമാണെങ്കിലാണ് നമുക്ക് ആ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ആനുവിറ്റി ആയിട്ടും ആ തിരിച്ച് ബോണ്ട് റീപർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ളത് സിംഗിൾ ക്യാഷ് ഫ്ലോ ആയിട്ട് എടുക്കുന്നത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇയർ എൻഡിൽ മാത്രമേ ഉള്ളൂ എന്തൊക്കെയാണ് കിട്ടുന്നത്. സോ 1000 4%, ദാറ്റ് മീൻസ് 40 പ്ലസ് 1000 റുപ്പീസ് തിരിച്ചെടുക്കുന്നത്. സോ അതായത് നമുക്ക് എത്രയാണ് 1040. സോ ഇതിൻ്റെ വാല്യൂ ഓഫ് ബോണ്ട് ഒരു വർഷമല്ലേ ഉള്ളൂ, ദാറ്റ് മീൻസ് ഒറ്റ പേയ്മെൻറ്റേ ഉള്ളൂ. ദാറ്റ് മീൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം 1040 ഡിവൈഡഡ് ബൈ എക്സ്പെക്ട് ചെയ്യുന്ന റേറ്റ് 5% ആണ്. സോ 1 പ്ലസ് I 1.05. 1040 ഡിവൈഡ് ബൈ 1.05 990.476. 990. ഇപ്പോൾ നമ്മൾ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്തു. ഒന്ന് ഇൻട്രസ്റ്റ് റേറ്റ്, നോർമൽ ഹോൾഡർ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്, തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത ഹോൾഡർ കുറച്ച് മതി എന്ന് ക്വസ്റ്റ്യൻ. ദാറ്റ് മീൻസ് 1000 റുപ്പീസ് എന്ന് പറഞ്ഞാൽ ഹോൾഡർ പറയാണ് പർച്ചേസ് ചെയ്യുന്നുള്ള നിങ്ങൾ 1000 അല്ല കൂടുതൽ
പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്തോ ഐ എം റെഡി ടു പർച്ചേസ് എന്ന് പറയുന്നത്. നോർമലി അങ്ങനെ ഒരു സിറ്റുവേഷൻ വരില്ല. ദെൻ find the present value of annuity which pays 200 at the end of each 3 months for 10 years, assuming money worth 5% compounded quarterly. So present value of annuity regular. Present value of annuity regular ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. So V is equal to A into PNI. So A എത്രയാണ് 200 PN at the end of each of 3 months. That means quarterly ആണ് for 10 years. ഒരു വർഷത്തിൽ തന്നെ 4 ക്വാർട്ടർ ഉണ്ട്. 10 ഇയേഴ്സിൽ എത്രയായിരിക്കും? N A 200 N എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ 4 ക്വാർട്ടർ, 10 ഇയേഴ്സിൽ 40 ക്വാർട്ടേഴ്സ്. I എന്ന് പറയുന്നത് 0.05 ഡിവൈഡഡ് ബൈ 4. 0.05 ഡിവൈഡഡ് ബൈ 4 എടുക്കുമ്പോൾ 0.0125. So 40, 0.0125. That means 200 into 1 divided by 1.0125 equal to 40 times GT. 1 divided by 1.0125. GT into 200. Ready? 6265.38. 386 എന്നാണ് വരുന്നത് നമ്മുടെ ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്നത് 6265.38. So 10 years, next question. 10 years ago earnings EPS is ₹5 EPS for this year. So that means 10 years ago EPS എന്ന് പറയുന്നത് 5 ആണ്. Now EPS is 22 ആണെങ്കിൽ ഗ്രോത്ത് റേറ്റ്. So that means in between 10 years ആണുള്ളത്. അതായത് ഇന്ന് 5 ആണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ 22 എന്ന രീതിയിൽ എടുക്കാം. So ഇന്ന് 5 ആണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ 25. So that means future value 22 ആണ്, ഇന്ന് 5 ആണ്. Then interest rate കണ്ടുപിടിക്കണം. 1 plus growth rate the whole raised to 10. (22 divided by 5) 4.4. So that implies 4.4 1 plus G raised to 10. That means 1 plus G equal 4.4 raised to 1 by 10. So 10th root കണ്ടുപിടിക്കണം. 10th root കണ്ടുപിടിക്കാനായിട്ട് 1 plus G equal to 4.4 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 minus 1 divided by 10 plus 1 then into equal to 10 times. (1.1597) ആണ്. Therefore that implies G equal to 0.1597. That means 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15.97%. 15.97%. 15.97%. 15.97%. Then scrap value in the question. Scooter rupees 10,000. Find the value after 7 years, depreciation 10%. So written down value equal C into 1 minus I the whole raised to n. So that means 10,000 into 1 minus 0.10 raised to 7. 10,000 into 0.90 raised to 7.
0.9 into equal to 2 times 3, 4, 5, 6, 7 into 10,000. 4,782.96. 4782.96. 4782.96. Then we will discuss the question. A person decided to create a fund to be invested at 10% compound interest per annum to provide for a price of rupees 300 every year. So, എല്ലാ വർഷം 300 രൂപയാണ് പ്രൈസ് ആയിട്ട് കൊടുക്കേണ്ടത് എല്ലാ വർഷവും. ഇവിടെ പ്ലീസ് നമ്മുടെ ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Present value of perpetuity. Person decide to create a fund to be invested at 10%. So present value of perpetuity ആണ് PVA infinity is equal to R divided by I. So 300 divided by 0.10. കേട്ടും 3000 rupees ഇന്ന് ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് എല്ലാ വർഷവും എത്ര വെച്ച് കൊടുക്കാൻ പറ്റുന്നത്? 300 rupees വെച്ചിട്ട് 300 rupees വെച്ചിട്ട്. Then depreciation question. Machine depreciate at 10% beginning of the year. Cost of scrap value, cost and scrap value. So cost 23,240, scrap 9,000. So scrap value is equal to C into 1 minus I the whole raised to n. So 9,000 is equal to 23,240. 1 minus 0.10 the whole raised to n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 9,000 divided by 23,240 കിട്ടുന്ന 0.38726 equal to 0.90 raised to n. So എത്ര തവണ 0.9 മൾട്ടിപ്ലൈ ചെയ്താൽ 0.38 കിട്ടും നോക്കാം. 0.9 equal to 2 times 3, 4, 5, 6, 7, 8, 9 times വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? The present value, next one, the present value of rupees 10,000 due in 2 years at 5% compound interest when interest is paid half yearly basis. So present value single cash flow. So P is equal to 10,000 divided by 1.05. Half yearly ആണ്. Therefore I എങ്ങനെ മാറും? 0.05 divided by 2, 0.025. 1.025 raised to 2 into 2. So 10,000 divided by 1.025 raised to 4. So 10,000 divided by 1.025. 1, 2, 3, 4. 9,059.506. So 9,060 round off ചെയ്തെടുക്കാം. Okay, then two equal sum percent lend out at 7% and 5% simple rate interest respectively. The interest earned on the two loans adds up to rupees 960 for 4 years. Find the sum lend out. Okay, so P into 0.07 into 4 plus P into 0.05 into 4
equal to 960 എന്ന് പറഞ്ഞിട്ടുണ്ട്. That implies 0.28p plus 0.20p equal to 960. That implies 0.48p equal to 960. That implies p equal to 960 divided by 0.48. 2000 ആണ്. നമുക്ക് 2000 എന്നൊരു ചോയ്സ് ഇല്ല. ഇവിടെയാണ് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നോർമലി സ്റ്റുഡൻസ് എന്തോ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ആണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ്. ടു ഈക്വൽ രണ്ട് ഈക്വൽ സമ്മ് ലെൻഡ് ഔട്ട് ചെയ്യുമ്പോഴാണ് ടോട്ടൽ 960. അതായത് ഇവിടെ 2 തവണ 2000 വെച്ച് 2000 ലെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 960 കിട്ടുന്നത്. അതായത് ടോട്ടൽ എത്ര കിട്ടും? 2000p. അതായത് ഈച്ച് സമ്മാണ് 2000. ടോട്ടൽ സം എത്ര വരും? ഈച്ച് സമ്മ് 2000 ആണ്. ടോട്ടൽ വരും 2000 plus 2000 equal to 4000. 2000 plus 2000 is equal to total 4000 rupees ആണ് വരുന്നത്. ഓക്കെ, rupees 5000 is paid every year for 10 years to pay off a loan. What is the loan amount if interest be 14% per annum compounded annually? So 5000 is paid. So V is equal to A into PNI. So 5000 paid ആണ്. 5000 into PNI എത്രയാണ്? P 10 0.14. ഇവിടെ നമുക്ക് ഒന്നും ചെയ്ത് സമയം കളയേണ്ട, ക്വസ്റ്റ്യനിൽ നേരെ തന്നിരിക്കുകയാണ്. അത് ഇൻറ്റു 5000 എടുത്തു കഴിഞ്ഞാൽ ആൻസർ ആയി. So 5.21611 into 5000, 26,080.55. Exactly same answer. Okay, that sinking fund factor is the reciprocal of. Sinking fund factor is the reciprocal of. So നമ്മൾ ഫ്യൂച്ചർ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ, ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റി എടുത്തു കഴിഞ്ഞാൽ a ഇൻറ്റു 1 പ്ലസ് ഐ ദ ഹോൾ റേസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ ഐ. സോ ഇതാണ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ഇൻട്രസ്റ്റ് ഫാക്ടർ. ഓക്കെ, ഇതിൻ്റെ റെസിപ്രോക്കലാണ് സിങ്കിങ് ഫണ്ട് ഫാക്ടർ എന്ന് പറയുന്ന ഐ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ ദ ഹോൾ റേസ് ടു n മൈനസ് 1. സോ ഓർത്തോണം. സോ സിങ്കിങ് ഫണ്ട് ഫാക്ടർ ഈസ് ദ reciprocal of future value of interest factor of annuity. Future value of interest factor of annuity. Then last one. First പറഞ്ഞാണ് the amount charged for definite length of time for the use of principal generally on yearly basis. ജനറലി ഓൺ ഇയർലി ബേസിസ് എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? എമൗണ്ട് ആണെങ്കിലും റേറ്റ് ആണെങ്കിലും എല്ലാം അത് എന്തായിരിക്കും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നോർമലി എമൗണ്ട് എന്ന് കണ്ടുകൊടുക്കുന്ന സ്റ്റുഡൻസ് ചാടി കയറി ഇൻട്രസ്റ്റ് എന്ന് എഴുതാറുണ്ട്. ബട്ട് നമ്മൾ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകിൽ പേഴ്സൻ്റേജ് ആയിട്ട് 10% എന്ന് പറയാം, അല്ല എങ്കിൽ എന്താണ് എമൗണ്ട് ആയിട്ട് പറഞ്ഞാലും അത് എന്ത് തന്നെയാണ്? ജനറലി ഓൺ ഇയർലി ബേസിസ് പറയുന്നതെല്ലാം എന്തായിരിക്കും? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇയർലി ബേസിസ് വരുന്നതെല്ലാം എന്താണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓക്കെ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ജനറലി ഓൺ ഇയർലി ബേസിസ് വിൽ ബി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസിൽ വരുന്നത്. സോ ഒബ്വിയസ്ലി നമുക്ക് ഒന്നുകൂടെ സമപ്പ് ചെയ്യണം. മസ്റ്റായിട്ട് ഉള്ള ദിവസങ്ങളിൽ നോക്കേണ്ടത് സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തമ്മിലുള്ള റിലേഷൻ. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ട് ഇത്ര ടൈംസ് ആകുമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടൈം തന്നിട്ട് ഇത്ര റേറ്റ്, അല്ലെങ്കിൽ n1 ടൈംസ് ഇൻ t1 ഇയേഴ്സ് ആ കേസ്. ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഒബ്വിയസ്ലി എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചോദിച്ചിരിക്കും, ഡിപ്രീസിയേഷൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും ഇൻട്രസ്റ്റിൽ നിന്ന്. ദെൻ നമ്മൾ ചെയ്ത പോലത്തെ കോമൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരും. ദെൻ
ആനുവിറ്റിയിലേക്ക് വരികയാണെങ്കിൽ ഫ്യൂച്ചർ വാല്യൂവിൻ്റെയും പ്രസൻറ്റ് വാല്യൂവിൻ്റെയും ക്വസ്റ്റ്യൻ 4 ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ അതിൽ ആപ്ലിക്കേഷൻ ബേസ് ഒന്നുകിൽ ലോൺ ആയിരിക്കാം അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് ആയിരിക്കാം. ക്വസ്റ്റ്യൻസ് എന്തായാലും മസ്റ്റായിട്ട് 3-4 ക്വസ്റ്റ്യൻസ് വരും. ദെൻ ഒബ്വിയസ്ലി മസ്റ്റായിട്ട് നോക്കേണ്ട നമ്മൾ പറഞ്ഞതുപോലെ NPV നോക്കണം മസ്റ്റായിട്ട്. ദെൻ ബോണ്ട് വാല്യുവേഷൻ നോക്കിയിരിക്കണം. ദെൻ പെർപ്പച്യൂറ്റി, പ്രസൻറ്റ് വാല്യൂ ഓഫ് പെർപ്പച്യൂറ്റി, പ്രസൻറ്റ് വാല്യൂ ഓഫ് ഗ്രോയിങ് പെർപ്പച്യൂറ്റി, ദെൻ CAGR. സോ ഇതിൽ നിന്ന് മസ്റ്റായിട്ട് ക്വസ്റ്റ്യൻ 2-3 ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. സ്ഥിരമായിട്ട് ഇപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ടൈം ലിമിറ്റിൽ കാൽക്കുലേറ്ററിൽ നമ്മൾ പറഞ്ഞതുപോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ടൈം ലിമിറ്റിൽ 14 ക്വസ്റ്റ്യൻ്റെ മിനിമം 12 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് 5 മിനിറ്റ് 6 മിനിറ്റിൽ ചെയ്യാൻ പറ്റും. സോ ബാക്കിയുള്ള ചാപ്റ്ററുകളിൽ നിന്നും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഹൈ സ്കോറിലേക്ക് പോകാം. സോ അതേപോലെ പ്രാക്ടീസ് ചെയ്യുക. സോ നമുക്ക് 4th ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് നമുക്ക് മെയിൻലി നമുക്ക് നോർമലി സ്റ്റുഡൻസിൽ വരുന്ന പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ നമുക്ക് നാളത്തെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്ലസ് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ലോജിക്കൽ റീസണിങ്ങും ദെൻ സ്റ്റാറ്റിസ്റ്റിക്സിനെയും നമ്മൾ മേജർ ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ നാളെ നമുക്ക് മോർണിംഗ് സെഷൻ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.